സ്വാഗതം ചെയ്യുകയാണ്. വേദിയിൽ നമ്മളോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട GK സാറുണ്ട്. സാറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ആയിഷ ടീച്ചറെയും രണ്ടാം ദിവസത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സാറിൻ്റെ ടെക്നിക്കൽ സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നത് ശ്രീകുമാർ സാർ 2 വാക്ക് സംസാരിക്കും എന്നാണ്. ഏറ്റവും പ്രിയപ്പെട്ട ഗോപാലകൃഷ്ണൻ സാർ, പ്രിയപ്പെട്ട ഐഷ മിസ്, ശ്രീ ബ്രിജേഷ്, എല്ലാവരും ഉണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാവരും ഞങ്ങളൊരു കുടുംബമാണ്. ക്രൈസ്റ്റ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം MES പൊന്നാനി എന്ന് പറയുന്നത് 2 കോളേജല്ല, അത് ഒറ്റ കോളേജായിട്ടാണ് ഞങ്ങൾ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. ഏതാണ്ട് 2017 വരെ ഞാനിവിടെ നിരന്തരം വന്നുകൊണ്ടിരുന്നു. 17 ശേഷം കഴിഞ്ഞ ഒരു 5 വർഷം നോക്കുമ്പോഴത്തേക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ട്രാൻസ്ഫോം ചെയ്തിരിക്കുകയാണ്. ഇത് പഴയ MES ആണോ പൊന്നാനി എന്ന് പോലും അറിയാൻ വയ്യാത്ത രീതിയിൽ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും മ്യൂസിയവും ഒക്കെ കണ്ടപ്പം വലിയ സന്തോഷം തോന്നി. ഏതായാലും വളരെ നല്ല രീതിയിൽ ഐഷ മിസ് ഈ ഡിപ്പാർട്ട്മെൻറ്റ്, ഗോപാലകൃഷ്ണൻ സാർ കഴിഞ്ഞപ്പം റിട്ടയർ ചെയ്തതിന് ശേഷം ഐഷ ടീച്ചറാണ് ഇതിന് നേതൃത്വം കൊടുത്തിരുന്നത്. വളരെ ഭംഗിയായിട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ ഒരു വേറൊരു ലെവലിലേക്ക് എത്തിച്ചിട്ട് ബ്രിജേഷ് സാറിന് ഹാൻഡ് ഓവർ ചെയ്യുന്നു. എല്ലാ ഭാവങ്ങളും ഞാൻ നേരുകയാണ് ഐഷ മിസ്സിന്. കാരണം എനിക്ക് എൻ്റെ ഒരു സഹോദരിയെ പോലാണ് ഐഷ മിസ്. കാരണം പല കാര്യങ്ങളിലും ഐഷ വളരെ കൃത്യമായിട്ട് നമ്മുടെ പല മീറ്റിങ്ങുകളാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ RIC മീറ്റിങ്ങുകളാണെങ്കിലും കൃത്യസമയത്തെത്തുകയും നമ്മൾ യാതൊരു തരത്തിലുള്ള എംബാരസ്മെൻ്റ് ഉണ്ടാക്കാതെ ആ സമയത്ത് അവിടെ എത്തിച്ചേരുകയും ഞങ്ങളെ വേണ്ട വിധത്തിലൊക്കെ സഹായിച്ചിട്ടുണ്ട്. ക്രൈസ്റ്റ് കോളേജിനെ പ്രത്യേകിച്ച് എങ്ങനെയാണ് ഈ സമയത്ത് പലപ്പോഴും എന്താ വെച്ചാൽ റിട്ടയർമെൻ്റ് എന്ന് പറയുന്ന സമയത്ത് പണ്ടൊക്കെ ഒരു പ്രയാസമായിരുന്നു മനസ്സിൽ. ഈ നമുക്കെങ്ങനെ ഇനിയത്തെ വർഷങ്ങൾ എങ്ങനെയൊക്കെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും നമുക്ക് തോന്നാറില്ല. കാരണം ഇനിയുമുണ്ട് പല മേഖലകളിലും നമുക്ക് വർക്ക് ചെയ്യാൻ, കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് പല മേഖലകളിലും വർക്ക് ചെയ്യാൻ സാധിക്കും. ഐഷ മിസ്സിൻ്റെ തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ ബ്രിജേഷ് സാറിന് എഴുതിയിരുന്നു, ഇന്ന് എനിക്ക് വരാൻ പറ്റുമോ സംശയമുണ്ട്. കാരണം കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇരിഞ്ഞാലക്കുട എത്തി, പക്ഷേ ഇന്ന് ഇനിയും വരാൻ പറ്റുമോ എനിക്ക് സംശയമുണ്ട്. അറിയിക്കാൻ രാവിലെ എന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇനി വരികയായിരുന്നു. കാരണം എനിക്ക് അത്രമാത്രം ഇവിടെ വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒന്ന് വന്നിട്ടെങ്കിലും പോകുമായിരുന്നു, ഇങ്ങനൊന്നും നിന്ന് സംസാരിച്ചില്ലെങ്കിലും. എന്തായാലും ടീച്ചറിന് ഇനിയുള്ള ദിവസങ്ങൾ വളരെ റിലാക്സ്ഡായിട്ട് ജിയോളജിക്ക് വേണ്ടിയും ജിയോളജി കുട്ടികൾക്ക് വേണ്ടിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റുള്ള ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് ഐഷാൻസിന് വേണ്ടി എങ്ങനെയാണ് ബീറ്റ് ചെയ്യാൻ എന്നുള്ള അറിയാൻ വേണ്ടി അപ്പം ഞാൻ എൻ്റെ നടപടികളിലേക്ക് പോവാം അല്ലേ. ഞാനൊരു വലിയ ഗവേഷണ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പക്ഷേ അക്കാഡമിക് കമ്മ്യൂണിറ്റിക്ക് നമ്മുടെ പ്രത്യേകിച്ച് ടീച്ചിങ്, ഞാൻ കുറേ നാൾ എനിക്കറിയാം 10-30 വർഷം ടീച്ചിങ്ങിൽ മാത്രമായിട്ട് BSc MSc കുട്ടികളെ പഠിപ്പിക്കുകയും അത്യാവശ്യം ഗവേഷണം ചെയ്യുകയൊക്കെ അതിന് നേതൃത്വം നൽകുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അതിനുശേഷം എനിക്ക് കുറച്ച് അവസരങ്ങൾ കിട്ടി. റിട്ടയർ ചെയ്തതിന് ശേഷം പലപ്പോഴും ഫീൽഡിൽ പോയി കുറച്ച് കാണാനും അതുമായിട്ട് ബന്ധപ്പെടാനും ഒക്കെ സാധിച്ചു. വളരെ കൂടുതൽ ബന്ധപ്പെടാൻ സാധിച്ചു. അപ്പം ഈ ജിയോളജിക്കാരുടെ ഒരു പ്രാധാന്യം ഇന്ന് വളരെയധികം വർദ്ധിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വളരെയധികം. കാരണം ഇന്ന് ഏത് ഫീൽഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ജിയോളജിക്കാരുടെ ഒരു കയ്യൊപ്പില്ലാതെ ആ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ ഇന്നത്തെ ഒരു അവസ്ഥ നോക്കിക്കഴിയുമ്പോൾ, പണ്ട്
ജിയോളജിക്കാർക്കൊന്നും അത്ര വലിയൊരു പ്രാധാന്യം, ഗോപാലകൃഷ്ണൻ സാറൊക്കെ നമുക്കറിയാം, ആ സമയത്തൊന്നും നമുക്കൊരു വലിയ ജിയോളജിക്കാരെന്ത് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി ഒരു ആശങ്കയുണ്ടായിരുന്നു. GSAയിലും ONGC ഒക്കെ ഉണ്ട്, അതൊക്കെ ആയിരുന്നു നമ്മുടെ ഫീൽഡുകളും. അങ്ങനെ നല്ല നിലയിൽ അങ്ങനെ റിസർച്ചും അല്ലെങ്കിൽ GSA ONGC പോലുള്ള ഇതിലുമൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ന് കേരളത്തിൽ ഒരുപാട് സാധ്യതകൾ നമുക്കുണ്ട്. അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അത് ടീച്ചിങ് കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളും ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഞാൻ ആ ഒരു കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു 10-40 മിനിറ്റ് കൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസൻറ്റേഷൻ അവസാനിപ്പിക്കും. ഞാൻ ലിങ്കിങ് ജിയോ സയൻസ് ആൻഡ് സൊസൈറ്റൽ ഇഷ്യൂസ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇതിനകത്ത് പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും ഇവരൊക്കെ. കാരണം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ കെമിസ്ട്രി അധ്യാപകരും ഫിസിക്സ് അധ്യാപകരും ഒക്കെ ഒരുപാട് പേര് ഈ ശാസ്ത്രജ്ഞന്മാരുടെ, അവരുടെ ഈ ഫിസിക്കൽ സയൻസിലും ഒക്കെയുള്ള ശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ എങ്ങനെയൊക്കെയാണ് അവർ ഓരോ സമയങ്ങളിലും മുന്നിലോട്ട് വന്നത്, അവരുടെ ബാല്യകാലം, ആ ഒരു ചരിത്രം, അത് വളരെ നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്ക് വലിയൊരു എൻകറേജ്മെൻറ്റ്, ഒരു ഇൻസ്പിറേഷൻ നൽകുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. പക്ഷെ അത് നടന്നില്ല, കാരണം എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട്. പക്ഷെ ഞാൻ അതുകൊണ്ടാണ് ഈ റിലിക്സ് വേണ്ടി ഞാനിങ്ങനെ ഒരെണ്ണം ഒരു സ്ലൈഡ് ഉണ്ടാക്കി. നമ്മുടെ അറിയാം, ജെയിംസ് ഹട്ടനെ പറ്റിയൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ? ഒരു സ്കോട്ടിഷ് ജിയോളജിസ്റ്റാണ്. നിങ്ങൾ ഈ പേരുകളൊക്കെ എല്ലാവർക്കും നമ്മൾ ഡിഗ്രി ക്ലാസ്സുകളിൽ കയറുമ്പം തന്നെ കേൾക്കുന്ന പേരുകളാണ്. അങ്ങനെയുള്ളവരെ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നമുക്കറിയാം പ്രിൻസിപ്പിൾ ഓഫ് അല്ലേ, ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഇൻ ജിയോളജി എന്ന് പറയുന്ന യൂണിഫോമിറ്റേറിയനിസം ഒക്കെ കൊണ്ടുവന്ന ഒരു വലിയ മഹത് വ്യക്തി ആണ് അദ്ദേഹം. ഫാദർ ഓഫ് ജിയോളജി എന്ന് അറിയപ്പെടുന്ന അദ്ദേഹമാണ് നമുക്ക് ഇതിനകത്തുള്ള ഒരു ചിത്രം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആൽഫ്രഡ് വെജനറെ പറ്റി നമുക്ക് എല്ലാ കാലത്തും അല്ലേ, നമ്മൾ പ്ലേറ്റ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന ഒരു മഹത് വ്യക്തിയാണ്. ഒരു വലിയ കോൺട്രിബ്യൂഷൻ നമ്മുടെ ജിയോ സയൻസിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ മോഹർവിസിക്, നമുക്കറിയാം മോഹർവിസിക് ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ് നമ്മൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് അല്ലേ? നമ്മൾ കുട്ടികളൊക്കെ BSc പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇൻറ്റീരിയർ ഓഫ് എർത്ത് ഒക്കെ പഠിക്കുന്നു. അപ്പോൾ അദ്ദേഹം ആ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഇവരൊക്കെ ഒരു വലിയ തരത്തിൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഹാർഡ് കോറായിട്ടുള്ള, അതാണ് ഇവരെയൊക്കെ സംബന്ധിച്ചുള്ള കാര്യം, ഹാർഡ് കോറായിട്ടുള്ള ജിയോളജി ഉയർത്തി കൊണ്ടുവന്ന ആൾക്കാരാണ് ഇവരൊക്കെ. റിക്ടർ സ്കെയിൽ, നമ്മളിപ്പോൾ കേൾക്കുന്ന ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ നമ്മുടെ കേരളത്തിലും ലോകത്തും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ചാൾസ് റിക്ടറും ഒക്കെ റിക്ടർ സ്കെയിലും ഒക്കെ നിങ്ങൾക്കറിയാം, മാഗ്നിറ്റ്യൂഡ് ഓഫ് എർത്ത് ക്വേക്ക് എന്നൊക്കെ പറയുന്ന ഇതുമൊക്കെ കൊണ്ടുവന്ന വ്യക്തി. വില്യം സ്മിത്ത് അറിയാം, സെഡിമെൻറ്റോളജി സ്ട്രാറ്റിഗ്രഫിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ പേരുകൾ വരാതെ നമുക്ക് മുന്നിലോട്ട് പോകാൻ വയ്യാത്ത ഒരു ഘട്ടം നമുക്കുണ്ട്. ഇനി നമ്മുടെ ഇന്ത്യയിലേക്ക് വളരെ പെട്ടെന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട 1-2 പേരുകൾ എനിക്ക് വന്നത് MS കിഷനാണ് അല്ലേ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഞങ്ങൾ പഠിച്ചപ്പം തൊട്ടേ, ഗോപാലകൃഷ്ണൻ സാറേ, നമ്മൾ ലൈബ്രറിയിൽ പോയിട്ട് തപ്പുമായിരുന്നു പണ്ട് MS കിഷൻ്റെ ബുക്കും അതുപോലെ തന്നെ ഇന്ത്യൻ ജിയോളജിയെ പറ്റിയുള്ള വളരെ ഇന്നും എന്താണ് അന്നത്തെ ആ ബുക്കിൻ്റെ ആ ഒരു റെഫറൻസ് ഗ്രന്ഥമാണ്. അതിൽ നിന്നാണ് നമ്മളിപ്പോഴും ആ ബേസിക്കുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് ഇത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. അത് കഴിഞ്ഞ് BP രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് അതിൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള അദ്ദേഹം. BP രാധാകൃഷ്ണനെ പറ്റി നമ്മൾ പറയുമ്പം അദ്ദേഹത്തിൻ്റെ നമ്മളെ ഒരു ജിയോളജിയെ വളരെയധികം പോപ്പുലറൈസ് ചെയ്യാൻ, പ്രത്യേകിച്ച് ജനങ്ങളിലേക്കൊക്കെ എത്തിക്കാനും ഒക്കെ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ, ഒരു സൗത്ത് ഇന്ത്യക്കാരനാണ്, കർണാടക ബേസ്ഡ് ആയിട്ടുള്ള അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾ ജിയോളജിയെ പല തലത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മൈസൂർ ജിയോളജിയുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ ഹെഡായിട്ടും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മഹത് വ്യക്തി കൂടിയാണ് BP രാധാകൃഷ്ണൻ. DN വാഡിയ, നമ്മൾ കേട്ടിട്ടുള്ള വാഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിമാലയൻ ജിയോളജി, നിങ്ങളുടെ അധ്യാപകരൊക്കെ പറഞ്ഞു കാണും, നിങ്ങൾ ഗവേഷണത്തിനും ഉയർന്ന പഠനത്തിനുമൊക്കെ പോകണമെങ്കിൽ സെലക്ട് ചെയ്യേണ്ട ഗ്രൂപ്പുകൾ വരുന്ന ചില സ്ഥലങ്ങളൊക്കെയാണ് ഇതൊക്കെ അല്ലേ? വാഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ജിയോളജിയിൽ ഉണ്ടാക്കുന്ന ഹിമാലയൻ ജിയോളജി പ്രത്യേകിച്ച് അദ്ദേഹം
നടത്തിയ കോൺട്രിബ്യൂഷൻ നമുക്ക് മറക്കാൻ സാധിക്കത്തില്ല. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ IC ചാക്കോ എന്ന് പറഞ്ഞ ഒരു മഹത് വ്യക്തിയുണ്ട്. അദ്ദേഹം സയൻറ്റിസ്റ്റാണ്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഈ ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ഗ്രമേറിയൻ കൂടായിരുന്നു. വളരെ നന്നായിട്ട് ഭാഷ കൈകാര്യം ചെയ്യും. സാഹിത്യ അക്കാദമി അവാർഡും ഒക്കെ നേടിയിട്ടുള്ള വളരെ എന്താണ് ജിയോളജിയും ഭാഷയും മലയാളവും ഒക്കെ കൊണ്ടുവന്ന നമ്മുടെ കേരളത്തിൽ വലിയ ചരിത്രം സൃഷ്ടിച്ച വ്യക്തിയാണ് IC ചാക്കോ. അപ്പോൾ ഇവരുടെയൊക്കെ മുന്നിൽ കൂടാണ് നമ്മൾ നടന്നു പോകുന്നത്. ഒരു പക്ഷേ കോർ ജിയോളജിയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ ഇങ്ങനെ ആൾക്കാരൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട് എങ്കിലും നമ്മളിപ്പോഴും നമുക്കറിയാം നമ്മുടെ ഓരോ പ്രദേശത്തെയും റീജിയണലായിട്ടുള്ള ജിയോളജിയും അതുപോലെ തന്നെ സൊസൈറ്റൽ ഇഷ്യൂസും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം നമ്മുടെ ഇവിടെ തന്നെ ഒരുപാട് ബേണിംഗ് പ്രോബ്ലംസ് ഉണ്ട്. ആ ബേണിംഗ് പ്രോബ്ലംസിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാൻ ഒരു ജിയോളജിക്കാരന് സാധിക്കും എന്നുള്ളതാണ്. പലപ്പോഴും അത്തരത്തിലുള്ള ഇടപെടലുകൾ നമ്മുടെ ജിയോളജിസ്റ്റ് എന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകരിൽ നിന്നുമൊക്കെ നമ്മൾ വളരെ കുറവാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ പോലും ഇതിന് ശേഷമാണ് പലപ്പോഴും നമുക്ക് അത്തരത്തിലുള്ള ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ലോക്കൽ ലെവലിൽ നമുക്ക് ഇറങ്ങി പ്രവർത്തിക്കേണ്ട ഒരു അവസരം ഇന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ ആ ഒരു കാര്യത്തിലേക്കാണ് വരുന്നത്. നിങ്ങൾക്ക് പലതും അറിയാം, പക്ഷെ ഞാനതെല്ലാം കൂടെ ഒന്ന് ഒരു ഫ്രെയിം വർക്കിൽ കൊണ്ടിരുന്നു എന്ന് മാത്രം. ജിയോളജിക്കൽ ഇഷ്യൂസ് അതെല്ലാം that are increasingly including on the everyday lives of ordinary people. ഇപ്പം നമുക്കറിയാം കാലാവസ്ഥാ വ്യതിയാനം, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ, പ്രകൃതിക്ഷോഭങ്ങളെല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതിലൊക്കെ നമുക്ക് ഇടപെടേണ്ട ഒരു അവസ്ഥ ഇന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രശ്നം ഞാൻ ടീച്ചറുമായിട്ട് വന്നപ്പം പറയായിരുന്നു, 2008 ഞാൻ കോളേജിലുണ്ടായിരുന്ന സമയത്ത് ഉരുൾപൊട്ടലിനെ പറ്റി അന്ന് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് പ്രോജക്റ്റുകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പഠനങ്ങളൊക്കെ അതിൻ്റെ റിപ്പോർട്ടുകൾ നമ്മുടെ ഇടുക്കി ജില്ലയിൽ പോയിട്ട് ഇന്ന പ്രദേശങ്ങളൊക്കെ ഹൈ ഹസാഡസ് ആണ്, ഇവിടെയൊക്കെ വേണ്ട കരുതലുകൾ എടുക്കണം, ഇവിടെയൊന്നും നിങ്ങൾ താമസിക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുമ്പോൾ അന്ന് അവിടുത്തെ പ്രാദേശിക LSG എന്ന് പറയുന്ന പ്രാദേശികമായിട്ടുള്ള അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റേഴ്സോ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളോ ഒന്നും ശരിക്കും കേൾക്കാൻ പോലും, നമ്മൾ ജിയോളജിക്കാരെ ഒന്നും കേൾക്കാൻ പോലും അവർ ഒരു മിനിറ്റ് പോലും അവിടെ ഇരുന്നിട്ടില്ല. പലപ്പോഴും അവർക്കതൊരു പ്രയാസമായിരുന്നു. പക്ഷേ 2018 നമ്മൾ ചെല്ലുമ്പോൾ ഈ സംഗതിയൊക്കെ മാറി. ഇന്ന് ജിയോളജിസ്റ്റ് പറയുന്നത് കേൾക്കാൻ ആൾക്കാരുണ്ട് അവിടെ. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കാരണം വീടുകൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ, കാരണം പല എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻസും നമ്മുടെ ജിയോളജിക്കാരുടെ യാതൊരു റീഡിങ്സും ഇല്ലാതാണ് അവർ ചെയ്തിട്ടുള്ളത്. അതെല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രത്യേക ഒരു സ്ഥിതിവിശേഷം വരുമ്പോഴാണ് നമ്മുടെ ജിയോളജിക്കാരെ കേൾക്കാൻ, സത്യം പറഞ്ഞാൽ അത് കൃഷിയാണെങ്കിലും അത് എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏത് തലത്തിലാണേലും, ഇപ്പം സോയിൽ കൺസർവേഷൻ, ഞാൻ ചില ചിത്രങ്ങൾ കാണിക്കാം. സോയിൽ കൺസർവേഷൻ വളരെ നാളുകൊണ്ട് അഗ്രികൾച്ചറുകാർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്. അന്ന് സോയിൽ കൺസർവേഷനും വാട്ടർ കൺസർവേഷനും രണ്ട് വലിയ പ്രോജക്റ്റുകളാണ് അവരുടെ. സ്ഥിരമായിട്ട് കേരളത്തിലെ പ്ലാന്റേഷൻസിലുമൊക്കെ ഈ സോയിൽ കൺസർവേഷനും വാട്ടർ കൺസർവേഷനും ചെയ്തു വരുന്നു. എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാം, പല സ്ഥലങ്ങളും ഉരുൾപൊട്ടുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതെന്തുകൊണ്ടാണ്? നമുക്ക് വാട്ടർ കൺസർവ് ചെയ്യണ്ടേ? വേണം. പക്ഷേ അതൊരു ജിയോളജിക്കാരൻ്റെ കൃത്യമായിട്ടുള്ള മേൽനോട്ടത്തിൽ ചെയ്താൽ അത് സംഭവിക്കില്ല. ഇത്തരത്തിലുള്ള ഒരു ഡിസാസ്റ്ററെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ നമ്മൾ അനുവദിക്കത്തില്ല. അപ്പം എവിടെ വേണം വാട്ടർ കൺസർവേഷൻ, എവിടെ വേണം ഒരു സോയിൽ കൺസർവേഷൻ പ്ലാറ്റ്ഫോംസ് കിട്ടുന്നത് എന്ന് പറയുന്നത് ഒരു ജിയോളജിസ്റ്റിൻ്റെ ഒരു മേൽനോട്ടത്തിൽ നടത്തുകയാണെങ്കിൽ അത് വലിയ തരത്തിലുള്ള ഫലം നൽകും എന്നുള്ളതിന് സംശയമില്ല. ഇപ്പം നമ്മൾ ജിയോമോർഫോളജിയൊക്കെ പഠിക്കും, നിങ്ങൾ ഡ്രെയിനേജൊക്കെ അല്ലേ, നമ്മൾ വാട്ടർ ഷെഡൊക്കെ എടുക്കും. ആ വാട്ടർ ഷെഡിലെ ഡ്രെയിനേജൊക്കെ മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു എക്സസൈസാണത്. നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ എന്താണ് ഇതിൻ്റെ ഒരു പ്രയോജനം എന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ അതിൻ്റെ പ്രയോജനം നമ്മൾ ഫീൽഡിൽ പോകുമ്പം, ഇന്നൊരു സോയിൽ ഒരു കെട്ടിടം, മൂന്നാർ പോലുള്ള ഒരു പ്രദേശത്ത് കെട്ടിടം കെട്ടുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഒരു ചെക്ക് ഡാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം, അത് ജിയോളജിസ്റ്റിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ നമ്മുടെ പോളിസി ഡോക്യുമെന്റ്സിൽ ഇപ്പം പറയുന്നത്, നമ്മൾ ജില്ലാ തലത്തിലും അതുപോലെ തന്നെ ഇത്തരം പ്രശ്ന സാധ്യതയുള്ള പ്രദേശങ്ങളിലും ഒരു ജിയോളജിസ്റ്റ് വേണം.
നമ്മുടെയൊക്കെ സ്കോപ്പുകൾ കൂടുകയാണ്, വേണം. കാരണം അവരുടെ ഒരു ലൈസൻസ് ഇല്ലാതെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം നമുക്ക് പറയാനുള്ള ഇന്ന് വലിയ ഒരു 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 അവസരമാണ് ഇന്ന് നമുക്ക് സംജാതമായിട്ടുള്ളത്. അപ്പോൾ ആ ലിറ്ററസി, ജിയോ ലിറ്ററസി, അത് നമുക്ക് തീർച്ചയായിട്ടും അത് അധ്യാപകരാണേലും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് നമുക്കറിയാം. ജിയോ സയൻസ് എന്ന് പറഞ്ഞ ഒരു ഫീൽഡ് സയൻസാണ് അല്ലേ. നമ്മുടെ കാലാവസ്ഥ മാറ്റം ഇന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം സൈക്ലോൺ ആണേലും നമ്മുടെ കടൽക്ഷോഭമാണേലും ഒക്കെ കേരളത്തിൽ 18, 19, 20, 21 റിപ്പീറ്റഡ് ആയിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്ന ഉണ്ടാക്കുന്ന ഡിസാസ്റ്റേഴ്സിനെ നമുക്ക് തീർച്ചയായിട്ടും അതുണ്ടാകും. കാരണം ഒന്ന് ആഗോളതലത്തിൽ നമ്മൾ ചിന്തിക്കാനുള്ളതാണ് അല്ലേ. കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലോക്കൽ ലെവലിൽ മാത്രം ചിന്തിച്ചുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാവില്ല. ലോക്കൽ ലെവലിലും ചിന്തിക്കണം. ലോക്കൽ ലെവലിൽ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. ജിയോളജിസ്റ്റിന് അതിനകത്തുമുണ്ട് ചില മാർഗരേഖകൾ കൊടുക്കാനുണ്ട്. അത് ആഗോളതലത്തിൽ തന്നെ ചെയ്യാൻ ഉണ്ട്, അത് വേണം. അതിനോടൊപ്പം തന്നെ റീജിയണൽ ലെവലിൽ ഓരോ പഞ്ചായത്തിലും ഓരോ പ്രദേശത്തും നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ഈ കാലാവസ്ഥ, ഇപ്പം വെള്ളപ്പൊക്കമാണേലും അതുപോലെ തന്നെ വരൾച്ചയും രണ്ടും കേരളത്തിനെ പിടിമുറുക്കിയിട്ടുണ്ട്. അപ്പം ഇതിനെയൊക്കെ നമുക്ക് ഒന്ന് മെരുക്കിയെടുക്കാൻ, അതുമായിട്ട് കോപ്പപ്പ് ചെയ്ത് നമുക്ക് ജീവിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു ജിയോളജിസ്റ്റ് എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ, ഇതൊക്കെ നമുക്കിന്ന് അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല. മീറ്റിയോളജിയും ഒരു കമ്പോണൻ്റാണ് നമ്മളുടെ. കാരണം നമുക്കിപ്പം വരുന്ന എക്സ്ട്രീം റെയിൻഫോൾ ഈവൻസ് ആണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കാലാവസ്ഥ മാറ്റത്തിൻ്റെ ഒരു വലിയ പ്രശ്നം ആ എക്സ്ട്രീം റെയിൻഫോൾ ഈവൻസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം കൊക്കയാർ കൂട്ടിക്കൽ എന്ന് പറഞ്ഞ പ്രദേശത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെട്ടിമുടി, ഞങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യാറുള്ള ഒരു പ്രദേശമാണ് പെട്ടിമുടി. എന്തുകൊണ്ട് ജിയോളജിസ്റ്റുകൾ പറഞ്ഞില്ല അതൊരു ഹൈ ഹസാർഡസ് സോൺ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തില്ല? ശരിയാണ്, ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. നമ്മളൊരു മോഡറേറ്റ് ഹസാർഡ് സോൺ എന്നുള്ള ലെവലിലാണ് ആ പ്രദേശത്തിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നിട്ടുള്ളത്. പക്ഷെ അവിടെ ഉരുൾപൊട്ടി, വലിയ 10-50 പേരാണ് അന്ന് അവിടെ മരിച്ചത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാലാണ് ആ കാലാവസ്ഥ മാറ്റവുമായിട്ടുള്ള പ്രശ്നം വരുന്നത്. ഒരു സബ് ബേസിൻ, വീണ്ടും വരുന്നു ജിയോളജി, ഒരു വാട്ടർ ബേസിൻ കംപ്ലീറ്റ് ഉണ്ട്. അതിനകത്തെ ചെറിയ തോടുകളും അതിൻ്റെ സബ് ബേസിൻസും ഉണ്ട്. നമുക്ക് ആ സബ് ബേസിൻസിനെ ബേസ് ചെയ്തുകൊണ്ട് വേണം നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് ഏകോപിപ്പിക്കാൻ. അത് വാട്ടർഷെഡ് ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, ദുരന്ത നിവാരണങ്ങൾ, മറ്റുള്ള പ്രകൃതി ദുരന്ത നിവാരണങ്ങളായിക്കോട്ടെ, അതൊക്കെ നമുക്ക് ക്രോഡീകരിക്കുന്നത് തീർച്ചയായിട്ടും വാട്ടർഷെഡും സബ് ബേസിൻ്റെയും അടിസ്ഥാനത്തിലാവണം. കാരണം അതിന് പ്രത്യേകമായിട്ടുള്ള ചില ഉപകാരങ്ങൾ അതുകൊണ്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം കൊക്കയാറും കൂട്ടിക്കലും രണ്ട് ജില്ലയാണ്. ഒന്ന് ഇടുക്കി ജില്ല, ഒന്ന് കോട്ടയം ജില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ നമുക്ക് ഏറ്റവും അടുത്തുണ്ടായ ഉരുൾപൊട്ടൽ നോക്കുകയാണെങ്കിൽ ഇത് രണ്ട് ജില്ലയിലാണ്. ജില്ലയല്ല പ്രശ്നം, അത് സബ് ബേസിനാണ്. കൊക്കയാറും അതുപോലെ തന്നെ ഈ കൂട്ടിക്കൽ കൊക്കയാർ വില്ലേജ് പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു സബ് ബേസിൽ ഉൾപ്പെട്ട പ്രദേശമാണ്. അവിടെയാണ് എക്സ്ട്രീം റെയിൻഫോൾ ഈവൻറ്റ്സ് വന്നിട്ടുള്ളത്, അവിടെയാണ് മിനി ക്ലൗഡ് ബേസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ചെറിയ ബേസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള മിനി ക്ലൗഡ് ബേസ്റ്റ് അവിടെ വരുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥ കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പോൾ നമുക്കൊരു ബ്രോഡ് സ്പെക്ട്രമാണ് ഇന്ന്, ഇന്റർ കണക്റ്റഡ്, ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ. ഞാൻ ഇന്നിപ്പം ഇവിടെ വന്നപ്പം ഞാൻ വെറുതെ ഇങ്ങനെ സംസാരിക്കുകയാണ്, അതുകൊണ്ട് ഒരു സംസാരമായിട്ട് കരുതിയാൽ മതി. ഇവിടെ വന്നപ്പം സോയിൽ ലാബിനെ പറ്റി ശ്രീജിത്ത് സാർ പറയുന്നത് കേട്ടോ, സോയിൽ ലാബിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പം ഈ സോയിൽ ലാബ് എന്ന് പറയുന്നത്, ഇപ്പോൾ സോയിൽ എന്ന് പറയുന്നത് ശരിക്കും എങ്ങനെ ഉണ്ടാകുന്നത് നമുക്കറിയാം അല്ലേ. റോക്കിൽ നിന്ന് വെതർ ചെയ്ത് കെമിക്കൽ, ഫിസിക്കൽ ആ വെതറിംഗ് ഒക്കെ നടത്തിയിട്ട് ഉണ്ടാകുന്ന ഒരു അൾട്ടിമേറ്റ് പ്രോഡക്റ്റാണ് സോയിൽ. അത് ആ സോയിൽ ഉണ്ടാകുന്നു, ആ സോയിൽ അഗ്രികൾച്ചർ ഉണ്ടാകുന്നു അല്ലേ, ക്രോപ്പുകൾ ഉണ്ടാകുന്നു. അവിടെ നമുക്കൊരു റോളില്ലേ. നമ്മുടെ ഒരു ക്രിട്ടിക്കൽ സോൺ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഏറ്റവും ലിത്തോസ്ഫിയർ, ഏറ്റവും മുകളിലുള്ള സോയിലും അതിൻ്റെ മുകളിലുള്ള സോണും എല്ലാം കൂടെ ചേർത്തുള്ള ക്രിട്ടിക്കൽ സോൺ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. നമ്മുടെ റോക്കിലെ വെതറിംഗ്, അതിൽ നിന്നുണ്ടാകുന്ന ഓരോ മിനറൽ കോൺസ്റ്റിറ്റ്യുവൻസും മൈക്രോ ന്യൂട്രിയൻസും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്.
അപ്പോൾ അവിടുത്തെ ലിതോളജിയാണ് അവിടുത്തെ ക്രോപ്പിനെ ഒരു പക്ഷേ സഹായിക്കുന്നത്. നമ്മുടെ വെട്ടുകൽ കുന്നുകൾ നമ്മുടെ ചുറ്റും ഒരുപാടുണ്ട്. മലപ്പുറത്ത് ഒരുപാട് ഇതുണ്ട് അല്ലേ, വെട്ടുകൽ കുന്നുകൾ. ആ വെട്ടുകൽ കുന്നുകൾ എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും, ഇപ്പം കാസർഗോഡൊക്കെ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. കാസർഗോഡ് ജിയോളജിയുടെ ഒരു കേന്ദ്രമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഹാർഡ് റോക്കാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡ്യൂറി ക്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ, ഹാർഡായിട്ടുള്ള ലാറ്ററൈറ്റ് ആണ്. ഹാർഡ് ലാറ്ററൈറ്റ് അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അവിടെ കൃഷി ചെയ്യാൻ പറ്റില്ല. ഹാർഡ് ലാറ്ററൈറ്റ് ആണ് ഡ്യൂറി ക്രസ്റ്റ് എന്ന് നമ്മൾ പറയും. അതിനെ നമുക്ക് എങ്ങനെ, ആ വേസ്റ്റ് ലാൻഡാണ് ഇപ്പോഴും ശരിക്കും, അവിടെ മരങ്ങൾ പോലും വളരുന്നില്ല. നമുക്ക് എങ്ങനെ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും? ഇനി അതിൻ്റെ ആ ഡ്യൂറി ക്രസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലെയർ കിട്ടുമോ? അവിടെ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുമോ? ആ ക്രോപ്പിനെ നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും? ഏത് ക്രോപ്പ് നമുക്ക് അവിടെ അഗ്രികൾച്ചറുമായിട്ട്, ഞാൻ അതാ പറഞ്ഞത്, എല്ലാവരുമായിട്ടുള്ള ഒരു ഹൈഡ്രോജിയോളജിസ്റ്റ്, ഒരു ജിയോളജിസ്റ്റ്, സോയിൽ സയൻറ്റിസ്റ്റ്, അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റ്, അങ്ങനെ ഒരു ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ് നമുക്ക് ഇന്ന് ആവശ്യം. അപ്പം ആ ഒരു കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അത്തരത്തിൽ ക്ലൈമാറ്റിക് സിസ്റ്റത്തിനെയൊക്കെ അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ, കാരണം ഇനിയും വരാൻ പോകുന്ന നമ്മളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് വരാൻ പോകുന്ന രണ്ട് കാര്യം, ഒന്ന് ഫുഡ് സ്കാർസിറ്റി, രണ്ട് നമ്മുടെ വാട്ടർ സ്കാർസിറ്റി. ഇത് രണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വാട്ടർ സ്കാർസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ചാടി വീഴും, കാരണം നമ്മൾ ഗ്രൗണ്ട് വാട്ടർ അല്ലേ, നമ്മുടെ BScയുടെ നമ്മൾ കയറുമ്പോഴേ പഠിക്കുന്ന ഒരു സാധനമാണ് ഗ്രൗണ്ട് വാട്ടർ, വാട്ടർ ടേബിൾ, സോൺ ഓഫ് സാച്ചുറേഷൻ, സോൺ ഓഫ് എയറേഷൻ എന്നൊക്കെ പറയുന്നത്. അതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ആ ഫീൽഡിലേക്ക് വരണം, നമ്മുടെ മനസ്സ് അതിലേക്കാവണം. അപ്പോൾ നമുക്ക് ആ സബ്ജക്റ്റിനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. എന്ത് രസമാണ് ആ സബ്ജക്റ്റിൻ്റെ ഒരു ബ്യൂട്ടി ഓഫ് ദാറ്റ് സബ്ജക്റ്റ്. സത്യം പറഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിയുമ്പോഴാണ് അതിന് മനസ്സിലാകുന്നത്, വളരെ ലേറ്റർ സ്റ്റേജിലാണ്. കാരണം അതുകൊണ്ട് ഉണ്ടാകുന്ന, അപ്പം നമുക്ക് ഇപ്പം ഫീൽഡിൽ പോകുമ്പോൾ നമുക്കത് പറഞ്ഞു കൊടുക്കാം, എന്താണ് ഗ്രൗണ്ട് വാട്ടർ, എങ്ങനെയാണ് ഗ്രൗണ്ട് വാട്ടർ ഇല്ലാതാവുന്നത്, ഒരു പ്രദേശത്തെ വാട്ടർ ടേബിൾ ലെവൽ എങ്ങനെ താഴ്ന്നു. കാരണം ഡ്രൗട്ട് ഒരു പ്രശ്നമായിട്ട് വരിക. ഇപ്പം പണ്ട് പ്രശ്നമില്ല, കാരണം വെള്ളം എല്ലായിടത്തും സുലഭമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു, കൃഷിയുണ്ട്, ക്രോപ്സ് ഉണ്ട്. പക്ഷെ ഇന്ന് അതല്ല, നമ്മളൊരു വലിയ ഫുഡ് സ്കാർസിറ്റിയെയും അതുപോലെ തന്നെ വാട്ടർ സ്കാർസിറ്റിയും അഭിമുഖീകരിക്കുന്ന വർഷങ്ങളാണ്. 2050 ആകുമ്പോഴത്തേക്ക് നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകുന്നു കാലാവസ്ഥ മാറ്റത്തെ തുടർന്ന്. നമുക്കൊരു വലിയ റോള് അതിനകത്തും നമുക്കുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിനെയൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ ഇതാണ് ഞാൻ ഇനി സ്ലൈഡുകളിൽ പോകുന്നത്. നിങ്ങൾക്കറിയാവുന്ന ഒരു ചിത്രമാണിത് അല്ലേ, ഒരു ഫുൾ സ്ക്രീൻ ഇടാം അല്ലേ. ഹൈഡ്രോളജിക്കൽ സൈക്കിൾ നമ്മൾ പറയുന്നത്, കാരണം മഴ പെയ്യുന്നു, ആ മഴ പെയ്ത് ഇത് വെള്ളം നമ്മുടെ ടോപ്പോഗ്രഫിയിൽ ക്ലിയർ അല്ലല്ലേ, പിക്ചേഴ്സ് നമ്മൾ ആദ്യം തൊട്ടേ പഠിക്കുന്ന ഒരു ഇതാണ് അല്ലേ ഹൈഡ്രോളജിക് സൈക്കിളൊക്കെ. മഴ പെയ്യുന്നു, മഴ പെയ്ത് കഴിഞ്ഞാൽ അത് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നു, കുറേ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നു വെള്ളം, വീഴുന്ന വെള്ളം ടോപ്പോഗ്രഫിയിൽ. അത് കഴിഞ്ഞിട്ട് വെള്ളം അത് റൺ ഓഫ് ആയിട്ട് ഒഴുകിപ്പോകുന്നു, അത് കടലിൽ എത്തിച്ചേരുന്നു. അപ്പോൾ നമുക്ക് വെള്ളം നമ്മുടെ ഭൂമിയിലേക്ക് ഇറക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഇപ്പോഴത്തെ പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രൗട്ട് എന്ന് പറയുന്ന പ്രകൃതി ദുരന്തം വളരെയധികം കൂടുന്നതുകൊണ്ട് നമുക്ക് ഈ വെള്ളത്തിനെ നമ്മുടെ ഭൂഗർഭ ജലവിധാനത്തിലേക്ക് ഇറക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡിലൊക്കെയുള്ള ജിയോളജിസ്റ്റുകളുണ്ട്, നമ്മുടെ കേരള ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അല്ലേ. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട 2 ഡിപ്പാർട്ട്മെൻറ്റ്സാണ്. അവർ ചെയ്യുന്ന പ്രവൃത്തി അതാണ്. പക്ഷെ നമ്മളത് പോയി മനസ്സിലാക്കാൻ, ഈ വെള്ളത്തിനെ നമുക്ക് ഭൂഗർഭ ജലവിധാനത്തിലേക്ക് ഇറക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് നമുക്ക് കാണുന്നത് പലതരത്തിലുള്ള ടോപ്പോഗ്രാഫിക് മോഡിഫിക്കേഷനാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ വിചാരിക്കും ഒരു മലയാണെന്ന് വിചാരിക്കാം, ഇതൊരു പാടമാണ്. നമ്മുടെ കേരളത്തിലെ പാടങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലകളും ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പാടങ്ങളൊക്കെ ഇന്ന് വലിയ കുഴികളായിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന നല്ല അക്യുഫേഴ്സ്, അതായത് അക്യുഫേഴ്സ് എന്ന് പറയുന്നത് പോറസ് ആൻഡ് പെർമിയബിൾ എന്നൊക്കെ നമ്മൾ ഡെഫിനിഷനിൽ പറയുന്നു. വെള്ളം ശേഖരിച്ചു വെക്കുന്നു,
എന്നിട്ട് ആ വെള്ളത്തിനെ മഴയുള്ള സമയങ്ങളിൽ ശേഖരിച്ചു വെച്ചിട്ട് അതിനെ പതുക്കെ അത് ഡ്രെയിൻ ചെയ്ത് നമ്മുടെ പുഴകളിലേക്കും നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ കിണറുകളിലേക്കുമൊക്കെ എത്തുന്ന ഒരു സംവിധാനം. എവിടെ ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൈനിങ് അതൊരു ഡിസ്ട്രക്റ്റീവ് പ്രോസസ്സാണ്. പക്ഷേ നമുക്ക് മണൽ വേണം. അവിടെ ജിയോളജിസ്റ്റിൻ്റെ ഒരു റോളുണ്ട്. അതാണ് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ചിലപ്പം ഗോലകൃഷ്ണ സാറും കുറച്ച് നാളത് കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നമുക്കത് ഒരു എൻവയോൺമെൻ്റൽ ഇമ്പാക്റ്റ് ഇല്ലാതെ നമുക്ക് എങ്ങനെ ഒരു മൈനിങ്, റെസ്പോൺസിബിൾ മൈനിങ് നമുക്കവിടെ എങ്ങനെ നടത്താൻ സാധിക്കും? ഇവിടെ ക്ലെയിം, അതുപോലെ തന്നെ താഴെയുള്ള ക്ലെയിം സാൻഡും ഒക്കെ കംപ്ലീറ്റ് ആയിട്ടും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് പറ്റി? 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ചുറ്റും ഉള്ള പ്രദേശങ്ങളിലെ വാട്ടർ ടേബിൾ ലെവല്, കിണറിലെ വെള്ളം താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്നു. വരൾച്ച, പ്രത്യേകിച്ച് കാലാവസ്ഥയിലെ ഒരു പ്രശ്നം കൊണ്ട് കൂടുതൽ വരൾച്ചയിലേക്ക് ഈ ഒരു സംഭവം എത്തിക്കുന്നു എന്ന് കാണാൻ സാധിക്കും. ഇപ്പോഴത്തെ ചിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ കാണിച്ചിരിക്കുന്ന ഒരു ഡോട്ടഡ് ആയിട്ടുള്ള ഇത് നമുക്ക് കാണാം. ആ ഡോട്ടഡ് ആയിട്ടുള്ള ഇത് സാൻഡി ഹൊറൈസണാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഹൊറൈസണാണ് ഒരു പ്രൊഫൈലിൽ കാണാൻ സാധിക്കുന്നത്. ആ സാൻഡി ഹൊറൈസൺ, അതിലാണ് വെള്ളം പിടിച്ചു വെച്ചിരുന്നത്. പക്ഷെ അതാണ് നമ്മൾ ഊറ്റിയെടുക്കുന്നത്. സാൻഡ് മൈനിങ്, നമ്മുടെ കെട്ടിട നിർമ്മാണത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കുമൊക്കെ ഈ സാൻഡാണ് ഊറ്റിയെടുത്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് വെള്ളം ശേഖരിക്കുക? നമുക്ക് എന്ത് സൊല്യൂഷനാണ് ജിയോളജിക്കാർക്ക് കൊടുക്കാൻ പറ്റുക? ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. ഇതിനകത്ത് ഇത് കാണിച്ചിരിക്കുന്ന ആ ടേബിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു പാഡി ഫീൽഡ് എന്ന് പറയുന്നത് ഏതാണ്ട് എത്ര ലിറ്റർ പെർ ഹെക്ടർ വെള്ളമാണ് ശേഖരിച്ചു വെക്കുന്നത്. ഇത് റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പട്ടാമ്പിയിലെ ഒരു പഠനമാണ്. നമുക്ക് കാണാം 2 crores ലിറ്റർ പെർ ഹെക്ടർ ഇത്രയും വെള്ളമാണ് ഇത്രയും ദിവസം കൊണ്ട് നമ്മുടെ പാടങ്ങളിൽ ശേഖരിച്ചു വെക്കുന്നത്. പക്ഷേ പാടങ്ങളിൽ ശേഖരിച്ചു വെക്കണമെങ്കിൽ ഈ സാൻഡും ക്ലേയും ഒക്കെ വേണം. പക്ഷെ അതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് മാറ്റുന്നു, എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. അപ്പം വെള്ളത്തിൻ്റെ ഒരു വലിയ ഇത് നമുക്ക് അഡ്രസ്സ് ചെയ്യാനുണ്ട് എന്നാണ് ജിയോളജിസ്റ്റുകൾക്ക് കാണുന്നത്. അതുകൊണ്ട് എന്ത് പറ്റുന്നു? നിങ്ങൾ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ് ഗൈബൻ ഹേഴ്സ്ബർഗ് റിലേഷൻഷിപ്പ് ഒക്കെ അല്ലേ? MSc കുട്ടികളൊക്കെ വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു ഇതാണ്. നമ്മുടെ വാട്ടർ ടേബിൾ ലെവൽ, ഫ്രഷ് വാട്ടർ ടേബിൾ ലെവൽ താഴ്ന്നു പോവുകയും അങ്ങനെ താഴ്ന്നു പോകുമ്പോഴത്തേക്ക് പതുക്കെ സലൈൻ വാട്ടർ നമ്മുടെ ഷാലോ അക്യുഫേഴ്സിലേക്ക് പതുക്കെ അത് കയറി സലൈൻ ഇൻട്രൂഷനായിട്ട് മാറുകയും നമ്മുടെ കിണറുകളൊക്കെ ഷാലോ, നമ്മുടെ കോസ്റ്റൽ അക്യുഫേഴ്സ് എല്ലാം അങ്ങനെ കണ്ടാമിനേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും, കാരണം വെള്ളം കണ്ടാമിനേഷൻ നടക്കുന്നു ബിക്കോസ് ഓഫ് സലൈൻ ഇൻട്രൂഷൻ, അതുപോലെ തന്നെ മറ്റുള്ള പൊല്യൂഷൻ, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി, കാരണം പ്രിസർവ് ചെയ്യുന്നില്ല. കാരണം നമുക്ക് പ്രിസർവ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ ലിത്തോളജിക്കൽ യൂണിറ്റ്സുകളൊക്കെ നമ്മൾ എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഒരു വലിയ പ്രശ്നം നമുക്കുണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതിനാണ് നമുക്ക് പറയുന്നത് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. വാട്ടർഷെഡ് ഡെലിനിയേഷൻ നിങ്ങളുടെ പ്രാക്ടിക്കൽ ക്ലാസ്സുകളിലൊക്കെ ചെയ്യുന്നതായിരിക്കും അല്ലേ? എഡ്ജ് വെച്ചിട്ട് നമ്മൾ ഏറ്റവും അതൊക്കെ കണക്ട് ചെയ്തിട്ട് നമ്മളൊരു വാട്ടർഷെഡ് ഉണ്ടാക്കുന്നു, സബ് ബേസിൻ നമ്മൾ ചെയ്യുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ വാട്ടർഷെഡിൽ നമുക്ക് എങ്ങനെ ഓരോ പ്രദേശത്തും അതിൻ്റെ സ്ലോപ്പ്, അതിൻ്റെ ഓവർബേർഡൻ തിക്നെസ്, അതിൻ്റെ ഡിസ്കണ്ടിന്യൂറ്റീസിലുള്ള പ്രസൻസ്, അതിൻ്റെ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഓരോ വാട്ടർഷെഡിലെയും ജിയോളജിയും ലിത്തോളജിയും ഒക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ സോയിൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതെല്ലാം ഈ വാട്ടറിനെയും വാട്ടർ കൺസർവേഷനെയും ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഏത് ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ അവിടെ നൽകേണ്ടത്? ഈ കാര്യത്തിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് ഇപ്പം ഈ വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് അനുസരിച്ചിട്ട് നമുക്ക് പലപ്പോഴും വെള്ളം ചില സ്ഥലങ്ങളിൽ, ഡ്രൗട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് ഈ പോണ്ടുകളും ഒക്കെ നമുക്ക് കാണാം. അതിനെയൊക്കെ നമുക്ക് അതിനെ പറയുന്ന ഏരിയ ട്രീറ്റ്മെൻറ്റ്, 2 ട്രീറ്റ്മെൻറ്റുകളാണ് ഇതിന് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഒന്ന് ഏരിയ ട്രീറ്റ്മെൻറ്റും ഒന്ന് ഡ്രെയിനേജ് ട്രീറ്റ്മെൻറ്റും. ഏരിയ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഇപ്പം പോണ്ട്, അതുപോലെ തന്നെ പഴയ കുളങ്ങളും ഒക്കെ കാണും, ചെറിയ തടാകങ്ങൾ കാണും. ഇതിനെയൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരിക, അതിനെ ജിയോ ടാഗ് ചെയ്യുക, അറിയാമല്ലോ. അതിനകത്ത് GPS ഒക്കെ ഉപയോഗിച്ച് അവിടെ ഫീൽഡിൽ പോയി നമ്മൾ ജിയോ ടാഗ് ചെയ്ത് ഇതിനെയൊക്കെ സംരക്ഷിക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ലോക്കൽ ഗവൺമെൻറ് തലത്തിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഈ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ലാൻഡ് യൂസ് ബോർഡ് എന്ന് നിങ്ങൾ കേട്ട് കാണും അല്ലേ? നമ്മുടെ കേരള ലാൻഡ് യൂസ് ബോർഡ് ഈ തരത്തിലുള്ള വലിയ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ IRTCയും കുറേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവരും ലാൻഡ് യൂസ് ബോർഡും IRTCയും കൂടെ പല പ്രോജക്റ്റുകളും ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാര്യം. കാരണം കാട്ടാക്കട എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തെ ഒരു ജില്ലയിൽ വെള്ളമില്ലാത്ത ഒരു സ്ഥലത്താണ് നമ്മളവിടെ ഏരിയ ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഡ്രെയിനേജ് ട്രീറ്റ്മെൻറ്റും, ഡ്രെയിനേജിലെ വെള്ളം ഒഴുകിപ്പോകുന്ന വെള്ളത്തിനെ അത് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് എത്തിച്ച് അത് ഒഴുകിപ്പോവാതെ സംരക്ഷിച്ച് കൺസേർവ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു വലിയ ഒരു പ്രോജക്റ്റ്. അവിടെ ഇപ്പം വാട്ടർ ടേബിൾ ലെവലൊക്കെ വളരെയധികം കൂടി. നമുക്കത് കാണാം, നമ്മുടെ കണ്ണിൽ കാണാം. ജനങ്ങളൊക്കെ വളരെ ആഘോഷത്തിലാണ്. കാരണം അവർക്ക് വെള്ളമില്ലായിരുന്ന ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പോൾ വെള്ളമില്ലായിരുന്നു. പക്ഷേ അവിടെ ഒരു വലിയ മഴ കൊയ്ത്ത് നടത്തി അവിടെ സംരക്ഷിച്ച് വേണ്ട സ്ഥലങ്ങളിൽ. ഇപ്പം നമുക്കെപ്പോഴും മഴക്കുഴികൾ എന്ന് പറയുന്നത് എല്ലായിടത്തും മഴക്കുഴികൾ പറ്റില്ല. കാരണം പ്രശ്നം ഇതാണ്, മഴക്കുഴികളാവാം, വെള്ളം സംഭരിക്കണം. ഒരു വാട്ടർ ഷെഡിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു ചെക്ക് ഡാം തടയണ നമുക്ക് അവിടെ ചെയ്യണോ? അത് നമ്മൾ ജിയോളജിസ്റ്റുകൾ പറയണം. എഞ്ചിനീയേഴ്സിന് അല്ലെങ്കിൽ അഗ്രികൾച്ചറിസ്റ്റ് പറഞ്ഞാൽ അതിനകത്ത് വലിയ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരുപാട് എവിഡൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും ഫീൽഡിൽ. ജിയോളജിസ്റ്റ് പോയിട്ട് അവിടെ പറയും ഇതിൻ്റെ തിക്നെസ്, ഓവർബേർഡൻ്റെ തിക്നെസ് എത്ര ഉണ്ട്, റോക്ക് എത്ര താഴെയാണ്, 2 മീറ്റർ താഴെയാണോ 3 മീറ്റർ താഴെയാണോ, അതിൻ്റെ സ്ലോപ്പ് എങ്ങോട്ടാണ്, അവിടുത്തെ വെജിറ്റേഷൻ ഏത് തരത്തിലുള്ള വെജിറ്റേഷനാണ്. ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പറയുന്നത് ആ പ്രദേശത്ത് അതുപോലെ തന്നെ സ്ലോപ്പ് ഇപ്പം 22 ഡിഗ്രി കൂടുതലാണെങ്കിൽ അവിടെ നമുക്ക് ചെക്ക് ഡാം പണിയാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ സോയിൽ കൺസർവേഷൻ ആൾക്കാരൊക്കെ നമ്മളെയൊക്കെ ഒത്തിരി ഇപ്പം വിളിച്ചു തുടങ്ങി. പണ്ടൊന്നും വിളിക്കില്ലായിരുന്നു കേട്ടോ ജിയോളജിക്കാരെ. പക്ഷേ ഇപ്പോൾ അവർക്കറിയാം, നമുക്കാണ് ആധികാരികമായിട്ട് ഇതിനകത്ത് പറയാൻ പറ്റുന്നത്. ഇപ്പം സെൻട്രൽ തലത്തിലാണെങ്കിലും സ്റ്റേറ്റ് തലത്തിലാണെങ്കിലും നമ്മുടെ ഒരു പ്രസൻസ് ഇത്തരത്തിൽ സോയിൽ കൺസർവേഷൻ്റെ ഇതിനകത്ത് ആവശ്യമാണ്. കാരണം അവർ പണിയുന്ന ചെക്ക് ഡാം എന്ന് പറയുന്നത് നമുക്ക് പറയും 22 ഡിഗ്രി ഹൈ ഹസാഡസ് സോണിൽ വരുന്നിടത്ത് നമ്മൾ മഴക്കുഴികൾ പാടില്ല എന്ന് നമുക്ക് തന്നെ പറയും. കാരണം അത് അപകടം ക്ഷണിച്ചു വരുത്തും. നമ്മുടെ കോഴിക്കോടൊക്കെ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള അപകടങ്ങൾ. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് ഒരുപാട്, അതുപോലെ കോണ്ടൂർ ട്രെഞ്ചസ്, സ്റ്റോൺ ബണ്ട്, മഡ് ബണ്ട്സ്, ഇതൊക്കെ ഏരിയ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ സ്ട്രീംസ് ഉണ്ട്. നമ്മൾ വാട്ടർ ഷെഡിൽ മുകളിൽ പോയാൽ അറിയാം, ചെറിയ സ്ട്രീംസ്. അത് മഴക്കാലത്ത് മാത്രമേ കാണുള്ളൂ. നിങ്ങൾ നോക്കുമ്പോൾ കാണാം, മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? ഇവരെന്ത് ചെയ്യും? മഴയുള്ളപ്പോൾ മാത്രമേ വെള്ളമുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? മണ്ണിട്ട് നികത്തും, എന്നിട്ട് അവിടെ വീട് വെക്കും. അതല്ലെങ്കിൽ അവിടെ വലിയ തരത്തിലുള്ള ഈ ടെറസ് അവർ ഉണ്ടാക്കും. അപ്പം വെള്ളത്തിനെ ബ്ലോക്ക് ചെയ്യും. വെള്ളം കിട്ടും, പക്ഷേ ഒരു പരിധി വരെ വെള്ളത്തിന് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും. കാരണം ഓവർബേർഡനിലാണ് അത് വെള്ളം പിടിച്ച് നിർത്തിയിരിക്കുന്നത്. ഒരു പരിധി കഴിഞ്ഞാൽ അതിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി നഷ്ടപ്പെടും. അതെല്ലാം കൂടി ഇടിഞ്ഞ് താഴെ വരും. അതാണ് ഉരുൾപൊട്ടലായിട്ട് പല സ്ഥലങ്ങളിലും, കണ്ണൂരും അതുപോലെ തന്നെ കോഴിക്കോടും പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുള്ളത് എന്ന് കാണാം. മിക്ക ഇതിനകത്തും ഒരു 65% ഉരുൾപൊട്ടലിൻ്റെയും എക്സ്ട്രീം റെയിൻഫോൾ ഈവൻസിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഒറ്റപ്പെട്ട ഇത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും, ഈ വാട്ടർ ഷെഡ് അല്ലെങ്കിൽ വാട്ടർ ട്രീറ്റ്മെൻറ്റിലുള്ള അലംഭാവങ്ങളാണ് ഈ പ്രോബ്ലം ഉണ്ടാക്കുന്നത് എന്ന് കാണാം. സ്ലോപ്പ് വളരെ ക്യാരക്ടറിസ്റ്റിക്കാണ് ടോപ്പോഗ്രഫി എന്ന് പറയുന്നത്. ഡ്രെയിനേജ് ട്രീറ്റ്മെൻറ്റ്, ഞാൻ പറഞ്ഞ ആ ഡ്രെയിനേജ് ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ സ്ട്രീമിനെ നമ്മൾ തടയാതിരിക്കുക, അത് പൊയ്ക്കോട്ടെ. ഞങ്ങൾ ക്വാറി ചെയ്യുമ്പം നമ്മൾ പറയാറുണ്ട്, ഒരു ക്വാറി ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ജിയോളജിസ്റ്റിൻ്റെ ആദ്യത്തെ കണ്ണിൽ പെടേണ്ടത് അവിടുത്തെ ഡ്രെയിനേജാണ്. നമ്മൾ ആ ഡ്രെയിനേജ് മാപ്പ് നോക്കണം, നമ്മുടെ ടോപ്പോ ഷീറ്റ് നോക്കണം. നിങ്ങൾ ഫീൽഡിൽ പോകുമ്പോൾ അത് നോക്കാം. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ, അതൊക്കെ നമുക്ക് പ്രിസർവ് ചെയ്യണം. അതെങ്ങനെയാണ് ഒരു ക്വാറി വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് അതിനെ എങ്ങനെ പ്രിസർവ് ചെയ്തുകൊണ്ട് ചെയ്യണം, അതാണ് റെസ്പോൺസിബിൾ മൈനിങ് എന്ന് പറയുന്നത്. അത്തരത്തിലേക്കുള്ള ഒരു മാറ്റമാണ് നമുക്ക് ഉള്ളത്. നമുക്കറിയാം മേജർ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് നമുക്കുള്ള ഇത് ഷോർട്ടേജ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, ലാക്ക് ഓഫ് ഇറിഗേഷൻ വാട്ടർ, പാഡി റിക്ലമേഷൻ, റിവർ എൻക്രോച്ച്മെൻറ്റ്, പോണ്ട് റിക്ലമേഷൻ. കാരണം നമ്മുടെ പുഴകൾ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം, കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് 2018 വെള്ളപ്പൊക്കത്തിൽ നമ്മൾ പുഴകളിൽ എൻക്രോച്ച് ചെയ്തുകൊണ്ടാണ് ഈ പ്രശ്നം. കഴിഞ്ഞ 2021 നമ്മൾ ചെല്ലുമ്പോഴും ഇവിടെ ഇടുക്കി ചെല്ലുമ്പം കാണുന്നത്
പുഴയുടെ നടുക്കാണ് പല വീടുകളും വെച്ചിട്ടുള്ളത്, പല സ്ട്രക്ചേഴ്സും ഉള്ളത്. അതൊക്കെയാണ് ഈ പുഴകളിൽ വെള്ളം പൊങ്ങിയപ്പോൾ ഏറ്റവും നഷ്ടപ്പെട്ടിട്ടുള്ള സംവിധാനം. അപ്പം ഒരു പുഴയുണ്ടെങ്കിൽ ആ പുഴയെ 50 മീറ്റർ ബഫർ സോൺ കൊടുത്തുകൊണ്ട് ആ പുഴയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഇക്കോ റീസ്റ്റോറേഷൻ, എവിടെയാവണം ഒരു ബഫർ സോൺ ഇട്ടുകൊണ്ട് എവിടെയാവണം ഇനി സെറ്റിൽമെൻറ്റ് എന്ന് പറയാൻ നമുക്ക് കഴിയണം. അതൊരു ജോഗ്രഫി ജിയോളജി ഒരു കോമ്പിനേഷൻ അതിനകത്ത് പ്രവർത്തിക്കാനുണ്ട്. പിന്നെ ഞാൻ വാട്ടർഷെഡിൻ്റെ ഭാഗമായിട്ട് തന്നെ അഗ്രോ ഫോറസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും നമുക്ക് അറിയാൻ കാണുന്നത്, നമ്മൾ തന്നെ പോകുമ്പോൾ നമുക്കും കുറച്ച് വിവരമൊക്കെ ഇതിനകത്ത് ഉണ്ടായിരിക്കണം. കാരണം ഇപ്പം പലപ്പോഴും പല സ്ഥലങ്ങളിൽ ഇക്കോ റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത് ചെയ്യുന്നത് എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രദേശത്തെ ബയോഡൈവേഴ്സിറ്റി അല്ല പലപ്പോഴും സംരക്ഷിക്കുന്നത്. ഏതെങ്കിലും വെളിയിൽ നിന്ന് കൊണ്ടുവന്ന ഇൻഡിജീനിയസ് ആയിട്ടുള്ളതിനെ ഒന്നും സംരക്ഷിക്കുന്നില്ല. ഇപ്പം നമ്മളൊരു ക്വാറി നടത്തി കഴിഞ്ഞാൽ ആ ക്വാറിയിൽ നമ്മൾ നേരത്തെ എന്തൊക്കെയാണ് അവിടുത്തെ പ്ലാന്റ്സ്, എന്തൊക്കെയാണ് ഫ്ലോറ ആൻഡ് ഫോണ എന്ന് നമ്മളൊരു ബയോഡൈവേഴ്സിറ്റി സർവേ നമ്മൾ നടത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ക്വാറി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം തിരിച്ചു കൊണ്ടുവരണം എന്നാണ് ശരിക്കും ഒരു നിയമം അനുസരിച്ചിട്ട്. പക്ഷേ എന്താ ചെയ്യുക, നമ്മൾ അവിടുത്തെ നമ്മുടെ ആ റീജിയനിലുള്ള ട്രീസ്, വൈൽഡ് ട്രീസോ ഒന്നുമല്ല നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഏതെങ്കിലും വെളിയിൽ നിന്നുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള ചെടികളും വലിയ പൂക്കളുള്ള സാധനങ്ങളും ഒക്കെയാണ് നമ്മളോട്. അത് തെറ്റാണ്. നമുക്കൊരു അതാണ് പറയുന്നത്, നമ്മളൊരു എപ്പോഴും പറയുന്നത് ഈ പഴവർഗ്ഗങ്ങളുള്ള ഫോറസ്ട്രി, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ക്വാറീഡ് ആയിട്ടുള്ള പ്രദേശങ്ങളിൽ നമ്മൾ ഇക്കോ റീസ്റ്റോറേഷന് വേണ്ടി കൊണ്ടുവരാം. അഗ്രോ ഫോറസ്ട്രി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാവും. ഇത് വാട്ടർഷെഡിൻ്റെ ഇതൊക്കെയാണ്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ക്വാറിയുടെ ഒരു ഇതിലേക്ക് വന്നു. റെസ്പോൺസിബിൾ മൈനിങ്, നമുക്ക് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്ന ഇത് ഹാർഡ് റോക്ക് തന്നെയാണ്. കാരണം നമ്മുടെ കർണാടകയിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലുമൊക്കെ പോകുന്ന പോലുള്ള വലിയ തരത്തിലുള്ള ഓർ മിനറൽസും ഒന്നും നമുക്കില്ല. നമുക്കുള്ളത് ഹാർഡ് റോക്കാണ് ഏറ്റവും കൂടുതൽ. ഗ്രാനൈറ്റ് ക്വാറി എന്ന് പൊതുവെ വിളിക്കുന്ന ഹാർഡ് റോക്ക്, അതുപോലെ തന്നെ വെട്ടുകല്ല്, ബ്ലാക്ക് സാൻഡ് നമുക്കുണ്ട്, ക്ലേ, ഓർഡിനറി എർത്ത്. ഇതെല്ലാം ജിയോളജിക്കലായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഓരോന്നിനും പ്രശ്നങ്ങൾ, പാരിസ്ഥിതികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഈ മൈനിങ്ങിനെയൊക്കെ ഏത് തരത്തിൽ നമുക്ക് കുറയ്ക്കാം, നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പോൾ കുറയ്ക്കാം, വേണ്ട എന്ന് വെക്കാൻ പറ്റില്ല. മിറ്റിഗേറ്റ് ചെയ്യാം. കാരണം നമുക്ക് മണൽ വേണം, നമുക്ക് കല്ല് വേണം, അതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഉപയോഗത്തിന് വേണം. പക്ഷേ എവിടെയാവാം, എത്രയൊക്കെ ആവാം എന്നുള്ളതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള കണക്കുകൾ നമുക്ക് വേണം. നിങ്ങൾക്കറിയാം ബെഞ്ച് എന്ന് പറയുന്നത് 2015 മിനറൽ നമ്മുടെ കേരള മൈനിങ് റൂൾസിനകത്തുള്ള ഒരു മാറ്റം വന്നതോടുകൂടി ഒരുപാട് മാറ്റം നമ്മുടെ ക്വാറിയിങ്ങിനകത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ബെഞ്ച് നിങ്ങൾക്ക് കാണാമല്ലോ, ബെഞ്ച് പോലെ. ഈ ബെഞ്ച് എന്ന് പറയുന്നത് എത്ര ഹൈറ്റ് വേണം, അതിന് എത്ര വിഡ്ത്ത് വേണം എന്നുള്ളത് കൃത്യമായിട്ട് വേണം. കാരണം അത് അതിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഒരു സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത്രയും ബെഞ്ച് കൊടുക്കാനുള്ള ഒരു അത്രയും ഏരിയ അവിടെ കാണണം നമ്മൾ. അതുപോലെ തന്നെ എത്ര ഡെപ്തിൽ നമുക്ക് പോകാൻ സാധിക്കും. നമുക്കുണ്ട് ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ലെവൽ. ഇപ്പം പഴയ കോറികളൊക്കെ നമ്മൾ ചിലപ്പം ചെന്ന് നോക്കും, ഇപ്പോഴല്ല കേട്ടോ, പഴയ കോറികളൊക്കെ പലപ്പോഴും നോക്കുമ്പം വാട്ടർ ടേബിൾ ലെവലിനെക്കാട്ടിലും താഴ്ന്നു പോയ പ്രദേശങ്ങളുണ്ട്. നമ്മൾ ഗ്രൗണ്ട് വാട്ടർ ടേബിളാണ്, വാട്ടർ ടേബിളിൻ്റെ മുകളിൽ മാത്രമേ, അതുവരെ മാത്രമേ മൈനിങ് നമ്മൾ അനുവദിക്കത്തുള്ളൂ, അത്രേ പാടുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പറ്റുമോ, എത്ര ക്വാണ്ടിറ്റി. അതുപോലെ തന്നെ നമ്മൾ പോകുമ്പം നമുക്കറിയാൻ വയ്യ, ഞാൻ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള പൊന്നാനി MES കോളേജിലെ കുട്ടികളാണ് ഈ മൈനിങ് ക്വാറി ഫീൽഡിൽ പോകുമ്പോൾ കാണും. അതൊരു സന്തോഷമാണ്. കാരണം ഞങ്ങളുടെ ക്രൈസ്റ്റ് കോളേജിലെ ഒരാളെയും കണ്ട ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ, ബാക്കി ആരെയും കണ്ടില്ല. പക്ഷേ പൊന്നാനിയിൽ നിന്ന് കുറേ പേരെ കണ്ടിട്ടുണ്ട്. അപ്പം പലരും ഓടിയെത്താറുണ്ട്, ഐഷ ടീച്ചറിനെയും അതുപോലെ തന്നെ ഗോലകൃഷ്ണ സാറിൻ്റെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട്. അപ്പം നമുക്കതിനെപ്പറ്റി ഒരു ധാരണ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനപ്പം നമ്മൾ എല്ലാ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനിലും നമ്മുടെ കേരളത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രകൃതി വിഭവങ്ങൾ, നാച്ചുറൽ റിസോഴ്സസ്, അതിൻ്റെ സൈറ്റ് സെലക്ഷൻ എങ്ങനെയാണ്, ഇതിൻ്റെ റിസർവ് എത്രയുണ്ട്. ഇതൊരു ഓപ്പൺ മൈനാണല്ലോ, ഓപ്പൺ ക്വാറിയാണ്. എത്ര റിസർവ് ഉണ്ട്, എത്ര എടുക്കാൻ സാധിക്കും, എത്ര ഡെപ്ത് വരെ പോവാം. കാരണം ഇതിനൊരു ബെഞ്ച് വേണം. കാരണം ബെഞ്ചിൻ്റെ അപ്പുറത്ത് ഒരു ബഫർ സോൺ വേണം, വെറുതെ കയറി എടുക്കാൻ പറ്റില്ല. ആ ബഫർ സോൺ വിട്ടിരിക്കണം. കാരണം അവിടെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കണം, ഗ്രീൻ ബെൽറ്റ് വേണം. അതിനൊക്കെയുള്ള
സ്ഥലമുണ്ടോ എന്ന് ജിയോളജിസ്റ്റാണ് പരിശോധിക്കുന്നത്. ഇനിയും ഇവിടുന്ന് മാറ്റുന്ന ഓവർ ബേർഡൻ, ഇപ്പം ഉള്ളത് നിങ്ങൾക്ക് ഈ ഹാർഡ് റോക്ക് മാത്രമേ കാണുള്ളൂ. അതിൻ്റെ മുകളിലൊക്കെ ഓവർ ബേർഡൻ ഉണ്ടായിരുന്നതാണ്, മണ്ണും ദ്രവിച്ച പാറയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി, അത് മാറ്റിയിട്ട് എവിടെ ഡംപ് ചെയ്യും? നമുക്കറിയാം പല ക്വാറികളിൽ ചെല്ലുമ്പം ഈ OB സൈറ്റ് എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ച സ്ഥലങ്ങളിലാണ് ഈ OB സൈറ്റ് കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പം ജിയോളജിസ്റ്റായിട്ട് നമുക്ക് പറയാം ഇത് ഈ സ്ഥലമല്ല. കാരണം നമ്മളൊന്നും നോക്കുന്നില്ല, നമ്മളവിടെ ഡ്രെയിനേജ് നോക്കുന്നു, നമ്മളവിടെ ടോപ്പോഗ്രഫി നോക്കുന്നു, ചരിവ് നോക്കുന്നു. ഇത്രയും കൊണ്ട് നമ്മൾ ആ പരിജ്ഞാനം മതി. നമുക്ക് പറയാം ഇത് നമുക്ക് അനുവദിക്കാൻ സാധിക്കത്തില്ല, നിങ്ങൾ ഇവിടുന്ന് ഡംപിങ് സൈറ്റ് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് വെക്കണം എന്ന് നമുക്ക് കൃത്യതയോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അവിടെ ഒരു ജിയോളജിസ്റ്റിൻ്റെ റോള് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വരുന്ന ഡ്രെയിനേജ്, കാരണം വെള്ളം വന്നുകൊണ്ടിരിക്കും, ആ ഡ്രെയിനേജിനെ ഗാർലൻഡ് ഡ്രെയിനേജ് എന്ന് പറയുന്ന രീതിയിലേക്ക് ആ വെള്ളത്തിനെ ഒഴുക്കി അവിടെ ഫ്ലഡ് ഉണ്ടാവാതെ അതിനെ മാറ്റി നമുക്ക് വെക്കേണ്ടി വരും. അതിനെങ്ങനെയാണ് ടോപ്പോഗ്രഫി സഹായിക്കുന്നത്? നമ്മുടെ ടോപ്പോ ഷീറ്റ് നോക്കണം. ടോപ്പോ ഷീറ്റ് നോക്കിയിട്ട് നമ്മൾ കണ്ടുപിടിക്കണം എങ്ങനെയൊക്കെയാണ് ആ ഡ്രെയിനേജ്, ഗാർലൻഡ് ഡ്രെയിനേജ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. അവിടെ വെള്ളം ഇനണ്ടേഷൻ ഉണ്ടാവാതെ നമുക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും? ഇതൊക്കെയാണ് റോള്. അതൊക്കെയാണ് ഒരു ജിയോളജിസ്റ്റ് അവിടെ പോയി പഠിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഒരു പാഠ്യഭാഗത്തിൻ്റെ ഭാഗമാക്കി തന്നെ തീർച്ചയായിട്ടും ഇത്ര മിനിമം കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ശരിക്കും ഞാൻ ക്രൈസ്റ്റ് കോളേജിലും ഇത് നമുക്ക് അങ്ങനത്തെ ഒരു കൂട്ടായ്മയോടുകൂടി തന്നെ ഒരു പക്ഷേ അങ്ങനത്തെ ഒരു ട്രെയിനിങ് നമുക്ക് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ വെട്ടുകല്ലെന്ന് പറയുന്നത് നല്ല അക്യുഫറാണ്. കേരളത്തിലെ വെട്ടുകല്ലൽ കുന്നുകളൊക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഈ വെട്ടുകല്ലെന്ന് പറയുമ്പം അതിനും ഒരു ബെഞ്ചുണ്ട്. പലപ്പോഴും നമുക്കറിയാം 8 മീറ്റർ ഒക്കെ ഹൈറ്റിൽ വെട്ടുകല്ല് മാറ്റിയിട്ട് കട്ട് ചെയ്യുന്ന ചില മൈൻസ് പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴില്ല കേട്ടോ, 2015 ശേഷം. ഇത് ഇടിഞ്ഞു വീഴും, കാരണം സ്റ്റെബിലിറ്റി ഇല്ല. കാരണം നമുക്ക് ചില ബിഷപ്പ് മെത്തേഡ് എന്നൊക്കെ പറയുന്ന മെത്തേഡ് അനുസരിച്ച് നമുക്കതിനെ ജിയോ ടെക്നിക്കൽ, എപ്പോഴും ഇവിടെ പറയാറുണ്ട്, പലപ്പോഴും പൊന്നാനിയിലാണ് അത് ഏറ്റവും കൂടുതൽ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. ഒരുപാട് കുട്ടികൾ വെളിയിലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ വെട്ടുകല്ലിൻ്റെ കൊഹിഷനും ഫ്രിക്ഷൻ ആംഗിളും എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് ഇത് സ്റ്റേബിൾ ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവിടെ അല്പം എഞ്ചിനീയറിംഗ് നമുക്ക് കണക്ട് ചെയ്യണം ജിയോളജിയുമായിട്ട്. അപ്പോൾ ഒരുപക്ഷെ 2 മീറ്ററേ പാടുള്ളൂ. നമ്മൾ പറയണം ഇവിടെ പറ്റില്ല. നമ്മുടെ ഇവിടുത്തെ പല ആൾക്കാരും ഈ 5 മീറ്റർ ഹൈറ്റിലൊക്കെ വെട്ടുകല്ല് ചില സ്ഥലത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ അത്രയും ഹൈറ്റ് പറ്റില്ല. അപ്പോൾ ബെഞ്ച് എടുക്കുക എന്ന് പറയുമ്പം ഇത് നടത്തുന്ന ഓണർക്ക്, പ്രൊപ്പോണൻറ്റിന് ഭയങ്കര നഷ്ടമാണ്. കാരണം കൂടുതൽ ബെഞ്ച് വന്നു കഴിഞ്ഞാൽ കൂടുതൽ അവർക്ക് എക്സ്കവേറ്റ് ചെയ്യാൻ പറ്റില്ല, അവരത് എൻകറേജ് ചെയ്യില്ല. പക്ഷെ നമ്മൾ പറയണം, നമ്മളോട് കുറച്ച് വിരോധമൊക്കെ ഉണ്ടാവും, പക്ഷേ നമ്മുടെ പരിസ്ഥിതിയെ നമുക്ക് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ബെഞ്ച് പരിസ്ഥിതി മാത്രമല്ല, അവിടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുടെ ജീവനും നമുക്ക് പരിരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ആ തരത്തിൽ ഏത് ഹൈറ്റ് 2 മീറ്ററേ പറ്റുള്ളൂ നമുക്ക് പറയാം. ഹൈറ്റ് 2 മീറ്റർ, ഹൈറ്റ് 2 മീറ്റർ വിഡ്ത്ത്, ബെഞ്ച്, അങ്ങനെ ഉണ്ടാക്കി മാത്രമേ ഒരു വെട്ടുകൽ കുന്നുകളിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതുമാത്രമല്ല, വേറൊരു വലിയ പ്രശ്നം, ഒന്നാമതേ വെട്ടുകൽ എടുത്തു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും വാട്ടർ ടേബിളിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. എത്ര ഡെപ്തിൽ നമുക്ക് ഈ വെട്ടുകൽ എടുക്കാം ഒരു പ്രദേശത്തെ? നിങ്ങളൊക്കെ ജിയോളജിസ്റ്റ് മലപ്പുറത്തുള്ളവരായോ എന്ന് കൂടുതലും, അല്ലെ കോഴിക്കോടുള്ളവർക്കും തീർച്ചയായിട്ടും ആൾക്കാർ വരും. എത്ര ഡെപ്തിലാണ് നമ്മൾ വെട്ടുകൽ എടുക്കാൻ സാധിക്കുന്നത്? അവിടെയും നമ്മുടെ വാട്ടർ ടേബിൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ വേറൊരു ലെയറുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലിത്തോമാർജ് എന്ന് പറഞ്ഞൊരു ലെയറുണ്ട്. ഒരു ഡ്യൂറി ക്രസ്റ്റ് പലപ്പോഴും ചിലയിടത്ത് കാണും. ആ ഡ്യൂറി ക്രസ്റ്റിൻ്റെ താഴെ നിങ്ങൾക്ക് ഡ്യൂറി ക്രസ്റ്റിൻ്റെ താഴെ ഇതിനകത്തുണ്ട് ഒരു വെള്ള ലിത്തോമാർജ്, ക്ലേ കലർന്നിട്ടുള്ള ഒരു ലിത്തോമാർജ് ക്ലേ എന്ന് പറയുന്ന ഒരു ഹൊറൈസൺ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? ഈ മൈനിങ് അതിൻ്റെ പ്ലാൻ കൊണ്ടുവരുമ്പോൾ ഇതുപോലത്തെ ഒരു പ്ലാനാണ് അവർ കൊണ്ടുവരുന്നത്, സബ്മിറ്റ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കാണും. അവരുടെ ബെഞ്ച് എത്രയാണ് എടുക്കേണ്ടത്, ഇങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാൻ അനുസരിച്ചിട്ടാണ് സ്കീം ഓഫ് മൈനിങ് നടക്കുന്നത്. സ്കീം എങ്ങനെയൊക്കെയാണ് ബെഞ്ചുകൾ എടുക്കുന്നത്, എത്ര എടുക്കും, എത്ര എമൗണ്ട് എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ഞാൻ എന്താ വെച്ചാൽ ഈ ലിത്തോമാർജ് ക്ലേ, അപ്പം നമ്മളൊരു ക്വാണ്ടിറ്റി വെട്ടുകൽ എത്ര എടുക്കാം, മലപ്പുറത്ത് സ്ഥിരം എന്തായാലും ജിയോളജിക്കാരാണെങ്കിൽ ചോദിച്ചിരിക്കും. കാരണം ഒരുപാട് വെട്ടുകൽ കുന്നുകൾ ഇവിടെയുണ്ട്. അപ്പം ലിത്തോമാർജ് ക്ലേ വരെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ.
അതിന് ഏതാണ്ട് 1 മീറ്റർ മുകളിൽ നിർത്തണം മൈനിങ്, അല്ലെ അതെല്ലാം കൂടി ഇടിഞ്ഞു വീഴും. അപ്പോൾ ഇവിടെ വാട്ടർ ടേബിളിനെക്കാട്ടിൽ നമ്മൾ നോക്കുന്ന ലിത്തോമാർച്ച് ക്ലേ ആണ്. അവിടെ വന്നു കഴിഞ്ഞാൽ അതിന് 1 മീറ്റർ മുകളിൽ വെച്ചിട്ട് നിങ്ങളുടെ മൈനിങ് അവസാനിക്കുക. അപ്പോൾ അവിടം വരെ ക്വാണ്ടിറ്റി വേണം. അപ്പോൾ നിങ്ങൾ നോക്കണം എത്ര ക്വാണ്ടിറ്റി എടുക്കാം, എത്ര ലാറ്ററൈറ്റ് എടുക്കാം, അത് ഇത്ര ഏരിയയിൽ നിന്ന് എടുക്കുമ്പോൾ അവർക്ക് നഷ്ടമാണോ, ഫീസിബിൾ ആണോ അല്ലയോ എന്ന് ഒരു ജിയോളജിസ്റ്റിന് പറയേണ്ടി വരും, അല്ലെങ്കിൽ അവർക്ക് നഷ്ടമാവും. അപ്പോൾ അത് ഒരു ജിയോളജിസ്റ്റ് ആ റിസർവ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നോക്കാനുണ്ട്. അതുപോലെ തന്നെ സാൻഡ് മൈനിങ് നമ്മുടെ കേരളത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, റിവർ സാൻഡ് മൈനിങ് ഒരു കാലത്ത് വലിയ തരത്തിലുണ്ടായിരുന്ന ഒരു കാര്യമാണ്. റിവർ സാൻഡ് മൈനിങ് എല്ലായിടത്തും മണൽ ഊറ്റിയെടുത്തുകൊണ്ട് പോകുന്നു. പുഴകളിലൊന്നും മണലില്ലാതിരിക്കും. കാരണം പുഴകളിൽ നമ്മുടെ പാറകൾ, വെസ്റ്റേൺ ഗാട്ട്സിലുള്ള പാറകളൊക്കെ അത് പൊടിഞ്ഞ് മണലായിട്ട് നമ്മുടെ പുഴകളിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്, ഡെപ്പോസിഷൻ. ആ മണൽ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ മാറ്റിക്കൊണ്ടിരുന്നത് എന്ത് ചെയ്യും? ഡെപ്പോസിഷൻ നടക്കില്ല. അത് ആ പുഴയുടെ ഹെൽത്തിനെ, ആരോഗ്യത്തെ ബാധിക്കുന്നു, പ്രശ്നമാവും. അങ്ങനെ വന്നപ്പോഴാണ് ജിയോളജിസ്റ്റിനെ തേടിയെത്തിയത്. പുഴകളെല്ലാം നശിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ്. അവസാനം നമുക്ക് കിട്ടി പണി. നമുക്ക് സെസ്സിൽ സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസും എനിക്കൊന്ന് ഇവിടെ ഉണ്ടായിരുന്നോ ഈ റിവർ സാൻഡ് എത്ര മണലെടുക്കാം ഒരു പുഴയിൽ നിന്നും ഒരു വർഷം. നല്ലൊരു പ്രോജക്റ്റായിരുന്നു സാൻഡ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ജിയോളജിക്കാരുടെ ഒരു എന്താണ് ഒരു റീച്ചാണ് അവിടെ നമ്മൾ കണ്ടത്. എത്ര ക്വാണ്ടിറ്റി ഓരോ വർഷവും എടുക്കാം, അത് കഴിഞ്ഞാൽ ഏത് കടവിലേക്ക് മാറണം, അടുത്ത കടവിലേക്ക് എത്തണം എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. അത്തരത്തിൽ ഒരു ജിയോളജിസ്റ്റിന് ഒരു കൺട്രോൾ അവിടെ കിട്ടി. സാൻഡ് മൈനിങ് എത്ര സാൻഡ് എടുക്കാം, ഏത് കടവിൽ നിന്ന് ഈ വർഷം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഏത് കടവിൽ നമുക്ക് എടുക്കാം. അങ്ങനെ കേരളത്തിലെ മിക്ക നദികളിലെയും സാൻഡ് ഓഡിറ്റിംഗ് സെസ്സും അതുപോലെ തന്നെ പല അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, ക്രൈസ്റ്റ് കോളേജ് ഉണ്ടായിരുന്നു, പല ഇൻസ്റ്റിറ്റ്യൂഷനും ചേർന്ന് നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ ജിയോളജിസ്റ്റിൻ്റെ ഒരു പരിജ്ഞാനം വളരെ പ്രധാനപ്പെട്ടാണ്. സമയം എങ്ങനെയായി? അല്ല, അടുത്ത പ്രസൻറ്റേഷനൊക്കെ ഉണ്ട്. ഞാനങ്ങ് ഇത്രയും പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ഞാനങ്ങ് പറഞ്ഞു പോകുന്നു. നിർത്താം ഏത് സമയം വേണേലും. അല്ല, കാരണം മറ്റുള്ളവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാനങ്ങ് അതുപോലെ തന്നെ വലിയ ചർച്ച വരുന്ന ഒരു കാര്യമാണ് ജിയോളജിക്കാരെ പറ്റി. ക്വാറീസ്. കേരളത്തിൽ 15 ലക്ഷം ക്വാറീസ് ഉണ്ട്, അല്ലെങ്കിൽ 10 ലക്ഷം ക്വാറീസ് ഉണ്ട് എന്നൊക്കെ പല പഠനങ്ങളും കാണിക്കുന്നുണ്ട്. ശരിയാണോ? നമ്മൾ ജിയോളജിസ്റ്റുകൾ പറയണം എത്ര ക്വാറീസ് കേരളത്തിലുണ്ട് എന്ന്. പലപ്പോഴും അത് തെറ്റാണ്. 2 ടൈപ്പ് ഓഫ് ക്വാറീസ് നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കും. ഒന്ന് അബാൻഡൻ ക്വാറീസ് ആണ്. അത് പണ്ട് മുതലേ ആൾക്കാരെ ക്വാറി ചെയ്തിട്ട് ഉപേക്ഷിച്ച അബാൻഡൻഡ് ആയിട്ടുള്ള ക്വാറീസ്. വർക്കിംഗ് ക്വാറീസ് എത്ര ഉണ്ട് എന്ന് പറയുന്നത് കേരളത്തിൽ ഈ പറയുന്ന മറ്റുള്ളവർ പറയുന്ന, ഞാൻ ആ പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന ഒരു ആൾ തന്നെയാണ്, എങ്കിലും ആ പറയുന്ന തരത്തിൽ വർക്കിംഗ് ക്വാറീസ് ഇല്ല. എല്ലാവരും നമുക്കിപ്പോൾ ഏറ്റവും ഉള്ള നമുക്ക് സാറ്റലൈറ്റ് ഇമേജറി ഒക്കെയാണ്. അത് വെച്ചിട്ട് ജിയോസ്പേഷ്യൽ ടൂൾസ് വെച്ചിട്ട് നമുക്ക് എത്ര ക്വാറി ഉണ്ട്, എത്ര ഏരിയ ഉണ്ട്, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. പക്ഷേ ഒരു ഗ്രൗണ്ട് ചെക്ക് ഇല്ലാത്ത ഒരു ഡേറ്റ അത് തെറ്റാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ജിയോളജിസ്റ്റ് അത് ശ്രദ്ധിക്കണം. അത് വേറൊരാൾ പറയും, അതൊരു ബോട്ടണിസ്റ്റ് ആയിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ വേറൊരു സബ്ജക്റ്റിലുള്ള ഒരാളായിരിക്കും. പക്ഷേ നമുക്കത് ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് ബാധ്യതയുണ്ട്. കാരണം നമുക്ക് ഗ്രൗണ്ട് ട്രൂത്ത് വേണം. ഗ്രൗണ്ട് ട്രൂത്ത് ഇല്ലാത്ത ഒന്നും നമുക്ക് വർക്കിംഗ് ക്വാറീസ് ആണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞപ്പോൾ ആ പ്രൊജക്ഷൻ എല്ലാം തെറ്റാണിപ്പോൾ. ആ പറയുന്ന ലെവലിലുള്ള ക്വാറീസ് ഇല്ല, പക്ഷെ ഉണ്ട്. ഇനി എങ്ങനെ നമുക്ക് ഈ അബാൻഡൻ ക്വാറീസിനെ തിരിച്ചു പിടിക്കാം? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ ക്വാറികളൊക്കെ ഇങ്ങനെ വലിയ പിറ്റായിട്ട് പല കേരളത്തിൽ ഇങ്ങനെ ക്വാറി പിറ്റ്സ് ഇങ്ങനെ നിറഞ്ഞു കിടക്കുക. 500 മീറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്ലസ്റ്റർ ഓഫ് ക്വാറീസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഇനിയും ചിന്തിക്കാനുള്ള ഒരു കാര്യം ഇതാണ്, യൂട്ടിലിറ്റി പർപ്പസ്. എങ്ങനെ ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കും? ഒന്ന് വാട്ടർ സ്റ്റോറേജ് ഉണ്ട്. ഞങ്ങൾ കോഴിക്കോടും പാലക്കാടും തൃശ്ശൂരും ചെയ്തു കഴിഞ്ഞപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വെള്ളം ശേഖരിച്ചിട്ട് ആ വെള്ളം പമ്പ് ചെയ്തിട്ട് ഗ്രാവിറ്റി തന്നെ നമുക്ക് ഒഴുക്കി പല പ്രദേശങ്ങളിലെയും അവിടുത്തെ വാട്ടർ സ്കാർസിറ്റി നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ജിയോളജിസ്റ്റ് നിർദ്ദേശം നൽകണം, ജിയോളജിസ്റ്റ് കണ്ടുപിടിച്ച് കൊടുക്കണം. നമ്മൾ ആ ഒരു പ്രവൃത്തിയിലാണ് ഇപ്പോൾ. എങ്ങനെയാണ് നമുക്ക് അത്തരത്തിൽ അല്ലെങ്കിൽ റീചാർജിങ് വെൽസിലേക്ക് അത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇത് ഏതാണ് വേണ്ടത്, എത്ര ആൾക്കാർക്ക് വെള്ളം വേണം, ഇതൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ ഇന്ന് സാധിക്കുന്ന ഒരു കാര്യം.
എബാൻഡൻ ക്വാറീസിനെ തിരിച്ചു പിടിക്കാൻ. ഇനി ചില സ്ഥലങ്ങളിൽ അത് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് പേരെ കേജ് ഫിഷ് ഫാമിംഗ് നടത്തുന്നുണ്ട്, വളരെ ലാഭകരമായിട്ട്. ഒരുപാട് കണക്കുകൾ നമ്മുടെ ഇരിപ്പുണ്ട്. അതൊരു സാധാരണ ആൾക്കാർക്ക് രണ്ട് തരത്തിൽ ഒരു വരുമാന മാർഗം, ലൈവ്ലിഹുഡാണ്, വരുമാന മാർഗമാണ്. അങ്ങനെ നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. ടൂറിസം നമുക്കറിയാം, ഏറ്റവും ഈയിടെ ഉണ്ടായതാണ്. ഖാദി വില്ലേജ് ഉണ്ടാക്കി. അത് എവിടെയാണ് ഉണ്ടാക്കിയതെന്നറിയാമോ? ഇവിടെ കോവളത്ത്. ആ ഒന്ന് പോയി കാണണം നിങ്ങൾ, ബ്യൂട്ടിഫുൾ. അതൊരു ക്വാറിയായിരുന്നു, പഴയ ഒരു ക്വാറി, എബാൻഡൻ ക്വാറി, ഭയങ്കര ഡെപ്തുള്ള ഒരു ക്വാറി. അത് പല സ്റ്റേജസ് ആയിട്ട് ആ ടോപ്പോഗ്രഫി അനുസരിച്ചിട്ട് ആ സ്ഥലത്ത് ചില സ്ഥലങ്ങളിലെ ബിൽഡിങ്ങുകൾ, ചില സ്ഥലങ്ങളിലെ മറ്റുള്ള ഗാർഡൻ, ആ വെള്ളത്തിൻ്റെ ഒഴുക്കും ഒക്കെ നോക്കിയിട്ട് അതിനെ റീസ്റ്റോർ ചെയ്തു. അതൊരു നല്ല മോഡലാണ്. അത്തരം മോഡലുകൾ ഇക്കോ റീസ്റ്റോറേഷനിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. ഇനി ചില സ്ഥലങ്ങളിൽ നോക്കുമ്പോൾ വെള്ളമില്ല, അല്ലെ ചില സ്ഥലങ്ങളിൽ വെള്ളമുണ്ട് പക്ഷെ നമുക്ക് ഭയങ്കര ഡെപ്താണ്. അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. സോളാർ പാനൽ നല്ല ഒരു ഇതാണ്. സോളാർ പാനൽ നമ്മൾ അവിടെ ഉണ്ടാക്കുകയും അത് ഗ്രിഡിലേക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം അത്തരത്തിൽ നമുക്ക് ആലോചിക്കാവുന്നതാണ്. പക്ഷേ അതിൻ്റെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി വളരെ അത്യാവശ്യം ആണ്. ഇനിയും ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക, നമുക്ക് ഈ ഡ്രൗട്ട് മാത്രമല്ല, വെള്ളമെടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുക മാത്രമല്ല ക്വാറിയിൽ, ഫ്ലഡും കൺട്രോൾ ചെയ്യാം ചില സ്ഥലങ്ങളിൽ. പക്ഷെ അതൊരു ജിയോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ വേണം. കാരണം എല്ലായിടത്തും അത് ചെയ്യാൻ പറ്റില്ല. ആ വെള്ളം ചില സ്ഥലങ്ങളുണ്ട്, മലപ്പുറത്ത് തന്നെ പല സ്ഥലങ്ങളുമുണ്ട്, ഈ വലിയ സ്റ്റീപ്പ് സ്ലോപ്പ്, ഏറ്റവും മുകളിലാണ് ആ കോറി. അവിടെ വെള്ളം എത്രമാത്രം സംഭരിക്കാമെന്ന് ജിയോളജിക്കാരൻ പറയണം. അവിടുത്തെ സ്റ്റെബിലിറ്റി, അത്രയും വെള്ളം ഹോൾഡ് ചെയ്യാൻ. അത് ബ്രീച്ച് ചെയ്യുമോ? ബ്രീച്ച് ചെയ്താൽ ആ പ്രദേശം മുഴുക്കയും വെള്ളത്തിലാവും, വലിയ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ എല്ലായിടത്തും വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ സ്റ്റെബിലിറ്റി, അവിടുത്തെ റോക്ക് ടൈപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. ഫ്ലഡ് കൺട്രോൾ ഞാൻ പറഞ്ഞതാണ്. ട്രൗട്ട് മാത്രമല്ല, ഫ്ലഡ്. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ കനാല് കവിഞ്ഞിട്ട് എല്ലാ സ്ഥലത്തേക്കും വെള്ളം ഒഴുകി അവിടുത്തെ വീടുകളും ആ പ്രദേശത്തെ വീടുകളെല്ലാം പോയി. ആ കനാലിലെ വെള്ളം നമുക്ക് ഡൈവേർട്ട് ചെയ്യായിരുന്നു. ഒരുപാട് ക്വാറി അപ്പുറത്തുണ്ട്. ആ ക്വാറിയിലേക്ക് നമുക്ക് കണക്ട് ചെയ്തിട്ട് കാരണം അത് ഫുള്ളാവാത്ത സ്ഥലമാണ് കേട്ടോ, അതും കൂടെ നോക്കണം. ആ സ്ഥലത്തിലേക്ക് നമുക്ക് അതിനെ ഡൈവേർട്ട് ചെയ്തിട്ട് വെള്ളം നമുക്ക് സംഭരിക്കാൻ പറ്റും. നമ്മൾ ഒരുപാട് ലൊക്കേഷൻസ് അങ്ങനെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. സോ അതും ഒരു ജിയോളജിസ്റ്റിൻ്റെ മൈനിങ് മാത്രമല്ല, ഒരു റെസ്പോൺസിബിൾ മൈനിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം കൂടി നമുക്ക് സജസ്റ്റ് ചെയ്യാനുണ്ട്. ഇനി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട കേരളത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജിയോ ഹസാർഡ്സ് ആണ്. നമ്മൾ സോൺ 3 അല്ലേ കേരളം എന്ന് പറയുന്നത്. സോൺ 3 ഒരു മാഗ്നിറ്റ്യൂഡ് 6.5 വരെയുള്ള മാഗ്നിറ്റ്യൂഡുള്ള എർത്ത് നമ്മുടെ ഇവിടെ വരാം. ഇവിടെ ഇപ്പോൾ തന്നെ നമുക്കറിയാം ഒരു 5 വരെയൊക്കെയുള്ള എർത്ത് പല സ്ഥലങ്ങളിലും ഉണ്ടായി. നമ്മുടെ പ്രധാനപ്പെട്ട 3 അർബൻ സെൻറ്റേഴ്സ്, കൊച്ചിയും കോഴിക്കോടും തിരുവനന്തപുരവും ഈ സോൺ 3 മാത്രമല്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്നതാണ്. അതുകൊണ്ട് ഒരു അർബൻ എർത്ത് റിഡക്ഷൻ വൾണറബിലിറ്റി പ്രോജക്റ്റ് ഇന്ന് നമ്മുടെ 3 സെൻറ്റേഴ്സിനും ആവശ്യമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കേരളത്തിലെ 3 പ്രധാനപ്പെട്ട ഇതും വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്താനുണ്ട്. നമുക്കറിയാം നമ്മുടെ ലീനിയമെൻസുമായിട്ട് പലപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ പല ഈ എപ്പി സെൻറ്റേഴ്സും ഒക്കെ വന്നിട്ടുള്ളത്. നമുക്ക് ആ കാണിച്ചിരിക്കുന്ന ഡോട്ടുകൾ നോക്കിയാൽ അറിയാം. കാരണം വീക്ക് സോൺസ് ആണ്. ആ വീക്ക് സോൺസിൽ കൂടെയുള്ള മൂവ്മെൻ്റാണ് പലപ്പോഴും ചെറിയ ട്രിമേഴ്സായിട്ട് വരുന്നത്. ഭാഗ്യത്തിന് അങ്ങനെ ഒരു വലിയ ഇതൊന്നും നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും നമുക്കിപ്പോഴും ഈരാറ്റുപേട്ടയും വടക്കാഞ്ചേരി നമ്മുടെ ഭാരതപ്പുഴ ഒഴുകുന്ന ആ പ്രദേശത്തുമൊക്കെ ചെറിയ തരത്തിലുള്ള ഈ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു എർത്ത് എന്നുള്ള ഇതാണ് ഭാരതപ്പുഴയുടെ. നമുക്കറിയാം ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ബെൻഡാണ്. റൈറ്റ് ആംഗിൾ ബെൻഡ് ഒരു പഠനത്തിൽ, ഒരു റിസർച്ച് സ്റ്റഡിയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ കാണുന്നത് ആ റൈറ്റ് ആംഗിൾ ബെൻഡിൽ ഒരുപാട് മർദ്ദം കുമിഞ്ഞുകൂടുന്നുണ്ടെന്നുള്ളതാണ്. അത് ആ മർദ്ദം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അറ്റ് എനി ടൈം ഇറ്റ് ക്യാൻ ബി റിലീസ്ഡ്. അതൊരു വളരെ ഒരു വൾണറബിൾ സ്പോട്ടായിട്ടാണ് ഈ ഭാരതപ്പുഴയുടെ കാരണം നേരത്തെ 4.5 കൂടുതൽ മാഗ്നിറ്റ്യൂഡുള്ള വടക്കാഞ്ചേരിയിൽ എർത്ത് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പും അവിടെ 2 എന്നുള്ള രീതിയിൽ എർത്ത് ഉണ്ടാകുന്നുണ്ട്. ലീനിയമെൻറ്റ് അടുത്ത ഇത് കാണിക്കുന്ന നമ്മുടെ ലീനിയമെൻസിൻ്റെ തൃശ്ശൂർ
പെരിയാർ ലീനിയമെൻറ്റും ഇടമലയാർ ലീനിയമെൻറ്റും എന്താ പോകുന്നു, തൃശ്ശൂർ വരെ ഉണ്ടത്. എവിടെയെങ്കിലും ഒരു ചെറിയ ഇതുണ്ടെങ്കിൽ ഇതെല്ലാം കണക്റ്റഡ് ആണ്. ചെറിയ ഒരു വൈബ്രേഷൻ ഉണ്ടെങ്കിൽ മാലപ്പടക്കം പോലാണ് ഇത് പൊട്ടുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തേണ്ടതായിട്ട്. ഇപ്പം എഞ്ചിനീയറിംഗ് കോളേജിലും ഒക്കെ ഏത് തരത്തിലുള്ള കെട്ടിടങ്ങളാണ് പണിയേണ്ടത്, ഓരോ സോണിനും അതിൻ്റേതായിട്ടുള്ള ബിൽഡിംഗ് കോഡ്സ് ഉണ്ട്. അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ബിൽഡിംഗ് കോഡ്സ് നമ്മൾ തീർച്ചയായിട്ടും ആ ഫാക്ടർ ഓഫ് സേഫ്റ്റി, ഇത്രയും മാഗ്നിറ്റ്യൂഡ് ഓഫ് എർത്ത് ക്വേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ വിസ്റ്റാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള കെട്ടിടങ്ങൾ അത് നമുക്ക് പണിയും. ഇത് നമ്മൾ നോക്കൂ, ഇപ്പം വേറൊരു പ്രശ്നമാണ്. കേരളത്തിലെ പല വെറും ബ്രിഡ്ജസ് പോലും എക്സ്ട്രീം റെയിൻഫോൾ ഈവൻസിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ബ്രിഡ്ജസ് ഒക്കെ കെട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ റെയിൻഫോൾ ഏതാണ്ട് എത്രയാ 300 മില്ലിമീറ്റർ മഴ എന്നുള്ള രീതിയിലാണ് നമ്മൾ കെട്ടിയിട്ടുള്ളത്. പക്ഷെ അങ്ങനല്ല. 500 മില്ലിമീറ്റർ 600 മില്ലിമീറ്റർ ഒക്കെയാണ് ഇപ്പം പെയ്യുന്നത്. ചിലപ്പോൾ 2 ദിവസം കൊണ്ട് അത്രയും പെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയുള്ള എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സ് അല്ല നമ്മുടെ. അപ്പോൾ അതനുസരിച്ച് അത് റിവൈസ് ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്കുണ്ട്. ഇത് നമ്മുടെ ഉരുൾപൊട്ടൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട മാസ് വേസ്റ്റിംഗ് എന്ന് നമ്മൾ പണ്ട് മാസ് വേസ്റ്റിംഗ് എന്നാണ് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് മാത്രമാണ്, ജിയോളജിക്കാർ മാത്രമാണ് മാസ് വേസ്റ്റിംഗ്. അതിനകത്ത് ഒരുപാട് തരത്തിലുള്ള അല്ലേ, ടെക്നിക്കലായിട്ട് നോക്കുമ്പോൾ പല തരത്തിലുള്ള മാസ് വേസ്റ്റിംഗ് പ്രോസസ്സുകളുണ്ട്. അതിനകത്ത് നമ്മൾ കൂടുതലും പറയുന്നത് ഡെബ്രിസ് ഫ്ലോ എന്ന് പറയുന്ന ഉരുൾപൊട്ടൽ ആണ് നമ്മുടെ കേരളത്തിൽ. 65% ഉരുൾപൊട്ടലും ഇത്തരത്തിലുള്ള റബ്ബർ പ്ലാന്റേഷനാണ്. ഇത് അമ്പൂരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പണ്ടുണ്ടായിരുന്ന അമ്പൂരി ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നു. ഇപ്പോൾ ഇതൊക്കെ എന്താണ് ഹിസ്റ്ററിയിൽ മാറിപ്പോയി. തിരുവനന്തപുരത്തെ അമ്പൂരിയൊക്കെ മാറിപ്പോയി. കാരണം ഇപ്പം പുത്തുമലയും അതുപോലെ തന്നെ കൊക്കയാറും നമ്മുടെ പെട്ടിമുടിയും ഒക്കെ വന്നതോടുകൂടി അതൊക്കെ നമ്മൾ മറന്നുപോയി. പക്ഷെ ഇപ്പം അതിനെക്കാട്ടിലും ഇന്ന് സാധ്യതകൾ, ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. അതിനകത്ത് എക്സ്റ്റേണലും ഇൻറ്റേർണലും ആന്ത്രോപ്പോജനിക് ഫാക്ടേഴ്സും ഒക്കെ ക്യുമുലേറ്റീവായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഉരുൾപൊട്ടലിനെ സഹായിക്കുന്നത്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് നടന്ന പൂവഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇത് ഞാൻ പറയുന്ന ഒരു ജിയോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷനോട് കൂടി അവിടെ വീട് വയ്ക്കാവൂ. നമുക്ക് ഹസാർഡ് സോണേഷൻ മാപ്പ് ഉണ്ട്, എത്ര പേർക്ക് അറിയാം? നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ മലപ്പുറത്തെ ജിയോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇറങ്ങി ചെയ്യാനുള്ള ഒരു വലിയ വർക്കാണ്, ഒരു ക്യാമ്പയിനാണത്. നമുക്ക് ഹസാർഡ് സോണേഷൻ മാപ്പ് ഗവൺമെൻറ്റിൻ്റെ, വേറെ ആരുടെയും ഉപയോഗിക്കേണ്ട, ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ ഒന്നും ഉപയോഗിക്കേണ്ട. നിങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ലാൻഡ് സ്ലൈഡ് ഹസാർഡ് സോണേഷൻ മാപ്പ് കിട്ടും. നിങ്ങളുടെ ആരെങ്കിലും ഒരു സ്റ്റീപ്പ് സ്ലോപ്പൊക്കെ ഉള്ളിടത്ത് വീട് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു GPS കൊണ്ടുപോയി അവിടെ നോക്കുക. GPS നിന്ന് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും എടുക്കുക. ഇത് ചുമ്മാതെ അതിനകത്തോട് ഫീഡ് ചെയ്താൽ മതി. അതിങ്ങനെ കറങ്ങിയിട്ട് എവിടെയാണ് ആ പോയിന്റ് വീഴുന്നത് നോക്കാം. ഇത് മോഡറേറ്റ് ഹസാർഡ് സോണിലാണ് അല്ലെങ്കിൽ ഹൈ ഹസാർഡ് സോണിലാണ് ആ പോയിന്റ് വീഴുന്നതെങ്കിൽ നിങ്ങൾ പറയാം വീട് വെക്കണ്ട, ബെറ്റർ സ്കിപ്പ് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ഇന്ന് ആ ഫെസിലിറ്റി നമുക്കുണ്ട്. എത്ര ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിന് അതറിയാം? നമ്മുടെ പ്രശ്നം അതാണ്. നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിന് അത് അറിയാൻ വയ്യ, അഡ്മിനിസ്ട്രേറ്റേഴ്സിന് അറിയാൻ വയ്യ, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാൻ വയ്യ. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ഒരു ജോലിയുണ്ട്. ഇന്ന് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞങ്ങളൊക്കെ എല്ലാ വേദികളും പറയുന്ന, കാരണം നമ്മൾ അക്കാഡമിക് കമ്മ്യൂണിറ്റിയെ അത് മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരം ഒരു പഠനത്തിന് ഇപ്പോൾ GSA ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് പരിമിതിയുണ്ട്. ഇപ്പോൾ GSAയിലെ ലാൻഡ് സ്ലൈഡിൻ്റെ ഏറ്റവും ഡോക്ടർ സൈബൽ ഘോഷ് അദ്ദേഹം, അതുപോലെ തന്നെ കൽക്കട്ടയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പേര് മറന്നു കഴിഞ്ഞാൽ, അദ്ദേഹം ഒക്കെ പഴയ ഡേറ്റകൾ പലതും ഇല്ല, അവർക്ക് ചെയ്യാൻ ഇപ്പം ഏർലി വാർണിംഗ് സിസ്റ്റം GSA ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏർലി വാർണിംഗ് സിസ്റ്റം ഉണ്ടാക്കാൻ പോകുന്നു. ഇപ്പം മൂന്നാറിൽ അമൃത യൂണിവേഴ്സിറ്റിയുമായിട്ട് ചേർന്ന് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എത്രമാത്രം വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സൈറ്റ് സ്പെസിഫിക് ആണ്. ഓരോ പ്രദേശത്തിൻ്റെയും അവിടുത്തെ ലിത്തോളജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്, അവിടുത്തെ റെയിൻഫോൾ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ്. ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ടൊരു കോമൺ ആയിട്ടുള്ള ഒരു വാർണിംഗ് സിസ്റ്റം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നോക്കൂ, ഇത് ഉരുൾപൊട്ടിയ സ്ഥലമാണ് പൂവഞ്ചി എന്ന് പറയുന്ന സ്ഥലം ഇടുക്കിയിൽ. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വീടുണ്ട്, ആ വീടൊക്കെ നശിച്ചു പോയി. നല്ലൊരു ബിൽഡിംഗ് ആയിരുന്നു. ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാമായിരുന്നു. കാരണം നമ്മൾ മോളിൽ കയറി നോക്കണം. നമുക്ക് ടോപ്പോ ഷീറ്റ് ഇല്ലേ, ആ ടോപ്പോ ഷീറ്റ് മതി. ആ ടോപ്പോ ഷീറ്റ് വെച്ചിട്ട് നമ്മൾക്ക് വീട് വെക്കാൻ പോകുന്ന സ്ഥലം നമുക്ക് നോക്കാം.
അത് വെച്ചിട്ട് നമുക്ക് ആ മുകളിലുള്ള പ്രദേശം കൂടെ നമ്മൾ നോക്കിയിട്ട് വേണം അവിടെ വീട് വയ്ക്കാൻ. അത് എഞ്ചിനീയേഴ്സ് ശ്രദ്ധിക്കണം. എഞ്ചിനീയറിംഗ് ബിൽഡിങ്സ് പലപ്പോഴും അസംഭവിച്ചു. ഇപ്പം മൂന്നാർ ഗവൺമെൻറ് കോളേജ്, വയനാട് എഞ്ചിനീയറിംഗ് കോളേജ് എല്ലാം ഇത്തരത്തിലുള്ള ഒരു ജിയോളജിക്കൽ കൺസൾട്ടേഷൻ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് അതുണ്ടായതെന്ന് കാണാം. എന്താ ബ്രജേഷ് നിർത്താം അല്ലേ? ഒന്ന് അവസാനിപ്പിക്കും. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞത് ഇനിയും ഒരു കാര്യം കൂടെ അഡ്രസ്സ് ചെയ്തില്ലേ പറ്റില്ല. കേരളത്തിലെ നമ്മൾ അറിയാതെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഈ ഒരു അവിടെയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്, വീടുകൾ വയ്ക്കുന്നുണ്ട്. പക്ഷേ വളരെ പെട്ടെന്നാണ് ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഗ്രൗണ്ട് സബ്സിഡൻസ് നടക്കുന്നത്. ഇത് കിണർ പോലെ വലിയ ഡെപ്തിലുള്ള സബ്സിഡൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണെന്ന് നമ്മൾ നോക്കി പോകുമ്പോഴാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സോയിൽ പൈപ്പിംഗ് എന്ന് നമ്മൾ പറയുന്നത്. കാരണം ഈ വെട്ടുകൽ പ്രദേശത്തെ ഇത് സംഭവിക്കുള്ളൂ. ആ വെട്ടുകലിൻ്റെ താഴെ ഞാൻ നേരത്തെ കാണിച്ച പോലെ ലിഥോമാർജുണ്ട്. അപ്പോൾ ഈ മരങ്ങളുണ്ടെങ്കിൽ മരങ്ങൾ വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മരം വെട്ടിക്കഴിഞ്ഞു, അതിൻ്റെ റൂട്ട്സ് എല്ലാം ദ്രവിച്ചു കഴിഞ്ഞ് അതിലെ വെള്ളം ഇറങ്ങി വർഷങ്ങൾ 50 വർഷത്തോളമായി അങ്ങനെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞിട്ട് ഈ ലിഥോമാർജ് എന്ന് പറയുന്ന ക്ലേ എല്ലാം താഴെക്കൂടെ നമ്മൾ കാണുന്നില്ല, ഏറ്റവും ഉള്ളിലാണത്. അത് താഴെ ഒഴുകി പോയി നമുക്ക് കാണാം പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആണത്. ഏതാണ്ട് ടൺ കണക്കിന് കളിമണ്ണാണ് ഒഴുകി താഴെക്കൂടെ പോകുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ മോൾ ഭാഗം ഇടിഞ്ഞ് കിണർ പോലെ ഇടിഞ്ഞ് വീഴും. ഇതാണ് സോയിൽ പൈപ്പിംഗ്. ഇതിന് ജിയോളജിസ്റ്റുകൾക്ക് മുകളിൽ നിന്നുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഗ്രൗണ്ട് പെനട്രേഷൻ റഡാർ സിസ്റ്റം ഉപയോഗിക്കേണ്ടി വരും. അതല്ലെങ്കിൽ മറ്റുള്ള ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ആ ഭൂമിക്കടിയിൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കും. ഇത് കേരളത്തിലെ ഒരു വലിയ പ്രശ്നമാണ്. തൃശ്ശൂർ വരെ, പണ്ട് കോഴിക്കോട് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തെങ്കിൽ ഇന്ന് തൃശ്ശൂരെ മിക്കവാറും തൃശ്ശൂർ പോലും ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത് നമ്മളെ വളരെ അപ്പോൾ ജിയോളജിക്കാർക്ക് ഇഷ്ടം പോലെ സ്കോപ്പാണ് പഠനത്തിന് ഇനിയും തുറന്ന് ഇട്ടിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നിർമ്മാണങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഗവൺമെൻറ് കോളേജാണ്, വളരെ തെറ്റായിട്ടുള്ള നിർമ്മാണങ്ങൾ നടത്തുന്നു. സോ കൺസൾട്ട് ജിയോളജിസ്റ്റ് ആൻഡ് മേക്ക് യുവർ സ്ട്രക്ചേഴ്സ്, അതാണ് നമ്മൾ പറയുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ വാട്ടർഷെഡ്, രണ്ട് ജില്ലയാണ്, പക്ഷെ ഒരേ സബ് ബേസിനിലാണ് വരുന്നത്. അവിടെയാണ് എക്സ്ട്രീം റെയിൻഫോൾ ഈവൻറ്റ്സ് എന്ന് പറയുന്നത് വീണ്. അപ്പോൾ ഈ മൈൽഡ് ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്നത് ഈ സബ് ബേസിനെ കേന്ദ്രീകരിച്ചാണ് പലപ്പോഴും ചെയ്യുന്നത്. അവിടെയാണ് നമ്മുടെ പ്രശ്നം. ഇപ്പോഴും 1-2 ദിവസം ഇത്തരത്തിലുള്ള മഴ, അന്ന് പലയിടത്തും നമ്മുടെ എന്തോ പ്രശ്നം വെച്ചാൽ നമുക്ക് ഈ നെറ്റ്വർക്ക് ഇല്ല, റെയിൻ ഗേജ് വളരെ ദൂരെയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഒരു കൃത്യമായിട്ടുള്ള ത്രഷോൾഡ് വാല്യൂ കണ്ടുപിടി. അപ്പോൾ GSIയിലെ പഴയ ഡേറ്റ കിട്ടാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു. പക്ഷേ എൻ്റെ പഴയ തീസിസ് നമ്മുടെ കൃഷ്ണ സാറിൻ്റെ ഒരുപാടുണ്ടായിരുന്നു. ഞാൻ എല്ലാം എടുത്ത് GSIക്ക് കൊടുത്തു. ഈ ത്രഷോൾഡ് വാല്യൂ പഴയതൊക്കെ ഉണ്ടായിരുന്നു 10-40 വർഷത്തെ. സോ അത് എർലി വാർണിംഗ് സിസ്റ്റം ഉണ്ടാക്കി ത്രഷോൾഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത്ര മഴ പെയ്തു കഴിഞ്ഞാൽ ഇത് സോക്ക് ചെയ്യും, ഇത് ഇടിഞ്ഞു വീഴും. അപ്പോൾ നമുക്ക് വാർണിംഗ് കൊടുക്കാം. ചിലപ്പോൾ ഇടിഞ്ഞു വീഴില്ല, പക്ഷേ സാധ്യത നമുക്കതേ പറയാൻ പറ്റുള്ളൂ. എപ്പം വീഴും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതൊക്കെ സാധ്യതയുള്ള പ്രദേശങ്ങളാണ്. നമ്മൾ വിജിലൻ്റ് ആവുക, അല്ലെങ്കിൽ ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കുക ഇത്ര മഴയിൽ കൂടുതൽ പെയ്യുമ്പോൾ. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ക്രമീകരണങ്ങൾ ഇവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇത് GISൻ്റെ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ലാൻഡ് സ്ലൈഡ് ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ എടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് വേണ്ടത്, നമുക്കിപ്പോൾ ഉള്ളത് 1:50,000 സ്കെയിലിൽ ഇപ്പോൾ GSI വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് സ്മോൾ സ്കെയിൽ, ഇത് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ സ്കെയിൽ നമുക്ക് ചെയ്യാനുണ്ട്. അതിന് ഞങ്ങളെ പങ്കെടുപ്പിക്കണം. ഞങ്ങൾ GSIക്കാരുടെ അതാ പറഞ്ഞത്, നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂഷൻ, പക്ഷെ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അതൊക്കെ. ഞങ്ങൾ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഇവിടെ കോളേജുകളുണ്ട്, യൂണിവേഴ്സിറ്റികളുണ്ട്. അവിടെയൊക്കെ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ളവരുണ്ട്, ചെയ്യാനുള്ള താല്പര്യമുള്ള സ്റ്റുഡൻസ് ഉണ്ട്. നമുക്കതൊരു വലിയ പ്രോജക്റ്റായിട്ട് തന്നെ, കാരണം ഒരുമിച്ച് അത് ചെയ്തു തീർക്കാൻ പറ്റില്ല അവരെ കൊണ്ട്, കാരണം ഹ്യൂമൻ റിസോഴ്സസ് അതിന് ആവശ്യമുണ്ട്. അങ്ങനെ ഒരു ഇത് നമ്മൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നു. ഇപ്പം പ്ലാനിംഗ് ബോർഡിന് എല്ലാ യൂണിവേഴ്സിറ്റീസും താല്പര്യമുള്ള ഒരു ഇൻട്രസ്റ്റ് ചോദിച്ചുകൊണ്ട് പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ലോക്കൽ ലെവലിൽ ഒരു ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, അല്ലാതെ ഒരു ജില്ലയുടെ ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല. ഒരു മലപ്പുറത്തെ ഇതിപ്പം എന്താണ് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്താണ്. അവിടെ എത്ര പ്രദേശമുണ്ട്, അവിടെ എത്രയാണ് ഹൈ ഹസാർഡ് സോൺ കരുവാരക്കുണ്ടിൽ ഗ്രാമപഞ്ചായത്തിൽ.
അത് അവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അവരാണ് അതിനകത്ത് ഒരു ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കാൻ കഴിയും. ഇതാണ് നമ്മുടെ ഹസാർഡ് സോണേഷൻ മാപ്പ്. നിങ്ങൾക്ക് ഇട്ട് നോക്കാം നിങ്ങളുടെ സ്ഥലങ്ങളൊക്കെ ഏത് സോണിലാണ് വീഴുന്നതെന്ന്. ഞാൻ ഇനി ഈ ഒരുപാട് ആന്ത്രോപോജനിക് ഫാക്ടേഴ്സ് ഇന്ന് ഇതിനെ ഒരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടോക്ക് കട്ടിങ്, ബ്ലോക്കേജ് ഓഫ് ട്രെയിൻസ്, ലാൻഡ് യൂസ് പ്രാക്ടീസസ്, ആർട്ടിഫിഷ്യൽ ലോഡിങ് ഓഫ് വാട്ടർ ഓൺ സ്ലോപ്സ്, ക്വാറിയിങ്, ബ്ലാസ്റ്റിംഗ്. അതും ഒരു ഇമ്പോർട്ടൻറ്റ്. ക്വാറിയിങ്, ബ്ലാസ്റ്റിംഗ് ഒരു ഫാക്ടറാണ്. അത് മാത്രമാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല, അതും ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ ഡീഫോറസ്റ്റേഷൻ. അതുപോലെ തന്നെ നമ്മൾ ജിയോളജിക്കാർ ചെയ്ത ഒരു വലിയ കോൺട്രിബ്യൂഷൻ, നമ്മുടെ ഡിമാൻഡ്. എനിക്കറിയാം എത്ര പേരെ ഞാൻ പൊന്നാനിയിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളെയൊക്കെ കോൺടാക്ട് ചെയ്ത് കാണും. ആൾക്കാരെ വേണം, ജിയോളജിക്കാരെ. ഈ ഫ്ലഡ് ലെവൽ മാപ്പിംഗ്, അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡിൻ്റെ ഇത് വരണം. ഇനിയിപ്പോൾ ഇപ്പം വിളിച്ചിട്ടുണ്ട് കനോലി. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പോവാം. ഒരു സമ്മർ സ്കൂൾ വരുന്നുണ്ട് ആലപ്പുഴയിൽ. അത് നമ്മുടെ ക്യാനാലപ്പി എന്ന് പറയും, കേട്ട് കാണും. ക്യാനാലപ്പി കാരണം അവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റത്തിനെ പരിപോഷിപ്പിക്കാനുള്ള നല്ല രസമായിരിക്കും. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോഴേ ഞാൻ വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. കഴിഞ്ഞ ദിവസം പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ പ്രൊഫസർ നാരായണൻ IIT മുംബൈയിലെ ജിയോളജിക്കാരനാണ് കേട്ടോ. ജിയോളജിക്കാരനാണേലും പുള്ളി കംപ്ലീറ്റ് ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ഇതിലേക്ക് മാറി, പ്ലാനിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. 10 പേർക്കുള്ള സ്കോപ്പുണ്ട് അവിടെ. 2 ആഴ്ചത്തെ ട്രെയിനിങ്ങും ഉണ്ട്, പോയി താമസിക്കാൻ പറ്റും. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളാം, പുള്ളി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ. ഫ്ലഡ് ലെവൽ മാപ്പിംഗ്, ഡ്രെയിനേജ് മാപ്പിംഗ് ആൻഡ് ഓൾ ദീസ്. ഇത് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് നമ്മൾ ഫ്ലഡ് സസെപ്റ്റബിലിറ്റി മാപ്പിംഗ് നമ്മൾ ചെയ്തത്. അതുപോലെ തന്നെ ഇന്ന് കേരളത്തിലെ ഒരു വലിയ ഒരു ഇതാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. അത് നമുക്ക് എവിടെയാണ് സൈറ്റ് എന്ന് ഫിക്സ് ചെയ്യാൻ നമുക്ക് ഒരുപാട് സാധ്യതയുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മുടെ ജിയോളജിക്കാർക്ക് ഒരുപാട് പങ്ക് വഹിക്കാവുന്നതാണ്. അപ്പം ജിയോ സയൻസ് എന്ന് പറയുന്ന ഇപ്പോൾ എല്ലാ ഡേ ടു ഡേ ഇതിൽ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് എല്ലാ തലത്തിലും നമുക്ക് ഒരു കോൺട്രിബ്യൂഷൻ ഒരു ജിയോ സയൻറ്റിസ്റ്റിന് നൽകാനുണ്ട്. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ആൻഡ് വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം അല്ലേ? അപ്പം ജിയോളജിയുടെ ഒരു ഇമ്പോർട്ടൻസ്, പ്രത്യേകിച്ച് കേരളത്തിൽ ഇടപെടേണ്ട മേഖലകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി. അപ്പം ഇനിയും നിങ്ങളതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുക. പുതിയ ഇന്നവേഷൻസ് ആവാം. ഞങ്ങളുടെ അവിടെ IRTCയിൽ ഒരു ഇന്നവേഷൻ ചലഞ്ച് നടന്നു കഴിഞ്ഞു. DSTയുടെ നമ്മുടെ ഉണ്ടായിരുന്നു ഡ്രൗട്ടിൻ്റെ ഒരു ഇത് പ്രസൻറ്റ് ചെയ്തിരുന്നു. അപ്പം കാരണം ഇങ്ങനെ ഇന്നവേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഐഡിയ മാത്രമാണ്, അത് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞില്ല. പക്ഷേ ഐഡിയാസ് അത് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതിനകത്ത് ജിയോസ്പേഷ്യൽ ടെക്നോളജി വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഇനി അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇന്ന് വേണം. അതും ഒക്കെ നല്ലൊരു കമ്പനി കിട്ടുകയാണെങ്കിൽ സ്റ്റാർട്ടപ്പായിട്ടും ഒക്കെ നമുക്ക് ചെയ്യാം. നമ്മളെപ്പോഴും ഇപ്പം ഗവൺമെൻറ് ജോബ് എന്നുള്ള ഒരു ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. തീർച്ചയായിട്ടും അത്തരത്തിലേക്കും കൂടി നമ്മൾ പുതിയ സ്റ്റാർട്ടപ്പുകളും ഇതും. അതുപോലെ തന്നെ മെഷർമെൻറ്റ്സ്. ഈ എത്ര കോടിക്കണക്കിന് രൂപയാണ് ഈ ഏർലി വാർണിംഗ് സിസ്റ്റം ഉണ്ടാക്കാൻ അമൃത യൂണിവേഴ്സിറ്റി നമ്മുടെയൊക്കെ എക്സ്പെർട്ട് കമ്മിറ്റിയിലിരിക്കുമ്പോൾ അവർ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നു. കോടിക്കണക്കിന് രൂപ. ആർക്കെങ്കിലും ഒരു 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 ചെറിയ ഒരു പോട്ടെ ഒരു 1,00,000 രൂപയ്ക്ക് ഒരു വാർണിംഗ് സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റും. ഒരു മെഷർ ചെയ്യുക, എത്ര മഴ പെയ്യുന്നുണ്ട്, എന്നിട്ട് അതിനെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം, മറ്റുള്ളവർക്ക് അവയർനെസ് ചെയ്യുന്നത്. ആ ഒരു സംവിധാനം ഉണ്ടാക്കാൻ ഭയങ്കരമായിട്ടുള്ളൊരു സ്കോപ്പാണ് ഇന്ന് കിടക്കുന്നത്. ഇപ്പം വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ വലിയ രീതിയിലാണ്. പക്ഷേ നമുക്ക് ചെറിയ രീതിയിൽ തന്നെ ഓരോ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലും അത് ചെയ്യാൻ പറ്റും. നല്ല ഒരു സ്കോപ്പാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഐഷ മിസ്, അപ്പോൾ എല്ലാ മംഗളങ്ങളും നേരുന്നു. അപ്പം ഇനിയും നമ്മൾ വിളിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് പല കാര്യങ്ങളും ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ബാലകൃഷ്ണൻ സാറേ. അപ്പോൾ ഏതായാലും ഒന്നുകൂടെ വരാൻ പറ്റി. 2017 തോന്നുന്നു ഏറ്റവും അവസാനം വന്ന്. ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വന്നു. എല്ലാവർക്കും ഇനിയും ഫാക്കൽറ്റി ബ്രിജേഷാണെന്ന് തോന്നുന്നു അടുത്ത ആളല്ലേ. അപ്പോൾ എല്ലാ മംഗളങ്ങളും. അപ്പം കൺഗ്രാജുലേഷൻസ് എല്ലാവർക്കും. വളരെ സുന്ദരമായി. ഇനിയും ഒരുപക്ഷെ 1-2 മണിക്കൂറുകൾ കൂടി സാർ നമ്മളോട് സംസാരിക്കും. അത്രമേൽ ഡാറ്റയും അത്രമേൽ ഡാറ്റാ ശേഖരവും കയ്യിലുള്ള ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീകുമാർ സാർ. പക്ഷെ സമയത്തിൻ്റെ ഒരു പരിമിതി നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ സാറിൻ്റെ ഒരു സെഷൻ ഇവിടെ
സാർ ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സാറിന് നമ്മുടെ ഈ GeoART 2022 ഒരു എളിയ സ്നേഹോപഹാരം കൊടുക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട GK സാറെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ടീച്ചറെ ഫോൺ അടിക്കണേ അല്ലേ? നിങ്ങളൊക്കെ നല്ലൊരു ടോക്ക് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട ശ്രീകുമാർ സർ ഇന്ന് ഇവിടെ എത്തിയത്, നിങ്ങൾ ഇന്നലെയൊക്കെ കേട്ടതുപോലെ തന്നെ ക്രൈസ്റ്റ് കോളേജും പൊന്നാനി MES കോളേജുമായിട്ടുള്ള ബന്ധം അത് വളരെ ഊർജ്ജസ്വലമായ ഒരു ബന്ധം തന്നെയായിരുന്നു. അപ്പം എല്ലാ കൊല്ലവും എല്ലായിടത്തും നടക്കുന്നൊരു സംഭവമാണ് റിട്ടയർമെൻറ്റ്. അത് സാധാരണഗതിയിലുള്ള ഒരു പ്രോസസ്സാണ്. പക്ഷേ ഇന്നത്തെ ഇവിടെ നടക്കുന്ന ഈ റിട്ടയർമെൻറ്റിൽ ഒരു വല്ലാത്ത വ്യത്യാസം ഞാൻ കാണുന്നത് എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം എനിക്ക് കിട്ടുന്നതാണ്. അത് ഇന്നലെ GK സാർ വന്നു നിങ്ങളോട് ഷെയർ ചെയ്തു. അതുപോലെ പ്രഭാകരൻ സാറിൻ്റെ അടുത്ത് നിന്ന് കിട്ടി. ഇന്ന് ശ്രീകുമാർ സാർ എൻ്റെ എക്സാമിനറായിട്ട് വന്ന ആളാണ്. എക്സാമിനറായിട്ട് വന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു, ഒരുമിച്ച് പേപ്പേഴ്സ് നോക്കി. അപ്പോഴൊക്കെ സാറിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു അഡ്വൈസസ് എനിക്ക് വളരെയധികം ഫലപ്രദമായിട്ടുണ്ട്. അപ്പം ഞങ്ങളൊരു കുടുംബം പോലെ തന്നെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് GK സാറിന് ശേഷം സാറ് ഇവിടെ ഒരിക്കൽ വന്നപ്പോൾ സാറിൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ദി ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് സേഫ് അണ്ടർ യുവർ ഹാൻഡ്സ്, ഐ ഫീൽ സോ പ്രൗഡ് ഓഫ് യു എന്ന് പറഞ്ഞു. ഇറ്റ് വാസ് എ ഗ്രേറ്റ് റിവാർഡ് ഫോർ മീ ആൻഡ് ഐ താങ്ക് സർ ഫോർ കമ്മിങ് ഹിയർ ആൻഡ് യുവർ ബ്ലെസ്സിങ്സ്. താങ്ക് യു. ഇപ്പോൾ ഡോക്ടർ സിജിൻ കുമാർ ആണ് നമ്മുടെ കാസർഗോഡ് ഗവൺമെൻറ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD ആണ്. സാറിനെ വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക്, ഈ GeoART 2022 സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മോട് സംസാരിക്കുന്ന അടുത്ത ആൾ ഇതേപോലെ തന്നെ നമ്മളോട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന, ഇപ്പോൾ കഴിഞ്ഞ മാർച്ചിലാണ് അവരിവിടെ അവസാനം വന്നു പോയത്, ബാംഗ്ലൂർ GSIയിലെ സൂപ്രണ്ടിങ് ജിയോളജിസ്റ്റ് ആയിട്ടുള്ള NV നിഷ മാമാണ്. ശ്രീമതി NV നിഷയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക.
ശ്രീമതി എൻ വി നിഷയും ഇതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജ് കാസർഗോഡാണ് ഡിഗ്രിയും പി ജിയും ഒക്കെ കഴിഞ്ഞ്. അതുകൊണ്ട് GSIയിൽ ഇപ്പോൾ സൂപ്രണ്ടിങ് ജിയോളജിസ്റ്റായി വർക്ക് ചെയ്യുകയാണ്. സത്യം പറഞ്ഞാൽ അവർ രണ്ടുപേരും ഇവിടെ വരേണ്ടതായിരുന്നു. ശ്രീമതി നിഷയുടെ ഹസ്ബൻഡ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ സജേഷ് PV, അദ്ദേഹം ഇന്നലെയാണ് ക്രൂയിസിനായി ഷിപ്പിലേക്ക് കയറിയിട്ടുള്ളത്. സാറ് ടീച്ചറെ കുറിച്ച് വളരെ മനോഹരമായ ഒരു കവിത എന്നൊക്കെ പറയാവുന്ന ഒരു ഗദ്യ കവിതയൊക്കെ തയ്യാറാക്കി അയച്ചു തന്നിട്ടുണ്ട്. നാളെ നമ്മളിവിടെ കാണിക്കുന്നതാണ് ശ്രീ സജേഷ് PV. അപ്പോൾ എന്തായാലും അവർക്ക് രണ്ടാൾക്കും വേണ്ടി ശ്രീമതി നിഷയാണ് ഇന്നിവിടെ പേപ്പർ അവതരിപ്പിക്കുന്നതെന്നാണ് ഞാൻ പറയുക. ശ്രീമതി നിഷയെ വളരെ സ്നേഹത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക. പിന്നുള്ളത് നമ്മുടെ ഇവിടെ നിന്നുള്ള നമ്മുടെ ഒരു കുടുംബത്തിലെ അംഗമായിട്ടുള്ള ശ്രീമതി NK സൈനബയാണ്. സൈനബ ഡിഗ്രിയും പി ജിയും ഇവിടെയായിരുന്നു. അത് കഴിഞ്ഞ് പെരിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പെട്രോളിയം എക്സ്പ്ലോറേഷന് മറ്റൊരു PG ഡിപ്ലോമ കൂടി ചെയ്തിരുന്നു. അതിനുശേഷമാണ് സൈനബ GSIയിൽ ജോയിൻ ചെയ്ത്. സൈനബ അതുപോലെ മാംഗ്ലൂരായിരുന്നു ആദ്യം, ഇപ്പോൾ കൊച്ചിൻ GSIയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട നമ്മുടെ സൈനബയെ കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു സമയക്രമം ഞാൻ നിങ്ങൾക്ക് മൂന്നാൾക്കും വിടുകയാണ്. നമുക്ക് എന്തായാലും ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള നമ്മുടെ അതിഥികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. IIST എന്നുള്ള ഡോക്ടർ VJ രാജേഷ് സാർ, അതുപോലെ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള സാബു ജോസഫ് സാർ, അവർ ഓൺ ദ വേ ആണ്. അവർ തൃശ്ശൂരിൽ നിന്ന് വിട്ടിട്ടുണ്ട്. എന്തായാലും അവരുടെ സെഷൻ നമുക്ക് ഉച്ചയ്ക്കാണ്. അപ്പോൾ സമയമുണ്ട്. അത് നിങ്ങളുടെ പൂർണ്ണമായും നിങ്ങളുടെ അധികാരത്തിന് വിട്ടുകൊണ്ട് ആദ്യത്തെ സെഷൻ അവതരിപ്പിക്കുന്നതിനായിട്ട് ഫാസ്റ്റ് റീകൺസ്ട്രക്ഷൻ ഓഫ് പാസ്റ്റ് ക്ലൈമറ്റ് യൂസിങ് മൈക്രോഫോസിൽസ് എന്ന വിഷയം അവതരിപ്പിക്കുന്നതിനായി പ്രിയപ്പെട്ട സജിൻ കുമാർ സാറോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. Good morning to all. Sam, I'm very happy to be here, especially as you all know, Aisha teacher is completing her service as a teacher from this great institutions. I know ma'am from 2007 onwards when I joined Government College Kasaragod as lecturer. So after that we were interacting for sometimes for question papers or other official matters, and we also knows from madam students, some of the students from Ponnani, MES Ponnani also studied their PG in Government College Kasaragod, and recently at Central University of Kerala there are few students of ma'am. So they will always tell about ma'am's affections, love and encouragement. So in this occasion I wish her happy retired life, fruitful and productive happy retired life. And I also thank Brijesh Chetan, my senior at GCK, and all the faculty members of MES Ponnani for giving this opportunity to present my research, which is basically on reconstruction of past climate. So I think madam also used microfossil as a tool for paleoclimate studies and for her doctoral research. So similarly I also used, am I audible? Yeah, high enough. So I used basically foraminifera and pteropods as a tool to reconstruct the climate. So this is the outline of my presentation. So I will be focusing on monsoon reconstruction. As you all know, monsoon is very important. Recently, a lot of issues in variability of monsoons. We faced in Kerala, we faced several floods, 2018 and 2019, Chennai, Mumbai. So we don't know how monsoon will vary in the future. So in order to understand the possible future variability, we should know, as a geologist, we should know how the monsoon is behaved in the geological past. So that is only geologists can study the geological record and they can reconstruct the past monsoon and past climate. So I will be talking on what are the proxies we can use to reconstruct the past monsoon, past climate. Then basically I used foraminifera and pteropods. I will be generally giving a brief introduction to other proxies, geological proxies that we can use for reconstructing the monsoon climate. So the images itself shows the importance of climate change. What's happening at present? You know, there are places we are getting floods. At the same time, other places we are getting flood. Even in Kerala, if rain is heavy, we are getting flood. If rain is less, we are getting drought. So we need a optimum rainfall precipitations. But so recently, because of anthropogenic influences, lot of changes happened in the earth system. So monsoon's pattern is changed. So in order to understand better the present and better to predict the future, we should know the past.
So James Hutton, maybe James Hutton, you say that uniformity and some present is the key to the past. So similarly, from past, we can also will get some idea on future. So that is the idea. So just show the impact of climate change. You can see this video, just melting of polar ices in just in a 1 year. Maybe you can see the time lag here. So you can see the quantity of ice melts in polar region. You know, we are in a global warming scenario. So lot of ice is melting, and what happens? All these sites are melted ice are coming to ocean and sea level rising. So even our metropolitan cities like Mumbai, Chennai will, even Bangladesh will have lot of effect of these sea level changes. So you might have seen recently this photo. It was viral in Facebook and WhatsApp media. So you know what is this? Some of the students in Germany, they are protesting or giving awareness to public the impact of climate change. So they are standing in ice cube. So there you can see what will happen, that ice cube melts. So that is the case. So if polar ice melts, there will be sea level change. That is threat to human beings. So that is why our idea is, being a geologist, our idea is to reconstruct the past, how the climate is changed in the past. And this data, modelers, statisticians, they can use this data for predicting or forecasting the future climate change. So this is basically a students, college students, they are giving awareness camps in Germany. So the idea, what already discussed, generate the lot of paleo data. This paleo data will be using the modelers for, they can do lot of stimulations in computer, and they can find the is any cyclicity in the past climate and etc. So that is the idea. So we look proxies from geological record. It can be, there are variety of proxies. So different people use different proxies. I use marine sediments and microfossils. Some others, they can use lake sediments, tree rings, speleotherms, etc. There are different proxies in geological. So we can use them and understand how the climate behaved in the geological past. So coming to, so before going to the past climate, as you know, the past climate change, that's mainly due to natural reasons. Because as you know, man influence started maybe in the 18th or 19th century. So broadly we can classify the climate change natural as well as anthropogenic. So anthropogenic changes very recent. As you all know, now what's happening is mainly anthropogenic. But in geological record, the climate change is always connected with the plate tectonics, drifting of continents, sun's output, Earth's orbital parameters, greenhouse gases. All these things are the main causes of climate change or monsoon variability that happen in the geological record. For example, if you see our origin of our monsoon, you know, the monsoon, how monsoon is originated. Before 12 million years or before 24 million years, there was no monsoon because India itself is part of the southern hemisphere. Then drifting of Gondwana land, and subsequently India started moving towards north. It's collided with Eurasia. Then new land ocean topography is created. Maybe after 12 million years, monsoon is established. So for the monsoon, we need a special pressure gradient conditions between land and ocean. So as a result, we are getting monsoon season. So prior to 12 million years, there is no monsoon. So that is an example for how plate tectonics have a big role in climate change. That's happened in the geological record. Then sun's output, you know, there are insolation is coming from sun. There are some variability, mainly connected with solar irradiance variability. That is also one of the main cause in the past climate changes. Then Earth orbital parameters. If you look, especially for quaternary record, you will get the main culprit for the quaternary ice ages and climate changes, Earth orbital parameters. Prior to Cenozoic, mainly related to volcanoes, meteoritic impact, plate tectonics, etc. But if you look closely, if you look paleoclimate data, especially for quaternary, then you can see several cyclicity, which is related to the variability in Earth orbital parameters. So like that, Earth orbital parameters like eccentricity, obliquity, precision. I think yesterday we had you had a talk on quaternary geology. Lindo, he might have covered all this topic. But all these things we are having a cyclicity, similar cyclicity, which had a major influence on climate change that happened in the quaternary. Then volcanic eruptions, maybe in geological past,
there are major roles of volcanic eruptions. Recently also you might have seen flight schedules are cancelled due to volcanic eruptions and atmospheric sun, all these things. But in geological past, there are several events. One example is Deccan Traps, KT event. So like that, several times in the geological past, climate is changed due to volcanic eruption as well as meteoritic impact. Then greenhouse gas changes, maybe connected with weathering of rocks. For example, after the stabilization of Himalaya, then large amount of weathering is taking place. This is also changing the CO2 concentration in the atmosphere. So these are some of the natural causes, but now we have to discuss about anthropogenic causes. As you all know, there are several reasons, anthropogenic factors that controls the climate. So that is the present concern. So natural causes, we cannot do anything. There will be always natural causes. But now the man-made causes aggravating the climate change. So in geologically, we can use several records. So I will briefly touch all the records what we can use. So why we look paleoclimate? We already discussed. We should understand the future. We want to predict the future. So we should look past climate. But unfortunately, we have instrumental records only for few centuries that man has started collecting the rainfall, sea level, etc. Maybe last few centuries. Beyond few centuries, we have to look even historical records or other proxies, geological proxies or archives. So we have tree rings, ice cores, lake sediments, coral reefs, ocean sediments, continental sediments. These all are the potential archives that geologists can use and reconstruct the climate. And I mainly focus on ocean sediments and the microfossils present in the ocean sediments. And all these proxies have their own advantages and disadvantages. In fact, tree rings are the very ideal one. Yearly climate change you can reconstruct, but we cannot go maximum of Holocene. Maybe 7,000, 8,000 oldest tree rings records have. And unfortunately, some of the trees which are living in the tropical region, they doesn't develop rings. But those trees which are living higher latitude, they show good rings. And their width, the variation in their width itself a proxy for understanding the past climate. If you look ice cores, that is one of the fantastic proxy. As you know, the CO2 in the last 1 million years is mainly based on ice cores. So geologists reconstruct the past CO2 concentration in the atmosphere mainly based on ice cores. But again problem, we don't have several millions of years record. We have only 800 kilo years or close to 1 million years records of ice cores. Because in ice cores, what we look mainly air bubbles which trapped in the ice cores. But because of weight, the older ice cores, the bubbles breaks and we cannot use. And coming to lake sediments, my colleagues, Dr. Sandeep is working on lake sediments. They collect core samples from lake. But again, the problem is they don't get much longer record. Maybe a few 50,000 years like that. And in the case of lake sediments, there are some advantages. We'll get exactly what is the climate in local regions. While coming to marine sediments, we may get longer record, but it is an average. Maybe in whatever record we collect from Bay of Bengal, we are getting sedimentation rate nearly 20 centimeter per kilo years. So 1 centimeter represents 300 or 100 years. So that is an average. But in the case of lake sediments, you will get high resolution year to decadal changes in climate. So continental coastal sediments also we can apply longer time scale. So unfortunately marine sediments, as you know, because of plate tectonics, it's highly cyclic. Oldest maximum we can go up to Jurassic, maximum 200 million years. So I will briefly look some of these proxies, tree rings. So we can use the width of the tree rings to identify the weather. If width is good, the weather or climate is good. So not only the width of the tree rings, we can also use some elemental or isotopic studies within these tree rings. And without harming the tree, we can collect the samples by using tree borer. Without cutting the tree, we can collect the samples and we can study. But the problem, as already discussed, we cannot go for longer time scale. The oldest tree in Australia, pine tree, it goes maximum 7,000 years. So even not covering the Holocene. So coming to corals, as you know, in tropical oceans, corals are common. And in corals also we can get annual climatic records. Not like the marine sediments. Corals, similar to tree rings, they are all having high resolution annual records. And in corals, they have a growth bands. Based on that, we can exactly go back and we can reconstruct the time. Again, within this coral, we can do isotope analysis, elemental analysis, and we can reconstruct climate.
And it is also ideal proxy for sea level changes, mainly because coral growth in tandem with the sea level change. So we can easily reconstruct by using oxygen isotope from the corals for reconstructing the past climate. So speleotherm is another proxy. So basically speleotherms are collective terms used for denoting cave deposits like stalactite and stalagmite. They also grow, slowly grow. So if you take samples such a way that you can reconstruct the past. Especially monsoon studies, some of the high resolution monsoon studies are mainly from speleotherms, stalactite and stalagmite. Then ice cores. So finally I will go to marine sediments. Before that I will cover up all the important proxies. So this is the best proxy for atmospheric chemistry. We can reconstruct the atmospheric chemistry. As you know, what is the CO2 concentration at present? It is nearly 416 ppm. But geologists look the CO2 in the atmosphere for 1 million years. Never in this 1 million years CO2 is always between 180 to 280 ppm. But now it's 400 ppm. So that itself an example for the anthropogenic impact. So maybe in 1915 onwards CO2 started increasing, steadily increasing, and now daily you can check in NOAA website, you will see the update. Today's CO2 is maybe 470. But in geological past, at least in the last 1 million years, CO2 is always between 180 to 280 ppm. So in ice cores, they reconstruct the past chemistry, atmospheric chemistry, by mainly using the bubbles. But there are some problems that when snow melts, snow accumulates, bubbles can generate, but these bubbles have atmospheric interaction. Once these bubbles locks, it will take maybe few years. So as a result, immediate, maybe last 10-20 decades, we don't have any record. But once the bubble close, that particular bubble will exactly represent the past atmospheric chemistry. So based on that, polar scientists, they constructed the CO2. So this is the record of CO2. You can see the time scale. So this is roughly going to last 800 kilo years, close to 1 million years. So what already I mentioned, the CO2, the upper part, pointer is not working, right? Maybe the screen pointer is not working, but here it is. So you can see the CO2 range, 280 to 180 ppm. So never in the immediate past, CO2 is not rise. But what is the current scenario? The present CO2 is shooting up, and if you check today's CO2, it may closely to 400 and 170. So that itself an example for the human influence on to climate change. But still there is a controversy. Even US President, Trump, previous US President Trump, he always do a speech like climate change is a hoax. There is no climate change. All is man-made business like that. If you follow his Twitter, you can see that there is no climate change. But still people are things like that. But this is a scientific evidence that the climate change is real. And if you look the down, that is the record of temperature, and up is the record of CO2. So CO2 and temperature is closely follows. Whenever CO2 is high, temperature is high. So itself shows CO2 is the prime driver. CO2 is a greenhouse gas. So that is the take-home message. Past temperature changes are closely linked to CO2 concentration in the atmosphere. Recent changes are human influenced and have no past analogues. But if you look longer time scale, maybe PETM, somewhere in the late Mesozoic, there are time CO2 also high. And maybe if you look Eemian interglacial, 120 kilo years back, CO2 also high, but it's not reaching more than 280. So the next important proxy is lake sediments and marine sediments. So in lake sediments, the problem is we have only limited time period. We cannot go maybe several millions of years. But if you get high resolution, then it's well and good in the case of lake sediments. But problem is some of the lakes, we don't have that natural setup. There are lakes, natural lakes we can use. In Karnataka there are lakes. Sometimes these lakes dries up in the summer, so we can easily collect the samples. If it is water, we have to use a boat or etc. So these are some of the facility. So this is my colleague Dr. Sandeep. He is working on lake sediments. They have this type of setup in Mangalore University. Then they go to the center of the lake and they collect the samples. If it is dry, maybe in some of the lakes in Karnataka, it dries up in summer season. They go and they make samples like this. So in lake sediments, the idea is
some of the proxies we can use for lake sediments. In the case of lake sediments, biological proxies are very less. Maybe you may get spores and pollens, sometimes some ostracods, some etc. But in case of marine sediments, there are a lot of biological proxies, different types of proxies. But there are other proxies we can use in lake sediments, magnetic proxies, magnetic susceptibility, etc. So when what happens in the adjacent area, when the monsoon is strong, some of these parameters will have high values, high clay content, higher influx of sodium, potassium, sodium, magnesium element, low ratio in carbon and nitrogen, higher in pollen input. So if you can quantify these proxies, then you can connect to the stronger monsoon. If it is weaker monsoon, same these parameters will have lower abundance or some relations. So this is how we use lake sediments as a proxy for reconstructing the climate. Coming to marine sediments, there are plenty of options because variety of biological proxies are there. You may be knowing all this, some of these biological, micropaleontological proxies. So I mainly use foraminifera, which is marked F and G, both planktic and benthic foraminifera. There are other proxies. I think Govalakshman sir has used ostracods. Madam also worked on microfossils. Bryozoa, right? Yeah. So there are variety of options are there in the marine sediments. Radiolarians are there, pteropods are there, ostracods are there, coccolithophores, diatoms, etc. Variety of biological proxies are available. This is not there in the lake sediments. So we collect samples from the ocean. For that we need research vessels. Maybe there are research vessels, established research vessels. GSI has research vessel. There are oceanographic institutions, National Institute of Oceanography, they have research vessels. Students can they can send their proposal. While they go for expedition, students can also join. Some of my PhD students, they participated several cruises. So they collected several cores from Bay of Bengal. So in ocean sediments are a continuous process. If you compare lake sediments, maybe during monsoon you may get sedimentation, but in ocean it is a continuous process. Either sediment derived from the land through rivers or the organisms living in the water column like zooplanktons and phytoplanktons, after their death they will be settling in the ocean floor. So ocean floor there is a continuous sedimentation, and you can collect these samples, core samples, by using corer, gravity corer or other type of corer. So we have collected several corers of length of 5 meters, roughly 4 to 5 meters, for reconstructing the paleoclimate. So these are some of the locations where we collected the core samples. So mainly focused Andaman Sea because it's a marginal sea. So and this area, Bay of Bengal and Andaman Sea, falls in under the core monsoon region. So in the some of the characteristics of Bay of Bengal is that, as you know, lot of fresh water is coming to Bay of Bengal. As a result, there is a changes in the salinity. But if you look Arabian Sea, the salinity is not that high, always 35 plus. But if you look Bay of Bengal and Andaman Sea, at least in the northern part, salinity is lowest, maybe 33 minus. So as a result, some of the foraminifera, they have very sensitivity to the changes in the salinity. So we can use this region especially by using plankton foraminifera or pteropods, which are very sensitive to salinity changes, for reconstructing the monsoon. And if you go the Arabian Sea side, we can use another plankton foraminifera, especially bulloides. You may be knowing Globigerina bulloides. It's an upwelling indicator. But in the case of Bay of Bengal, we are not finding much application for bulloides because there is no much upwelling. In Bay of Bengal, what happens? Because of lot of freshwater influx, there is a strong stratification. Stratification hinders vertical mixing. As a result, there is no much productivity. Arabian Sea is highly productive. Bay of Bengal is not productive. So in both sides, we can select proxies such a way that which, in the case of Arabian Sea, we can use some of the plankton foraminifera which track the wind intensity. But in the case of Bay of Bengal, we can use some of the foraminifera which track salinity changes. So that is the idea. So we looked mainly on those species of microfossil which are having high sensitivity to salinity for reconstructing the monsoon and climate. And we made the age model by using accelerator mass spectrometer, AMS radiocarbon dating. So the problem is we cannot go older samples. We can go up to 50,000 years, maximum of 50,000 years. So that is a drawback with AMS radiocarbon date. But however, it is one of the accurate method at present we have. There are other methods also we can use, but AMS is one of the accurate methods. And since its half-life is 5,730 years,
maybe after 10 half-life, the quantity of radiocarbon present in the sample is very, very less. So we need carbonate, foraminifera or any carbonate to analyze. So almost all the coarse age models we constructed using AMS radiocarbon dating. So this is the sedimentation rate for northern Bay of Bengal. In the northern part, sedimentation rate is very high. So if you collect samples from northern part, the high resolution record we can create. But if you go to the southern parts, sedimentation rate is very less. So we'll go through how we can reconstruct the monsoon for the last 50,000 years from foraminifera, from Bay of Bengal study. Before that, we already want to know how, when monsoon exactly originated. The origin of monsoon, we already discussed, it is having close relationship with the Indian movement of Indian plate to the Eurasian plate. So somewhere when India reached somewhere in close to Sri Lanka, somewhere in between 12 million years, the monsoon started, initiated, the modern monsoon, where we have a seasonal reversal. Prior to that, we don't have any monsoon, we have a just precipitation. So for that, once India collided and the Tibetan plates all stabilized, the modern monsoon is originated. So for monsoon, we need a pressure gradient. So what happens when Indian Ocean gets warm in winter season, but more colder, more warmer in the peninsular India during summer season. So wind blows from high pressure region to low pressure region. So that particular system is developed after 12 million years. So this is the evidence mainly from Arabian Sea and Bay of Bengal. All we can see from 12 million years onwards, all the proxies are showing higher abundance. Especially if you look one proxy, which is Globigerina bulloides, it's also showing high abundance from 12 million years onwards. But there are few geologists suggest that monsoon originated prior to 12 million years. They fix it 23 million years to 24 million years. But majority of the records suggest monsoon initiated somewhere 12 to 11 million years. So coming to our proxies, we use mainly planktic foraminifera and pteropods. So these are the common planktic foraminifera species available in most of the core samples. And among these, few of these are most abundant. This is Globigerinoides ruber, Glutinata, Dutta-tree, and and Obliculata. These are the most abundant species in our samples. And especially if you look Dutta-tree, which is very sensitive to salinity. So that is why we use Dutta-tree for reconstructing the Paleomonsoon from Bay of Bengal record. In Bulloides, the fourth one, which is also most abundant, but when comparing with Arabian Sea, the bulloid abundance in Bay of Bengal is very less. Because as we already mentioned, Bay of Bengal is not that productive. Bulloides is a wind proxy. When monsoon is stronger, there should be upwelling and related productivity. So we mainly use Neogloba continua Dutta-tree as a proxy for reconstructing the monsoon. We also use their isotope and elemental ratio for reconstructing the monsoon. So before interpreting the geological record, we should know the present. So there are several studies how planktic foraminifera behave in seasonally or every season. So if you look, this is the record of Dutta-tree. So you can see different months and their flux in particular months. So in the case of Dutta-tree, you can see from June, July, August, there is a sudden abundance of Dutta-tree. So that is the peak season for summer monsoon. So a lot of fresh water is coming to the Bay of Bengal. So since the Dutta-tree is very sensitive to salinity, their abundance increases. So now what we can do in geological record, whenever Dutta-tree high, we can correlate as present is the key to the past. So we can interpret geological record simply by based on abundance. That is one attempt. Second attempt, we can use elemental and isotope of each shells. That also we can analyze. But if you count the abundance with simple microscope, you can generate data. But if you want to do elemental and isotopic data, we need IRMS or ICPMS, those facilities. So this is what we reconstructed during last glacial maximum, that is 21 kilo years back. Monsoon were very weak. The mixed layer was deeper, thermocline was also deeper, and the abundance of this particular species, Neogloba continua Dutta-tree, is very less. But in Holocene samples, their abundance is very high. So that is mainly connected to strong Indian summer monsoon. The second proxy, what we used is Bulloides, Globigerina bulloides. This particular proxy's characteristic is it's a productivity. When productivity high, then this species also abundant. So you can see, especially from June, July, August, there are the flux in Bulloides.
So it's itself indicate the productivity more. So in geological record, so this is 50,000 years record, 55,000 years. So you can interpret the high abundance, especially in the Holocene Pleistocene transition. Early Holocene, you can see high abundance of bulloids. So we can interpret it as a stronger summer monsoon. Similarly, there are periods, especially during last glacial maximum, the summer monsoon were weak. So you can see only the abundance may be 4%, but it's jumped up to 21% when strong summer monsoon. So this is also a monsoon record, but here last 5,000 years. In the earlier case, it is 55,000 years, and this is 5,000 years by using a short core from the Andaman Sea. Here also one interesting thing is that there is a sudden change in the climate, somewhere 4,200 years, 4.2 years. So that is already established. Maybe you might have noticed recently Holocene is subdivided into different ages. So Meghalayan epoch, Meghalayan age, that is from 4,200 kilo years. So that how the basis for that subdivision is sudden change in the climate. That is also reflected in marine sediments. But especially that Meghalaya, that is from cave deposits from Meghalaya, Maumilla cave record. But our marine sediments also shows there is a change in the climate. So monsoon were weak from 4,200 years. So this is very recent record for last 600 years. Very recent record. That is from a core from Bay of Bengal. So here also the monsoon shows large variability within the short period of Little Ice Age. You may be knowing Little Ice Age. It's a cold period, roughly 150 to 1800 years back. That's a very, very recent phenomena. In oxygen isotope, you can see heavier values during this Little Ice Age. But within the Little Ice Age also, there are large variability in monsoon. So these are some of the examples you can use as a foraminifera as a proxy for paleoclimate. So within foraminifera, another attempt we made is within the species there are morphotypes. So some of these morphotypes are more sensitive to climate change. So especially for that particular species, Globigerinoides ruber, it has two morphotypes, important morphotypes, G. ruber sensostricto and G. ruber sensolacto. So this is G. ruber sensostricto, this is G. ruber sensolacto. So within this species also, this sensolacto is very sensitive to Indian monsoon. So this is the abundance of G. ruber sensolacto. So how it is related? When monsoon is stronger, sensolacto abundance is less. So especially in early Holocene and mid Holocene, when monsoon is stronger, their abundance is very less. G. ruber, though living in the mixed layer, the SL is in the upper part of the mixed layer. Sensostricto is the lower part of the mixed layer. So upper part of the mixed layer, the more impact when monsoon is strong, stratification, all these things. And as a result, their abundance is getting less when strong stratification. So strong stratification is taking place when strong monsoon. In the case of Andaman Sea and Bay of Bengal. So we can use G. ruber SL as a proxy for monsoon. That is, between the species, we can study the morphotype variation. So we also used pteropods. As you know, pteropods is different from foraminifera. Pteropods are aragonetic, but foraminifera are mainly calcitic. So since it is aragonetic, they are more susceptible to dissolution than calcite. So very sensitive to pH changes in the seawater. So they are made up of aragonetic, so slight changes in the pH will affect their shells. So as a result, in geological record, now we have a problem of ocean acidification, That is a dual problem of climate change because of CO2, increase in CO2. As already CO2 is reached 416 ppm. What happens to the CO2? Ocean is acting as a mechanism. It has to equilibrate. So this CO2 is taken by the ocean. And CO2 and seawater reacts, the pH changes. It's become carbonic acid and all these issues are happening. So because of that, the abundance of pteropods started decreasing, especially from the Holocene onwards. So we can use these pteropods as a proxy for understanding the past ocean acidification. Also, some extent we can use pteropods as a proxy for monsoon studies because during monsoon also the chemistry of seawater changes. When stronger monsoon, some places strong upwelling take place, more productivity take place. This productivity can also affect, control the pH of that particular area. So the abundance of pteropods getting reduced when productivity high.
So such a way that we can use pteropods to understand the past ocean acidification. We can also use them as a proxy for understanding the paleo monsoon. So they are very simple. They are beautiful as well. As a result, we call it as sea butterflies. So when in geological record, we may not see that beautiful because in geological record only shells preserved, the soft parts not preserved. So this is how the pteropods looks in microscope. So their shells are made up of aragonite, hence very sensitive to climate change. Because as you know, what is the difference between aragonite and calcite? Both are composition was same, but they are pseudomorphs. Aragonite is very sensitive, very delicate. Smaller changes in the climate will be recorded in the case of pteropods. But problem is, since they are so delicate, if you go geological record, you may not get aragonite. This aragonite is converting into sometimes dolomite. So we studied the in Indian Ocean by using IODP core, Indian Ocean, International Ocean Discovery Program. They collect longer cores by drilling. So we collected a core from Maldives. Then we analyzed pteropods, and we are getting pteropods up to 1.2 million years. Beyond that, we are not getting pteropods. But we are started getting more of other diagenetic changes is reflected, more of dolomite, etc. That means after one stage, this aragonite is converting into dolomite or something like that. Though in literature says that pteropods are from Cretaceous, but geological records, at least in Indian Ocean, in the longer records, we are getting only from 1.2 million years back. But within 1 to 2 million years, we can reconstruct the ocean acidification, because again pteropods abundance are closely matching with CO2. When CO2 high in the atmosphere, there will be ocean acidification and the pteropods less in the sediments. So as a result, we can correlate CO2 and ocean acidification. So this is one record from Indian Ocean. So this first one is carbon dioxide. You can see the atmospheric carbon dioxide concentration up to 30,000 years to roughly 2,000 years. We don't have the present data. So you can see the CO2 concentration. It's a maximum of 280 ppm. Then you can see all others are pteropods record from Indian Ocean. So if you look in different parts, Andaman Sea, Arabian Sea, everywhere you can see high abundance of pteropods. A spike is, you can see, deglacial spike, which is correlating with low CO2. When CO2 is high from Holocene, because Holocene is a interglacial period, warm period, means 1. So when CO2 started increasing, the representation of pteropods also less. There is not completely, but there are pteropods, but abundance are less. Because when CO2 increases, what happened? There is another arbitrary limit. You might have studied calcite compensation depth, aragonite compensation depth. This aragonite compensation depth also comes shallow. So what happens? The preservation will be limited in the few meters in the water column. When the aragonite compensation is deeper, there will be more opportunities for pteropods to live in the water column. So as a result, from Holocene onwards, pteropods is very less. So that is itself a warning. Now what happens? The CO2 is only up maybe 400. If it goes beyond 400, especially these delicate organisms like some of the corals, they are also made up of aragonitic pteropods. They will be maybe in the end of this century itself, this type of organism will demise from the earth. You may think that it's a smaller organism. There may not be much consequence. Yes, they are the base of food chain. If pteropods are less, definitely the abundance of fish also will get reduced. Fish is very important for us, isn't it? So that is the consequence. So corals also, majority of the corals are aragonitic. So they will also get bleached or slowly. So we studied the pteropod shell structure under the microscope. So you can see different. It's one species called as Limacina inflata. So when the seawater is ideal, without any changes in the pH, they are very transparent. But see, when more dissolution, the shell shows some of the characteristics, dissolution characteristics. So we can quantify how many transparent shells are there in each sample, how many translucent or cells are there. So based on that, we can prepare an index which is known as LDX, Limacina Dissolution Index. So based on that, we can interpret how the ocean acidification affect the shells in geological past. So this is mainly based on
shell characteristics. So again you can see this particular pipe that is during deglacial. Just after LGM, the condition was ideal because CO2 is less in the atmosphere. There is no ocean acidification. Lot of carbonates are available for making them for shells. For this organism, they make their shell from seawater. They need carbonates. So more carbonate there in the ice ages time because CO2 is less. So their abundance is of transparent shell is high during, but coming to Holocene, we can see a sharp decrease in transparent shells. There are other dissolution features also we can see in the individual shells, which is also a proxy to correlate the ocean acidification. So we compared what about in the case of Arabian Sea, Bay of Bengal, everywhere in the Indian Ocean, there is a poor representation of pteropods during Holocene. Even if you take in the northern part of Arabian Sea, there are places pteropods are there. Here there are two factors, not only the carbon dioxide, one other is the position of ACD. ACD, the position of aragonite compensation depth is shoaled, come to shallow. But during glacial time, it is deepened. So what happened during Holocene onwards, when CO2 increased, because it's a warm period. So ACD also shoaled. As a result, the abundance of pteropods is decreased. So these are some of the SEM image of pteropods. So mainly 15 to 16 species are common in Andaman Sea as well as Bay of Bengal. So since it is SEM image, we do artificial coating. That is why the color looks different. Maybe in the without some ordinary images, it is almost whitish or transparent. So these are the important species of pteropods. Only few species of pteropods are there in the maybe maximum 15 to 20 species. But in the case of plankton foraminifera, there are 40 species. In the case of benthic, there are 4,000 of species. So easy to categorize or study pteropods. If you are doing research in benthic foraminifera, you need to take lot of efforts. There are thousands of species. Coming to plankton foraminifera, only 40 species, maximum 40 species. But pteropods, again few, so it is easy to. That is why we concentrate mainly on pteropods and planktonic foraminifera. As well as pteropods and plankton foraminifera are zooplanktons. They are living in the water column. So water column changes easily we can study from these pteropods and plankton foraminifera. But if you look benthic foraminifera, bottom oxidation condition, bottom productivity, all these things can be established. So some of the example we can use pteropods as a proxy in paleoclimate. So coming to isotope stage, application of oxygen isotopes. So that is the one of the pioneer proxy in oceanography, paleoceanography. By using oxygen isotope, scientists reconstructed the past ice ages. So oxygen isotope, I can say that is the one of the very important proxies in paleoceanography. The simple principle is that oxygen has three isotopes: oxygen 16, oxygen 17, oxygen 18. Oxygen 18O is a heavier isotope. 16 is a lighter isotope. So due to climate change or climatic fractionation, their abundance is different. So for example, if you take during cold time or ice age time, seawater will be rich in 18O because all the lighter isotopes are trapped in the polar region. But again during interglacial or warm period, ice melts, all the lighter isotopes comes to the ocean. So during warm period, if you study the shells of foraminifera with oxygen isotope, you will see lighter isotopes more. So that is the basic idea through which we use oxygen isotope. So oxygen isotope in the seawater is controlled by ice ages or sea level changes, which is also controlled by the changes in the temperature, changes in the salinity. So we can by using oxygen isotope, basically we can reconstruct the ice ages, past ice ages, then sea surface temperature, sea surface salinity, etc. So this is what we already discussed. So during warmth, this is the established values of oxygen isotope in seawater. So almost 0 in the coastal region. When come to tropical ocean, it can go up to -10. Come to polar region, it can go to -20. More lighter isotopes. But in the case of ocean, more heavier isotopes. So foraminifera, they make their shell from the water. So they take the signatures. During glacial time, foraminifera make their shells. During the calcification, they will take more 18O. Because 18O is more in the seawater during glacial time. But during the warm period or interglacial period, there will be more 16O. So what we look, the ratio between 18O and 16O. So if you plot the oxygen isotope record of geological, you can see alternate high and low.
So that is through which that scientists identified different stages in the quaternary. So within the quaternary, last 2.6 million years, there are 104 stages. Alternate cold period, warm period, cold period, warm period. Presently we are in the warm period, Holocene. So that is why, which is the best proxy in paleoceanography, oxygen isotope. So what we did, different species lives in different water depth in the ocean. In the case of plankton or foraminifera, some species live in the mixed layer, some species live in the thermocline. There are benthic foraminifera, they are living in the bottom. So if you take all these different species in a single core, you can actually reconstruct the changes in the temperature from surface to bottom. So for reconstructing the sea surface temperature, we used to take the species like rubber, which is living in the surface of the seawater, mixed layer species. But there are species which living in the thermocline. By analyzing their oxygen isotope, we can construct the thermocline temperature. Then we can also use pteropods for oxygen isotopes, but problem is pteropods are migratory, almost they are migratory. Sometimes mesopelagic pteropods can migrate up to 600 meters. So sometimes they make their shells from shallow depth, within the day itself they migrate. So as a result, we don't get a particular area's signature, we may get a larger area. So that is why pteropods are less used in oxygen isotope study, but planktonic foraminifera are ideal for reconstructing the climate. So this is same single core. We analyzed different species isotopes. So this is benthic one. There are heavier values you can see. So because benthics are living in the bottom. Pteropods also heavier. This is the pteropods isotope value. There is no data for Holocene. As we already discussed, we are not getting much pteropods, enough pteropods during the Holocene. Then all others are planktonic foraminifera of different habitats. The red one is the rubber, which live in the surface. Because as you know, the temperature itself, surface is high, bottom is low. So that itself reflected in this species. Now idea is, when monsoon is stronger, the surface will have more influence. Because water, as a stratification, there will be pronounced influence on the mixed layer. So rubber will have some offset comparing with other species. So that idea we used for reconstructing the monsoon by using oxygen isotope. So this is two species in a single core. The black one represents rubber that living in the surface of the seawater. Red one represents thermocline species that living a little bit deeper. Now you can see a large offset, especially during early Holocene. So that is the time monsoon were stronger. That is why we can see large offset. But there are places we can see, especially during deglacial time, the offset is less. That is because monsoon is weaker. So this type of approach we can use for reconstructing the monsoon by using oxygen isotope. And we can also quantify by oxygen isotope based what is the sea surface temperature. Because every 1 degree Celsius changes in the temperature, this much amount of delta 18 we already established. For example, 0.25 per mil changes take place in one changes in the temperature. So we can estimate what is the temperature during last glacial maximum. Based on that, if you look the difference between Holocene and LGM, there is roughly 4 degrees Celsius difference is there between Holocene or present to last glacial maximum in the case of sea surface temperature. Similarly, if you look salinity, in the case of Bay of Bengal, the relation between delta O18 of seawater is 0.15 per mil. So there is nearly 2 per mil offset is there from present to past. So we can simply estimate that there are 5 to 7 PSU change in the salinity from Holocene to last glacial maximum. So that is the way we can reconstruct. So these are some of the example we can use foraminifera isotopes as a proxy for monsoon. So that's about the presentation. And basically the conclusion is marine sediments are ideal, though there are some limitations. Especially if you use foraminifera, if you take samples from deeper depth, you may not get foraminifera because of CCD, lysocline and CCD. Foraminifera completely dissolved. So you have to take samples from shallow region, then you can reconstruct the climate. Again, depends on the sedimentation rate. If it is an high sedimentation rate, then you can construct the climate for 100 to 50 to 100 years. If it is some majority of northern part of the Bengal, we are having high resolution record, but coming to the southern part, the resolution is poor. But coming to southern parts, the carbonate microfossils are not well preserved. So that is a drawback.
So whatever it is, marine sediments, especially biological proxies and isotopes are ideal proxies for paleo-monsoon reconstruction and paleoclimate reconstruction. So thank you. I would like to thank my students. They are generate the data. I am just presenting, but they are the one actually generating the data. So if you have any doubt on this or any questions, we can discuss. I don't know whether yeah. പാലിയോക്ലൈമറ്റ് റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പലതരം പ്രോക്സി യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ പ്രസന്റ് ചെയ്തത് മറൈൻ സെഡിമെന്റ്സ് വെച്ചിട്ട് എങ്ങനെയാണ് പാലിയോക്ലൈമറ്റ് റീകൺസ്ട്രക്ട് ചെയ്യാന്ന്. Have any clarification? We can have a discussion. I don't know, time is there, I think 5 minutes. I didn't use much data. I just generally I presented. I don't know the audience. So maybe MSc students, they can understand. BSc students, I don't know whether they can follow. Question. So I would also thank once again the Brijesh Shettan and Department of Geology Ponnani, and I also once more wish Aisha teacher a happy retired life and happy, productive and joyful life after the retirement. And thank you. അതിൽ ഇപ്പോൾ സുജിൻ സാർ പറഞ്ഞത് എത്രമാത്രം നിങ്ങളുടെ തലയുടെ ഉള്ളിലേക്ക് പോയി, എത്ര അതിൻ്റെ മേതെ കൂടെ പോയി എന്നുള്ള ശതമാനം എനിക്കറിയില്ല. പക്ഷേ യു ക്യാൻ സി എങ്ങനെയാണ് ഒരു മൈക്രോഫോസിൽ കൊണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളത്. ഇപ്പോൾ നേരത്തെ ശ്രീകുമാർ സാറ് പറഞ്ഞു, ഇന്നലെ ഇപ്പോൾ ആൻഡോ സാറൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ. ചെറിയ ചെറിയ ടൂളുകൾ ഉപയോഗിച്ച് നമ്മൾ എവിടേക്കാണ് എത്തുന്നത്, എന്താണ് ഒരു ജിയോളജിസ്റ്റിൻ്റെ കഴിവ്. അപ്പോൾ സോ പ്രൗഡ് ടു ബി എ ജിയോളജിസ്റ്റ്. വളരെ മൈക്രോഫോസിൽസ് ഉപയോഗിച്ചിട്ടാണ് സാർ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. സോ യു ക്യാൻ തിങ്ക് ഓഫ് ഡൂയിങ് പ്രോജക്ട്സ്, ഡൂയിങ് PhD. Sir is very much available. Okay, so thank you sir for that. And ഇനി നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്നേഹോപഹാരം സീൻ സാറിന് കൊടുക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ആയിഷ ടീച്ചറെ ക്ഷണിക്കുകയാണ്. അത് സ്വീകരിക്കണമെന്ന് സീൻ സാറോട് അഭ്യർത്ഥിക്കുന്നു. Once again, though I am retiring, the most beneficial people are you, the students. You are exposed to such a beneficial talk that you cannot imagine to have the research publications or the research outputs which are done for many years are clearly and beautifully presented here by Sajin, who is not a student of mine, but whom I feel like a very sincere student. Thank you, Sajin.
ഹലോ ഹലോ, കഴിഞ്ഞിട്ടില്ല. ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട ആശ ടീച്ചർ നിങ്ങളോട് പറഞ്ഞിരുന്നു പെൺകുട്ടികൾ എങ്ങനെ പഠിക്കണം, എന്തൊക്കെ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ കോളേജിൻ്റെ അടുത്ത് സീറ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആ പണിക്കേ പോകാതെ ഇരിക്കുന്ന ആളുകളാണല്ലോ. അപ്പോഴാണ് നമ്മുടെ നിഷ ഇവിടെ നിൽക്കുന്നത്. അവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഓഫ് ഷോർ സർവേ ടെക്നിക്സ് ആണ്. അതായത് ഒരു 5-6 മാസം കടലിൽ കപ്പലിൽ പോയി എന്തൊക്കെ ചെയ്യുന്നു ഒരു ജിയോളജിസ്റ്റ് എന്നാണ് പറയാൻ പോകുന്നത്. സോ ക്ലോസ്ലി വാച്ച്. സോ ഐ വെൽക്കം ശ്രീമതി എൻ വി നിഷ ഫോർ ദി പ്രസന്റേഷൻ. ഓവർ ടു യു. താങ്ക് യു സർ. എല്ലാവർക്കും വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എന്തായാലും ഞാൻ നിങ്ങളങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ആദ്യം തന്നെ ഞാൻ ബ്രിജേഷ് സാറിന് നന്ദി പറയുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് സാർ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ആയിഷ ടീച്ചറിൻ്റെ റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു ഫംഗ്ഷൻ ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ടെന്ന്. അപ്പം സജേഷിനാണ് വിളിച്ചത്. സജേഷ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. അപ്പം സജേഷ് പറഞ്ഞു, അയ്യോ എന്ത് ചെയ്യൂടി, ഓഫീസ് ഓർഡർ വന്നു ക്രൂസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, പോവാണ്ടിരിക്കുന്ന എങ്ങനെ, ശരിയല്ലല്ലോ. മീൻസ് അതിന് കാരണമുണ്ട്, ടീച്ചറിൻ്റെ ഫംഗ്ഷന് ഇത്രയും ഗ്രാൻഡായിട്ട് നിങ്ങൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഞങ്ങൾ വന്നില്ലെങ്കിൽ അത് ഭയങ്കര നന്ദി കടാവും. കാരണം GSIൻ്റെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അത് സ്റ്റുഡൻറ് റിലേറ്റഡ്, അക്കാദമിക് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതിൽ ആദ്യം ഞങ്ങൾക്ക് ആ പ്രോഗ്രാം വേണമെന്ന് പറഞ്ഞ് ചാടി വീഴുന്ന കക്ഷി ആയിഷ ടീച്ചറാണ്. ഇവിടെ എന്ത് പ്രോഗ്രാം സ്റ്റുഡൻസിന് ബെനിഫിഷ്യലായിട്ട് വരുന്നുണ്ടെങ്കിലും അത് GSI ഇവിടെ അവതരിപ്പിക്കാറുണ്ട്. അപ്പം ആദ്യം തന്നെ ഞാൻ ആയിഷ ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഒരു ഹാപ്പി ആൻഡ് റോക്കിംഗ് റിട്ടയർമെൻറ്റ് ലൈഫ്. ബിക്കോസ് ഇനിയാണ് ടീച്ചർക്ക് സമയമുള്ളത് എന്തും ഇഷ്ടപ്പെട്ടത് എന്തും ചെയ്യാനുള്ളത്. ഇതുവരെ എന്നും കോളേജിൽ വരണം, കുട്ടികളെ പഠിപ്പിക്കണം, പ്രിപ്പറേഷൻ ഉണ്ട്. ഇനി അതല്ല, ടീച്ചർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടം പോലെ സമയമാണ്. അപ്പോൾ അതൊരു നല്ല ജോയ്ഫുൾ ടൈം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ സജേഷിൻ്റെ പേരിൽ ഒരു സ്പെഷ്യൽ ആശംസകൾ അർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതും കൂടി ഞാനിപ്പോൾ ചെയ്യുന്നു. ഓക്കെ, എനിവേ ഇപ്പോൾ സിജിൻ സാറ് പറഞ്ഞ പോലെ he actually scared you, showing the hanging photos and all, talking about climate change, and we felt that we are going to die. So I'm not making you scare. I'm just introducing you something new. Maybe I think it is new because I am showing you some job opportunities in the field of geology, not the hard rock geology. If you are not interested in the hard rock and microfossil, like Sijin sir told, he is very much interested in that. Okay, if you everybody cannot do that. Even I'm not getting what he is telling, that many scientific names of small organisms. Some people are quite interested in that, many cannot. So if you are very good in software, and if you have a good background of geology, and if you are not interested to do the hard rock, here you go. I'll show you some survey techniques of offshore. Okay, why do we do this? Why do the ocean floor is so important? You just go through this. The knowledge of bathymetry. Have you ever heard about this term, bathymetry? Okay, that is mapping of ocean floor. Why to map? We have to know the structure. Structure means geomorphology of ocean floor. Then only we can study further. We have to know whether it is a flat terrain or a rugged terrain. What is there? To know that, we have to do the bathymetric survey. It will help us for many things. We are doing navigation and all. Ships are moving all around the world. So we have to have a control over the sea bottom, how it is. For that we have to do this bathymetric survey. Then what else? For understanding the ocean circulation, tides and the biological hotspots. To know all these things. Apart from that, it also provides key inputs for forecasting tsunamis. Okay, though we are not that threat under tsunami, but we experienced once. So we have to give prior intimation to the people. For that, we need to know the ocean bottom, how the bathymetry we have to know. And the exploration for oil, gas, building offshore wind turbines,
advanced technology. We have to construct offshore. We have to know what is there. Then like a fishing resource and for laying cables and all, we need to know the bathymetry. So this is what a 3D map of our globe, right? How we generated this? It is an elevation map, right? You can identify some part is elevated, some part is lower, right? How we generated this? Because we mapped the area, right? On land we mapped based on from where we should have a base. From mean sea level, this place is this much elevated, this place is this much lower. Like that we generated this. So we have a control over land part, but we do not have any control over oceanic part. So we are talking about many ridges and many other geologic landforms in the sea bottom. But how far we know actual size, dimension of all those things. So we have many larger structures. So many faults are there. So actually 15% of the oceanic floor only we have mapped so far. How we will map? Any idea? I cannot go directly into the sea bottom and map there, right? So I have to go after some technology, advanced technology. That is what I am going to show you now. So I'm just briefing about, I'll be showing a few instruments only, how we are using the technology for survival. So you just imagine this is a survey vessel. Okay. Suppose this is a survey vessel. Almost all our sensor instruments are deploying the water. So this part is called gondola. In that we have mounted some instruments. So many of our instruments have a vector, which is we are putting into the water, and from that you will be getting that data to a table, and you will be having some dry end. There is this software part. There you can do many things if you are interested in software data processing and all. And if you have some idea about geology, and if you are very good in software, you can do wonders. You will be the most expensive person, most demand person. I'm just showing an example. Suppose you are given a survey area. Okay, offshore. So this area, you just imagine. How we are planning a survey? We'll be systematically mapping. So regular line interval we'll be planning before going to our tour. So along that line we'll be running the vessel, and along that movement we'll be collecting many sensor survey data. So after survey I may be getting lines like this, because before planning I am not knowing about the difficulties in the ocean. But after reaching there I may be realizing that there are too many fishing nets. Some are 10 kilometers wide, long and all. So you may have to change your trackers. So deviating from the line and ultimately getting something like this. So with this line, am I audible to you? Okay, anyway, something like this we will be getting. So you may not be getting the actual line. So you have to interpolate your data. So I'll be introducing you in the first stage a Deepwater multi-beam echo sounder. How it will be helping you. This is one of the most important instrument that we are using to get the topography of the area. Okay, this we will be utilizing for that. This will give you a high resolution 3D surface map. This data simply will not be giving you 3D image, but we have to process through some advanced softwares. So this is the multi-beam echo sounder unit kept under the vessel. Under the vessel we are keeping this. So it will be sending some waves, echo sounder, sound waves will be giving. So your vessel will be running on the surface of the water like this. So you just imagine my run line was, I have drawn a run line like this. All around the run line I am getting a set of an array of data. So I'll be getting continuously an array of data. Depth data I am getting there. So spot data in an array, in a set I am getting. So that data I have to process, and behind you are seeing is the processing data. So
bottom, how it is undulated. That we'll be getting, so ultimately we'll be generating a map. You just see in an area, from the top of the water I cannot see this, but after generating the, processing the data, I'll be getting the topography like this. This color normally we are using red color to show the shallow part, and you will be representing deeper part. That you can change. It is up to you. Normally we are following this pattern for our convenience. In GSI we are following this pattern. This is another area. Actually, in the beginning I have shown one survey area. No? In that we have got a plateau like this. This is a survey. Then after that, here it is, your shelf rate is coming here. Then you are getting a deeper portion. So something like this you are getting, right? I'll show you what it is. Some structural control. Could you feel that? Something sudden fall is there, right? I'll show you what it is in the next survey. Okay, some in US somebody did this bathymetric survey in the port area, so that they will be having in every year or regular interval, if you are doing any small changes over here, you can delineate. So it will be helping you a lot. Okay, this is a map of India and the Deepwater. Can you imagine our sediments from Ganga River? It is actually crossing our equator. Up to that it is crossing, and a network of river I cannot tell, network of channels are also present there. That we cannot see from here, but to see that we have to rely upon some advanced instruments. So this you can see, regenerate with the help of multi-beam data. Can you see some channels over here? I could see it in lab. The screen is large. The network of river channel is there. It is actually part of that Ganges system. Can you see this? Yeah. This is ABC1 MR. This is actually abandoned channel. Like on land, this geomorphic features or channel stream related features are available in offshore also. These are also oxbow kind of structure. That one also present over there. And in the bottommost figure, you can see channel migration is there, channel abolition is there. Everything is there. To delineate this also, you need to map the area. So almost all geomorphic feature related with the streams and then its network, we are getting in the offshore also. So from the multi-beam data, you can get the profile of that, so that you can see where the shelf break is. And its angle also you can measure. Valleys are there, continental slopes are there. Everything you will be getting. The next one is a single beam echo sounder. In the first one, multi-beam echo sounder, a set of data along a line you are getting. Here only one depth data will be getting. This will be helping for processing some other data that I will be tell you later. Another one is multi-channel seismic system. This is to know the regional scale structure, subsea. What to say? That crustal level structures will be there. Major faults and all. To delineate that, it will be helping a lot. So for this, what we are using is, we will be having a set of guns, air guns it is. In the first case, multi-beam, you are sending a sound wave. Here you are blasting air. Air will be trapped in this under high pressure. This is actually a floater. This air gun to be float on the sea floor, not sea floor, sea surface. To that only that the floaters are using. So with that air gun, you will be blasting, and that sound will be penetrating into the sea surface, and it will go deep below. So every different lithology will be getting different this one, reflectors. So after processing, you will be getting a picture of subsea structures. What is helping you is actually that your air guns will be here. Here the blasting will be done, and a set of hydrophones will be there.
when the vessel is moving, air gun is blasting, and all the hydrophones will be recording the reflectors. So we'll be getting a good data over there, structural data over there. So this is what the hydrophones with the streamers, it is rolled. Another one is synthetic aperture sonar. The first two are you are getting not a real picture, but here you will be getting a real picture. How it will be helping is image, not the color image you will be getting, backscatter image only you will be getting, but anyway you can see what is there. This will help us to trace some that wrecked ship, or very minute thing you can identify in this. See like this. So the scale is 100 meters, some all shipwreck. If you want to find it in search of crashed aircraft and all, you can use this one. But you cannot go for a larger area. Multi-beam survey and all, you can go for a bigger area, 20,000, 30,000 area and all. But here it is a small area. You have to demarcate the area first and you go there. Because you have to have a run line. So along the run line, if you are seeing this switch now, some line, one run line, second run line, all like that is going, and finally you are mosaicing the images. The marine gravimeter. This one also will be helping you. Gravity data is used in exploration of oil and gas. Quite good, na? So if you are interested in this kind of thing, you can directly go for this. And structural studies, investigation of subsurface geology, estimation of thickness of sediments in a basin. In this, actually, gravity anomaly we are going for. So suppose you are having a big structural feature like Himalaya. If you are going and doing some gravity survey over there, you will not be getting the actual Earth's gravity, because Himalaya will be pulling, or it will be adding something in your data. So that structural features, if it is there somewhere, it will be giving an anomalous value. That value you are going to search in this. So you will be getting something like this. Your output will, after the survey, you will be getting like this. Color variation is there, no? Just imagine, rewind. One of the image I have shown, one terrace was there, then sudden fall in that, then it was a flat terrain, right? The same area, gravity data is this. So you are getting something reddish shade over here, something is there, right? Bluish, some deeper thing is there, then again greenish. So we can just click here all the values. Blue is representing the largest value or the minimal value. So some gravity anomaly is there along that line. So actually that anomaly is representing a major structure in the offshore area. That is Vishnu fracture zone is there. Okay, off Kerala coast. It is almost a 1,300 kilometer long structure in the Indian Ocean. So part of that is falling in this area. So that we can easily delineate from this gravity data. Similarly, magnetometer also same thing is doing. We are searching for anomaly, anomalous value. For any anomalous value, there is something different. So maybe an ore body or something structural difference or a lithology variation. That thing will be identifying. So this is the image of magnetometer. This is what we are putting into the water to get the data. So while deploying also, we have to make sure that it is away from the ship, because ship is a metallic object, it will affect the data. So always we have to keep it away from the ship. Do not keep very near to the ship. Okay, so this one also will be helping us to get some data. So here also magnetic value is something different along the plateau area, and that is because one is crust, continental part of continental crust. Since I know the area, I can say the reddish area is actually part of the continental crust. This one is oceanic crust. That variation we can demarcate. And another important, very interesting thing is subbottom profiler. What you are getting is, it will not penetrate very deep. Kilometers it cannot penetrate. But seismic data, magnetic and gravity will be giving you deeper, very kilometers deeper data it will be getting. But here you will be getting few meter data only. But it will be helping you for exploration purpose.
and demarcating different litho units. So you are getting something very strong reflector over here. This is the seafloor. Then you are getting something light in color, and then angularity you are getting something. So all these are representing different litho units. How it will help us? Let us show you. This is part of one of our survey area where we were getting one reflector like this. And this is the topmost one. So some basinal kind of thing is there. What we did is we have collected one core sample, vertical core sample from the same area, and we have crossed it. So we are getting same lithology from here to here. That is the cross verification. All these instruments are giving an indirect clue to what is lying down below. But we have to validate it with the reality. Reality means we have to collect the sample, then cross it with it. So like this we are doing. So importance of geologist in the field of offshore survey, here it is. So you can only tell whether it is same or not. So like this we are doing. So in the same basin, some migrating kind of thing is there. So it was actually migrating ripple. A person who doesn't have a background of geology cannot tell anything. He'll be telling something, some rugged surface is there. Okay, fine. But you can clearly tell it is a ripple, migrating ripple based on its structure. In the first profile I have shown you, from the multi-beam data I have created one profile. In the same area, along the same line we have done the bottom profiling. See how we are getting. Some basin is there. Not visible here, right? Here one small basin is there. It was filled with some other material. So we were targeting that material. Okay, we were in project was mounted for search of lime mud. Lime mud is important for cement industry and all. So we were in search of that. So we wanted to know how much is the extension of the basin. In search of that, we went for multi-beam survey, and we understood how the bathymetry is. Then we went for subbottom profiling. Then we understood the basin is lying like this. So we have to target. Next stage we have to target the basin only. So like this, palliate channels we can demarcate, buried root channels. So subbottom profiling will help you for delineating like this. So users, I already told you, these are some of the uses of applications of subbottom profiling. Next is side scan sonar. Like SAS, already I told you, the image we are getting. Here also we will be getting the image, but in the middle portion, one gap will be there. So its use is to find specific targets in a large body of water like shipwreck, air crashes, etc. Study of seabed morphology, submarine landslide, site selection, all these imaging things you cannot do in a large area, but you have to do in a small area, selected area only. First you have to identify the target area and reduce the area, narrow down the area with the other survey techniques, then you go for this imaging thing. This is the output of SAS. And another important and very interesting thing, recently we have got it in GSI, that is the underwater videography. Without videography you cannot tell what is actually, how it is lying down there, right? So this is the instrument. It is having two arms to collect the sample, and this is actually manipulated. You can remove this, and drilling unit also be mounted in there. So it will be deploying, entire unit will be deploying in the water, and this is the case of our unit. It can come down and it can move around in that particular location. Only thing is that vessel should be in a stable position. In the multi-beam survey, gravity survey, magnetic survey, and seismic survey, vessel will be moving in a steady speed. But here you have to stop the vessel and deploy the instrument and search around. In that small radius, you can search for the things. This is one of the things we have seen in the Coilon Plateau. Hard rock is exposed in some of the areas. That is the universe of rock
getting core sample also from there. This is another area. It is from Andaman Sea. Actually, you are seeing one light source over here. It was a structural thing. One displacement was there. So along this displacement, something has happened, and the other side of this, we are getting hydrothermal mineralization along this. So I'll be showing one ROV video. I think I'm not too late. You're seeing the National Geographic and Discovery Channel. No, beautiful sea. It is not actually that beautiful. It is very dry. If you see here, they are targeting the coralline area and all. You'll be getting lot of fishes and all. This is how ocean bottom is actually looking like. These are hydrothermal deposits, FCMN deposits in the Andaman Sea. You cannot see even a fish over there. Some dark colored, very blackish and reddish colored fish only. Rarely it will come to you. So this is how oceanic bottom is looking like normally. This is almost 1,500 meter water depth. Not that colorful, right? So we can see this. See, this thing is structurally controlled one, and either side of that you are getting. So almost organisms are like this color. Even fish also, either in black color or in reddish tone. So it is, you are seeing it in illuminated light, okay. Otherwise it is totally dark. So this is what. See that displacement you can clearly see over here. So when it is a video, you can definitely imagine what are the useful things with this. Next is CTD. Actually, I am showing this. This you cannot go for a specialization. Okay, see for CTD, this is just collecting the water sample, and you will be getting conductivity, temperature, and depth data. We will be deploying one sensor with this SBC. So when you are deploying, it will be continuously collecting all this three data, and ultimately you will be getting all those details. And along with, we can collect water samples also at defined water depth. Whatever you wish to have the data of water sample, that we can collect. So the ultimate product will be like this. This data you can use for some other purpose. It is actually a comprehension. Multi-beam data alone give you much details, but along with multi-beam data, seismic data, and gravity, magnetic, CTD data, everything, sub-bottom profiler, everything is there. You will be having a very good control over that geology of that area. Another is heat flow measurement. Heat flow measurement, mainly we are checking in the sediment only. If any hydrothermal activity is there, definitely the sediment also will be getting heated up. So that heat we can measure with this, so that we can understand whether any activity is going on there in that particular area. Next is seabed sampling. All these are sensor surveys only. So along with that, we have to incorporate geology. Geology means offshore geology. Sample collection is one is surface sample. If you are interested, go for grab sample. And if you are interested in core sample, many devices are there. This is piston core. In GSI 30 meter core, up to 30 meter, you can collect core samples from this. This is a huge data. Sijin sir was telling, he was studying with the 5 meter, 6 meter depth data. Here we are getting, and he was telling about millions of years history. And you imagine deep sea data with a 30 meter core, how much data it is recorded over there. And dredge data in a vast area. If you wanted to know this
rough surface sediment details, you can go for this. What another one is box corer and the spade corer after dismantling. This one specifically going for this micropaleontology study and climatic study if you are interested. If you want undisturbed sample, then you go for this, because that box you can open after collecting the data, retrieving the corer, you can get the sediment sample undisturbed condition itself. So based on your requirement, you can go for different sampling devices. That much. Thank you. I think at least some of you can get expertise in some of these instruments if you are not really interested in going to the field like field geologist. If you are interested in software or processing data, something like this, many companies are there. Few Grow Horizon kind of companies are there. You can go for there. You'll be the expensive person, I can tell you, that running the ROV vehicle, you will be charged heavily. Okay, but for that you have to learn how the instrument to be operated. That much only. Thank you so much. And once again, I should appreciate the colleagues of Aisha teacher. Okay, many persons are getting retired and normal function they are arranging. But this is a week-long function or what? You are really grateful. That much only. Blessed with a good colleagues. And apart from that, it is her capacity. Bringing all your colleagues together throughout this year, it is a great task, because different people are there, different thoughts, different capacity. You brought everybody in a single platform in the same level. So great. I appreciate you, ma'am. Thank you so much. നമ്മൾ സമയമില്ലാതെ ഓടുകയാണെന്ന് പേടിച്ചിട്ടാണ് നിഷ മാം ഇത്ര സ്പീഡിൽ തീർത്തത് ഞങ്ങൾക്കറിയാം. എന്തായാലും നമ്മുടെ ഈ ഫോർനൂൺ സെഷൻ നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു പ്രസൻറ്റേഷൻ കൂടിയുണ്ട്. അതിനു മുമ്പായി നമ്മുടെ ഒരു ചെറിയ സ്നേഹോപഹാരം ശ്രീമതി എൻ വി നിഷയ്ക്ക് നൽകുന്നതിനായി പ്രിയപ്പെട്ട ആയിഷ ടീച്ചറെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ അത് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീമതി നിഷയെയും ക്ഷണിക്കുക. Throughout these days, actually I was quarreling with my colleagues, especially my former students, for making such an arrangement for 3 days program. That is in the last days of March, where the portions have to be finished. I was totally worried. Now I have to thank them. I feel like I am the most blessed teacher for having all these people in a platform who are coming for me, my colleagues, my teachers, my students, and the other people who are very close to my heart, like Nisha, Sajesh, Sijin, who are very close to me. And I have no words to thank them, my colleagues and my the alumni association, including me, GEMS. Thank you.
പ്രിയപ്പെട്ടവർ, നമ്മുടെ ഫോർനൂൺ സെഷൻ്റെ ലാസ്റ്റ് പ്രസൻറ്റേഷനാണ്. നമ്മുടെ പ്രിയപ്പെട്ട സൈനബ എൻകിയാണ്, നമ്മുടെ തന്നെ കുട്ടിയാണ്. ഇവിടെ തന്നെ പഠിച്ച സൈനബ ഇപ്പോൾ GSI കൊച്ചിയിൽ ജിയോളജിസ്റ്റാണ്. സൈനബയെ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അടുത്ത ആഫ്റ്റർനൂൺ സെഷനിൽ നമ്മുടെ എക്സ്പേർട്സ് ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ രാജേഷ് വിജയ് സാറുണ്ട്, സാബു ജോസഫ് സാറുണ്ട് ക്യാമ്പസിൽ. അവരിപ്പോൾ അങ്ങോട്ട് എത്തും. രാജേഷ് സാറോട് ഫ്രണ്ടിലേക്ക് വരണം എന്ന് റിക്വസ്റ്റ് ചെയ്യണം. നമ്മുടെ ഈ സെഷൻ്റെ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട സൈനബോട് അഭ്യർത്ഥിക്കും. വെരി ഗുഡ് ആഫ്റ്റർനൂൺ ടു വൺ ആൻഡ് ഓൾ. എനിക്കിവിടെ നിൽക്കുമ്പം ശരിക്കും എനിക്കുള്ളൊരു ഫീൽ എന്ന് പറഞ്ഞാൽ തറവാട്ടിൽ വന്ന പോലെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ വരാറുണ്ട്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, ആയിഷ ടീച്ചർ, GK സാറ്, പിന്നെ ഞങ്ങൾ കൊളീഗ്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ എൻ്റെ സീനിയേഴ്സ്, അതുപോലെ തന്നെ എൻ്റെ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ ദിവസം ഇവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റുഡൻറ്റ് എന്ന് വന്ന് നിൽക്കുമ്പം ശരിക്കും സന്തോഷം തോന്നുന്നുണ്ട്. നല്ലൊരു സന്തോഷമുണ്ട്. കാരണം ആയിഷ ടീച്ചറുടെ ഈ ഒരു പരിപാടിയും ഇതൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ജെംസ് എല്ലാവരും കൂടെ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ നിൽക്കുമ്പോൾ നിങ്ങളെല്ലാവരെയും കാണുമ്പോഴും വലിയ സന്തോഷമുണ്ട്. അപ്പോൾ GeoART എന്ന നാഷണൽ സെമിനാറിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് ഐ എം ഷെയറിങ് ഫ്യൂ ഐഡിയാസ് ഹൗ വി ക്യാൻ ഡു ദ ജിയോളജിക്കൽ സ്റ്റഡീസ്. നിങ്ങളെല്ലാവരും ഇപ്പം ഒരു പ്രൗഡ് മൊമെൻറ്റിൽ ഇരിക്കുകയാണ് എനിക്ക് തോന്നുന്നു. കാരണം രാവിലെ ശ്രീകുമാർ സാർ പറഞ്ഞു, ആസ് എ ജിയോളജിസ്റ്റ് ഇൻ ദ സൊസൈറ്റി ഹൗ വി ക്യാൻ ഡു ദ തിങ്സ്, ഹൗ വി ക്യാൻ ടേക്ക് അപ്പ് ദ തിങ്സ് ആസ് എ ജിയോളജിസ്റ്റ്. അപ്പോൾ സൊസൈറ്റൽ റെലവൻസ് എങ്ങനെയൊക്കെയാണ്, വാട്ട് ഈസ് എ റോൾ ഓഫ് ജിയോളജിസ്റ്റ് അത് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലായി കാണും. ഇനി ഞങ്ങൾ പഠിച്ചിട്ട് എന്ത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും സമൂഹത്തിന് വേണ്ടിയിട്ട് എന്നുള്ള ഒരു ഐഡിയ ആയി കാണും. അതുപോലെ തന്നെ സിജിൻ സാർ പറഞ്ഞു പാലിയോ ക്ലൈമറ്റോളജി, പാലിയോ ക്ലൈമാറ്റിക് റീകൺസ്ട്രക്ഷൻ. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത നമ്മളെ മൈക്രോഫോസിൽസ് കൊണ്ട് എവിടെ എത്തുന്നത് എന്നുള്ളത് വരെ കാണിച്ചു വന്നു സിജിൻ സാറ്. അതുപോലെ നിഷ മാം ഓഫ്ഷോർ സർവേ ടെക്നിക്സ്, ഹൗ വി ക്യാൻ ഡു, ഹൗ വി ആർ ഡിപ്ലോയിങ് ദ സർവേ എക്യുപ്മെന്റ്സ്. ഷി ഹാസ് ഷോൺ ഓൾറെഡി ഓൾമോസ്റ്റ് ഓൾ ദ എക്യുപ്മെന്റ്സ്, സർവേ എക്യുപ്മെന്റ്സ് ഓൺ ബോർഡ് RV Samudratnagar, that is GSI owned state of art vessel. So I am sharing a few ideas on the coastal geomorphology and coastal erosion. Because India, our country has a vast long coastline, around 7,516 kilometer long coastline, and around the world 1.16 million kilometers. So this project I have done in Kasaragod, Uppala estuary. So just the title is telling that seasonal and morphological changes of Uppala estuary and its adjacent beaches. Here ബീച്ച് മോർഫോളജി നിങ്ങളുടെ മനസ്സിലൊക്കെ വരുന്നുണ്ടാവും. എന്തൊക്കെ ഇന്നലെ ലിൻഡോ സാറും പറഞ്ഞു, പിന്നെ മറ്റേ രാജേഷ് സാറ് പറഞ്ഞിരുന്നു ബീച്ച് മോർഫോളജി എവിടെയാണ് സ്റ്റേബിൾ ബേം, ആക്റ്റീവ് ബേം, ഫോർഷോർ. നമ്മൾ ബീച്ചിൽ പോയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ബേമിലാണ് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം കാണുന്നുണ്ട് ബാക്ക് ഷോർ, സ്റ്റേബിൾ ബേം, ആക്റ്റീവ് ബേം, ഫോർഷോർ. ജസ്റ്റ് ഒരു ഐഡിയ മനസ്സിൽ വരാൻ വേണ്ടിയിട്ടാണ് ആ ഫോട്ടോ ഇട്ടത്. അത് ഉപ്പള എസ്റ്ററിയുടെ അവിടെ നിന്ന് എടുത്ത ഫോട്ടോ തന്നെയാണ്. ജസ്റ്റ് കോസ്റ്റൽ ലാൻഡ് ഫോംസ്, ദ ടെർമിനോളജീസ്. How if we are starting from long tide break line, then breakers, low tide shoreline. നമ്മൾ മെയിൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു ബീച്ചിനെ, അതിൽ കോസ്റ്റ് ഉണ്ട്, പിന്നെ ബീച്ചിനെ ഡിവൈഡ് ചെയ്യുന്നു ഷോർ, നിയർ ഷോർ, ഓഫ് ഷോർ, ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് കോസ്റ്റൽ പ്രോസസ് ഒക്കെ നടക്കുന്ന ഏരിയകളാണ് ഇത്. ഇതിൽ ഫോർ ഷോർ വരുന്നത് ഈ ലോ ടൈഡ് ഷോർ ലൈൻ്റെ ഹൈ ടൈഡ് ലൈൻ്റെ ഇടയിലായിട്ടാണ് ഫോർ ഷോർ ഏരിയ വരുന്നത്. വെരി ഡൈനാമിക് ഏരിയ ആണ് ഇത് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ പിക്ചർ കൂടുതൽ ഐഡിയ തരുമെന്ന് വിചാരിക്കണു. നിങ്ങളെല്ലാം പഠിച്ചിട്ടുള്ള BSc-കാർക്കും പഠിച്ചിട്ടുള്ളൊരു ഇതാണത്. അടുത്തത് കോസ്റ്റൽ ഇറോഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് പറയണത്. അത് കറണ്ട് ആക്ഷൻ വഴി ആവാം, സീ ലെവൽ റൈസ് കൊണ്ടാവാം, സെഡിമെന്റ് എഫിഷ്യൻസി, ഇതെല്ലാം എന്തായിരിക്കാം കോസ്റ്റൽ ഇറോഷനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്.
ഓരോ ഘടകങ്ങളായിട്ട് നമുക്ക് പറയാം. അതിൽ സെഡിമെന്റ് ഡെഫിഷ്യൻസി വരുന്നത് പറഞ്ഞു, സാൻഡ് മൈനിങ്, ഡ്യൂൺ ഗ്രേഡിംഗ്, സാൻഡ് ഇംബൗണ്ടിങ്, വാട്ടർ ക്വാളിറ്റി ഡിഗ്രഡേഷൻ എല്ലാം ഈ സെഡിമെന്റ് ഡെഫിഷ്യൻസി കൊണ്ട് സംഭവിക്കും. പിന്നെ ഹാർബർ ആൻഡ് ദാറ്റ് ഈസ് ആന്ത്രോപോജനിക് ആക്ടിവിറ്റി, ഹാർബർ ആൻഡ് നാവിഗേഷണൽ ചാനൽ കൺസ്ട്രക്ഷൻ, ഇതൊക്കെയാണ് കോസ്റ്റൽ ഇറോഷനെ ബാധിക്കുന്ന കാര്യങ്ങൾ. അടുത്ത് നമ്മൾ സ്റ്റഡി ഏരിയനെ കുറിച്ച് പറയാം. ഇത് ഉപ്പള എസ്റ്റുറി കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലാണ്. ഇവിടെ 2 റിവർ, ഉപ്പള റിവർ ആൻഡ് മഞ്ചേശ്വർ റിവർ, ദ സ്മോളസ്റ്റ് റിവർ ഇൻ കേരള, അതും കൂടെ ഇവിടെ വരുന്നുണ്ട്. ഇതില് സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ് നമുക്ക് കൂടുതലും സെഡിമെന്റ്സ് റിവറിലൂടെ സെഡിമെന്റ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. മോർ ദാൻ 75% ഓഫ് ദ പെർസെൻറ്റേജ് ഡ്യൂ ടു സൗത്ത് വെസ്റ്റ് മൺസൂൺ ആക്ഷൻ. ഇത് ബീച്ച് പ്രൊഫൈലിംഗ്. അപ്പം ഈ സീസണൽ ആൻഡ് മോർഫോളജിക്കൽ ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റ കളക്ഷൻ ചെയ്യണം. ഡാറ്റ കളക്ഷൻ ചെയ്യുമ്പോൾ ബീച്ചിന്റെ മോർഫോളജി അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബീച്ച് പ്രൊഫൈലിംഗ് ആണ്. മോർഫോളജി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബീച്ച് പ്രൊഫൈലിംഗ് ചെയ്യാം. ബീച്ച് പ്രൊഫൈലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ സർവേ എക്യുപ്മെന്റ്സ്, ട്രൈപോഡ് യൂസ് ചെയ്യും. പിന്നെ ടോട്ടൽ സ്റ്റേഷൻ ഇവിടെ കാണാം, ഇത് ടോട്ടൽ സ്റ്റേഷൻ ആണ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഗ്രൗണ്ട് ലെവൽ എടുത്തതിന് ശേഷം, ലെവൽ ചെയ്തതിന് ശേഷം ടോട്ടൽ സ്റ്റേഷനിലൂടെ നമ്മൾ റോഡിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, റോഡ് സർവേ, റോഡ് കൺസ്ട്രക്ഷൻ ഒക്കെ ഇത് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ പോൾ വെച്ചിട്ട് ലെവലിംഗ് റെക്കോർഡ് ചെയ്തിട്ടാണ് ബീച്ചിന്റെ മോർഫോളജി നമ്മൾ എടുക്കുന്നത്. ഈ രീതിയിൽ നമ്മൾ ഈ ഉപ്പള എസ്റ്റുറിയിൽ 4 ബീച്ച് പ്രൊഫൈൽസ് എടുത്തു, L1, L2, L3 ആൻഡ് L4. പിന്നെ റിവർ അക്രോസ് റിവർ പ്രൊഫൈൽ R1, R2, R3, R4, R5 ഇങ്ങനെ ഉള്ള സ്ഥലങ്ങൾ നമ്മൾ പ്രൊഫൈൽ എടുത്തു. ആ പ്രൊഫൈലില് വേരിയേഷൻസ്, സീസണൽ വേരിയേഷൻസ് കാണുന്നുണ്ടോ അറിയില്ല. മാർച്ച് നവംബറിൽ, മെയ്, നവംബർ ആൻഡ് മാർച്ച്, മെയ് 2015, നവംബർ 15 ആൻഡ് മാർച്ച് 16, ഈ 3 സമയങ്ങളിലാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തത്. ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ? ലൈറ്റ് ഓഫ് ചെയ്യാണ് കുറച്ച്. ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ടാണ് തോന്നുന്നു. അപ്പം ഈ രീതിയിലാണ് നമ്മൾ പ്രൊഫൈലിംഗ് എടുത്തത്. അപ്പം ഇതിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ഓരോ സീസണിലും ഒരു കളർ കൊടുത്തിട്ടുണ്ട്. അതിൽ ബ്ലൂ മെയിൽ കൊടുത്തിട്ടുണ്ട്, റെഡ് നവംബറിൽ, ഗ്രീൻ മാർച്ചിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ ആ മോർഫോളജി, ബീച്ച് ഫേസ് ഇപ്പോൾ പറഞ്ഞു നമ്മൾ ഇവിടെയൊക്കെ സെഡിമെന്റിന്റെ ഇത് കാണുന്നുണ്ട്, കുറഞ്ഞത് ലെവൽ മാറിയിട്ടുണ്ട് അല്ലെ. മോർഫോളജിയിൽ ആ ലൈനിൽ ബീച്ച് പ്രൊഫൈലാണ് കാണിച്ചിരിക്കുന്നത്. 3 സീസണിലുള്ള ബീച്ച് പ്രൊഫൈലുകളാണ് കാണിച്ചിരിക്കുന്നത്. ആ 3 ബീച്ച് പ്രൊഫൈലുകളിലും എങ്ങനെയാണ് മോർഫോളജിക്കൽ വേരിയേഷൻ. വിശക്കുന്നുണ്ടോ? ഉണ്ട്, വിശക്കുന്നുണ്ട്. കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ടോ? ഇല്ല. സമയം ഇല്ലാത്തോണ്ടാണ് ഞാൻ ഈ സമയത്ത് കയറിയത്. എന്തായാലും സഹിച്ചേ പറ്റൂ. അപ്പം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. MSc ഡെസർട്ടേഷൻ ആയിട്ടോ അങ്ങനെയൊക്കെ ഒരു എടുക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ രീതിയിൽ നമ്മൾ സീസണലായിട്ട് പ്രീ മൺസൂൺ, മൺസൂൺ, പോസ്റ്റ് മൺസൂൺ ഈ 3 സീസണിലായിട്ടാണ് നമ്മൾ ഡാറ്റ കളക്ഷൻ ചെയ്യുന്നത്. അങ്ങനെ ഡാറ്റ കളക്ഷൻ ചെയ്തിട്ട് ബീച്ചിന്റെ പ്രൊഫൈൽസ് നമ്മൾ എടുത്തു. അതുപോലെ തന്നെ റിവറിന്റെ പ്രൊഫൈൽസ് എടുത്തു അക്രോസ് ദ റിവർ. അപ്പം റിവറിന്റെ മോർഫോളജി വേരിയേഷൻസിലും വരുന്നുണ്ട്. ഇവിടെ സെഡിമെന്റ് ലോസ് കാണാം നിങ്ങൾക്ക്. അത് അവിടെ ഗ്യാപ്പ് വരുന്നുണ്ട്. ഇവിടെ ഒന്നും അധികം വലിയ വ്യത്യാസമില്ല, പക്ഷെ ഇവിടെ നമുക്ക് കുറച്ച് താഴ്ന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രൈഡഡ് ബാർ, ഈ റിവറിൽ വരുന്ന ബ്രൈഡഡ് ബാർസ് കണ്ടിട്ടില്ലേ? അതേതാന്നുള്ളത് പറയാം. ഇതാണ് ഈ ബ്രൈഡഡ് ബാർസ് പറയുന്നത്. ഇതാണ് റിവറിൽ വരുന്ന ബ്രൈഡഡ് ബാർസ്. അപ്പോൾ ആ ചാനലിൽ കാണുന്ന അതിന്റെ മോർഫോളജിയും അണ്ടുലേഷൻസും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. അപ്പോൾ എല്ലാം R1 വാട്ട് ഹാപ്പൻ ഇറോഷൻ, R2ലും നമുക്ക് ഇറോഷനാണ് കിട്ടിയിരിക്കുന്നത്, R3ലും ഇറോഷൻ. പക്ഷെ R4, R5ൽ നൈദർ ഇറോഷൻ നോർ അക്രീഷൻ രണ്ടും സംഭവിച്ചിട്ടില്ല. R4ലും R5ലും ഒരു ചേഞ്ചസും സംഭവിച്ചിട്ടില്ല. അങ്ങനെയാണ് നമ്മളുടെ 3 സീസണിലും നമ്മൾ
പ്രൊഫൈലിംഗ് എടുത്തപ്പോൾ നമുക്ക് കിട്ടിയിരുന്ന മോഡിഫിക്കേഷൻസ്. എങ്ങനെയാണ് അപ്പോൾ ബാത്തിമെട്രിക് സർവേനെ കുറിച്ച് മാഡം പറഞ്ഞിരുന്നു, നിഷ മാം പറഞ്ഞു സോണാർ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് സിംഗിൾ ബീം ബാത്തിമെട്രിക് എക്യുപ്മെന്റ് ആണ്. അപ്പം ഇതൊരു ബോട്ടിൽ, ജസ്റ്റ് ഫിഷിംഗ് ബോട്ടാണ്. ഫിഷിംഗ് ബോട്ടിൽ മോട്ടോറൈസ്ഡ് ഫിഷിംഗ് ബോട്ടാണ്, മെക്കനൈസ്ഡ് ബോട്ട് എന്ന് പറയും. മെക്കനൈസ്ഡ് ബോട്ടിൽ നമ്മൾ സിംഗിൾ ബീം ബാത്തിമെട്രിയുടെ എക്യുപ്മെന്റ്സ് പിടിപ്പിക്കുകയാണ്. അതിൽ ഇക്കോ സൗണ്ടറും അതിന്റെ ഇതും കൂടി പിടിപ്പിച്ച് ഗോണ്ടോലയും കൂടി പിടിപ്പിക്കുന്നു. എന്നിട്ട് നമ്മൾ സർവേ നടത്തി നമുക്ക് ഓരോ സ്പോട്ട് ഡാറ്റയാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ടൈഡൽ വേരിയേഷൻ ഈസ് ആൾസോ അഫക്റ്റിംഗ് ദ മോർഫോളജി ഓഫ് ബീച്ച് ഓർ പ്രൊഫൈൽസ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ടൈഡൽ വേരിയേഷൻസ് നമ്മൾ ടൈഡ് പോൾ വെച്ചിട്ട് മെഷർ ചെയ്യണം. ഫ്രം ദിസ് ടൈം ടു ദിസ് ടൈം നമുക്കറിയാം എവറി 6 hours ഹൈ ടൈഡ് ലോ ടൈഡ് വരുന്നുണ്ട്. എങ്ങനെയാണ് ഹൈ ടൈഡ് ലോ ടൈഡ് ഫോം ചെയ്യുന്നത്? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾക്ക് ഡെപ്ത് വേരിയേഷൻസ് കാണാൻ പറ്റും. മെയ് 15 വാട്ടറുടെ അത്ര വ്യത്യാസം വരുന്നില്ല. 80 സെന്റിമീറ്റർ ടു 30 സെന്റിമീറ്റർ അങ്ങനെയാണ് ഡെപ്ത് വേരിയേഷൻ വരുന്നത് ഉപ്പള എസ്റ്റുറിയുടെ. അങ്ങനെയാണെങ്കിൽ നവംബറിൽ അത് കുറച്ചും കൂടെ വേരിയേഷൻ കൂടുതലാണ്. -2.2 ടു അങ്ങനെ 0.4. ദാറ്റ് മീൻസ് 40 സെന്റിമീറ്റർ ടു 2.2 മീറ്റർ. സോറി, 40 സെന്റിമീറ്റർ ടു 2.2 മീറ്റർ അങ്ങനെയാണ് ആ വേരിയേഷൻ. ദെൻ മാർച്ച് 2016 ഏകദേശം അതുപോലെ തന്നെയാണ് വരുന്നത്. 20 ആണ് ലോവസ്റ്റ് ഡെപ്ത് കാണിച്ചിരിക്കുന്നത്. ഏത് രീതിയിൽ നമ്മൾ ബാത്തിമെട്രി കോണ്ടൂർ മാപ്പ് ജനറേറ്റ് ചെയ്തു സീസണലി കളക്റ്റഡ് ഡാറ്റ വെച്ചിട്ട്. നമുക്ക് അറിയാവുന്ന സോഫ്റ്റ്വെയർസ് വെച്ച് GISO QGISO ഏതെങ്കിലും വെച്ചിട്ട് ജനറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ, പോയിന്റ് ഡാറ്റ എടുത്തിട്ട്. അത് കഴിഞ്ഞ് സെഡിമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മാപ്പ്, നമ്മൾ എങ്ങനെയാണ് ഈ സെഡിമെന്റ്സ് വാരി ചെയ്യുന്നത്. അപ്പം സെഡിമെന്റ്സ് ഡിസ്ട്രിബ്യൂഷൻ മാപ്പ് ഉണ്ടാക്കാൻ വേണ്ടി സെഡിമെന്റ്സും ഇതോടൊപ്പം കളക്ട് ചെയ്തു. ആ രീതിയിൽ സെഡിമെന്റ്സ് എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ മീഡിയം ടു കോഴ്സ് സാൻഡ് ആണ് ഉപ്പള എസ്റ്റുറിയിൽ കണ്ടത്. അതുപോലെ ചിലയിടത്ത് നമുക്ക് ഗ്രാവൽ സൈസിലും സെഡിമെന്റ്സ് കിട്ടിയിരിക്കുന്നത് ബ്രൈഡഡ് ചാനലിന്റെ ഭാഗത്താണ്. അപ്പം ഈ രീതിയിൽ നമുക്ക് സെഡിമെന്റ്സ്. ദെൻ ദ നേച്ചർ ഓഫ് ദ ക്വാർട്സ് ഡെയിൻസിന്റെ നേച്ചർ വെച്ചിട്ട് നമുക്ക് അതിൽ ഫ്ലൂവിയൽ ഇൻകേർഷൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. വെദർ ദ മറൈൻ സാൻഡ് ഇൻകേർഡ് ഇൻ ടു ദ റിവർ, അത് നമുക്ക് പറയാൻ പറ്റും. കാരണം ആംഗുലാർ ക്വാർട്സ് ആയിരിക്കും നമുക്ക് എവിടെ കിട്ടുക, റിവർ പോർഷനിൽ നമുക്ക് എപ്പോഴും ആംഗുലാർ ക്വാർട്സ് ആയിരിക്കും കിട്ടുക. ഓഷ്യനിലോട്ട് വരുമ്പോൾ കുറേം കൂടെ റൗണ്ടഡ് ക്വാർട്സ് ആയിരിക്കും. കാരണം എന്തായിരിക്കും അത്? അതെ, ഒരുപാട് ഇറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം എ ലോങ് ഡിസ്റ്റൻസ് ആൻഡ് ഇറ്റ് ഈസ് ഡെപ്പോസിറ്റിംഗ് ദ ഓഷ്യൻ. സോ ദാറ്റ് വെതറിങ്ങും ഗ്രേഡിംഗ് ഇറോഷൻ എല്ലാം വന്നിട്ടാണ് ആ റൗണ്ടഡ് ഷേപ്പ് വരുന്നത്. അപ്പം മറൈൻ സാൻഡ് എപ്പോഴും കൂടുതലും റൗണ്ടഡ് ഇതിലായിരിക്കാം, ആംഗുലാർ ആയിരിക്കും റിവറിൽ കാണുന്നത്. അപ്പൊ ആ ക്വാർട്സ് ഗ്രെയിനിന്റെ മോർഫോളജി നോക്കിയാൽ റൗണ്ട്നെസ് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും സെഡിമെന്റ്സിന്റെ ഇൻകേർഷൻ ഉണ്ടോ, അപ്പൊ ടൈഡൽ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ട് എന്നും കൂടെ ഇതിൽ നിന്ന് പറയാൻ പറ്റും. അത് കഴിഞ്ഞ് ഈ മോർഫോളജിക്കൽ ചേഞ്ചസ് ഗൂഗിൾ ഇമേജറി വെച്ചിട്ടും നമുക്ക് നോക്കാൻ പറ്റും. ഗൂഗിൾ ഇമേജറിയിൽ നമുക്ക് ഹിസ്റ്റോറിക്കൽ ഇമേജസ് എടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് നോക്കി കൊടുത്താൽ ഇവിടെ സ്ലൈഡ് ചെയ്താൽ നമുക്ക് ബാക്ക് എത്രയാണ് മുന്നേ എങ്ങനെ ആയിരുന്നു ആ ഏരിയ, എത്രത്തോളം മോഡിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. അതിന് ഗൂഗിൾ ഇമേജറിയിൽ നമ്മൾ KML ഫയല്
എന്ന് പറഞ്ഞാൽ ഷേപ്പ് ഫയൽ പറയുമല്ലോ GISൽ നമ്മൾ ഷേപ്പ് ഫയലായിട്ട് നമ്മൾ ഡിജിറ്റൈസ് ചെയ്തെടുത്ത് ലൈൻസ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഷോർ ലൈൻസ് മാർക്ക് ചെയ്യുമ്പോൾ ഓരോ ടൈമിലുള്ള ഇമേജസ് എടുത്ത് നമ്മൾ മാർക്ക് ചെയ്യും. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അവിടെ അക്രീഷൻ ആണോ ഇറോഷൻ ആണോ എങ്ങനെയാണ്. അപ്പൊ കോസ്റ്റൽ ജിയോമോർഫോളജി എന്താണ്, കോസ്റ്റലിൽ എങ്ങനെയാണ് ഇറോഷൻ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റും. എത്ര സമയത്തേക്ക് എങ്ങനെ. അപ്പൊ നമുക്ക് കുറെ പ്ലാനിങ്ങൾ ചെയ്യാൻ പറ്റും. ഇതുപോലെ സീ വാൾ കൺസ്ട്രക്ഷൻ ഇതിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതില് 2012 to 16 വരെ എടുത്ു. അത് ടോട്ടൽ ചേഞ്ച് ഫ്രം 2004 to 16. അപ്പൊ അത്രയും ഭാഗം എന്തായിട്ടുണ്ട്, ഇറോഷൻ സംഭവിച്ചിട്ടുണ്ട്. അത്രയും ഭാഗം ബീച്ചിന് ഇറോഷനാണ് സംഭവിച്ചിരിക്കുന്നത്. അതാണ് നമുക്ക് ലാസ്റ്റ് നമ്മളുടെ ഗൂഗിൾ ഇമേജറിയിൽ നിന്നുള്ള ഒബ്സർവേഷൻ മനസ്സിലാവുന്നത്. പിന്നീട് ഏപ്രിൽ 2015 ടു ജാനുവരി 2017 നിങ്ങൾക്ക് കാണാം ഒരു ഹാർബർ കൺസ്ട്രക്ഷൻ. അത് ആന്ത്രോപോജനിക് ആക്ടിവിറ്റിയുടെ ഒരു എവിഡൻസ് ആയിട്ട് പറയാം നമുക്ക്. അപ്പം അവിടെ ഉപ്പള എസ്റ്റുറിയുടെ അവിടെ ഒരു ഹാർബർ കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് നമുക്ക് പ്രൊഫൈലിലും മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇതില് മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഗൂഗിൾ ഇമേജറിയുടെ ബ്യൂട്ടി. ഓക്കെ, അപ്പൊ ഇത് അടുത്തത് കൺക്ലൂഷനാണ്. അപ്പം കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ലാർജ് സ്കെയിൽ ഇറോഷൻ ഹാസ് ടേക്കൺ ഡ്യൂറിംഗ് മൺസൂൺ പീരിയഡ്. മൺസൂൺ പീരിയഡിലാണ് കൂടുതൽ ഇറോഷൻ നടന്നിട്ട്. അത് റിവർ മൗത്തിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ ഗൂഗിൾ ഇമേജറി ആൾസോ ഐഡന്റിഫൈഡ് ദ കോസ്റ്റ് വാസ് അണ്ടർഗോയിങ് നെറ്റ് ഇറോഷൻ. നെറ്റ് ഇറോഷനാണ് കോസ്റ്റിൽ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഗൂഗിൾ ഇമേജറിയിൽ നിന്നും കൂടെ മനസ്സിലായിരിക്കുകയാണ്. ദെൻ സെഡിമെന്റ് സൈസ് ഐ ഓൾറെഡി മെൻഷൻ. ദെൻ എന്താണ് ഈ മോഡിഫിക്കേഷൻസിന് കാരണം? അത് എക്സസീവ് സാൻഡ് മൈനിങ് ഫ്രം ദ റിവർ ബെഡ് ആണ്. Then due to that the tidal inflow has taken place. So the seasonal changes in granulometric patterns and sediment movement support incursion of marine sand into the estuarine system. അതാണ് നമുക്ക് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ മറൈൻ സാൻഡ് എസ്റ്റുറിയിലോട്ട് കയറിയിട്ടുണ്ട്. എന്തുകൊണ്ട്? എസ്റ്റുറിയിൽ നിന്നുള്ള സാൻഡും മൈനും എല്ലാം എടുത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇറ്റ് വിൽ ബി ലീഡിങ് ടു ദ സാൾട്ട് വാട്ടർ ഇൻട്രൂഷൻ. സോ നെക്സ്റ്റ് ത്രെറ്റ് അതാണ്. അപ്പം ഈ രീതിയിൽ നമുക്ക് സ്റ്റഡി ചെയ്യാം. ഇതിപ്പോ ഈ ആസ് ഓൺ ടുഡേ മോഡിഫൈഡ് ഗൂഗിൾ ഇമേജ് ആണ് ഇത്. അപ്പൊ ഇങ്ങനെയാണ്. ഇപ്പൊ ഈ ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സൈഡിൽ കുറച്ച് അക്രീഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ഇത് 2022 ഇവിടെ ആണെങ്കിൽ ഇറോഷൻ. ഇതും കൂടെ ഇതിൽ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാ. എനി കൊറീസ്? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി കോസ്റ്റൽ ഇറോഷനിലെ റെമഡിയൽ മെഷേഴ്സ് എന്തൊക്കെയാ? ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഹൗ വി ക്യാൻ റൂൾ ഔട്ട് ദാറ്റ്? The solution is here. നമുക്ക് ഗ്രോയിൻസ് ഉണ്ടാക്കാം. ദെൻ വേവ് കട്ട്സ്. ഇതെല്ലാം ഞാൻ നവംബറിൽ വന്ന് കാണിച്ചതാണ്. ഓർക്കുന്നുണ്ടോ? ഓക്കെ. സീ വാൾസ്, ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് എന്തിന് കോസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അതിൽ കോസ്റ്റ് പാരലലുണ്ട്, കോസ്റ്റ് പെർപെൻഡിക്കുലറുണ്ട്. ഇതാണ് അതിലുള്ള റെമഡിയൽ മെഷേഴ്സ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ സൈനബ് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു സമയത്തിന്റെ ഇത് കണ്ടിട്ട് ഓടി തീർത്തതാണത്, നമുക്കറിയാം. പക്ഷേ വളരെ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. സൈനബയ്ക്കും നമ്മുടെ GeoARTന്റെ ഒരു സ്നേഹോപഹാരം സമ്മാനിക്കുന്നതിനായി പ്രിയപ്പെട്ട GK സാറെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.
അത് സ്വീകരിക്കുന്നതിനായി സൈനബയോട് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലഞ്ചിന് പിരിയുകയാണ്. അപ്പോൾ അതിനു മുമ്പായി നമ്മുടെ ചില സുഹൃത്തുക്കൾ, നമ്മളെ പിന്തുണയ്ക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ തന്നെ അലുമിനി ആയിട്ടുള്ള ശ്രീ രഞ്ജിത്ത് പി ഡി, ഇപ്പോൾ നിങ്ങൾ ഇതിലൊക്കെ ഒരു പരസ്യം കണ്ടിട്ടുണ്ടാവും, കുടിച്ച വെള്ളത്തെ വിശ്വസിക്കാം എന്നൊക്കെ പറഞ്ഞ ജിയോ ബ്ലൂ, അതിന്റെ MD ആണ് ജിയോ ബ്ലൂ വാട്ടർ മെഡിസിന്റെ രഞ്ജിത്ത് പി ഡി ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു പ്രൗഡ് അലുമിനി നമ്മുടെ നൌഫൽ KN, അദ്ദേഹം GSIയിലെ സീനിയർ ജിയോളജിസ്റ്റ് ആണ്. ശ്രീ നൌഫലിനെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ആ ഗേറ്റിൽ വെച്ച ഒരു വലിയ ബോർഡിന് താഴെ ഒരു സൊസൈറ്റിയുടെ പേര് കൊടുത്തിട്ടുണ്ട്. ആ സൊസൈറ്റിയുടെ പ്രിയപ്പെട്ട സെക്രട്ടറി ശ്രീദേവി മാം ഉണ്ട്, അവിടുത്തെ ജീവനക്കാരുണ്ട്, ഡയറക്ടർ ബോർഡ് അംഗങ്ങളുണ്ട്, ശാന്തേച്ചി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അവരെല്ലാവരെയും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിനിപ്പോ ലഞ്ചിന് പിരിയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ലഞ്ച് ഇവിടെ തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ 2 മണി റീഅസംബിൾ ചെയ്യണം. അതിനുള്ള ആളെ ഇന്ന് നമ്മളുള്ളൂ. നമ്മൾ ഇന്നലത്തെ അത്ര ആളൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ലഞ്ച് കഴിച്ച് 2 മണിക്ക് ഇവിടെ റീഅസംബിൾ ചെയ്താലാണ് നമ്മുടെ ബാക്കിയുള്ള സെഷനുകൾ ടൈം ബൗണ്ടായി പോകും. ഓക്കെ, വി ആർ ബ്രേക്കിംഗ് ഫോർ ലഞ്ച്. ഓക്കെ. അപ്പോൾ ഈ സെഷനിൽ നമ്മളോട് സംസാരിക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി IIST തിരുവനന്തപുരത്തുനിന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ രാജേഷ് വിജയ് സാറാണ്. സാറുടെ അസോസിയേറ്റ് പ്രൊഫസറാണ്. സാർ ഇതിനു മുമ്പ് 2014 ഇവിടെ വന്നിട്ടുള്ളത്. എരുഡൈറ്റ് ലെക്ചർ സീരീസുമായി ബന്ധപ്പെട്ട് സാർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളുമായി വളരെ ക്ലോസ്ലി അസോസിയേറ്റഡ് ആയി കുട്ടികളോട് പ്രസന്റേഷൻ ചെയ്യാറുണ്ട്. വളരെ ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിട്ടുള്ള ആളാണ്. നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നലെ ഇന്നുമായിട്ട് നമ്മളിവിടെ വന്നിട്ടുള്ള നമ്മുടെ സാറിന്റെ ഒരു ഖയാലായാലും GeoART ആയാലും അതുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നുള്ള ആളുകൾ മുഴുവൻ നമ്മുടെ ഒരു ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് എന്നിപ്പോൾ ഞാൻ പറയാൻ തന്നെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അതിലെ അടുത്ത ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ രാജേഷ് വിജയ് സർ. തന്നെ വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തിന്റെ സെഷനായി ക്ഷണിക്കുന്നു. ആയതുകൊണ്ടാണെന്ന് തോന്നുന്നില്ല, ലഞ്ച് ഹെവി ലഞ്ചായിരുന്നു. അതിന്റെ ആൾക്കാർ ഞാൻ നേരത്തെ നോക്കിയതിനേക്കാൾ വളരെയധികം കുറവാണ്. അതുപോലെ നേരത്തെ നിങ്ങൾ ഇന്നലെ ഇന്നുമായിട്ട് എർത്ത് ബേസ്ഡ് ജിയോളജി വേരിയസ് ആസ്പെക്ട്സ് ആണ് കവർ. ഞാൻ പ്രൊഫഷണൽ നോക്കിയായിരുന്നു. അപ്പൊ അതിൽ പല ആസ്പെക്ട്സും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എസ്പെഷ്യലി അത് സ്റ്റുഡൻസിന് വളരെയധികം യൂസ്ഫുൾ ആണ്. നിങ്ങൾ MSc ആണെങ്കിൽ BSc കഴിഞ്ഞിട്ട് MSc പോകുമ്പോൾ MSc കഴിഞ്ഞിട്ട് ഫ്യൂച്ചർ റിസർച്ചിലേക്ക് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് ഫീൽഡിലേക്ക് ടേൺ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ടോക്കിലേക്ക് പോകുന്നതിന് ആദ്യമായിട്ട് ഞാൻ പ്രജേഷ് സാറിന്റെ താങ്ക്സ്. കാര്യം ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് എന്നെ ഇൻവൈറ്റ് ചെയ്തതാണ്. നിങ്ങൾ കുറച്ചുപേരെങ്കിലും വിചാരിക്കുമായിരിക്കും ഞാനിവിടെ അലുമിനിയാണോ എന്നുള്ളത്. അപ്പൊ ഞാനിവിടെ അലുമിനിയെ അല്ല. ഓക്കെ, പക്ഷെ എനിക്ക് മാഡമായിട്ട് ക്ലോസ് അസോസിയേഷൻ ഉണ്ട്. പ്രജേഷ് സാർ പറഞ്ഞതുപോലെ മാഡം മാത്രമല്ല, സുജിത് സാർ, പ്രജേഷ് സാർ, മറ്റേ സന്തോഷ് സാർ, അരുൺ സാർ ഒക്കെ ആയിട്ട് നിത്യ മാം, അവരെല്ലാം നിത്യ മാം ഒക്കെ അവിടെ വന്ന ഇന്റേൺഷിപ്പും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് അസോസിയേഷൻ എന്ന് പറയുന്നത് എന്റെ ബാച്ച്മേറ്റ് ഒരു റോഷന ഉണ്ടായിരുന്നു. അപ്പൊ അതുവഴി ഞാൻ പൊന്നാനി MBS കോളേജിനെ പറ്റിയും ഫാക്കൽറ്റി മെമ്പേഴ്സിനെ പറ്റിയും നല്ലൊരു ഐഡിയ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 1-2 സ്റ്റുഡൻസ് എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് തന്നെ കുട്ടികൾ തനൂജ, ഫൈസൽ, ഷബ്ന, അഞ്ചുള, സായി, അങ്ങനെ കുറച്ച് കുട്ടികൾ. അപ്പൊ അവരവിടെ വന്ന പ്രോജക്റ്റും ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ആയിട്ട് ക്ലോസ് അസോസിയേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ പ്രജിത് സാർ എന്നെ വിളിച്ചപ്പോ ഞാൻ വിചാരിച്ചു വല്ല ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും വിളിക്കുന്നതെന്ന് വിചാരിച്ചു. പെട്ടെന്ന് പറയുന്നു മാഡം ഇങ്ങനെ റിട്ടയർ ആവുകയാണ്, അപ്പൊ അതിന്റെ ഭാഗത്തായിട്ട് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ എനിക്ക് ഞെട്ടലായിരുന്നു മാഡം റിട്ടയർ ആവുന്ന ടൈം ആയോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, അപ്പോ എന്തായാലും ഞാൻ എഗ്രി ചെയ്തു. എനിക്കും വളരെയധികം താല്പര്യമാണ്. കാര്യം ഞാൻ വർക്ക് ചെയ്യുന്ന ഫീൽഡ് എന്ന് പറയുന്നത് പ്ലാനറ്ററി ജിയോളജി. ഓക്കെ, അപ്പൊ നിങ്ങൾ എർത്ത് ബേസ്ഡ് ജിയോളജി നിങ്ങൾ ഇന്നലെ ഇന്നുമായിട്ട് കേട്ടു. അപ്പൊ നമുക്ക് എങ്ങനെ ആ എർത്ത് ബേസ്ഡ് ഫീച്ചേഴ്സ്
മറ്റ് പ്ലാനറ്ററി ബോഡീസ് അല്ലെങ്കിൽ നമ്മുടെ മീറ്റിയോറൈറ്റ്സ് ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എന്നുള്ള ഒരു ആസ്പെക്ടിനെ പറ്റിയിട്ടാണ് ഞാൻ കവർ ചെയ്യുന്നത്. അപ്പൊ ചില ടെക്നിക്കൽ ആസ്പെക്ട്സ് എനിക്ക് മലയാളത്തിൽ കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ളത് ഞാൻ ഇംഗ്ലീഷിനകത്ത് പറയും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മിക്സ് ഇട്ടത്തിൽ ചെയ്യാം. എന്തെങ്കിലും ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോക്കുക. പിന്നെ മെയിൻലി ടോക്ക് എയിം ചെയ്തിരിക്കുന്നത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പൊ ദ ടൈറ്റിൽ ഓഫ് മൈ ടുഡേസ് ടോക്ക് ദ റോൾ ഓഫ് ജിയോ. ഞാൻ മൈക്ക് യൂസ് ചെയ്തില്ലെങ്കിൽ കേൾക്കാമല്ലോ അല്ലെ? ഓക്കെ. The title of the talk പറയുന്നത് The Role of Geology in Planetary Exploration. ഞാൻ പ്രജിത് സാർ പറഞ്ഞതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എർത്ത് ആൻഡ് സ്പേസ് സയൻസിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. ആദ്യമായിട്ട് നമ്മുടെ പ്ലാനറ്റ്സ്, ഓക്കെ, സോ 2 groups of planets are there, terrestrial planets and jovian planets. അപ്പൊ നമുക്ക് നമ്മുടെ സോളാർ സിസ്റ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻലി ഈ ഗ്രൂപ്പ് ഓഫ് പ്ലാനറ്റ്സ്, ഓക്കെ, അതായത് നമ്മുടെ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്ന് പറയും. അടുത്ത സെറ്റ് ഓഫ് പ്ലാനറ്റ്സ്, ഓക്കെ, രണ്ടുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ളത് നമ്മുടെ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ്, ഓക്കെ, അതല്ല എക്സാക്ട് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ദൂരെയുള്ളത് അല്ലെങ്കിൽ ഇതിനെ ഔട്ടർ പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ജോവിയൻ പ്ലാനറ്റ്സ്. അപ്പൊ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് ടെറസ്ട്രിയൽ പ്ലാനറ്റ് വേഴ്സസ് ജോവിയൻ പ്ലാനറ്റ്സ്. ഓക്കെ, ടെറസ്ട്രിയൽ പ്ലാനറ്റ്സിന് സണ്ണുമായിട്ട് ക്ലോസ് ആയിരിക്കുന്നുണ്ട്, നമുക്ക് അതിനെ ഇന്നർ പ്ലാനറ്റ്സ് എന്ന് പറയാം. ദേ ആർ ഓൾസോ നോൺ ആസ് റോക്കി പ്ലാനറ്റ്സ്, എർത്ത് ലൈക്ക് പ്ലാനറ്റ്സ്. ആൻഡ് നമ്മളിപ്പോ ഡെൻസിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ ഹാവിംഗ് ഹയർ ഡെൻസിറ്റീസ്. അപ്പൊ ഇപ്പൊ ഒരു ഹയർ ഡെൻസിറ്റി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാം എന്തുകൊണ്ടായിരിക്കും ആ ഒരു പർട്ടിക്കുലർ പ്ലാനറ്ററി ബോഡി ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ സേ ഒരു ഹയർ ഡെൻസിറ്റി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റോക്സോ മെറ്റൽസോ എന്തുകൊണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് ജോവിയൻ പ്ലാനറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലോവർ ഡെൻസിറ്റി, ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് ഗേഷ്യസ് ഓഫ് ഐസ് ചെയിൻസ്. ഓക്കെ, അപ്പൊ അതിന്റെ ഡെൻസിറ്റി വാല്യൂ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ആ ഡെൻസിറ്റി വാല്യൂയുടെ ബേസിസിൽ നമുക്ക് ഈ ജോവിയൻ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ടെറസ്ട്രിയൽ പ്ലാനറ്റ്സിന്റെ ഡെൻസിറ്റി വാല്യൂസ് ആണ്. അപ്പൊ മാർസ് 3.93, പിന്നെ മെർക്കുറി ഡെൻസിറ്റിയുടെ ബേസിസിൽ നമുക്ക് ഈ പ്ലാനറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്യാം. ജോവിയൻ പ്ലാനറ്റ്സ് ഉണ്ടോ, ജൂപ്പിറ്റർ 1.3, നെപ്റ്റ്യൂൺ 1.64. ഓക്കെ, അപ്പൊ അതിന്റെ ഈ വാല്യൂസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വെച്ചാൽ ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് either gases or icy materials. അതല്ലാതെ ഇതിന്റെ ഈ ജോവിയൻ പ്ലാനറ്റ്സിന്റെ കോറിൽ മാത്രം കുറച്ച് റോക്കി അല്ലെങ്കിൽ മെറ്റാലിക് ഫേസസ് ആണ് ഉണ്ടായിരിക്കും. ബട്ട് അത് ഒരിക്കലും ഒരു വലിയ ഡെൻസിറ്റി ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാല്യൂസ് ഇല്ല. അപ്പൊ ഇന്ന് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് റോൾ ഓഫ് ജിയോളജി. ഓക്കെ, എങ്ങനെ നമുക്ക് മറ്റ് പ്ലാനറ്ററി ബോഡീസിനെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്യാൻ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ടോക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ടെറസ്ട്രിയൽ പ്ലാനറ്റ് ഗ്രൂപ്പിലെ മാർസ്. എർത്ത് ഞാൻ എടുക്കുന്നില്ല, ഓൾറെഡി നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടിക്കാണും. ഓക്കെ, സോ മാർസ് എടുക്കുന്നു, അതേപോലെ തന്നെ നമ്മുടെ എർത്തിലെ മൂൺ. അപ്പൊ ഇതിന് നമ്മുടെ ജിയോളജിക്കൽ കൺസെപ്റ്റ്സ് യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് ഈ പ്ലാനറ്റ്സിന്റെ ജിയോളജി പഠിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ടെറസ്ട്രിയൽ പ്ലാനറ്റ്സിന്റെ ഇന്റേണൽ സ്ട്രക്ചർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിമിലാരിറ്റി കാണുന്നുണ്ടോ? ഇവിടെ നമ്മുടെ മൂന്നുണ്ട്. അപ്പൊ എന്താണ് സിമിലാരിറ്റി, എന്താണ് ഡിസിമിലാരിറ്റി? സിമിലർ ആയിട്ട് കാണുന്ന all these planetary bodies, okay, so they are having same type of internal structure. Okay, so if you are taking all these planetary bodies, we can notice that it's having a layered structure like crust, mantle and core. Okay, but what is the difference there? You can notice that the proportion of core, crust and mantle varies. If you are taking mercury, okay, the almost 75% of mercury's internal structure is composed of its core, and core is essentially made up of iron, nickel with some amount of sulfur. Is that concept clear? Since that 75% of mercury's internal structure is composed of iron and nickel, okay, so that's why it's having a higher density value of 5.4. നമ്മൾ
ഈ ഒരു ആസ്പെക്ട് കൺസിഡർ ചെയ്ത ദേ ആർ ഓൾസോ റോക്കി ഇൻ നേച്ചർ. ഓക്കെ, നമ്മുടെ ഭൂമിയിൽ കാണുന്നത് പോലെയുള്ള റോക്സ് നമുക്ക് മറ്റ് പ്ലാനറ്ററി ബോഡീസിൽ കാണാം. എസ്പെഷ്യലി നമ്മുടെ ബസാർട്ടിൽ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അനോർത്തോസൈറ്റ് കേട്ടിട്ടുണ്ടോ? അനോർത്തോസൈറ്റ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് മറ്റ് പ്ലാനറ്ററി ബോഡീസ് പറ്റിയിട്ടുള്ള സ്റ്റഡീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി എന്താണ് പ്ലാനറ്ററി ജിയോസൈൻസ് എന്ന് പറയുന്നത്? പ്ലാനറ്ററി ജിയോസൈൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ആസ്ട്രോജിയോളജി ഓർ എക്സോജിയോളജി. ഓക്കെ, സോ ഇറ്റ്സ് എ പ്ലാനറ്ററി സയൻസ് or a branch of planetary exploration. Okay, so that deals with the geology of celestial bodies such as planets, moons, asteroids, then comets, meteorites, etc. അപ്പൊ എന്തൊക്കെ ആസ്പെക്ട്സ് ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്? ഓക്കെ, സോ വി ക്യാൻ സ്റ്റഡി ദ സർഫസ് പ്രോസസ്സസ് ആൻഡ് മോർഫോളജി, then mineralogy and petrology, chronology, tectonics, crater morphology and ejecta mapping. Okay, so this is an important aspect, crater morphology. Then geology of permanently shadowed regions. Okay, so I will discuss its significance later. And also the ultimate aim of any planetary exploration is looking for any signs of habitable environments of any planetary bodies. അപ്പൊ അങ്ങനെ ഒരു ആസ്പെക്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ട് ഒരു പ്ലാനറ്റ് എന്ന് പറയുന്നത് മാർസ് ആണ്. എന്നിട്ട് ഇന്നത്തെ ടോക്കിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് the significance of geological concepts or theories to understand the origin and evolution of Moon and Mars. And also there is another branch of planetary exploration. Okay, so that is known as planetary analog research, where we can contribute a lot. അപ്പൊ നമുക്കിനി ഏതൊക്കെ രീതിയിൽ നമുക്ക് മറ്റ് പ്ലാനറ്റ്സിനെ പറ്റി സ്റ്റഡി ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പൊ ദീസ് ആർ ദ മെത്തഡോളജി ആൻഡ് ഡേറ്റ സോഴ്സസ്. So most of these studies or most of the data, they are mainly based on remote sensing missions or that orbital missions. You have heard about Chandrayaan 1, Chandrayaan 2, then Mangalyaan missions, etc. Okay, so those are the orbital missions. Then we can also have some meteorites. Okay, so meteorites are available from Moon, then Mars, etc. So we can study those meteorites because we will be having that material from that extraterrestrial environment in our hand. Okay, so we can use it to understand. We can do a lot of analysis on that one, and then we can extrapolate that to understand some geological aspects, chemical environment, etc. of a particular planetary body. Then if you are having like sample return missions, in the ചൈനയുടെ ചാങ്കി 5 മിഷൻ, ഓക്കെ, അത് 2 കിലോഗ്രാം സാമ്പിൾ എർത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ അതിൽ നിന്നൊരു ആകെ ഇത്ര സൈസുള്ള 2 ബസാൾട്ടിക് ഫ്രാഗ്മെന്റ്സ് ഒരു ഗ്രൂപ്പ് ഓഫ് സയന്റിസ്റ്റ് സ്റ്റഡി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈവൻ ആ സാമ്പിൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കത് കിട്ടിയാൽ ചിലപ്പോൾ ഒട്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നത്തില്ല. ബട്ട് ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ മൂൺ എവല്യൂഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇൻ ഫ്യൂച്ചർ if you are having more and more sample return missions, okay, so that is also very much helpful. Then in situ studies, if you are having like a combination of rover, lander, and suppose in future we are having like say manned mission in 2024 or later, okay, NASA is planning to send a manned mission to Moon, that is known as Artemis mission. So they have selected like one woman and a man, okay, and that woman is a geologist. So these are the different ways in which we can study the other planetary bodies. അപ്പൊ ഇനി നമ്മൾ എന്തൊക്കെ ആസ്പെക്ട്സ് ആണ് സ്റ്റഡി ചെയ്യുന്നത്? ഓക്കെ, സോ ഒരു പ്ലാനറ്റ് ഫോം ചെയ്തതിനു ശേഷം കുറെ പ്രോസസ്സസ്, there are endogenic processes and exogenic processes which can shape a planetary body. So those include volcanism. അപ്പൊ ഞാനിവിടെ volcanism ഒന്ന് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു കാണും. volcanism എന്ന് പറയുന്നത് ഇത് ഡീപ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്ത സർഫസിലേക്ക് ഇറപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മൾ അതിനെ വോൾക്കാനോ എന്ന് പറയുന്നത്. അപ്പൊ ആ വോൾക്കാനിസം എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ igneous processes. Okay, then impact cratering mechanism, then erosion. Okay, so erosion by different agents like water, wind, ice. So അപ്പൊ ഈ ഒരു ഇറോഷണൽ ആക്ടിവിറ്റീസ് നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു തിക്ക് അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. എന്നിട്ട് ആ അറ്റ്മോസ്ഫിയറിക് ഏജൻസ് ഇതുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. ഓക്കെ, സർഫസുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇറോഷണൽ ആക്ടിവിറ്റീസ് നടക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് എല്ലാ പ്ലാനറ്ററി ബോഡീസിനും ആപ്ലിക്കബിൾ അല്ല. പിന്നെ ടെക്ടോണിക്സ്. ഓക്കെ, so in the case of our Earth we are having plate tectonics and that intra-plate tectonics also. But if you are considering that other planetary bodies, okay, so we are having only tectonic aspects. Still we are not sure whether plate tectonic processes have operated on those planets. Okay, അപ്പൊ ഇത്രയും ആസ്പെക്ട്സ് ആണ് നമ്മൾ പ്ലാനറ്ററി പഠിക്കുന്നത്. ഇനി നമ്മൾ why these terrestrial bodies are important. Okay, ഒന്ന് നമുക്ക് നമ്മൾ ഇന്ന് എടുക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒന്ന് മൂൺ, പിന്നെ മാർസ്. ഇതൊരു ബോറായോ പോവണോ? വന്നതാണ്. താങ്ക് യു. സോ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? തുടങ്ങിയത് തന്നെ ഉള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ മൂന്നെന്ന് പറയുന്നത് നമ്മുടെ ക്ലോസസ്റ്റ് നെയ്ബർ. ഓക്കെ, ചന്ദ്രയാൻ 1 അല്ലെങ്കിൽ ചന്ദ്രയാൻ 2 മിഷൻസ് വഴി എവിഡൻസ് ഓഫ് വാട്ടർ ഐസ് ഡിപ്പോസിറ്റ് ആൻഡ് അതർ മിനറൽ റിസോഴ്സസ്. പിന്നെ could be an interplanetary launch site in future. അതായത് നമ്മളിപ്പോ മാർസിലേക്ക് ഒരു മിഷൻ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ
മൂൺ നമ്മളൊരു ട്രാൻസിറ്റ് സ്റ്റേഷൻ ആയിട്ട് കൺസിഡർ ചെയ്ത നമുക്ക് മൂൺ വരെയുള്ള ഫ്യൂൽ ഇവിടെ നിന്ന് നിറച്ചതിന് ശേഷം മൂണിൽ നിന്ന് ഫ്യൂൽ ജനറേറ്റ് ചെയ്ത് റീഫ്യൂൽ ചെയ്ത് മാർസിലേക്ക് മൂവ് ചെയ്യാം. അപ്പൊ അതാണ് ഇന്റർപ്ലാനറ്ററി ലോഞ്ച് സൈറ്റ് ഇൻ ഫ്യൂച്ചർ. പിന്നെ മാർസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് പ്ലാനറ്റ്, ഇത് നമ്മുടെ ക്ലോസസ്റ്റ് നെയ്ബർ സാറ്റലൈറ്റ് ആണ്. ദിസ് ഈസ് അവർ നിയറസ്റ്റ് പ്ലാനറ്റ്. ദെൻ ഒരു ടൈമില് ഏർലിയർ സ്റ്റേജസ് ഓഫ് എർത്ത് ആൻഡ് മാർസ് ഓൾമോസ്റ്റ് ഒരു സെയിം ഹിസ്റ്ററി ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡൈവേഴ്സ് ജിയോളജിക്കൽ പ്രോസസ്സസ് സിമിലർ ടു എർത്ത്. ദെൻ എവിഡൻസ് ഓഫ് പാസ്റ്റ് ഫ്ലോയിങ് വാട്ടർ. ഓക്കെ, അതെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്. നിങ്ങൾ ചിലപ്പോൾ കളിമണ്ണെന്ന് ക്ലേ എന്ന് പറയുന്നത് വെറുതെ മറ്റേ തലയ്ക്കകത്തുള്ള കളിമണ്ണെന്ന് പറഞ്ഞിട്ട് പോകുമായിരിക്കും. പക്ഷേ ഈ ക്ലേ എന്ന് പറയുന്ന ഒരു മിനറൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് മാർഷ്യൻ സെനാരിയോയിൽ. അതേപോലെ തന്നെ there is abundant ice of glaciers are there, and also this is a planet potential for future human colonization also. So a lot of studies are going on those dimensions also. So first I will be going to the details of lunar geology. Okay, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഒരു വ്യൂ കണ്ടിട്ടുണ്ടോ മൂണിന്റെ? ഇത് നമുക്ക് 2 different views of moon. അപ്പൊ ഈ വ്യൂവിനെ നമ്മൾ നിയർ സൈഡ് വ്യൂ എന്നും പറയും, ഇതിനെ ഫാർ സൈഡ് വ്യൂ എന്നും പറയും. എപ്പോഴെങ്കിലും നിങ്ങൾ എർത്ത് അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ് നൈറ്റ് സ്കൈ നിങ്ങൾ മൂണിനെ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഇമേജ് എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദ ഫാർ സൈഡ് വൺ. നമുക്ക് എപ്പോഴും എർത്തിൽ നിന്ന് കാണാൻ പറ്റാവുന്ന ഒരു ഫേസ് എന്ന് പറയുന്നത് ഇത് മാത്രമാണ്, ഈ നിയർ സൈഡ് വ്യൂ. ഓക്കെ, ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും? ക്രേറ്റേഴ്സ്, ഗർത്തങ്ങളുണ്ട്, ഒരുപാട് ഗർത്തങ്ങളുണ്ട്. ഓക്കെ, അത് എസ്പെഷ്യലി ഫാർ സൈഡില് നമുക്ക് വിസിബിളി കാണാം, ഒരുപാട് ഗർത്തങ്ങളുണ്ട്. പക്ഷെ നിയർ സൈഡിലും അതേപോലെ ഗർത്തങ്ങളുണ്ട്. പിന്നെ വേറെ എന്തൊക്കെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും? there are darker regions and brighter regions. അപ്പൊ നമ്മൾ ഇപ്പൊ ജിയോളജി ഓഫ് മൂൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് എന്ന് പറയുന്നത് ഒന്ന് ദീസ് കളർ ഷെയ്ഡ്സ്. ഓക്കെ, സോ ലൈറ്റർ വേഴ്സസ് ഡാർക്കർ റീജിയൻസ്. അതെന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. ഓക്കെ, പിന്നെ ലോട്ട് ഓഫ് ഇമ്പാക്ട് ക്രിയേറ്റേഴ്സ് ആർ there. ഓക്കെ, ദെൻ നമ്മൾ ഇതിന്റെ ക്രസ്റ്റൽ തിക്നെസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിയർ സൈഡ് എന്ന് പറയുന്നത് ഹാവിംഗ് ലെസ് ക്രസ്റ്റൽ തിക്നെസ്സും ഫാർ സൈഡ് ഹയർ ക്രസ്റ്റൽ തിക്നെസ്സും ഉണ്ട്. മനസ്സിലായോ? പിന്നെ കമ്മിങ് ടു ഒറിജിൻ ഓഫ് മൂൺ, ഒരുപാട് തിയറീസ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ ടൈം ഇല്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല. അതായത് ഫിഷൻ തിയറി, ക്യാപ്ചർ തിയറി, അക്രീഷൻ തിയറി, ദെൻ ചെയിൻ ഇമ്പാക്ട് ഹൈപ്പോത്തസിസ്. അപ്പൊ നമുക്ക് ഈ എക്സ്പെരിമെന്റൽ ഡേറ്റ അല്ലെങ്കിൽ മോഡലിംഗ് സിമുലേഷൻസ് ഒക്കെ വഴി മോസ്റ്റ്ലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ചെയിൻ ഇമ്പാക്ട് ഹൈപ്പോത്തസിസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ എന്താണ്, എങ്ങനെയാണ് മൂൺ ഫോം ചെയ്തു എന്നുള്ളത്? ഒരു മാർസ് സൈസ് ഓബ്ജെക്ട് ഇറ്റ് കെയിം ആൻഡ് ഹിറ്റ് ദ സർഫസ് ഓഫ് ദ എർത്ത്. അപ്പം ഇന്നത്തെ എർത്ത് ആയിരുന്നോ അന്നുണ്ടായിരുന്നത്? അല്ല. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് പ്രോട്ടോ എർത്ത് എന്ന് പറയാം. ആ എർത്തിന്റെ പേരാണ് ഗയ. ഓക്കെ, എന്നിട്ട് ആ മാർസ് സൈസ് ഓബ്ജെക്ടിന്റെ പേര് എന്താണെന്ന് അറിയാമോ? അതിനെ തീയ എന്ന് പറയും. ഓക്കെ, അപ്പൊ തീയ വന്ന് ഗയയിൽ ഇടിച്ച് ആണ് എന്ത് സംഭവിച്ചത്? മൂൺ ഫോം ചെയ്തത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എവിഡൻസസ് ഉണ്ട്. അതായത് എർത്തിന്റെയും മൂണിന്റെയും ഐസോട്ടോപിക് വാല്യൂസ്, കുറച്ച് മെറ്റീരിയൽസിന്റെ ഐസോട്ടോപിക് വാല്യൂസ് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നിയർലി സിമിലർ ഓക്സിജൻ ഐസോട്ടോപ്പ് വാല്യൂസ് ആണ് കാണുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ബേസിസിൽ നമുക്ക് പറയാം ഇത് രണ്ടും ഒരു കോമൺ ഒറിജിൻ ഷെയർ ചെയ്തു എന്നുള്ള ഒരു ആസ്പെക്ട് പറയാം. ഓക്കെ, ഇനി ഞാനൊരു വീഡിയോ കാണിക്കാം എങ്ങനെയാണ് എർത്ത് മൂൺ ഫോം ചെയ്തു എന്നുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ പ്രോട്ടോ എർത്ത്. ഓക്കെ, ഗയ. ഇനി നമുക്ക് നോക്കാം തീയ വന്ന ഇതിലേക്ക് ഹിറ്റ് ചെയ്യാണ്. കണ്ടോ എന്ത് സംഭവിച്ചു? ഫ്രാഗ്മെന്റേഷൻ നടന്നു. ഓക്കെ, എന്നിട്ട് ആ ഫ്രാഗ്മെന്റ്സ് എല്ലാം അക്രീറ്റ് ചെയ്ത എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇതിനെയാണ് നമ്മൾ ചെയിൻ ഇമ്പാക്ട് ഹൈപ്പോത്തസിസ്, വിച്ച് ഇസ് വൈഡ്ലി അക്സെപ്റ്റഡ് കൺസെപ്റ്റ് ഓർ ഹൈപ്പോത്തസിസ് ഫോർ ദ ഫോർമേഷൻ ഓഫ് മൂൺ. ഇനി നമുക്ക് മറ്റ് ജിയോളജിക്കൽ ആസ്പെക്ട്സിലേക്ക് പോകാം. മൂണിന്റെ അറ്റ്മോസ്ഫിയർ ഉണ്ടോ? നമ്മുടെ ഫസ്റ്റ്, അതുകൊണ്ടാണ് ഞാൻ പർപ്പസ്ഫുള്ളി അത് അവിടെ വെച്ചേക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ അറ്റ്മോസ്ഫിയർ ഓൺ മൂൺ. പക്ഷേ നമുക്ക് വളരെ നേരത്തെ ഒരു അറ്റ്മോസ്ഫിയർ മൂണിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് ഇറ്റ്സ് നോ അറ്റ്മോസ്ഫിയർ ഓർ എ വെരി തിൻ അറ്റ്മോസ്ഫിയർ ഇസ് ദെയർ ഓൺ ദ മൂൺ. പക്ഷേ നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയർ പോലെ ഒരു ഡൈനാമിക് അറ്റ്മോസ്ഫിയർ അല്ല. എർത്തിന്റെ അറ്റ്മോസ്ഫിയർക്ക് എന്താണ് ഏജൻസ് ഉണ്ട്, അത് വന്ന് എർത്തിന്റെ സർഫസിലേക്ക് ഇന്ററാക്ട് ചെയ്ത സർഫിഷ്യൽ പ്രോസസ്സസ് നടക്കും. പക്ഷേ അതേപോലെ ഒരു പ്രോസസ് മൂണിൽ നടക്കുന്നില്ല. എന്താണ്? അറ്റ്മോസ്ഫിയർ വളരെ തിന്നായതുകൊണ്ട്. പക്ഷേ ഈ അറ്റ്മോസ്ഫിയർ വളരെ തിന്നായത് കാരണം നമുക്ക് കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് നമുക്ക് ഭൂമിയിൽ ഇരുന്ന് മൂണിനെ നോക്കിയിരുന്നാലും നമുക്ക് മൂണിന്റെ ഫീച്ചേഴ്സ് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ലേ? നമുക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ക്രേറ്റേഴ്സ്, ഗർത്തങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ലൈറ്റർ റീജിയൻസും ഡാർക്കർ റീജിയൻസും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതെന്തുകൊണ്ടാണ്? മൂണിലെ ആ ഒരു തിൻ അറ്റ്മോസ്ഫിയർ കാരണം. പിന്നെ നോ വെതറിംഗ് ഓഫ് ദ സർഫസ് ബൈ വാട്ടർ ഓർ സ്റ്റോൺ. ഓക്കെ, വാട്ടർ ഐസ് മൂണിൽ ഉണ്ടെന്ന് പറയുന്നു, പക്ഷെ അത് ഒരു ഡൈനാമിക് ഇന്ററാക്ഷൻ നടക്കുന്നില്ല. ഓക്കെ, ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഒരിക്കലും ഈ വെതറിംഗ് പ്രോസസ്സസ് മൂണിൽ നടക്കുന്നില്ല എക്സെപ്റ്റ് ദ സോളാർ ഫ്ലയേഴ്സ്. ഓക്കെ, അതിന് നമ്മൾ സ്പേസ് വെതറിംഗ് എന്ന് പറയും. ഈ സോളാർ ഫ്ലയേഴ്സ് വന്ന് സർഫസിൽ ഇന്ററാക്ട് ചെയ്ത് കുറച്ച് വെതറിംഗ് ആക്ടിവിറ്റീസ് നടക്കും.
പിന്നെ നോ പ്രൊട്ടക്ഷൻ ഫ്രം ഹൈ എനർജി സോളാർ പാർട്ടിക്കിൾസ് ആൻഡ് കോസ്മിക് റേസ് ആൻഡ് ഓൾസോ പ്ലേറ്റ് ടെക്ടോണിക് പ്രോസസ്സസ് ഒന്നും നടന്നിട്ടില്ല. അപ്പം ഈ മൂൺ ഫോം ചെയ്തതും എർത്ത് ഫോം ചെയ്തതും ഓൾമോസ്റ്റ് നിയർലി സെയിം ടൈമാണ്, 4.5 ബില്യൺ ഇയേഴ്സ്. അപ്പം ഈ 4.5 ബില്യൺ ഇയേഴ്സിലെ ഫോം ചെയ്ത മൂണിന്റെ ഫീച്ചേഴ്സ് നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും. ബട്ട് എർത്തിലെ ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റുമോ? എന്തുകൊണ്ടാണ്? ഒന്ന് പ്ലേറ്റ് ടെക്ടോണിക് പ്രോസസ്സസ് നടക്കുന്നു, അതേപോലെ തന്നെ സർഫസ് മോഡിഫിക്കേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത് കൊണ്ടാണ്. ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് ആസ്പെക്ട്. ഓക്കെ, സോ എർത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ആസ്പെക്ട്സും നമുക്ക് എർത്തിൽ കാണാം. ഇറ്റ് ഇസ് ജിയോളജിക്കലി ആക്റ്റീവ്, യങ്ങർ സർഫസ്. ഓക്കെ, നാളെ ഇവിടെ ഒരു മഴ പെയ്യാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് കണ്ട സർഫസ് ആണോ നാളെ ഇവിടെ കാണുന്നത്? പക്ഷെ മൂന്നില് മഴയുണ്ടാവും. അപ്പൊ മൂന്നില് 4.5 ബില്യൺ ഇയേഴ്സിൽ ഫോം ചെയ്ത സർഫസ് നമുക്ക് ഇപ്പോഴും അതേപോലെ കാണാൻ പറ്റും. അതുകൊണ്ട് അത് എന്താണ്? ജിയോളജിക്കലി ഇനാക്റ്റീവ് ആൻഡ് സർഫസ് ഈസ് ഓൾഡ്. പിന്നെ നോ ലിക്വിഡ് വാട്ടർ, ദേർ ആർ ഐസ് ആൻഡ് ഹോൾസ് ഇൻ പെർമനന്റ്ലി ഷാഡോഡ് റീജിയൻസ്. അപ്പൊ അതിലേക്ക് നമുക്ക് വരാം. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ദേർ ആർ ലൈറ്റർ റീജിയൻസ് ഓൺ ദ മൂൺ ആൻഡ് ഡാർക്കർ റീജിയൻസ് ഓഫ് ദ മൂൺ. ഓക്കെ, സോ ദീസ് ആർ ദ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ മൂൺ. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് എങ്ങനെയാണ് ഈ ബ്രൈറ്റർ റീജിയൻസും ഡാർക്കർ റീജിയൻസും ഫോം ചെയ്തു എന്നുള്ളത് നോക്കാം. ആ ബ്രൈറ്റർ റീജിയൻസിനെയാണ് നമ്മുടെ ഹൈലാൻഡ് റീജിയൻസ് ഓഫ് ദ മൂൺ എന്ന് പറയുന്നത്. അത് അപ്രോക്സിമേറ്റ്ലി 83% ഓഫ് ലൂണാർ സർഫസ് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ദ ഹൈലാൻഡ് മെറ്റീരിയൽ ആൻഡ് ഓൺലി 17% ഓഫ് ദ ലൂണാർ സർഫസ് ഈസ് കവേർഡ് വിത്ത് ദ മാരി മെറ്റീരിയൽ. മാരി മീൻസ് ബസാൾട്ടിക് ഡാർക്കർ ആയിട്ട് കാണുന്നില്ലേ, അതിനാണ് നിങ്ങൾ മാരി ബസാൾട്സ് എന്ന് മാരി റീജിയൻസ് അല്ലെങ്കിൽ ലോ ലൈൻ റീജിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ബ്രൈറ്റർ റീജിയൻസ് ഇറ്റ് ഈസ് എസെൻഷ്യലി കമ്പോസ്ഡ് ഓഫ് അനോക്ടോസൈറ്റ് ആൻഡ് ഡാർക്കർ റീജിയൻസ് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ബസാൾട്ട്. ഓക്കെ, ഇനി ബ്രൈറ്റർ റീജിയൻസ് ആണ് ഓൾഡർ സർഫസ്, അതായത് പ്രിമിറ്റീവ് ക്രസ്റ്റ് ഓഫ് മൂൺ എന്ന് പറയുന്നത് ആ ബ്രൈറ്റർ സർഫസ് ആണ്. പിന്നെ ലാർജ് നമ്പർ ഓഫ് ക്രേറ്റേഴ്സ് ആ റീജിയൻസിൽ കാണാൻ പറ്റും. മാരി റീജിയൻസ് അല്ലെങ്കിൽ ലോ ലൈൻ റീജിയൻസ് എന്ന് പറയുന്നത് യങ്ങർ ആണ്. ഇറ്റ്സ് ഏജ് എന്ന് പറയുന്നത് 3 to 1 ബില്യൺ ഇയേഴ്സ്. പിന്നെ ലെസ് നമ്പർ ഓഫ് ക്രേറ്റേഴ്സ് ആണ് അവിടെ ഉള്ളത്. അതല്ലാതെ നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ലൈക്ക് റെയിൽസും റിൽസും എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ ഒരു ക്രേറ്റർ കാണാം. ഈ ക്രേറ്ററിന്റെ ഫീച്ചർ എന്താണ്? അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? കുറച്ച് ബ്രൈറ്റർ ഫീച്ചേഴ്സ് ആ ക്രേറ്ററിന് ചുറ്റുമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, പക്ഷെ നമ്മൾ വേറെ കുറച്ച് ക്രേറ്റേഴ്സ് എടുത്താൽ ഇങ്ങനെ ആ ബ്രൈറ്റർ ഫീച്ചേഴ്സ് കാണാൻ പറ്റുന്നില്ല. അതും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ക്രേറ്റേഴ്സിനെയാണ് നമ്മൾ റെയിൽ ക്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ലാവ ട്യൂബ് പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, ലാവ ചാനൽസ് ആണ്. ഓക്കെ, അപ്പൊ ആ ലാവ ചാനൽസിനെയാണ് നമ്മൾ റൈൽസ് അല്ലെങ്കിൽ റിൽസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മുമ്പ് ഒരു ഹാബിറ്റബിൾ ആസ്പെക്ട് ഈ റൈൽസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇനി ഞാൻ ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് മിനറൽസ് മൂന്നിലുള്ളത്. എനിക്കൊന്ന് എല്ലാവരും ജിയോളജി സ്റ്റുഡൻസ് ആണ് അല്ലെ? കെമിസ്ട്രി ആരും ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. എല്ലാവർക്കും അറിയാം പ്ലേജ് ടു പ്ലേസ് ഫെൽസ്പാർ കോമ്പോസിഷൻ എന്താണെന്നുള്ളത്. അപ്പൊ നമ്മുടെ ബൗവൻസ് റിയാക്ഷൻ സീരീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് റിയാക്ഷൻ സീരീസിൽ ഹൈ ടെമ്പറേച്ചർ സ്റ്റേജ് ഏത് മിനറൽ ആണ് ഫോം ചെയ്യുന്നത്? കണ്ടിന്യൂസ് കാൽഷ്യം റിച്ച് പ്ലേജിയോപ്ലേസ് ഹൈ ടെമ്പറേച്ചർ സ്റ്റേജ്. അപ്പൊ കോ എക്സിസ്റ്റിംഗ് ആയിട്ട് ഡിസ്കണ്ടിന്യൂസ് റിയാക്ഷൻ സീരീസ് ആയിട്ടുള്ള ഏതൊക്കെയാണ്? ഒലിവിൻ, പൈറോക്സിൻ. ഓക്കെ, അപ്പൊ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്രിസ്റ്റലൈസ് ചെയ്യുന്നത് ഒലിവിൻ, പൈറോക്സിൻ ഇൻ ഡിസ്കണ്ടിന്യൂസ് സീരീസും കാൽഷ്യം റിച്ച് പ്ലേജിയോപ്ലേസ് ഇൻ അതർ സീരീസ്. അപ്പൊ അതിനെ നമുക്ക് അൾട്രാമാഫിക് ഇതിലേക്ക് വരാം, ഹൈ ടെമ്പറേച്ചർ ഫോർമേഷൻ. അപ്പൊ ഈ 3 മിനറൽസ് മാത്രമേ നമ്മൾ ഇന്ന് എടുക്കുന്നുള്ളൂ. ഓക്കെ, വേറെ മിനറൽസ് മൂണിലുണ്ട്, പക്ഷെ നമ്മൾ ഈ 3 മിനറൽസ് മാത്രം എടുത്തുകൊണ്ട് നമുക്ക് എങ്ങനെ മൂൺ ഫോം ചെയ്തു എന്നുള്ളതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ താഴെ കാണുന്നത് അപ്പോളോ മിഷൻ കൊണ്ടുവന്ന സാമ്പിൾസ് ആണ്. അപ്പൊ അതിനകത്ത് അനോർട്ടോസൈറ്റ് ഉണ്ട്, ട്രോക്ടലൈറ്റ്, പിന്നെ ബസാൾട്ട് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഇതിന് നിങ്ങൾക്ക് ഒരുപാട് പോർ സ്പേസസ് കാണാം. അപ്പൊ അത് ഒന്നിലും മറ്റേ ഈ മൈക്രോമീറ്ററൈറ്റ്സ് വന്ന് ഇമ്പാക്ട് ചെയ്ത് ജനറേറ്റ് ചെയ്ത പിക്സ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഗ്ലേഷ്യർ സ്പേസസ് എസ്കേപ്പ് ചെയ്തിട്ടുള്ള വെസിക്കിൾസും ആകാം. ഓക്കെ, ഫസ്റ്റ് ഒരു ലൂണാർ മാഗ്മ ഓഷൻ കൺസെപ്റ്റ്. ഇനിഷ്യലി മൂൺ ഫോം ചെയ്തപ്പം എന്ത് സ്റ്റേറ്റ് ആയിരുന്നു? ഹോട്ട് മോൾട്ടൺ മെറ്റീരിയൽ. നമ്മൾ ഓഫ്കോഴ്സ് നമ്മൾ കണ്ടായിരുന്നു ഫ്രാഗ്മെന്റ്സ് വന്ന് അക്രീറ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഡിഫറെന്റ് ഹീറ്റ് സോഴ്സസ് ഉണ്ട്, അക്രീഷണറി ഹീറ്റ് സോഴ്സസ്, റേഡിയോ ആക്റ്റീവ് ഹീറ്റ് സോഴ്സസ്, പിന്നെ എന്താണ് ഹീറ്റ് പ്രൊഡ്യൂസ് ഡ്യൂറിംഗ് ഡിഫറൻഷിയേഷൻ. അപ്പൊ ഈ ഹീറ്റ് സോഴ്സസ് കാരണം കുറെ പാർട്ട് ഓഫ് ദ മൂൺ എന്ത് ചെയ്യും? മെൽറ്റിംഗ് നടക്കും. ഓക്കെ, അപ്പൊ അതിനാണ് നമ്മൾ ഗ്ലോബൽ മാഗ്മ ഓഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ മെൽറ്റിംഗ് നടന്ന വിത്ത് കോഴ്സ് ഓഫ് ടൈം എന്ത് സംഭവിക്കും? അതായത് നമുക്ക് മെൽറ്റ് അല്ലെങ്കിൽ മാഗ്മ ഫോം ചെയ്തു, എന്നിട്ട് ടൈം മാറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഹീറ്റിംഗ് നടക്കും, കൂളിംഗ് നടക്കും. ഇറ്റ് വിൽ കൂൾ. ഓക്കെ, അപ്പൊ കൂൾ ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ ഫീച്ചേഴ്സ് ഫോം ചെയ്യാം? സോൾഡിഫിക്കേഷൻ നടക്കാം. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മിനറൽസ് ക്യാൻ ഫോം. അപ്പൊ അങ്ങനെയാണ് നമുക്ക് 3 മിനറൽസ് ഏതൊക്കെയാണ്? ഒലിവിൻ, പൈറോക്സിൻ, കാൽഷ്യം റിച്ച് പ്ലേജിയോപ്ലേസ്. അപ്പൊ ഇതിൽ ഡെൻസർ ആയിട്ടുള്ള മിനറൽസ് ഏതൊക്കെയാണ്? ഞാൻ 3 മിനറൽസ് എടുത്തോളൂ, ഒലിവിൻ, പൈറോക്സിൻ, കാൽഷ്യം റിച്ച് പ്ലേജിയോപ്ലേസ്. ഒലിവിനിൽ അയൺ ഉണ്ടോ? പൈറോക്സിനിൽ അയൺ ഉണ്ടോ? കാൽഷ്യം റിച്ച് പ്ലേജിയോപ്ലേസിൽ അയൺ ഉണ്ടോ?
ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ഗ്രൂപ്പ് ആക്കാം ഈ മൂന്ന് മിനറൽസിനെ. വൺ മെഗ്നീഷ്യം ആൻഡ് അയൺ റിച്ച് മിനറൽ, അതർ വൺ ഡിവോയിഡ് ഓഫ് അയൺ ആൻഡ് മെഗ്നീഷ്യം. ഓക്കെ, എന്ത് നമുക്ക് ഒരു മാഗ്മ ചേമ്പർ ഉണ്ട്, മാഗ്മ ഉണ്ട്, ഈ മൂന്ന് മിനറൽസും ഉണ്ട്. അപ്പൊ അതിനകത്ത് ഇത് എങ്ങനെ ബിഹേവ് ചെയ്യും? അയൺ ബെയറിംഗ് മെറ്റീരിയൽസ് എവിടെ പോകും? ഫ്ലോട്ട് ചെയ്യോ അതോ സെറ്റിൽ ചെയ്യോ? സിങ്ക്. ഓക്കെ, സെറ്റിൽ ടുവേർഡ്സ് ദ ബോട്ടം. ആൻഡ് കാൽഷ്യം റിച്ച് പ്ലേജിയോക്ലേസ് എന്ത് സംഭവിക്കും? അത് ഫ്ലോട്ട് ചെയ്യും. ഓക്കെ, വാട്ട് ഈസ് ദ കളർ ഓഫ് കാൽഷ്യം റിച്ച് പ്ലേജിയോക്ലേസ്? It can be grey or it can be white in nature. Okay, അപ്പം ഈ കണ്ടിന്യൂസ് അക്യുമുലേഷൻ ഓഫ് കാൽഷ്യം റിച്ച് പ്ലേജിയോക്ലേസ് ഓൺ ദ ടോപ്പ്, അതാണ് ഒരു തിക്ക് അനോർത്തോസിറ്റിക് ക്രസ്റ്റ് മുകളിൽ ഫോം ചെയ്തത്. അപ്പൊ ആ ക്രസ്റ്റ് ആണ് നമ്മൾ വെളുത്തതായിട്ടോ അല്ലെങ്കിൽ ഗ്രേയിഷ് കളറായിട്ടോ കാണുന്നത്. മനസ്സിലായോ അത്? എന്നിട്ട് അത് ക്രസ്റ്റ് ഓഫ് ദ മൂൺ. അപ്പൊ അത് ഫോം ചെയ്തത് 4.45 അല്ലെങ്കിൽ 4.48 ബില്യൺ ഇയേഴ്സിലോ ഫോം ചെയ്ത ക്രസ്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ബോട്ടം എന്ന് പറയുന്നത്, ക്രസ്റ്റ് താഴെയുള്ള ലെയർ ഏതാണ്? മാന്റിൽ. ഓക്കെ, അപ്പൊ മാന്റിൽ മിനറൽസ് ഏതൊക്കെ ആയിരിക്കാം? ഒലിവീനും പൈറോക്സൈനും. അപ്പൊ ഇത് മനസ്സിൽ വെച്ചേക്കണം. ഓക്കെ, നമ്മളിപ്പോ ക്രസ്റ്റ് ഹൈലാൻഡ് ഫോർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്തു. മാന്റിലില് നമുക്ക് ഒലിവീനും പൈറോക്സൈനും ഉണ്ട്. ഓക്കെ, ആൻഡ് ആ ടൈമില് ഹീറ്റ് സോഴ്സും അവൈലബിൾ ആണ്. ഇപ്പം ഈ ഒലിവീനും പൈറോക്സൈനും മെൽറ്റ് ചെയ്ത എന്ത് ടൈപ്പ് ഓഫ് മെൽറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്? മാഫിക് ആയിരിക്കും, ഫെൽസിക് ആയിരിക്കും? മാഫിക്. ഓക്കെ, അതും അയൺ റിച്ച് ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇത്രയും ഐഡിയ മനസ്സിൽ വെച്ചേക്കണം. അതാണ് നമുക്ക് ലൂണാർ മാഗ്മ ഓഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അനോർത്തോസൈറ്റ് ക്രസ്റ്റ് ഫോം ചെയ്തു ടുവേർഡ്സ് എ ഡീപ്പർ പാർട്ട്. ഓക്കെ, നമുക്ക് ഒലിവീനും പൈറോക്സൈനും ചേർന്ന് എന്ത് ചെയ്തു? മാന്റിൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒലിവീൻ ആൻഡ് പൈറോക്സൈൻ. അതിന്റെ ഇടയിൽ ഒരു റെയർ എർത്ത് റിച്ച് റീജിയൻ, അതിനെയാണ് നമ്മൾ ക്രീപ്പ് എന്ന് പറയും. ഓക്കെ, ഇപ്പൊ നമുക്ക് അതിനെ പറ്റി ഡിസ്കസ് ചെയ്യേണ്ട ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ ഹൈലാൻഡ് സർഫസ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിക്കാം. ഇത് സ്മൂത്തർ സർഫസ് ആണോ അതോ റഗ്ഡ് ടൈപ്പ് ഓഫ് സർഫസ് ആണോ? റഗ്ഡ് സർഫസ്. ഓക്കെ, നിങ്ങൾക്കൊരു സോർട്ട് ഓഫ് അൺഡുലേഷൻസ്, റഫ് ആയിട്ടുള്ള ടെറൈൻസും കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ കൊണ്ടില്ല, അത്രയും മനസ്സിലാക്കിയിട്ട് മതി. അതായത് ആ ക്രസ്റ്റ് ഫോം ചെയ്തു 4.45 ബില്യൺ ഇയേഴ്സിലെ ഇമ്പാക്ട് ആക്ടിവിറ്റി എന്താണ്? കൂടുതലാണോ കുറവാണോ? ഇപ്പൊ നമുക്ക് ഒരുപാട് മീറ്ററേറ്റ് ഇമ്പാക്ട് നടക്കുന്നുണ്ടോ? എപ്പോഴാണ് ഏറ്റവും കൂടുതൽ നടന്നിരുന്നത്? ഏർലിയർ സ്റ്റേജിൽ. ഓക്കെ, അപ്പൊ ആ സമയത്ത് ഒരുപാട് മീറ്ററേറ്റ്, അതായത് ഉൾക്കകൾ വന്ന് ലൂണാർ സർഫസിൽ പതിച്ച് ഒരുപാട് ഗർത്തങ്ങൾ ഫോം ചെയ്തു. ഓക്കെ, അത് കാരണമാണ് നമുക്ക് ഈ ഒരു അൺഡിലേറ്റഡ് ടൈപ്പ് ഓഫ് ടെറൈൻ മൂന്നിൽ ഫോം ചെയ്തത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ മാരി റീജിയൻസ് അല്ലെങ്കിൽ ഡാർക്കർ റീജിയൻസ് ഫോം ചെയ്തു എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ ഇപ്പൊ ഈ ഇന്റേണലി എന്തൊക്കെ മിനറൽസ് ആണുള്ളത്? ഒലിവീനും പൈറോക്സൈനും ഉണ്ട്. ആൻഡ് ഇഫ് യു ആർ ഹാവിംഗ് എനി ഹീറ്റ് സോഴ്സ്, either radioactive heat source or convection cells, etc. So what will happen to that olivine and pyroxene rich layer? Melting will take place. അങ്ങനെ മെൽറ്റ് ചെയ്താൽ എന്ത് ഫോം ചെയ്യും? There will be formation of mafic magma. അപ്പം ഈ മാഫിക് മാഗ്മ ഫോം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? നിങ്ങൾക്കറിയാം, ഒരു മാഗ്മ ഫോം ചെയ്ത് എപ്പോഴും അത് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. ഓക്കെ, അപ്പൊ ഇറ്റ് ക്യാൻ ട്രൈ, ബട്ട് ഓൾവേസ് ഇറ്റ് വിൽ നോട്ട് സക്സീഡ് ഇൻ കമ്മിങ് ഔട്ട്. പക്ഷെ നമുക്ക് പറയാൻ പറ്റും ഈ ഇന്റേണലി കുറച്ച് പോക്കറ്റ്സ് ഓഫ് മെൽറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനൊരു ഓപ്പണിംഗ് എക്സ്റ്റേണലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ മെൽറ്റ്, ആ ഫ്രാക്ചറോ അതിൽ കൂടെ വന്നിട്ട് സർഫസിൽ ഫില്ല് ചെയ്യും. ഓക്കെ, മനസ്സിലായോ എങ്ങനെയാണ് മാരി റീജിയൻസ് ഫോം ചെയ്തു എന്നുള്ളത്? ഹൈലാൻഡ് ക്രസ്റ്റിലേക്ക് ഉൾക്കൾ മീറ്ററൈറ്റ്സ് വന്ന് ഇമ്പാക്ട് ചെയ്തു. അങ്ങനെ ഇമ്പാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് ഈസ് കമ്മിങ് അപ്പ് വിത്ത് വെരി ഹൈ പ്രഷർ ആൻഡ് വെലോസിറ്റി. ഓക്കെ, സോ വാട്ട് വിൽ ഹാപ്പൻ ടു ദ ക്രസ്റ്റ്? Breaking or excavation will take place. Along with that, there will be development of shock waves. മനസ്സിലായോ? അപ്പൊ ആ ഷോക്ക് വേവ്സ് ക്രസ്റ്റിന്റെ ഡീപ്പർ പാർട്ടിലേക്ക് പെനിട്രേറ്റ് ചെയ്യും. അപ്പൊ ഈ ഷോക്ക് വേവ്സ് എങ്ങനെ പെനിട്രേറ്റ് ചെയ്യുന്നത്? ഇറ്റ് വിൽ ക്രിയേറ്റ് സം ഫ്രാക്ചർ ഓർ ക്രാക്സ്, which if it is reaching to that partially molten zones, what will happen to the melt? Melt already it is looking for some opportunity. Okay, അപ്പൊ ഇത് ആർട്ടിഫിഷ്യലി അല്ലെങ്കിൽ ഈ പ്രോസസ് വഴി അതിന് ഒരു ഓപ്പണിംഗ് കിട്ടുകയാണ്. അപ്പൊ ആ ഓപ്പണിംഗിന് കൂടെ മാഗ്മ വന്ന് എന്ത് ചെയ്യും? ഈ ഗർത്തത്തിൽ കവർ ചെയ്യും. അപ്പൊ നമുക്ക് എന്തുണ്ടായി? ഡാർക്കർ റീജിയൻസ്. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ? നമ്മൾ ഈ എന്നും രാത്രി കാണുന്ന ബ്രൈറ്റർ റീജിയൻസും ഡാർക്കർ റീജിയൻസും എങ്ങനെയാണ് ഫോം ചെയ്തതെന്നും സിമ്പിൾ ബബൻസ് റിയാക്ഷൻ സീരീസ് യൂസ് ചെയ്ത് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തതും ക്ലിയർ ആയല്ലോ? അത് ഓക്കെ, ഇനി ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. അപ്പൊ ഇതിനകത്ത് കുറെ ആസ്പെക്ട്സ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതെന്താണത്? മീറ്ററൈറ്റ്. ഓക്കെ, ഇത് നമുക്കിപ്പോ ഒരു എക്സ്റ്റേണൽ ഇമ്പാക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇവിടെ എന്ത് സംഭവിച്ചു? ആ മീറ്ററൈറ്റ് വന്ന ലൂണാർ സർഫസിലേക്ക് പതിച്ചു. ഓക്കെ, സോ ഇവിടെ എന്താ ഫോം ചെയ്തത്? ഒരു ക്രേറ്റർ, ഒരു ലാർജ് ക്രേറ്റർ ഫോം ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള ആ ക്രേറ്ററിനെയാണ് നമ്മൾ പ്രൈമറി ക്രേറ്റർ എന്ന് പറയുന്നത്. അതായത് ഒരു എക്സ്റ്റേണൽ ഇമ്പാക്ടർ വന്ന ലൂണാർ സർഫസിൽ ഹിറ്റ് ചെയ്ത ഒരു ക്രേറ്റർ ഫോം ചെയ്തു. ഓക്കെ, അതിനെ നമ്മൾ പ്രൈമറി ക്രേറ്റർ എന്ന് പറയും. ഓക്കെ, അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ റീജിയനിൽ നിന്ന് ഒരുപാട് ഇജക്റ്റ മെറ്റീരിയൽസ് പോയി. ആ ഇജക്റ്റ മെറ്റീരിയൽസ് എവിടെ പോകും? കുറച്ചു നേരം അത്
ഇതിന്റെ സർഫസിന് മുകളിലായിട്ട് പാറി പറന്ന് നടക്കും. വൺസ് ഇറ്റ് ലൂസസ് ഇറ്റ് വെലോസിറ്റി, വാട്ട് വിൽ ഹാപ്പൻ? ദിസ് വിൽ ഓൾസോ കം ആൻഡ് ഹിറ്റ് ദ ലൂണാർ സർഫസ്. വാട്ട് വിൽ ഹാപ്പൻ? യു ക്യാൻ ഹാവ് ഫോർമേഷൻ ഓഫ് അനദർ സെറ്റ് ഓഫ് ക്രേറ്റേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരു പ്രൈമറി ക്രേറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൈമറി ക്രേറ്റർ കാണും. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ കണ്ടു ഒരുപാട് ഇജക്റ്റ മെറ്റീരിയൽസ് ഉണ്ട്. ആ ഇജക്റ്റ മെറ്റീരിയൽസ് എല്ലാം വന്ന് ആ സർഫസിൽ ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഒരുപാട് ചെറിയ ചെറിയ ഗർത്തങ്ങൾ ഫോം ചെയ്യും. അതിനെ നമ്മൾ സെക്കൻഡറി ക്രേറ്റേഴ്സ് എന്ന് പറയും. മനസ്സിലായോ? ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ക്രേറ്റർ. ഓക്കെ, അതൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്. ഇത് നമുക്ക് ഫർദർ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്പീഡിൽ പോവുകയാണെ, സോറി. കണ്ടോ, പ്രൈമറി ക്രേറ്റർ, സെക്കൻഡറി ക്രേറ്റർ ഫോം ചെയ്തതുണ്ടോ? ഓക്കെ, അതിന്റെ ഇജക്റ്റ മെറ്റീരിയൽസ് വന്ന വി ക്യാൻ ഹാവ് ഫോർമേഷൻ ഓഫ് സെക്കൻഡറി ക്രേറ്റേഴ്സ്. ഇനി ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഫീച്ചർ കാണുന്നുണ്ട്. ഇത് കാണാമല്ലോ അല്ലെ? ഇവിടെ നിങ്ങൾക്ക് ഷാഡോഡ് റീജിയൻ എന്ന് കാണാം, ഇവിടെ നിങ്ങൾക്ക് ഇലിമിനേറ്റഡ് ബ്രൈറ്റർ റീജിയൻ ആയിട്ട് കാണാം. അപ്പൊ എന്താണ് ആ ഷാഡോഡ് റീജിയൻ എന്ന് കാണുന്നത്? ഇതൊരു ക്രേറ്ററിനകത്താണ്. അപ്പൊ എന്താണ് ആ ഷാഡോ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്? അല്ല, മോൾട്ടൺ മാഗ്മ അല്ല. അതുകൊണ്ട് ഞാൻ എടുത്ത് ചോദിച്ചത്. അത് ഒരിക്കലും സൺലൈറ്റ് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത റീജിയൻ ആണ് ഷാഡോഡ് ആയിട്ട് കാണുന്നത്. മനസ്സിലായോ? സൺലൈറ്റ് വന്ന് ഏത് ഇലുമിനേഷൻ ആംഗിളിലായിരുന്നാലും ആ റീജിയനിൽ സൺലൈറ്റ് ഒരിക്കലും പതിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഇവിടെ ബ്രൈറ്റർ ആയിട്ട് കാണുന്ന റീജിയനിൽ എന്ത് ചെയ്യും? ഇലുമിനേറ്റഡ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഷാഡോഡ് റീജിയനിൽ കോമറ്റ്സോ ഐസി കോമറ്റ്സ് ഇതൊക്കെ വന്ന് ഐസ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സൺലൈറ്റ് അവിടെ എത്തത്തില്ല. അത് ഐസായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും അവിടെ ഷാഡോഡ് റീജിയനിൽ. അപ്പൊ സയന്റിസ്റ്റ് ഇനിഷ്യലി പറഞ്ഞത് ആ ഐസ് എത്രയോ ദശലക്ഷം വർഷങ്ങളോളം അത് ഐസായിട്ട് കണ്ടിന്യൂ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്, വിത്തൗട്ട് എനി മോഡിഫിക്കേഷൻ. അപ്പൊ നമ്മളത് കുറച്ചൊന്ന് റിഫൈൻ ചെയ്ത് എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻ നടക്കാം, ബട്ട് സ്റ്റിൽ ഇറ്റ് ക്യാൻ എക്സിസ്റ്റ് ആസ് വാട്ടർ ഐസ്. മനസ്സിലായോ? പക്ഷെ ഇതൊരു ഇലിമിനേറ്റഡ് റീജിയനിലാണ് ആ വാട്ടർ ഐസ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് മെൽറ്റ് ചെയ്ത് വാട്ടർ ഫ്ലോ ഇതെല്ലാം സംഭവിക്കാം. മനസ്സിലായോ? അങ്ങനെ ഈ പെർമനന്റ്ലി ഷാഡോഡ് റീജിയൻസ് ഓഫ് മൂൺ, അവിടെയാണ് ചന്ദ്രയാൻ 1 ആൻഡ് ചന്ദ്രയാൻ 2 മിഷൻസ് വാട്ടർ ഐസ് ഡിറ്റക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് മനസ്സിൽ വെച്ചേക്കണേ. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? പിന്നെ ഇത് നമ്മൾ കാണുന്നത് ഒരു ഗർത്തത്തിന്റെ ഉൾഭാഗമാണ്. ഓക്കെ, ഈ കാണുന്നത് ക്രേറ്റർ വാളാണ്. അകത്തേക്ക് കാണുന്നത് ഇത് റിംഗ്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഇനി നമ്മൾ നേരത്തെ ഒരു ബ്രൈറ്റർ ക്രേറ്റേഴ്സ് പറഞ്ഞില്ലേ, അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. കണ്ടോ, ഇവിടെ നമുക്ക് കുറച്ച് ക്രേറ്റേഴ്സിന്റെ ചുറ്റും ബ്രൈറ്റർ ഫീച്ചേഴ്സ് കാണാം. അതിനെയാണ് നമ്മൾ റെയിൽ ക്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ റെയിൽ ക്രേറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് യങ്ങർ ക്രേറ്റേഴ്സ് എന്ന് പറയാം. ഇനി ചില ഗർത്തങ്ങൾക്ക് ചുറ്റും ബ്രൈറ്റർ ഫീച്ചേഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഓൾഡർ ക്രേറ്റേഴ്സ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ ഓർഡർ ഓഫ് സൂപ്പർ പൊസിഷൻ, മറ്റേ ക്രോസ് കട്ടിംഗ് റിലേഷൻസ് അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ റിലേറ്റീവ് ഏജസ് കണ്ടുപിടിക്കത്തില്ലേ, അതേപോലെ തന്നെ മൂണിലോ അല്ലെങ്കിൽ മാർസിലോ നമുക്ക് ഈ ക്രേറ്റർ ഫീച്ചേഴ്സ് വെച്ചിട്ട് നമുക്ക് ഒരു റിലേറ്റീവ് ഏജ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇപ്പൊ ബ്രൈറ്റർ ഫീച്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യങ്ങർ ക്രേറ്റേഴ്സ് ആണ്. ഡാർക്കർ ഫീച്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇത് ഓൾഡർ ക്രേറ്റർ ആണ്. അതിന് ചുറ്റും ബ്രൈറ്റർ ഫീച്ചേഴ്സ് ഒന്നും കാണാൻ പറ്റത്തില്ല. പക്ഷെ ഇതിന് ചുറ്റും ബ്രൈറ്റർ ഫീച്ചേഴ്സ് കാണാൻ പറ്റുന്നതുകൊണ്ട് അത് യങ്ങർ ക്രേറ്റർ ആണ്. അപ്പൊ നിങ്ങൾ മൂന്നിൽ നോക്കിയിരുന്നാലും നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ഗർത്തത്തിനെ കണ്ടിട്ട് അത് വെദർ ഇറ്റ് ഇസ് ഓൾഡ് ഓർ യങ് എന്നുള്ളത് പറയാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു മൂന്നിൽ അറ്റ്മോസ്ഫിയറിക് ഏജൻസ് ഒന്നും ഇല്ല, അതുകൊണ്ട് മറ്റേ ലാൻഡ് സ്ലൈഡ്സ്, മാസ് വേസ്റ്റിംഗ് അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒന്നും നടക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ ഈ ക്രേറ്റർ ടെറൈൻ എന്ന് പറയുന്നത് നല്ലൊരു സൈറ്റാണ്. എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? മാസ് മൂവ്മെന്റ്സ് നടക്കും. അപ്പൊ മോസ്റ്റ് ഓഫ് ദ ലാൻഡ് സ്ലൈഡ്സ് അല്ലെങ്കിൽ മാസ് വേസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഓൺ മൂൺ ഡിറ്റക്ട് ചെയ്തതും ഈ ക്രേറ്റർ വാൾസിലാണ്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് മറ്റേ മാരി റീജിയൻസ് ഫോം ചെയ്യുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതെന്താണ് ഈ കാണുന്നത്? മോൾട്ടൺ മെറ്റീരിയൽ. ഓക്കെ, ഇതിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് മാഗ്നീഷ്യം അയൺ. എന്ത് കളറായിരിക്കും അത്? എന്തൊക്കെ ഐഡിയ ഉണ്ടോ? ഡാർക്കർ കളറാണോ ബ്രൈറ്റർ കളറാണോ? ഡാർക്കർ കളർ. ഓക്കെ, അപ്പൊ ഇത് എന്താണ്? ഷോക്ക് വേവ്സ് പെനിട്രേറ്റ് ചെയ്ത് എല്ലാ ഷോക്ക് വേവ്സും ഈ പാർഷ്യലി മോൾട്ടൺ സോണിൽ എത്തണമെന്നില്ല. അപ്പൊ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഷോക്ക് വേവ്സ് ആ പാർഷ്യലി മോൾട്ടൺ റീജിയനിൽ എത്തണമെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഓപ്പണിംഗിൽ കൂടെ മാഗ്മ വന്ന് ആ റീജിയൻ ഫിൽ ചെയ്യും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആ മാരി റീജിയൻസ് കാണുന്നത്. പ്രൈമറി ക്രേറ്റേഴ്സ് ഫോം ചെയ്തു. ഇനി എന്താണ് സംഭവിക്കുന്നു എന്നുള്ളത് നോക്കി. എന്ത് സംഭവിച്ചു? ഇവിടെ
മെൽറ്റ് വന്ന്, അതായത് ആ ഡീപ്പർ മെൽറ്റ്സ് വന്ന് ഫില്ല് ചെയ്ത് അവിടെ നമുക്ക് ഇത് സോളിഡിഫൈ ചെയ്യുമ്പോൾ എന്ത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആയിരിക്കും നമുക്ക് ഫോം ചെയ്ത് ബസാൾട്ട് ആയിരിക്കും ഫോം ചെയ്തത്. അതേപോലെ ഇത് നമ്മളിവിടെ ഓവർഫ്ലോ ഫീച്ചേഴ്സ് കണ്ടായിരുന്നു. അപ്പൊ ഇത് ഏത് ഫോമിലാണ് ഫ്ലോ ചെയ്യുന്നത്? ഒരു ട്യൂബ് അല്ലെങ്കിൽ ചാനൽ ടൈപ്പ് ഓഫ് ഇതിലാണ് ഫ്ലോ ചെയ്യുന്നത്. ഇത് സോളിഡിഫൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്കൊരു ലാവ ട്യൂബ് അല്ലെങ്കിൽ ലാവ ചാനൽ ടൈപ്പ് ഓഫ് ഫീച്ചേഴ്സ് കിട്ടും. ഇതിന്റെ സർഫസ് എന്ന് പറയുന്നത് റാപ്പിഡ്ലി കൂൾ ചെയ്യും. ഓക്കെ, ഇന്റേണലി ലാവ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. വൺസ് ഹോൾ ലാവ ഹാസ് ബീൻ വിത്ഡ്രോൺ ഫ്രം ദാറ്റ് സ്ട്രക്ചർ, എന്ത് ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ആയിരിക്കും അത്? അതായത് നമുക്ക് പുറത്ത് ഷീൽഡഡ് സ്ട്രക്ചറും അകത്ത് ഹോളോ ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ആയിരിക്കും. ഏതെങ്കിലും ഒരു ഇമ്പാക്ടർ വന്ന് ഹിറ്റ് ചെയ്ത് ഒരു പാർട്ട് കൊളാപ്സ് ചെയ്യാണെന്നുണ്ടെങ്കിൽ അതുവഴി നമുക്ക് കയറി ഇതിനകത്ത് ഇരുന്നാൽ സോളാർ ഫ്ലെയർസിൽ നിന്ന് പ്രൊട്ടക്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു സൈറ്റ് ഇത് പ്രപ്പോസ് ചെയ്തത് നമ്മുടെ സ്പേസ് ആപ്ലിക്കേഷൻ ഗ്രൂപ്പ് അഹമ്മദാബാദിലെ സയന്റിസ്റ്റ് ആണ്. അത് നാസയും വൈഡ്ലി അക്സെപ്റ്റ് ചെയ്തു. ദിസ് ക്യാൻ ബി എ പൊട്ടൻഷ്യൽ ഹാബിറ്റബിൾ സൈറ്റ് ഓൺ മൂൺ. ഓക്കെ, ഇത് ഞാൻ പിന്നെ പറയും. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഇനി ഇത് നോക്കിക്കോട്ടെ. ഇത് സോളിഡ് നേരത്തെ നമ്മൾ അനോത്തോസൈറ്റ് സർഫസ് എങ്ങനെയായിരുന്നു? അത് സ്മൂത്ത് സർഫസ് ആയിരുന്നോ, റഫ് അല്ലെങ്കിൽ റഗ് ടെറൈൻ ആയിരുന്നോ? അൺഡിലേഷൻസ് എല്ലാം കണ്ടിട്ടുണ്ട്. ഇത് എന്ത് ടൈപ്പ് ഓഫ് ടെറൈൻ ആണ്? ഇത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ടെറൈൻ ആണ്. ഓക്കെ, നമ്മൾ ഈ ലാൻഡിംഗ് സൈറ്റ് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ടൈപ്പ് ഓഫ് ഫീച്ചറും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമുക്കത് പിന്നീട് നോക്കാം. ഓക്കെ, ഇത് ഞാൻ എളുപ്പം പോകുന്നു. ഇത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ്, നമ്മൾ കുറച്ച് ക്രേറ്റേഴ്സ് ഇവിടെ കണ്ടു. ഓക്കെ, അപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമ്പാക്ട് ക്രേറ്റേഴ്സ് മൂന്നിലുണ്ട്. സ്റ്റാർട്ടിംഗ് ഫ്രം പിറ്റ് സൈസ്ഡ് ക്രേറ്റർ. ഇവിടെ നമുക്ക് നോക്കിയാൽ ഇത് പിറ്റ് സൈസ്ഡ് ക്രേറ്റർ ആണ്. പിന്നെ അതല്ലാതെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ക്രേറ്റേഴ്സ് കാണാം. അപ്പൊ ചില ക്രേറ്റേഴ്സ് നമുക്ക് ഒരു സിമ്പിൾ ബൗൾ ഷേപ്പ് സ്ട്രക്ചർ ആയിരിക്കും. ചില ക്രേറ്റേഴ്സിന് അകത്ത് എന്താണ് ഒരു മൗണ്ട് ടൈപ്പ് ഓഫ് ഫീച്ചേഴ്സ് കാണാം. അതെന്ന് പറയുന്നത് ഒരു റീബൗണ്ട് മെക്കാനിസം ആണ്. ഓക്കെ, ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ പറയാം. ഇത് കണ്ടോ? Okay, so these are the ideal sites to understand deeper regions of the planet otherwise not exposed. ഇത് നമ്മുടെ മൂണിലെ ക്രേറ്റർ അല്ല, ഇത് പാരിങ്കർ ക്രേറ്റർ ഇൻ അരിസോണ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇതാണ്, ഇവിടെ നമുക്ക് ഈ ഡീപ്പർ റീജിയൻസ് കാണാൻ പറ്റും. നമ്മൾ ഈ സർഫസ് ആണ് പ്രോബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ റീജിയന്റെ ഡീപ്പർ പാർട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമുക്കൊരു ഇമ്പാക്ട് ക്രേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് വാൾ റീജിയനും ഫ്ലോർ റീജിയൻസിലും നമുക്ക് ഡീപ്പർ റീജിയൻസ് കാണാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഈ പ്ലാനറ്ററി എക്സ്പ്ലോറേഷനിൽ ഇമ്പാക്ട് ക്രേറ്റേഴ്സിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്കൊരു ഡീപ്പർ റീജിയനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ ഐഡിയൽ സൈറ്റ്സ് എന്ന് പറയുന്നത് ഇമ്പാക്ട് ക്രേറ്റേഴ്സ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ റിലേറ്റീവ് ഏജ് ഡേറ്റിംഗ് ടെക്നിക്, അതായത് ഒരു പർട്ടിക്കുലർ സർഫസിൽ ഇഫ് ലാർജ് നമ്പർ ഓഫ് ക്രേറ്റേഴ്സ് ആർ ദേർ. കണ്ടോ, ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ യങ്ങർ റോഡ്സ്. ഓക്കെ, പിന്നെ ഓൾഡർ റോഡ്സ്. ഓൾഡർ റോഡ്സിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് കാണാൻ പറ്റുന്നത്? ലോട്ട് ഓഫ് ഗട്ടേഴ്സ് അല്ലെങ്കിൽ പോട്ട് ഹോൾസ് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് അതിനെ എപ്പോഴെങ്കിലും പുതുതായിട്ട് ഉണ്ടാക്കിയ റോഡാണെന്ന് പറയാൻ പറ്റും. കുറച്ചുപേരെങ്കിലും പറയുമായിരിക്കും ഇപ്പൊ ഉണ്ടാക്കിയ റോഡ് ഇതേ അവസ്ഥയാണെന്നുള്ളത് പറയുമായിരിക്കും. ഓക്കെ, എന്നാലും ഇതാണ് ഇതൊരു യങ്ങർ സ്മൂത്ത് റോഡ്. നമുക്ക് ക്രേറ്റേഴ്സ് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് മൂൺ മാർസിലേക്കും അപ്ലൈ ചെയ്യാം. ഒരു റീജിയനിൽ ഇഫ് യു ആർ ഹാവിംഗ് ലാർജ് നമ്പർ ഓഫ് ക്രേറ്റേഴ്സ്, ആ റീജിയനെ നമുക്ക് ഓൾഡർ റീജിയൻ എന്ന് പറയാം. ആൻഡ് ഇഫ് യു ആർ ഹാവിംഗ് ലെസ് നമ്പർ ഓഫ് ക്രേറ്റേഴ്സ്, അതിനെ നമുക്ക് യങ്ങർ റീജിയൻസ് എന്നുള്ളത് പറയാം. ഓക്കെ, അപ്പം റിലേറ്റീവ് ഏജ് ഡേറ്റിംഗ് ടെക്നിക്സിനും അത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ആദ്യമൊക്കെ മാറി ഇനി എങ്ങനെയാണ് മൂണിലെ സോയിൽസ് ഫോം ചെയ്യുന്നത്? ഓക്കെ, അപ്പം മൂണിലെ സർഫസിൽ നമുക്ക് സോയിൽസ് കുറച്ച് തിക്നെസ്സിൽ സോയിൽസ് ഉണ്ടാവും. അപ്പൊ എങ്ങനെയാണ് ആ സോയിൽസ് ഫോം ചെയ്തത്? ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് വെതറിംഗ് പ്രോസസ് വഴിയാണ് എർത്തില് സോയിൽ ഫോം ചെയ്യുന്നത്. പക്ഷെ മൂണില് ഈ പറഞ്ഞ വെതറിംഗ് പ്രോസസ്സസ് ഒന്നും നടക്കുന്നില്ല, പക്ഷെ സോയിൽസ് ഉണ്ട്. എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ആ സോയിൽസിനെ നമ്മൾ പറയുന്നത് ലൂണാർ റിഗോളിത്ത് എന്ന് പറയുന്നതാണ്. ഇതൊരു ഫുട് പ്രിന്റ് ആണ് അപ്പോളോ ആസ്ട്രോനോട്ടിന്റെ. ഓക്കെ, അങ്ങനെ ഒരു ഫുട് പ്രിന്റ് അവിടെ പതിയണമെന്നുണ്ടെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് സർഫസ് ആയിരിക്കും അത്? ഹാർഡ് സർഫസ് ആണോ, സ്മൂത്ത് സർഫസ് ആണോ? സ്മൂത്തർ സർഫസ്. ഓക്കെ, അങ്ങനെ സ്മൂത്തർ സർഫസ് വരണമെന്നുണ്ടെങ്കിൽ സോയിൽ അല്ലെങ്കിൽ ഫൈൻ ഗ്രെയിൻ മെറ്റീരിയൽസ് വേണം. അപ്പൊ ആ ഫൈൻ ഗ്രെയിൻ മെറ്റീരിയൽസ് എങ്ങനെയായിരിക്കും ഫോം ചെയ്തത്? ഇമ്പാക്ട് ആക്ടിവിറ്റി വഴി. ഓക്കെ, കോഴ്സർ മെറ്റീരിയൽസ് കാണാം, നമുക്ക് ഫൈനൽ ഫ്രാക്ഷൻസ് കാണാം. ഇതെല്ലാം വന്ന് സർഫസിലേക്ക് പതിക്കും. അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ ലൂണാർ റിഗോളിത്ത് അല്ലെങ്കിൽ സോയിൽസ് ഓഫ് മൂൺ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നമുക്ക് കുറച്ച് ഗ്ലാസി മെറ്റീരിയൽസ് കിട്ടിയിട്ടുണ്ട്, ഹാവിംഗ് കോമ്പോസിഷൻ ഓഫ് ഒലിവിൻ ആൻഡ് ടൈറ്റാനിയം റിച്ച് മെറ്റീരിയൽസ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഡേറ്റ സെലക്ട് ചെയ്യുന്നത് നോക്കാം. ഇനി 15 മിനിറ്റ് കൂടെ തന്നിട്ടുള്ളൂ. അപ്പൊ അതിനകത്ത് ഞാൻ മാക്സിമം കവർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. സാബു സാർ എന്നെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. എന്താ ഡിഫറെന്റ് മിനറൽസ് ഓഫ് മൂൺ. ഓക്കെ, ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞായിരുന്നു. നമുക്ക് എങ്ങനെയാണ് ഡേറ്റ ഇവിടെ ഒരു മിഷൻ, ഇപ്പൊ ഇത് ചന്ദ്രയാൻ മിഷന്റെ ജനറേറ്റ് ചെയ്ത വീഡിയോ ആണ്. അപ്പം ആ മിഷൻ മൂണിനെ പ്രോബ് ചെയ്യാണ്. ഇത് ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജർ എന്ന് പറയുന്ന ഒരു പേരോട്
ലൂണാർ സർഫസ് പ്രോബ് ചെയ്യണം. അപ്പൊ മിനറൽസിന്റെ റിഫ്ലക്റ്റൻസ് പ്രോപ്പർട്ടിയുടെ ബേസിസിൽ എമിഷൻ, അബ്സോർപ്ഷൻ ഇതെല്ലാം പ്രോപ്പർട്ടീസിന്റെ ബേസിസിൽ നമുക്ക് ഡേറ്റ ജനറേറ്റ്, സ്പെക്ട്രൽ ഡേറ്റ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഡേറ്റ എന്ന് പറയുന്നത് റോ ഡേറ്റയാണ്. അപ്പൊ ആസ് സച്ച് ആ ഡേറ്റ എടുത്തിട്ട് നമുക്ക് എന്താണ് മിനറൽ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് അതിനകത്ത് സ്യൂട്ടബിൾ കറക്ഷൻ മെത്തേഡ്സ് അപ്ലൈ ചെയ്യണം. അതിന്റെ ബേസിസിൽ നമുക്ക് അറിയാൻ പറ്റും ഇത് അയൺ, അലുമിനിയം, കാൽഷ്യം എക്സെട്ര എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതിന്റെ ബേസിസിൽ എന്ത് മിനറലാണ് അവിടെ ഉള്ളത് എന്നുള്ളത് നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ഞാൻ ഇതിനോടൊന്നും കടക്കുന്നില്ല, ടൈം ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് റോ ഡേറ്റ കിട്ടുന്നതും പിന്നെ എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത് എന്നുള്ളത് കാണാം. എല്ലാം റിമോട്ട് സെൻസിങ് പ്രോപ്പർട്ടീസ് ആണ്. പ്രോബ്ലി ബ്രിജേഷ് സാർ നമ്മളെ പഠിപ്പിച്ച് കാണുമായിരിക്കും. അപ്പൊ ആ ഫണ്ടമെന്റൽ റിമോട്ട് സെൻസിങ് ഇത് വെച്ചിട്ട് നമുക്ക് ഡേറ്റ ഇതാണ്. അപ്പൊ ഈ കിട്ടുന്നത് നമുക്ക് റോ ഡേറ്റ ആണ്. ഇതിന് നമുക്ക് ഒരു ഐഡിയയും കിട്ടത്തില്ല. പക്ഷെ ഇതിന് സ്യൂട്ടബിൾ കറക്ഷൻസ് അപ്ലൈ ചെയ്ത മീനിങ് ആയിട്ടുള്ള ഡേറ്റ, സ്പെക്ട്രൽ ഡേറ്റ കിട്ടുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതാണ്. നമുക്ക് ഈ അബ്സോർപ്ഷൻ പാരാമീറ്റേഴ്സ് എല്ലാം ഇതിൽ നിന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതിന്റെ ബേസിസിൽ എലമെന്റ്സ് ഏതെന്ന് ഐഡന്റിഫൈ ചെയ്ത് ആ എലമെന്റ്സിന്റെ ബേസിസിൽ നമുക്ക് മിനറൽസ് പറയാം, മിനറൽസിന്റെ ബേസിസിൽ റോക്സ് പറയാൻ പറ്റും. ഇതാണ് ചന്ദ്രയാൻ 1 M3 എന്ന് പറയുന്ന ഒരു പേരോഡ്, മൂൺ മിനറോളജി മാപ്പ്. അത് ഒരു മൂണിന്റെ കംപ്ലീറ്റ് മിനറൽ മാപ്പിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതിനകത്ത് ആ ഗ്രീൻ, പർപ്പിൾ ആൻഡ് ബ്ലൂ ഏരിയാസ് എന്ന് പറയുന്നത് അയൺ റിച്ച് ലാവ ഫ്ലോസും റെഡ് ആൻഡ് പിങ്ക് ഏരിയാസ് എന്ന് പറയുന്നത് അനോർത്തോസിറ്റിക് റിച്ച് ഏരിയാസ് ആണ്. ഓക്കെ, റേസ് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി അല്ലാതെ തന്നെ നേരത്തെ നമ്മൾ മെൽറ്റ് വീഡിയോയിൽ കാണിച്ചിരുന്നു. പക്ഷെ ശരിക്കും ആ മെൽറ്റ് ഇമേജ് ചെയ്തത് എന്താണ്? മെൽറ്റ് ഫ്ലോ കണ്ടോ, ഇമ്പാക്ട് മെൽറ്റ്സ് ആണത്. പിന്നെ ലാൻഡ് സ്ലൈഡ്സ് നമ്മൾ നേരത്തെ ആ ക്രേറ്റർ വാളിൽ കൂടെ മെറ്റീരിയൽ മൈഗ്രേഷൻ നടന്നത് കണ്ടായിരുന്നു. അപ്പൊ ഇത് സം ഓഫ് ദ ഇമേജസ് ഷോയിങ് ലാൻഡ് സ്ലൈഡ് ആക്ടിവിറ്റീസ് ടേക്കിംഗ് പ്ലേസ് ഓൺ മൂൺ. പിന്നെ മൂന്ന് ഇത് മാത്രമല്ല നമ്മൾ പറയുന്നത്, മൂന്നിനെ നമുക്ക് ഒരു പൊട്ടൻഷ്യൽ റിസോഴ്സ് റിച്ച് ബോഡി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. നമ്മളിപ്പോ റിക്കോൾഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് അലുമിനിയം, അയൺ, ടൈറ്റാനിയം ഇതെല്ലാം എക്സ്ട്രാക്ട് ചെയ്യാം. അതേപോലെ തന്നെ മെറ്റൽസ് ഉണ്ട്, വോളറ്റൈൽസ്, വാട്ടർ ഐസ്, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണ്. അപ്പൊ ഇതൊക്കെയാണ് പൊട്ടൻഷ്യൽ ലൂണാർ റിസോഴ്സസ്. അപ്പൊ അതിലേക്ക് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ ചൂസിങ് എ പർട്ടിക്കുലർ ലാൻഡിംഗ് സൈറ്റ്. അപ്പൊ അതിൽ ജിയോളജി ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നോക്കാം. അത് ഏതൊരു പ്ലാനറ്റ് എടുത്തിരുന്നാലും ചൂസിങ് എ ലാൻഡിംഗ് സൈറ്റ്, ഓക്കെ, അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്. ഫസ്റ്റ് കണ്ടോ, ടോപ്പോഗ്രഫിക്കൽ മാപ്പിംഗ് ഓഫ് ദാറ്റ് ടെറൈൻ. അപ്പൊ നമുക്ക് അവിടുത്തെ ആ മോർഫോളജിക്കൽ ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നെക്സ്റ്റ് ദ സർഫസ് ലെവൽഡ് ആണോ? അപ്പൊ ഏത് സർഫസ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്? ലെവൽഡ് സർഫസ് ആണോ, ലെവൽ അല്ലാത്ത സർഫസ് ആണോ പ്രിഫർ ചെയ്യുന്നത്? എപ്പോഴും ലെവൽ സർഫസ് ആണ്. കാര്യം റോബർ വീൽ മൂവ്മെന്റിന് സ്മൂത്തർ ആയിട്ടുള്ള ഒരു റീജിയൻ വേണം. എന്നിട്ട് ടെമ്പറേച്ചർ ആസ്പെക്ട്, ഓക്കെ, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് റോക്ക് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആ സർഫസ് ടെമ്പറേച്ചർ ആണ് മെഷർ ചെയ്യുന്നത്. അതേപോലെ ഹസാർഡ് റീജിയൻ, സ്മാൾ റോക്ക് ഹസാർഡ്സും പിന്നെ ലാർജ് റോക്ക് ഹസാർഡ്സും ഉണ്ട്. ഏത് റീജിയൻ ആയിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? സ്മാളർ ഹസാർഡ്സ് ആണോ, ലാർജർ ഹസാർഡ്സ് ആണോ? സ്മാളർ ഹസാർഡ്സ് റീജിയൻസ്. ഓക്കെ, പിന്നെ ഇതെല്ലാം ആസ്പെക്ട്സും വെച്ച് സർഫസ് ഇമേജിംഗ് കവർ ചെയ്യും. ഇത് കണ്ടോ, ഇതെല്ലാം ജിയോളജിക്കൽ ആസ്പെക്ട്സ് ആണ്. ലാർജർ റോക്ക് ഹസാർഡ്സ് റീജിയൻസ്. അപ്പൊ ഇതിന്റെ എല്ലാ ആസ്പെക്ടിന്റെ ബേസിസിൽ ഒരു പർട്ടിക്കുലർ റീജിയൻ അവർ മാപ്പ് ചെയ്ത് ഈ ഗ്രീൻ ആയിട്ട് കാണുന്നതാണ് സേഫർ ലാൻഡിംഗ് സൈറ്റ്. അപ്പൊ അവിടെ ജിയോളജി പ്ലേസ് എ മേജർ റോൾ. ഇനി ഇത് കണ്ടോ, മൂന്നിലെ ഇതുവരെയുള്ള ലാൻഡിംഗ് ഇവന്റ്സ് ആണ്. അതിനകത്ത് അപ്പോളോ മിഷൻസ് ഉണ്ട്, റഷ്യയുടെ ലൂണ മിഷൻസ് ഉണ്ട്, ചൈനയുടെ ചാങ്കി മിഷൻസ് ഉണ്ട്. ഇതെല്ലാം എവിടെയാണ് ഇതെല്ലാം ലാൻഡ് ചെയ്തേക്കുന്നത്? ഹൈലാൻഡ് റീജിയൻസിലാണോ, മാരിൻ റീജിയൻസിലാണോ? മാരിൻ റീജിയൻസിൽ. എന്തുകൊണ്ടാണ് ആ റീജിയൻ പ്രിഫർ ചെയ്തത്? ബിക്കോസ് ഇറ്റ് ഈസ് സ്മൂത്ത്, ഈസി ഫോർ റോവർ വീൽ മൂവ്മെന്റ്. ഓക്കെ, ബട്ട് ഇപ്പൊ ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹൈലാൻഡ് റീജിയനിലേക്ക് ലാൻഡ് ചെയ്യാനുള്ളത്. ചൈനയുടെ ചാങ്കി 5 മിഷൻ ഫാർ സൈഡ് റീജിയനിലെ ഹൈലാൻഡ് റീജിയനിൽ ലാൻഡ് ചെയ്തിട്ടാണ് ഒരു 2 കിലോഗ്രാം സാമ്പിൾസ് എടുത്ത് തിരിച്ചു കൊണ്ടുവന്നത്. ഓക്കെ, ഇനി നമുക്ക് ഞാൻ ക്വിക്ലി ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2 മിഷൻസ് എനിക്ക് മറ്റേ ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്യാൻ ടൈമില്ല. പക്ഷെ അത് ഞാൻ എന്റെ മെയിൻ ആസ്പെക്ട് എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഏതൊരു ഇന്റർപ്ലാനറ്ററി മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജിയോളജിക്കൽ ആസ്പെക്ട്സ് പ്ലേ സിഗ്നിഫിക്കന്റ് റോൾ. ഒന്ന്, നമുക്ക് ഇതൊരു ടെക്നോളജി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സ് ആണ്. ഇപ്പൊ സാറ്റലൈറ്റ് പേലോഡ് ഇതവിടെ ചെയ്യണം എന്നുള്ളതാണ്. അതിനുശേഷം പിന്നെ എന്ന് വെച്ചാൽ സയൻസ് ആസ്പെക്ട്സ് ആണ്. നമുക്ക് ഡേറ്റ കിട്ടും, ആ ഡേറ്റയിൽ നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള റിസൾട്ട്സ് ഇന്റർപ്രറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിനകത്ത് അറ്റ്മോസ്ഫിയറിക് സയൻസ് ഇമ്പോർട്ടന്റ് ആണ്, പിന്നെ ജിയോളജിയും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മളിപ്പോ ചന്ദ്രയാൻ 1 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 11 സയന്റിഫിക് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് മോസ്റ്റ്ലി അവർ എയിം ചെയ്തത് എക്സ്പ്ലോറിംഗ് ദ ലൂണർ റിസോഴ്സസ് ആസ് വെൽ ആസ് ദ കോമ്പോസിഷൻ
ഡയമെൻഷണൽ മാപ്പിംഗ് ഓഫ് ദ മൂൺ. അപ്പൊ അത് ജിയോളജി റിലേറ്റഡ് പേലോഡ്സ് ഒരു 4-5 എണ്ണം ഉണ്ടായിരുന്നു. മിനറൽ മാപ്പിംഗിലും ഇതൊക്കെ ആയിട്ട്. Origin of important lunar science questions Chandrayaan tried to address the origin of moon, understanding the early history of evolution of moon, then assessment of lunar resources. So significant scientific achievements എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ ഓർ ഹൈഡ്രോക്സിൽ മോളിക്യൂൾസ് ഇൻ lunar hole, പിന്നെ കുറച്ച് ന്യൂ മിനറൽസ് മെഗ്നീഷ്യം, അലുമിനിയം, പിന്നെ ഡോം ടൈപ്പ് ഓഫ് സ്ട്രക്ചർ. നമ്മുടെ വോൾക്കാനിക് ആസ്പെക്ടിൽ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് നമുക്ക് ഡോം ടൈപ്പ് ഓഫ് ഫീച്ചർ ഫോം ചെയ്യുന്നത്? ലാവ ബേസിക് ആയിരിക്കുമ്പോഴാണോ ഫെൽസിക് ആവുമ്പോഴാണോ? കേട്ടില്ല. ഫെൽസിക് ആണോ മാഫിക് ആണോ? ഫെൽസിക്. ഓക്കെ, പഠിച്ചിട്ടില്ലേ? പൈറോപ്ലാസ്റ്റിക് മെറ്റീരിയൽസ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഡോം ടൈപ്പ് ഓഫ് ഫീച്ചർ ഫോം. എന്ത് ചെയ്യും? ലാവ ഇതിന് കൂടുതൽ ഏരിയ കവർ ചെയ്യാൻ പറ്റത്തില്ല. അത് ഹൈലി വിസ്കസ് ലാവയായിരിക്കും. അത് കാരണം എന്ത് ചെയ്യും? മൂവ്മെന്റ് ലിമിറ്റ് ചെയ്യും. ഓക്കെ, ലെസ് വിസ്കസ് ലാവയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ കവർ ലാർജർ ഏരിയൽ ഡിസ്റ്റൻസസ്. അപ്പം Chandrayaan payloads basis the detection of lunar silicic domes, okay, then drills detection of water ice in the polar regions. Eventually a water ice like permanently shadowed crater കാണിച്ചിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് ക്രേറ്റേഴ്സിൽ പെർമനന്റ്ലി ഷാഡോഡ് റീജിയൻസ് ഉണ്ട്. ഇതൊരു എർലാൻഡർ ക്രേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിനകത്ത് ഈ ഒരു റിം സൈഡ് മാത്രമാണ് ഇലുമിനേറ്റഡ്, ബാക്കി എല്ലാ സൈഡും എന്താണ് ലെസ് ഇലുമിനേറ്റഡ്, ഡാർക്കർ ആണ്. വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എ പെർമനന്റ്ലി ഷാഡോഡ് ക്രേറ്റർ. ഇനി നമ്മൾ ഷൂമാക്കർ ക്രേറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ എന്താ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ എല്ലാം ഡാർക്കർ റീജിയൻസ് ആണ്. അപ്പൊ ഇതിനെ നമ്മൾ പെർമനന്റ്ലി ഷാഡോഡ് റീജിയൻസ്, PSR റീജിയൻസ് എന്ന് പറയും. ഇത് മൂന്നിലെ പെർമനന്റ്ലി ഷാഡോഡ് റീജിയൻസ് മാപ്പ് ചെയ്ത ഒരു ഇതാണ്. ഇതിൽ നമ്മുടെ ഇന്ത്യയിലെ PRL ഗ്രൂപ്പ് സയന്റിസ്റ്റും ഇത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയും ഡാർക്കർ പെർമനന്റ്ലി ഷാഡോഡ് ക്രേറ്റേഴ്സ് മുന്നിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ഇപ്പോ പറയാം. ഇത് ഞാൻ അടുത്തതിലേക്ക് വരാം. ഇത് ഷാക്കിൾട്ടൺ ക്രേറ്റർ. ഓക്കെ, അപ്പൊ അതിന്റെ സൈസ് എന്ന് പറയുന്നത് നോക്കൂ, 4.2 കിലോമീറ്റർ വേഴ്സസ് 21 കിലോമീറ്റർ. മനസ്സിലായോ? ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, അപ്പൊ ഇതിന്റെ ഒരു മേജർ പാർട്ട് എന്ന് പറയുന്നത് പെർമനന്റ്ലി ഷാഡോഡ് ആണ്. അപ്പൊ ഇത്രയും റീജിയൻസിൽ വാട്ടറൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒരു പർട്ടിക്കുലർ ക്രേറ്ററിന്റെ ആസ്പെക്ട് ആണ്. അപ്പം ഇതേപോലെ പെർമനന്റ്ലി ഷാഡോഡ് റീജിയനിലെ വാട്ടറൈസ് ഡിപ്പോസിറ്റ്സ് മറ്റ് ക്രേറ്റേഴ്സിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തിങ്ക് അബൌട്ട് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഐസ് അവൈലബിലിറ്റി ഓൺ മൂൺ. ഓക്കെ, അപ്പൊ അതിനെ അത്രയും മെൽറ്റ് ചെയ്തെടുത്താൽ എത്രത്തോളം വാട്ടർ നമുക്ക് കിട്ടും എന്നുള്ളത് ചിന്തിക്കുക. ഓക്കെ, ആ വാട്ടർ എങ്ങനെ നമുക്ക് എഫക്റ്റീവ്ലി യൂസ്ഫുൾ ആയിട്ട്, ഏത് നമ്മളിപ്പോ ഒരു കോളനൈസേഷൻ ആസ്പെക്ട് ആണെന്നുണ്ടെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ മിഷൻ ആസ്പെക്ട് ആണെന്നുണ്ടെങ്കിലോ നമുക്ക് അതിനെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് തിങ്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ആ ടൈപ്പ് ഓഫ് റിസർച്ച് നടക്കുകയാണ്. ഇതാണ് ആ ഷാക്കിൾട്ടൺ ക്രേറ്റർ. ഓക്കെ, ആർട്ടമിസ് മിഷനെ പറ്റി ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞില്ലേ. അപ്പൊ ആർട്ടമിസ് മിഷൻ ലാൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു റീജിയനിലാണ്. എന്തുകൊണ്ടാണ്? ഇവിടുന്ന് അവര് ലാൻഡ് ചെയ്ത് ഈ ഷാക്കിൾട്ടൺ ക്രേറ്ററിലേക്ക് പോകാൻ ഈസി ആണ്. നമുക്ക് അതിനെ പറ്റിയിട്ട് പെർമനന്റ്ലി ഷാഡോഡ് റീജിയൻസിനെ പറ്റിയിട്ട് കൂടുതൽ അവയർനെസ് അല്ലെങ്കിൽ ഐഡിയാസ് തരാൻ ആ മിഷൻ യൂസ്ഫുൾ ആയിരിക്കും. ഇത് വേറൊരു സോഴ്സ് ആണ്. അപ്പൊ അത് ഞാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്. അപ്പൊ നേരത്തെ നമ്മൾ എക്സോജനിക് വാട്ടർ ആണ് പറഞ്ഞത്. ഇത് നമുക്ക് എൻഡോജനിക് വാട്ടർ. നിങ്ങൾ ചില പഠിക്കുമ്പോൾ ഫ്ലൂയിഡ് ഇൻക്ലൂഷൻസ് പഠിച്ചിട്ടുണ്ടല്ലോ, വാട്ടർ ബെയറിംഗ് ഇൻക്ലൂഷൻസ്. അതേപോലെ തന്നെ ഒളിവീൻ പൈറോക്സൈഡ്സ്, ഇതിനകത്ത് വാട്ടർ ബെയറിംഗ് വീക്സ് ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ ബേസിസിൽ എൻഡോജനിക് വാട്ടർ മൂണിലുണ്ടെന്നുള്ളത് ചന്ദ്രയാൻ മിഷൻ വഴി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതും ഇന്ത്യൻ സയന്റിസ്റ്റിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. ഡിസ്കവറി ഓഫ് മാഗ്മാറ്റിക് ഓഫ് എൻഡോജനിക് വാട്ടർ ഓൺ മൂൺ. അപ്പൊ അത് മീഡിയ മാക്സിമം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് റിൽസ ലാവ ട്യൂബ്സ്. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ അതിൽ ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് കണ്ടോ, ഇന്റേണൽ ഒരു ഹവായിയൻ ലാവ ട്യൂബ് നമുക്കൊരു അനലോഗ് ഇതായിട്ട് എടുക്കാം. അതിന്റെ ഇന്റേണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹോളോ ആണ്, ഔട്ട്സൈഡ് ഷീൽഡഡ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് എടുത്താൽ ഈ റീജിയൻ ബെറീഡ് ആണ്, ഇവിടെ കൊളാപ്സ്ഡ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കൂടെ ഇറങ്ങി ഇതുവഴിയെ വന്നാൽ നമുക്ക് സോളാർ ഫ്ലെയർസിന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ഒരു ഇമ്പോർട്ടന്റ് എന്താണ് ഹാബിറ്റബിൾ ആസ്പെക്ട് ഓഫ് മൂൺ. ഇവിടെ ഇത് കണ്ടോ, 3D വ്യൂ ഓഫ് ലാവ ട്യൂബ് ഓഫ് മൂൺ. ഇവിടെ കൊളാപ്സ് റീജിയൻ ആണ് ഇവിടെ പറയുന്നത്. ഇതുവഴി പോയി അകത്തിരുന്ന് നമുക്ക് സോളാർ ഫ്ലൈസിൽ നിന്നും പേടിക്കേണ്ട. ഇതൊരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, സോ ഡെവലപ്പ് ചെയ്യേണ്ടത് ലേറ്റർ. ഇനി ചന്ദ്രയാൻ 2 ഇതാണ് പേലോഡ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജിയോളജി റിലേറ്റഡ് പേലോഡ്സ് ഉണ്ട്. ഒന്ന് എക്സ്റേ സ്പെക്ട്രോമീറ്റർ ഉണ്ട്, ഒരു മിനി XRF ആണ്. പിന്നെ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ. അതിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ലൂണാർ സർഫസിന്റെ കുറച്ച് ഫ്യൂ മീറ്റേഴ്സ് ഡീപ്പറിലേക്ക് അത് പെനട്രേറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് സബ്സർഫസ് ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ ടെറൈൻ മാപ്പിംഗ് ക്യാമറ, പിന്നെ ഓപ്റ്റിക്കൽ ഹൈ റെസൊല്യൂഷൻ ക്യാമറ. അപ്പൊ ഇന്ന് വരെ മൂന്നില് ഇപ്പൊ ഓർബിറ്റ് ചെയ്യുന്നത് ഏറ്റവും ഹൈ റെസൊല്യൂഷൻ ക്യാമറ എന്ന് പറയുന്നത് നമ്മുടെ ചന്ദ്രയാൻ 2 മിഷനിലെ OHRC ക്യാമറയാണ്. അപ്പൊ അതിന്റെ കുറച്ച് ഇമേജസ് ഞാൻ കാണിക്കാം.
അപ്പൊ ഇതെല്ലാം ജിയോളജിയാണ്. ഇത് നാസയുടെ LROC ലൂണർ റിക്കണൈസൻസ് ഓർബിറ്റർ ക്യാമറ പകർത്തിയ പിക്ചർ ആണ്. സെയിം റീജിയൻ ചന്ദ്രയാൻ 2ന്റെ ഡ്യുവൽ ഫ്രീക്വൻസി സിന്തറ്റിക് അപ്പർച്ചർ റഡാർ പകർത്തിയ ഇമേജ് ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസസ് എന്താണെന്ന് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സെയിം ക്രിയേറ്റർ ആണ്, പക്ഷെ ആംഗിൾ ഡിഫറെന്റ് ആണ്. ബട്ട് എന്തൊക്കെ ഫീച്ചേഴ്സ് കാണാൻ പറ്റും? ഏത് ഇമേജിലാണ് ഫീച്ചേഴ്സ് മോർ ആയിട്ട് കാണാൻ പറ്റുന്നത്? ഈ ഇതില്. ഓക്കെ, ഇവിടെ എന്താണ് കുറെ ഫീച്ചേഴ്സ് മാസ് ആണ്. ഓക്കെ, കണ്ടോ? ഇത് ഇങ്ങനെ ഒരു കിട്ടുമ്പോൾ നമുക്ക് ഇതിന് മുന്നിലുള്ള ഈ ഇമേജിന് മുന്നേ ആ റീജിയനിലുള്ള ഇമേജ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ നമുക്ക് ഇന്റർപ്രിട്ടേഷനും നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പൊ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന അറിവായിരിക്കത്തില്ല നമുക്ക് ഇവിടെ ഈ ഇമേജ് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഐഡിയ. ഓക്കെ, അപ്പൊ അതുവഴി നമുക്ക് ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് മൂൺ വീണ്ടും ഇവോൾവ് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. മനസ്സിലായോ? അപ്പൊ അതാണ് ബ്യൂട്ടി ഓഫ് മിഷൻസ്. അപ്പം വേറെ എക്സാമ്പിൾസും ഇതാണ്. ഇത് LROCന്റെ ഓപ്റ്റിക്കൽ ഇമേജ്. ഇത് നമ്മുടെ ഡ്യുവൽ ഫ്രീക്വൻസി സിന്തറ്റിക് അപ്പർച്ചർ റഡാർ. നമുക്കൊരു ബെസ്റ്റ്, ഞാൻ എല്ലാ ക്രൈറ്റേഴ്സിലും പോകുന്നില്ല, ഈ ഒരു പർട്ടിക്കുലർ ക്രൈറ്റർ എടുക്കാം. സാർ ഇമേജ്, ഇത് ഓപ്റ്റിക്കൽ ഇമേജ്. എന്തൊക്കെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും? ഇതിനകത്ത് ഇജക്ട ബ്ലാങ്കറ്റ്സ് എന്താണ് ഒരു സൈഡിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ അവിടെ അത് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇങ്ങനെ അത് കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ഇമ്പാക്ടർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അത് വെർട്ടിക്കൽ ഇമ്പാക്ടർ ആണോ അതോ ഒബ്ലീക്ക് ഇമ്പാക്ടർ ആണോ? ഒബ്ലീക്ക് ഇമ്പാക്ടർ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫീച്ചേഴ്സ് നമുക്ക് ഈ ഇമേജസ് വെച്ച് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഇമ്പാക്ട് ക്രിയേറ്റർ ഡൈനാമിക്സ് അത് മോഡൽ ചെയ്യാൻ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇത് 3D ഇമേജസ് ഓഫ് എ പർട്ടിക്കുലർ ക്രിയേറ്റർ. ഓക്കെ, വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ അതേപോലെ റിങ്കിൾ റിഡ്ജസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഫീച്ചേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. എന്താണത്? കണ്ടോ? നേരത്തെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റത്തില്ലായിരുന്നു. ഇത് ബോൾഡേഴ്സ് ആണ്. എപ്പോഴാണ് ബോൾഡേഴ്സ് ഫോം ചെയ്യുന്നത്? ഒന്നിൽ എന്തെങ്കിലും മറ്റേ മാസ് വേസ്റ്റിംഗ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ്, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ട്രിഗർ സംഭവിക്കപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ ബേസിസിൽ സയന്റിസ്റ്റ് പറയുന്നത് മൂൺ നമ്മൾ നേരത്തെ ഒരു ഡെഡ് പ്ലാനറ്റ് അല്ല ഡെഡ് ബോഡി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഈ ബോൾഡർ മൂവ്മെന്റ് ട്രാക്സ് അവര് റീക്രിയേറ്റ് ചെയ്ത് എന്നിട്ട് പറയുന്നത് ഇപ്പോഴും മൂൺ പേക്ക് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അത് കാരണമാണ് ഈ ബോൾഡർ മൂവ്മെന്റ് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞത്. അപ്പൊ അതും ഇത് ചെയ്ത് പ്രപ്പോസ് ചെയ്തത് നമ്മുടെ ഈ OHRC എന്ന് പറയുന്ന പേരോട് കിട്ടിയ ഡേറ്റയുടെ ബേസിസിലാണ്. ഇവിടേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ഇത് ചന്ദ്രയാൻ 2 ജിയോളജി ബേസ്ഡാണ്. പിന്നെ അതേപോലെ തന്നെ വേറൊരു പേരിലുണ്ട് IIRS എന്ന് പറയുന്നത് ഇമേജിംഗ് ഇൻഫ്രാറെഡ് സ്പെക്ട്രോമീറ്റർ. അപ്പൊ അതിന്റെ സ്പെക്ട്രം കവറേജ് വളരെ ലാർജ് ആണ് ചന്ദ്രയാൻ 1-നേക്കാളും. അപ്പൊ ഒരുമാതിരിപ്പെട്ട ലൂണാർ സർഫസിലെ മിനറൽസും വോളറ്റൈൽസ്, വാട്ടർ, സൾഫർ, കാർബൺ ഡൈ ഓക്സൈഡ് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ ഇൻസ്ട്രുമെന്റിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഇതായിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ക്വിക്ലി നമ്മുടെ മാർസിന്റെ ഫീച്ചേഴ്സിലേക്ക് പോകാം. മാർസ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ബട്ട് ചിലർ എന്നെ വളരെ രൂക്ഷമായിട്ട് നോക്കുന്നു, മതിയാത്ത ആയില്ലേ എന്ന്. ഒരു 10 മിനിറ്റ് കൂടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ഇതാണോ മാർസ്? നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ലാർജസ്റ്റ് വോൾക്കാനോ എവിടെയാണ്? ഒളിമ്പസ് മോൺസ് വിച്ച് ഈസ് സിറ്റുവേറ്റഡ് ഓൺ മാർസ്. ഓക്കെ, അതേപോലെ തന്നെ ദ ലാർജസ്റ്റ് കാനിയോൺ ഇൻ അവർ സോളാർ സിസ്റ്റം അത് മാർസിലാണ്, വാലിസ് മെർനാലിസ്. ഓക്കെ, അപ്പൊ അത് കാരണമാണ് മാർസ് വളരെ ഇമ്പോർട്ടന്റ്. അതേപോലെ തന്നെ ഒരുപാട് ഹൈഡ്രസ് മിനറൽസ് മാർസിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹൈഡ്രസ് മിനറൽസ് നിങ്ങൾക്കറിയാം, ഇപ്പൊ ക്ലേ, ജിപ്സം ഇതൊക്കെ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് എസെൻഷ്യലി വേണ്ടത്? വാട്ടർ വേണം. ഓക്കെ, ഫെൽസ്പാർ പ്ലസ് വാട്ടർ എന്ത് സംഭവിക്കും? യു ക്യാൻ ഹാവ് ഫോർമേഷൻ ഓഫ് ക്ലേ. ഓക്കെ, ദെൻ ആൻഹൈഡ്രേറ്റ് കാൽഷ്യം സൾഫേറ്റ് വിത്ത് വാട്ടർ. ഓക്കെ, സെർപെന്റീൻ എങ്ങനെയാ ഫോം ചെയ്തത്? ഒലിവിൻ പ്ലസ് വാട്ടർ. മനസ്സിലായോ? അപ്പൊ ഈ വാട്ടർ ബെയറിംഗ് മിനറൽസ് എല്ലാം മാർസിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? വൺസ് അപ്പോൺ എ ടൈം വാട്ടർ വാസ് ദെയർ ഓൺ മാർസ്. അപ്പൊ പ്രസന്റ് കണ്ടീഷനിൽ മാർസിൽ വാട്ടർ, ലിക്വിഡ് വാട്ടർ ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെ ഈ ആസ്പെക്ട്സ് ഒക്കെ കാരണം പ്രസൻസ് ഓഫ് വാട്ടർ നോട്ട് ഇൻ ലിക്വിഡ് ഫോം, അത് കാരണം പോസിബിലിറ്റി ഓഫ് ഹാബിറ്റബിൾ എൻവയോൺമെന്റ് പാസ്റ്റ് ആൻഡ് പ്രസന്റ്. ഓക്കെ, പിന്നെ മാർഷ്യൻ റിസർച്ചിൽ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് ഒന്ന് ലൈഫ് റിലേറ്റഡ് ആസ്പെക്ട്. ലൈഫ് എന്ന് പറയുന്നത് നമ്മളെ പോലത്തെ ഒരു ലൈഫ് അല്ല നമ്മൾ അവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലൈഫ് ഫോം, മൈക്രോബ്സോ ആൽഗൽ അങ്ങനെയൊക്കെയുള്ള മെറ്റീരിയൽസ്, അതിനാണ് എയിം ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ക്ലൈമാറ്റിക് സ്റ്റഡീസ്. കാര്യം ഇപ്പോഴും നമുക്ക് അവിടെ ഇതുണ്ട്, ഡസ്റ്റ് ഡെവിൽസോ അല്ലെങ്കിൽ യൂണിയൻ ആക്ടിവിറ്റീസ് ഇപ്പോഴും നടക്കുന്നുണ്ട്, ഗ്ലേഷ്യൽ ആക്ടിവിറ്റീസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്? സീസൺസ് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ സീസണൽ വേരിയേഷൻസ് കാരണം, അപ്പൊ അത് കാരണം ക്ലൈമാറ്റിക് സ്റ്റഡീസിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ജിയോളജിക്കൽ ആസ്പെക്ട്സ്. ഓക്കെ, ലോട്ട് ഓഫ് സ്റ്റഡീസ് ആർ ഗോയിങ് ഓൺ. ദെൻ പ്രിപ്പയർ ഫോർ ഹ്യൂമൻ എക്സ്പ്ലോറേഷൻ. ഓക്കെ, അപ്പം ഇത്രയാണ് മാർസിലെ ഇമ്പോർട്ടന്റ് റിസർച്ച് ആസ്പെക്ട്സ്. അപ്പൊ ഇതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ഇത് മാർസിലെ ക്രസ്റ്റൽ ഡൈക്കട്ടോമി എന്ന് പറഞ്ഞൊരു ഫീച്ചറാണ്. അതായത് നമ്മളിപ്പോ മാർസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സദേൺ ഹെമിസ്ഫിയർ ഹെവിലി ക്രേറ്റഡ്
ആണ്. പക്ഷെ നോർത്തേൺ ഹെമിസ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ അത് ലോ ലൈങ് റീജിയൻസും വളരെ സ്മൂത്തർ ആയിട്ടുള്ള റീജിയൻസും ആണ്. ലെസ് നമ്പർ ഓഫ് ക്രേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ അതിനാണ് നമ്മൾ ക്രസ്റ്റൽ ഡൈക്കട്ടോമിക് ഓൺ മാർസ് എന്ന് പറയുന്നത്. ഇത് ഞാൻ ടൈം ഇല്ലാത്തത് കാരണം സ്കിപ്പ് ചെയ്തു. ക്രസ്റ്റൽ ഡൈക്കട്ടോമിക്. ഓക്കെ, ഇതാണ് important volcanoes on Mars. ഇതിൽ ഒളിമ്പസ് മോൺസ് ലാർജസ്റ്റ് വോൾക്കാനോ, പിന്നെ ലാർജസ്റ്റ് വോൾക്കാനിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒളിമ്പസ് മോൺസ് അല്ല, അത് ആൽബ പറ്റീറ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ്. അപ്പൊ നമ്മുടെ സോളാർ സിസ്റ്റത്തിന് ലാർജസ്റ്റ് വോൾക്കാനിക് സ്ട്രക്ചർ. അപ്പൊ നിങ്ങൾ ചോദിക്കുകയായിരിക്കും വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വോൾക്കാനോ ആൻഡ് വോൾക്കാനിക് സ്ട്രക്ചർ. അപ്പൊ ഇത് എൻറ്റയർലി ഫോംഡ് ബൈ എ വോൾക്കാനിക് പ്രോസസ്. അവിടെ വോൾക്കാനിക് പ്രോസസ്സസ് പ്ലസ് ടെക്ടോണിക് ആസ്പെക്ട്സ് ആർ there. ഓക്കെ, അപ്പൊ അത് കാരണം ഒരു സർക്കുലർ ടൈപ്പ് ഓഫ് ഫ്രാക്ചർ പാറ്റേൺസ് അതിന്റെ കാലണ്ടറിക്ക് ചുറ്റും ഫോം ചെയ്തു. അത് അപ്രോക്സിമേറ്റ്ലി 1500 കിലോമീറ്റർ ഇതാണ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് വെള്ളം പണ്ട് മാർസിൽ ഉണ്ടായിരുന്നുള്ളതിന്റെ എവിഡൻസ്? ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് മാർസിൽ നിന്നുള്ള ഒരു ഇമേജ് ആണ്. ഇത് നമ്മുടെ എർത്ത് എന്നുള്ള ഇമേജ്. എനിക്ക് അറിയത്തില്ല അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഇല്ല എന്നുള്ളത്. എന്താണ് ഇവിടെ കാണുന്നത്? ഇത് കണ്ട ചിലപ്പോൾ നിങ്ങൾക്ക് പറയാമായിരിക്കും ഇത് ചിലപ്പോൾ ലാവ ട്യൂബോ ലാവ ഫ്ലോ ടൈപ്പ് ഓഫ് പാറ്റേൺ ആയി എന്നുള്ള രീതിയിൽ. പക്ഷേ സയന്റിസ്റ്റ് ഇവിടെ നിന്ന് സ്പെക്ട്രൽ മെഷർമെന്റ്സ് നടത്തി ഈ റീജിയൻ കംപ്ലീറ്റ് വാട്ടർ ബെയറിംഗ് മിനറൽസ് ആണെന്നുള്ളത് അവരെ ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ ഇതൊരു ഡ്രൈഡ് റിവർ ചാനൽസ് ആണ്. ഓക്കെ, അങ്ങനെ ഡ്രൈഡ് റിവർ ചാനൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു സമയത്ത് ഫ്ലൂയിഡ് പ്രോസസ്സസ് നടന്നു കാണും, അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫ്ലോ നടന്നു കാണും. ഓക്കെ, പിന്നെ ഗല്ലീസ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ചാലുകൾ, അതായത് ഒരു ക്രേറ്റർ വാളിന് ഗല്ലി ഫോർമേഷൻസ് ഉണ്ട്. എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത്? വെള്ളം വേണം. ഓക്കെ, ഡ്യൂ ടു ഫ്ലൂവിയൽ പ്രോസസ്സസ്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് ഇത് 1999 ഇമേജും അത് 2005 നിങ്ങൾക്ക് ഒരു വൈറ്റ് പാച്ച് ഇവിടെ കാണാൻ പറ്റും. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? 1999 ആ പാച്ച് ഇവിടെ ഇല്ല, 2005 ആ പാച്ച് ഉണ്ട്. ആ പാച്ച് എന്ന് പറയുന്നത് ഐസ് ആണ്. അപ്പൊ അത് എവിടെയോ നടന്ന ഒരു ഗ്ലേഷ്യൽ ആക്ടിവിറ്റിയുടെ, എവിടെ മാർസിലെ മറ്റു റീജിയനിൽ നടന്ന ഗ്ലേഷ്യൽ ആക്ടിവിറ്റിയുടെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് ആ അവിടെ കാണിക്കുന്നത്. അപ്പൊ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഗ്ലേഷ്യൽ ആക്ടിവിറ്റി മാർസിൽ പ്രിഡോമിനന്റ് ആണ് എന്നുള്ളത്. ഓക്കെ, പിന്നെ അലൂവിയൽ ഫാൻസ്, എവിടെയാണ് അലൂവിയൽ ഫാൻസ് ഫോം ചെയ്യുന്നത്? റിവർ. ഓക്കെ, പിന്നെ ഡെൽറ്റ, ഇത് എർത്തിലാണ് അലൂവിയൽ ഫാൻസ് കമ്പയർ ചെയ്യുന്നത്. കംഗ്ലോമറേറ്റ്, എങ്ങനെയാണ് കംഗ്ലോമറേറ്റ് ഫോം ചെയ്തത്? കുറച്ചു മുമ്പ് സൈനബ മാഡം ചോദിച്ചായിരുന്നു. കോട്സ്. ഓക്കെ, റിവറൈൻ കോട്സും മറ്റേ മറൈനിൽ കാണുന്ന കോട്സും തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് റൗണ്ടഡും ഒന്ന് ആംഗുലർ ആയിരിക്കും. കംഗ്ലോമറേറ്റ് എവിടെയാണ് ഫോം ചെയ്തത്? ലാർജസ്റ്റ് ഡിഗ്രി ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണോ, ലെസ് ഡിഗ്രീസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണോ? ലാർജർ ഡിഗ്രീസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, അപ്പൊ ഇത് ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ ലാൻഡർ ആണ്. അവിടെ നിന്ന് ലാൻഡ് ചെയ്ത് 1 സെന്റിമീറ്റർ സ്കെയിൽ ഇമേജ് ആണ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് റൗണ്ടഡ് ഫ്രാഗ്മെന്റ്സ് ഒരു മെട്രിക്സിലുള്ള ഇതായിട്ട് അത് സെയിം എർത്തുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തു. ഓക്കെ, അപ്പൊ അങ്ങനെ ആ റൗണ്ടഡ് ഫ്രാഗ്മെന്റ്സ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് നടന്നിരിക്കാം? ട്രാൻസ്പോർട്ടേഷൻ. എന്തായിരിക്കാം ഏജന്റ്? വാട്ടർ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇത് അനദർ എവിഡൻസ് ഫോർ ദ പ്രസൻസ് ഓഫ് പാസ്റ്റ് വാട്ടർ ഓൺ മാർസ്. ഇതുണ്ടോ, ഈ ഒരു ഗർത്തത്തിന് ചുറ്റും ലോബേൽ ടൈപ്പ് ഓഫ് ഫീച്ചേഴ്സ് കാണുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നത്? നമ്മളൊരു ചെളി വെള്ളത്തില് കല്ലെടുത്തെറിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്പ്ലാഷിംഗ് നടക്കും. ഓക്കെ, സെയിം എഫക്ട് ആണ് ഇവിടെ കാണുന്നത്. അപ്പൊ അവര് സയന്റിസ്റ്റ് ഇന്റർപ്രറ്റ് ചെയ്തത് ഏത് ആ സർഫസ് വാസ് വാട്ടർ കവേർഡ്, അല്ലാന്നുണ്ടെങ്കിൽ സബ് സർഫസ് വാട്ടർ ഐസ് വാസ് there. ഓക്കെ, അപ്പം അവര് കല്ലെടുത്ത് എറിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇമ്പാക്ടർ വന്നാൽ എന്ത് സംഭവിക്കും? അതിന്റെ ഫ്രിക്ഷണൽ ഹീറ്റ് കാരണം ഐസ് മെൽറ്റ് ചെയ്യും. ഐസ് മെൽറ്റ് ചെയ്ത സർഫസിലെ മഡ് അല്ലെങ്കിൽ സാൻഡ് ഇതുമായിട്ട് മിക്സ് ചെയ്ത് സ്പ്ലാഷിംഗ് എഫക്ട് നടക്കും. ആ സ്പ്ലാഷിംഗ് എഫക്ടിന്റെ എവിഡൻസ് ആണ് ഈ കാണുന്നത്. ഒരുപാട് മാർഷ്യൻ ക്രിയേറ്റേഴ്സിന് ചുറ്റും ഈ ടൈപ്പ് ഓഫ് ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? വൺസ് അപ്പോൺ എ ടൈം വാട്ടർ വാസ് there on വാട്ടർ, അല്ലെങ്കിൽ വാട്ടർ ഐസ് വാസ് there on മാർസ്. ഇനി നിങ്ങൾ പെർസിവറൻസ് റോവറിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. എന്താണ്, എവിടെയാണ് അത് ലാൻഡ് ചെയ്തത്? ജെസീറോ ക്രേറ്റർ. ആ ജെസീറോ ക്രേറ്ററിന് ചുറ്റും ഒരു ഡെൽറ്റ റീജിയൻ ഉണ്ട്. എന്താണ് ഡെൽറ്റ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എവിടെയാണ് ഡെൽറ്റ ഫോം ചെയ്യുന്നത്? ഓക്കെ, റിവർ ഗോയിങ് എൻറ്റർ ഇൻടു ഓഷൻ. ഓക്കെ, മനസ്സിലായോ? അപ്പം ആ ഡെൽറ്റൈക് ഫീച്ചർ, അപ്പൊ ഇത് അവര് വേറെ സ്റ്റഡീസും കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് സെർപെന്റീൻ, മാഗ്നസൈറ്റ്, ഒളിവിൻ, ക്ലേസ്, ഈ മിനറൽസ് എല്ലാം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒരു എയിം എന്ന് പറയുന്നത് എന്താണ്? ഇവിടുന്ന് സാമ്പിൾസ് കളക്ട് ചെയ്ത് ഓൾറെഡി അത് കളക്ട് ചെയ്ത് ഒരു സിലിണ്ടറിൽ അവരെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് മിഷൻ പോയിട്ട് ആ സാമ്പിൾസ് എർത്തിലേക്ക് കൊണ്ടുവരണം. മനസ്സിലായോ? അപ്പൊ അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലൈഫ് റിലേറ്റഡ് ആസ്പെക്ട്സ് അതിനകത്തുണ്ടോ എന്നുള്ളത് നമുക്ക് നമ്മുടെ കയ്യിൽ സാമ്പിൾ വെച്ച് പഠിക്കാൻ പറ്റും. മനസ്സിലായോ? മൈക്രോബ്സോ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടോ? ഇതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യുന്നത്. ഇതൊക്കെ മറ്റ് എവിഡൻസസ് ആണ്. ഇതുണ്ടോ, സബ് സർഫസ് ഐസ് ഓൺ മാർസ്. ഈ ഒരു ഫീച്ചർ കാണുന്നുണ്ടോ? സോറി, എന്താണ് ഈ ഫീച്ചർ? കാണുന്നില്ലേ? അത് ഡെസ്റ്റോൺസ്. എങ്ങനെയാണ് ഡെസ്റ്റോൺസ് ഫോം ചെയ്യുന്നത്?
വിൻഡ് ആക്ടിവിറ്റി. അപ്പൊ മാർസിൽ ഇപ്പോഴും വിൻഡ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ സ്കിപ്പ് ചെയ്യുന്ന ഡെസ്റ്റ് സ്കെയിലാണ് മാർസിന്റെ. ഓക്കെ, കണ്ടോ, ഇത് നമ്മുടെ മാർസ് ഓർബിറ്റർ മിഷൻ തന്ന ഇമേജ് ആണ്. ഓക്കെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ക്രേറ്ററിന് ചുറ്റും വിൻഡ് സ്ട്രീക്സ് എന്ന് പറയും. എപ്പോഴാണ് ഈ വിൻഡ് സ്ട്രീക്സ് ഫോം ചെയ്ത് ഇറോഷണൽ ആക്ടിവിറ്റീസ് നടക്കുമ്പോഴത്തേക്കും. ഓക്കെ, വിൻഡ് ഇറോഷൻ നടക്കും. പിന്നെ ഇത് വാട്ടറിന്റെ മറ്റ് എവിഡൻസ് ആണ്. അപ്പൊ ഞാനത് സ്കിപ്പ് ചെയ്യും. ഇത് നമ്മുടെ MCCയും ജിയോളജിക്കൽ പേലോഡ്സ് ഉണ്ടായിരുന്നു. അതിന്റെ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് എക്സ്പ്ലോറേഷൻ ഓഫ് മാർസ്, സർഫസ് ഫീച്ചേഴ്സ്, മോർഫോളജി, മിനറോളജി, മാർഷ്യൻ അറ്റ്മോസ്ഫിയർ. അപ്പം ഈ മാർഷ്യൻ മിഷൻസിലും ജിയോളജി എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്. ഓക്കെ, അടുത്ത് ഞാൻ വളരെ പോകുന്നു പ്ലാനറ്ററി അനലോഗ് റിസർച്ച് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ ഫോർ ബെസ്റ്റ് എക്സാമ്പിൾ സിദ്ധമുണ്ടി എന്ന് പറയുന്നത് എന്താണ് അവിടുത്തെ മേജർ റോക്ക് ടൈപ്പ്? കേട്ടില്ല. സിദ്ധമുണ്ടി അനോർത്തോസൈറ്റ് കോംപ്ലക്സ് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ലേയേർഡ് കോംപ്ലക്സ് അനോർത്തോസൈറ്റ്. അപ്പൊ അനോർത്തോസൈറ്റ് എന്ന് പറയുന്നത് മൂന്നിലെ ഇക്വലന്റ് റോക്ക് ടൈപ്പ് ആണ്. ഓഫ് കോഴ്സ് എർത്തിലായതുകൊണ്ട് അതിന്റെ കുറച്ച് വേരിയേഷൻസ് കാണാം. അപ്പൊ നമുക്ക് സ്യൂട്ടബിൾ കറക്ഷൻസ് എല്ലാം അപ്ലൈ ചെയ്ത് അതിനെ ഒരു പൊട്ടൻഷ്യൽ അനലോഗ് സൈറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, സ്കിപ്പ് ചെയ്യണേ. ഇതാണ് സിദ്ധമുണ്ടി അനോർത്തോസൈറ്റ്. നമ്മളിത് എക്സ്റ്റൻസീവ് ആയിട്ട് സ്റ്റഡി ചെയ്തു. അനോർത്തോസൈറ്റും മാഫിക് ഫേസസ്, ക്രോമേറ്റോ, പൈറോക്സൈറ്റ്സോ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഇതിന്റെ നമുക്ക് സ്പെക്ട്രൽ ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങനെ എല്ലാ ആസ്പെക്ട്സും സ്റ്റഡി ചെയ്ത് ഇതിനെ ഒരു ലൂണാർ യാർഡ് പ്രിപ്പയർ ചെയ്ത്, അതായത് ഒരു പർട്ടിക്കുലർ സർഫസ് ഓഫ് മൂണിലെ സെയിം ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, സൈസ് വേഴ്സസ് ഷേപ്പ്, പിന്നെ കോമ്പോസിഷൻ വൈസ്. എന്നിട്ട് അതിന് നമ്മുടെ ചന്ദ്രയാൻ 2ന്റെ ലാൻഡർ റോവർ ടെസ്റ്റ് ബെഡ് നടത്തുകയാണ്. കണ്ടോ, ഈ കാണുന്നത് കണ്ടോ, ആ ടെസ്റ്റ് ബെഡിൽ എക്സ്പെരിമെന്റ് നടത്തുകയാണ്. അപ്പൊ ഇതിനെയാണ് ടെസ്റ്റ് ബെഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതും നമുക്ക് ജിയോളജിസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് പ്ലാനറ്ററി അനലോഗ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ചന്ദ്രയാൻ റോവർ ആൻഡ് മൂൺ റോക്സ് ഫ്രം സേലം വില്ലേജ്, സേലം സിദ്ധമുണ്ടി റീജിയനിലെ. ഓക്കെ, അത് കർണാടകയിലെ ചിത്രദുർഗ കേട്ടുകാണല്ലോ, കുറച്ച് പേരെങ്കിലും അവിടെ ഫീൽഡ് വർക്ക് ചെയ്തതാണ്. അപ്പൊ അവിടെ ഒരു ആർട്ടിഫിഷ്യൽ ക്രേറ്റർ ക്രിയേറ്റ് ചെയ്ത് അതിലും ടെസ്റ്റ് ബെഡ് എക്സ്പീരിയൻസ് നടത്തി. അതായത് നമ്മളിപ്പോ ഒരു ലൂണിന്റെ ക്രേറ്ററിലേക്ക് റോവർ പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് നമ്മൾ കെയർ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പഠിക്കാം. നമുക്ക് ഇതിലേക്ക് വിട്ട് അതിന്റെ മോഡൽ ഫ്ലോറിലേക്ക് ഇത് ഇറങ്ങാനുള്ള രീതിയിൽ ടെസ്റ്റ് ബെഡ് എക്സ്പീരിയൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ജിയോളജിസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് മുട്ടം റീജിയനിൽ തമിഴ്നാട്. ഓക്കെ, കുറച്ചുപേരെങ്കിലും മുട്ടം കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ വിജയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു, ഞാൻ പേര് ഓർക്കുന്നില്ല. അപ്പൊ അവിടുത്തെ ഒരു സോങ് ഷൂട്ട് ചെയ്തത് ഈ റീജിയനിലാണ്. ഓക്കെ, വിജയ് സിനിമാസിൽ ജിയോളജി വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഏതോ ഒരു സിനിമയിൽ സേലം മാഗ്നസൈറ്റ് മൈൻ ഉണ്ടായിരുന്നു. ഓക്കെ, അതിൽപ്പുറം തന്നെ എന്തായാലും ഞാൻ ആ രണ്ട് റീജിയനും അനലോഗ് സൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, സേലം മാഗ്നസൈറ്റ് മൈനും ഇത് മുട്ടവും. ഇവിടെ ഞങ്ങൾ എക്സ്റ്റൻസീവ് ആയിട്ട് ഫീൽഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ബെല്ലി ടൈപ്പ് ഓഫ് ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ആ അടുത്ത റീജിയൻസ് എല്ലാം നമുക്ക് കൊണ്ടലൈറ്റും മറ്റു റോക്ക് ടൈപ്സ് ആണ്. പക്ഷേ ഈ സാബു സാർ എക്സ്റ്റൻസീവ്ലി ഇവിടെ അതിന്റെ ജിയോളജി വർക്ക് ചെയ്താണ്. സാബു സാർ, ത്രിവിക്രംജി സാർ, ഇന്നലെ ലിൻഡോ സാർ ഇതിന്റെ മറ്റേ OSL ഡേറ്റിംഗ് ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളിത് ഒരു പൊട്ടൻഷ്യൽ അനലോഗ് സൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഗല്ലി ടൈപ്പ് ഓഫ് ഫീച്ചേഴ്സ്, പാരലൽ ഗല്ലീസ് ഉണ്ട്, പൊളിക്കുലർ ക്രാക്സ് എല്ലാം ഇതായിട്ട് ഉണ്ട്. ഞാനത് സ്കിപ്പ് ചെയ്യാണ്. മനസ്സിലായല്ലോ എന്താണ് അനലോഗ് റിലേറ്റഡ് റിസർച്ച് എന്ന് പറഞ്ഞത്. പിന്നെ തിരുച്ചിറപ്പള്ളി റീജിയൻ കേട്ടിട്ടുണ്ടോ? ഇത് നമ്മുടെ തിരുച്ചിറപ്പള്ളിയിലെ ജിപ്സം ഡിപ്പോസിറ്റ്സ് ആണ്. ഓക്കെ, സോ മാർസിലെ ക്യൂരിയോസിറ്റി ചെയ്യുന്ന ഒരു ഇമേജ് ആണ്. അപ്പൊ അതിനകത്ത് ബസാൾട്ടിക് സെഡിമെന്റ്സ് ആണ് ഇത്. സോറി, അതിന് ചുറ്റും വൈറ്റ് പാച്ചസ് ആയിട്ട് കാണുന്നുണ്ടല്ലേ, അത് ജിപ്സം ആണ്. ഓക്കെ, അപ്പൊ അതേപോലെ ഒരു അസോസിയേഷൻ നമ്മുടെ തിരുച്ചിറപ്പള്ളി റീജിയനിൽ കണ്ടു. ഇത് മാർസിലെ ജിപ്സം വെയിനാണ് മുകളിൽ കാണുന്നത്. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? നമ്മളിപ്പോ ജിപ്സം എർത്തില് സ്റ്റഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ജിപ്സത്തിലും അല്ല, കുറച്ച് ജിപ്സത്തിലെങ്കിലും ഈ മൈക്രോ കോളനീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ജിപ്സം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ സെയിം മാർസിൽ നമുക്ക് ആ ജിപ്സം സാമ്പിൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ മൈക്രോബ്സിനെ പറ്റിയിട്ടൊക്കെ സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ മിനറൽസ് ആണ് ജിപ്സം ജാറസൈറ്റ് എന്ന് പറയുന്ന മിനറൽസ്. ഓക്കെ, ഇത് ജാറസൈറ്റ് വർക്കല റീജിയനിൽ നമ്മൾ ജാറസൈറ്റ് ഡിപ്പോസിറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ഇടയ്ക്ക് വായിച്ചാണ് റാൻഡ് ഓഫ് കെൽസ് റീജിയൻസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഇതിനെ പൊട്ടൻഷ്യൽ അനലോഗ് സൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടുന്നെല്ലാം നമുക്ക് ജാറസൈറ്റ് കിട്ടിയിട്ടുണ്ട്. ജാറസൈറ്റ് ഈ ടൈപ്പ് ഓഫ് സ്റ്റഡീസിന് യൂസ് ചെയ്യാം. അതായത് സേലം ആണ്. കാര്യം മാർസിൽ ഈ അസോസിയേഷൻ ഒലിവി കാർബണേറ്റ് ഔട്ട് ക്രോപ്സ് ഒക്കെ ഇവിടെ കണ്ടിട്ടുണ്ട്. നമുക്ക് അതേപോലെ ഇവിടെ സേലം റീജിയനിൽ പോയാൽ അവിടെ നമുക്ക് മാഗ്നസൈറ്റ് അസോസിയേറ്റഡ് വിത്ത് സർപ്പന്റീൻ അല്ലെങ്കിൽ ഡ്യൂണൈറ്റ്. ഓക്കെ, സിമിലർ ടൈപ്പ് അവിടെ കാണാൻ പറ്റും. സൂൺ ഇത് പബ്ലിഷ് ചെയ്യും. ഇപ്പൊ മാഗ്നസൈറ്റ് വെയിൻ ആൻഡ് ലെൻസിൻ വെതർ ഡ്യൂണൈറ്റ് ഇൻ അട്ടപ്പാടി ഓൾസോ. ബട്ട് അട്ടപ്പാടി നമുക്ക് ഇത് കുറവാണ്, മാഗ്നസൈറ്റ് അബണ്ടൻസ് കുറവായത് കാരണം നമുക്ക് ഒരു പൊട്ടൻഷ്യൽ സൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ജാറസൈറ്റ് ഇനി IEC-യിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഇന്റേൺഷിപ്പോ പ്രോജക്ട് വർക്കോ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും ഓഫ് കോഴ്സ് പ്ലാനറ്ററി ജിയോസൈൻസ്
അതേപോലെ പ്ലാനറ്ററി അനലോഗ് റിസർച്ചിലാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ വേരിയസ് ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഹൈഡ്രോസ്കോപ്പ്, റേഡിയോമീറ്റർ, ലേസർഗ്രാം, FTIR, XRD, പിന്നെ ഇപ്പോൾ IACO അല്ലെങ്കിൽ XSO ഒക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് നമുക്ക് EPA ഡേറ്റയും ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആസ്പെക്ടിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും സ്റ്റുഡൻസ് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു അപ്രോച്ച്. ഏതെങ്കിലും ഒരു സൈറ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു, അവിടെ ഒരു സെറ്റ് ഓഫ് അനാലിസിസ് കണ്ടക്ട് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ സൈറ്റിൽ നമുക്ക് 3 അല്ലെങ്കിൽ മാർഷ്യൻ സെനാരിയിലേക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാപോളേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതൊക്കെ റിമോട്ട് സെൻസിംഗ് ബേസ്ഡ് ഇതാണ്. ഇപ്പൊ നമുക്ക് മീറ്റോറിറ്റിക് സാമ്പിൾസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സെറ്റ് ഓഫ് അനലിറ്റിക്കൽ ടെക്നിക്സ് വെച്ചിട്ട് അതിന്റെ കെമിസ്ട്രി ഇതെല്ലാം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ലാസ്റ്റ് slide കേട്ടോ. അപ്പൊ how can you become a very good planetary geoscientist after your graduation or post graduation? ഓക്കെ, നമുക്ക് ജിയോളജി, റിമോട്ട് സെൻസിംഗ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഇതൊക്കെ ഇതിന് ഏതെങ്കിലും ഒക്കെ ഒരു നല്ല അല്ലെങ്കിൽ ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് യു ക്യാൻ ബി എ വെരി ഗുഡ് ജിയോളജിസ്റ്റ്. ഓക്കെ, പോസ്റ്റ് ഗ്രാജുവേഷൻ ജിയോളജി ഓർ അപ്ലൈഡ് ജിയോളജി. അപ്പൊ ഞാൻ എല്ലാവരെയും ഇതിലേക്ക് ഫോഴ്സ് ചെയ്യുന്നതല്ല, ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഒരു സെറ്റ് ഓഫ് ക്രൈറ്റീരിയ. ഓക്കെ, നമുക്കിപ്പോ മാൻഡേറ്ററി ആണ് CSIR, UTC, NetJRF ക്വാളിഫൈ ചെയ്യണമെന്നുള്ളത്. അപ്പൊ ഈ ഒരു ആസ്പെക്ട് ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് ഈ ടൈപ്പ് ഓഫ് റിസർച്ച് നടത്തുന്നത്. സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി, NRC, then IEST ഉണ്ട്, ഓഫ് കോഴ്സ് ISER ഉണ്ട്, പിന്നെ DHU, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, അങ്ങനെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇപ്പം ഈ ടൈപ്പ് ഓഫ് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ. പിന്നെ ഓപ്പർച്യൂണിറ്റീസ്, ഓക്കെ, സോ റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇന്ത്യയിൽ മാത്രമല്ല ISRO, NASA, then JPL, Jet Propulsion Laboratory, USGS, ESA, DLR, ജർമ്മൻ സ്പേസ് ഏജൻസിയാണ്, പിന്നെ അതേപോലെ JAXA. ഓക്കെ, സോ ഇവിടേക്ക് നമുക്ക് കൊളാബറേഷൻസ് ഉണ്ട്. ഏതെങ്കിലും രീതിയിൽ റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ചെയ്യാൻ നമുക്ക് അവരെ തീർച്ചയായിട്ടും അപ്രോച്ച് ചെയ്യാം. ഇപ്പം മറ്റേ ഹയബൂസ മിഷൻ കഴിഞ്ഞിട്ട് അവരിപ്പോ അനൗൺസ്മെന്റ് ഓഫ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ആ സാമ്പിൾസ് അനലൈസ് ചെയ്യണം, നമുക്ക് എന്തെങ്കിലും ഒരു പൊട്ടൻഷ്യൽ റിസർച്ച് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്ലാനുമായിട്ട് അവരെ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, നമ്മുടെ റിസർച്ച് പ്ലാൻ ഫീസിബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവർ നമുക്ക് സാമ്പിൾസ് അയച്ചു തരും. ഓക്കെ, അപ്പൊ ആ ടൈപ്പ് ഓഫ് കൊളാബറേഷൻസ് എല്ലാം നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമില് നിങ്ങൾ വിചാരിക്കുന്നത് ഓപ്പർച്യൂണിറ്റി ഒന്നും ഇല്ല എന്നുള്ളത്. ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈവൻ നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വെറുതെ രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, മിക്കവാറും ഇപ്പൊ നടക്കുന്ന ഇവന്റ്സ് എല്ലാം ഹൈബ്രിഡ് മോഡിലാണ്, ഓൺലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലസ് ഓഫ്ലൈൻ മോഡിലായിരിക്കും നടത്തുന്നത്. പക്ഷെ ഞാനിപ്പോ ഇതിൽ ഹാപ്പിയാണ്, കാര്യം നിങ്ങളെ വന്ന് ഇന്ററാക്ട് ചെയ്യാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് തന്നത്. ഓക്കെ, അപ്പൊ അത് കാരണം നമുക്ക് ഈ രീതിയിൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഇതിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മാക്സിമം ചെയ്യുക. അതായത് നമുക്ക് ഇപ്പൊ ഇന്ത്യൻ പ്ലാനറ്ററി സയൻസ് കോൺഫറൻസ് ഉണ്ട്, AGU ഓഫ് പേയ്മെന്റ് ഉണ്ട്, അതേപോലെയുള്ള കോൺഫറൻസസിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, എന്റെ ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് ട്രൈ ടു എസ്റ്റാബ്ലിഷ് കോൺടാക്ട് വിത്ത് റിനൗൺഡ് സയന്റിസ്റ്റ് ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ് ആൻഡ് ഇന്ററാക്ട് വിത്ത് ദം കണ്ടിന്യൂസ്ലി. നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കരുത്. ഞാനിപ്പോ ഒരു സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ ഒരു 200-250 ആൾക്കാരെ കോൺടാക്ട് ചെയ്തതാണ്. പക്ഷെ അവര് ചിലപ്പോൾ റിപ്ലൈ ചെയ്യുന്നത് 5 പേരായിരിക്കും. പക്ഷെ നമുക്ക് ആ 5 പേര് മതി. 5 പേരായിരിക്കും ചിലപ്പോൾ നമ്മുടെ വർക്കിൽ താല്പര്യം കാണുന്നത്. മനസ്സിലായില്ലേ? ഞാനിപ്പോ ഒരു PhD കഴിഞ്ഞ് നെക്സ്റ്റ് പൊസിഷന് വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്, ഒരു 300 മെയിലെങ്കിലും അയച്ചു കാണും. അപ്പൊ അതിനകത്ത് എനിക്ക് ഒരു 10 റെസ്പോൺസ് കിട്ടിക്കാണും. അതിൽ 10 ഒരു 8 എണ്ണം പറയുന്നത് സോറി നോ ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റീസ് ആർ നോട്ട് അവൈലബിൾ എന്നുള്ളതിലായിരിക്കും. 2 പേരിൽ ചിലപ്പോൾ ഒരാൾ ഫണ്ടിങ് അവൈലബിൾ ആണ്, ഒരാൾ നമുക്ക് ആ എക്സ്പ്ലോർ ചെയ്യാം ഫ്യൂച്ചർ. അപ്പൊ നമ്മൾ ഇവിടേക്ക് വേണം നമ്മൾ ഇത് ചെയ്യാനുള്ളത്. അപ്പൊ ആ നെഗറ്റീവ്സ് നമ്മളങ്ങ് മാറ്റി വെക്കുക. അപ്പൊ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നൊന്നും വിചാരിക്കരുത്. നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ആ ഒരു ഇത് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ പഠിപ്പിക്കുന്നത് മാത്രമല്ലാതെ നമ്മുടെ ഓൺ ഐഡിയാസ്, കാര്യം ഇനിയുള്ള ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇന്നോവേഷൻസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയാസ്, നിങ്ങൾക്ക് കിട്ടുന്ന ആ ബേസിക് നോളജീസ് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. ഏത് ഒരു സിംഗിൾ ഇതായിട്ടോ അല്ലെങ്കിൽ കളക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഐഡിയാസ് ഇത് ചെയ്യാൻ നോക്കുക. ടീച്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുക, അതിനെ ഫർദർ ആയിട്ട് പ്രൊസീഡ് ചെയ്യാനുള്ള ഇത് നോക്കുക. ഓക്കെ, ഇത് ഞാൻ ഫ്യൂച്ചർ ചാലഞ്ചസ് അതിൽ ഞാൻ ഇത് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോസ് എന്ന് പറയുന്നത് ചന്ദ്രയാൻ 1ന്റെ ബേസിസിൽ ടെക്ബും ഇസ്രോയുടെ ഒരു വിങ് ആണ്, അതിൽ നിന്നാണ് വീഡിയോസ് എടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ എന്റെ സ്റ്റുഡൻസ് തെസ്നിയ ഡോക്ടർ തെസ്നിയായി, ഹരിത, ആസിഫ്, ഇവരെല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ താങ്ക് യു വെരി മച്ച്. ഞാൻ ഈ ടോക്ക് ശരിക്കും മാഡത്തിന് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അതോടൊപ്പം മാഡത്തിന് ഒരു ഹാപ്പി റിട്ടയർമെന്റ്. മാഡം അതാണ് റിട്ടയർ ചെയ്തതിനു ശേഷം മാക്സിമം യാത്ര ചെയ്യുക എന്നുള്ളതാണ്. ഓൾ ദി ബെസ്റ്റ് മാഡം. സോറി, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ ഞാൻ വിട്ടുപോയത്. എക്സ്ക്യൂസ് മീ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ?
ഇനി ഇവിടെ വെച്ച് ചോദിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഇമെയിൽ ഐ ഡി ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് പേർക്ക് എന്റെ ഫോൺ നമ്പർ ഇത് അറിയാം, നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. തുടങ്ങാമോ? വേണ്ട ശരി
വലിയ സമയമില്ല, എനിക്കറിയാം. അത് ക്ഷമിക്കാൻ നമുക്ക് വേറെ വഴിയില്ല. നിങ്ങൾ നല്ല ടോപ്പിക് കേട്ട് കഴിഞ്ഞു. ഡോക്ടർ ഗ്രാജുവേഷനിൽ നിങ്ങളെ ഭൂമിയിൽ നിന്നും മൂണിലേക്കും അല്ലേ സ്റ്റഡീസിലേക്ക് അങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഞാൻ നിങ്ങളെ തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ്. നമുക്കൊരു വെറൈറ്റി ടോപ്പിക്സ്, കുറെ ടോപ്പിക്സ് നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഞാൻ പ്രോസസ് നോക്കിയപ്പോഴത്തേക്കും ജിയോളജിയെ പറ്റി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഞാനൊരു ഡിഫറെന്റ് ടോപ്പിക്കാണ്. ഞാൻ ബേസിക്കലി ജിയോളജിസ്റ്റ് ആണ് നേരത്തെ പറഞ്ഞത്. പക്ഷെ ഇപ്പം എൻവയോൺമെന്റൽ സയൻസിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഐ നോട്ട് ഡൂയിങ് ജിയോളജി. എന്നാൽ നിങ്ങൾക്ക് ഞാൻ എൻവയോൺമെന്റൽ സയൻസ് വേറെ ടോപ്പിക്സാണ് സാധനം കൊടുക്കുന്നത്. പക്ഷെ എനിക്കൊരു ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഒരു ജിയോളജി ടോപ്പിക് തന്നെയാണ്. ഞാൻ റീസെന്റ് ആയിട്ട് ഒരു VRMS ഫണ്ടഡ് ആയിട്ട് മാപ്പാറ്റൂർ റിസർച്ച് സെന്ററിലെ പ്രോജക്ട് 3 years പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്തിരുന്നു. അത് റെഡോൺ ബേസ്ഡ് സ്റ്റഡിയാണ്. ഓൾമോസ്റ്റ് ജിയോളജിയാണ്. ഐസോട്ടോപ്പ് ഹൈഡ്രോളജി എടുത്താൻ പറ്റും. എന്റെ സ്റ്റുഡന്റിന് ഈ മാസം 14 PhD അവാർഡ് ചെയ്യുകയും ചെയ്തു. It was a 3 years project. We published a paper in International Geology Atmosphere 7.5 impact factor. പറഞ്ഞ് ഞങ്ങൾ പബ്ലിഷ് ചെയ്തു. അതിന്റെ രണ്ടാമത്തെ പേപ്പർ അണ്ടർ റിവിഷൻ, അതും 7.5 impact factor atmosphere ആണ്. ഞങ്ങളത് അടുത്ത മാസം പബ്ലിഷ് ചെയ്യപ്പെടുന്നത് പ്രതീക്ഷിക്കുകയാണ്. So this is actually basically a radon. How many of you have heard about radon? Students ആയിട്ട് നിങ്ങൾ ജിയോളജി പഠിച്ചിട്ടില്ലേ? എത്ര പേരുണ്ട് കൈയൊത്തിക്ക്? റെഡോൺ എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസ് ആണ്. ഇറ്റ്സ് ഗ്യാസ് ആണോ, ലിക്വിഡ് ആണോ, സോൾട്ട് ആണോ? റൂം ടെമ്പറേച്ചർ ഗ്യാസ്. ഓക്കെ, നിങ്ങൾക്കറിയാം, ഞാൻ പഠിപ്പിക്കുന്ന കാര്യമില്ല. ഓക്കെ, അപ്പം ഞാൻ ആക്ച്വലി ഐ ബ്രിങ് യുവർ കൈൻഡ് അറ്റൻഷൻ. One application of radon, it can be used as a tracer in hydrogeological and geological studies. So, as I mentioned earlier, radon is a colorless, odorless, tasteless, radioactive noble gas. That is a inert gas. It is a geogenic gas. It is originated from the soil rocks by some radioactive reactions. So alpha decay of the parent material, radium-226, when it undergo alpha decay, it produces radon Rn, symbol 2022. So 222. So it's a final product. It's actually not radon. We get a series of reactions. So the starting material is actually uranium. Uranium-33238 undergo series of reactions. I will show the reaction in the coming slide. So anyway, there are 37 products of radons are there in nature. 37 radioactive isotopes are there. Most of them are unstable, few seconds to few minutes. Out of 37 radioactive isotopes of radon, the most stable one is radon-222 with a half-life of 3.8 days. You can imagine, after 3.8 days, half of the material will be used. So that actually peculiar property of radon can be used as a tracer in addition to other properties we will see later. So it's an important tracer in hydrological and hydrogeological studies. So it is present almost all types of rocks. If you take igneous, sedimentary, metamorphic rocks, it is there. This is the water, the groundwater, surface water, air. If you measure the concentration of radon in this room, it is there. Here point radon ഉണ്ട്. പക്ഷെ അതിന്റെ അളവ് കുറവായിരിക്കും. It is present almost all places. Depending upon the what type of material that we have. ഇപ്പൊ നിങ്ങളുടെ ഫ്ലോറിംഗ് മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എന്താണ് മെറ്റീരിയൽ? ഗ്രാനൈറ്റ് അല്ല, അല്ലേ? ടൈലാണ്, മാർബിളേറ്റ്, അങ്ങനെ വിട്രിഫൈഡ് ടൈലാണ്. So the concentration is very low. If you take granitic tiles in a particular region, concentration will be high. Particularly granite are coming from Bangalore based. So ultimate source is geogenic, uranium containing minerals, and uranium containing rocks. Actually, main contributor or main source of this one, radon. ഞാൻ ഈ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 5 വർഷമൊക്കെ എൻ്റെ ഒരു കസിൻ ബാംഗ്ലൂരിൽ ഫോൺ വന്നു. അവരൊരു വീട് വെക്കാൻ വേണ്ടി ഒരു സ്ഥലമൊക്കെ മേടിച്ചു. അവരിങ്ങനെ ആ സ്ഥലത്തിലെ ഗ്രൗണ്ട് വാട്ടറിന്റെ ഒക്കെ ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേനും ഹൈ കോൺസെൻട്രേഷൻ ഓഫ് റെഡോൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പം അങ്കിളിനാണ് വിളിക്കുന്നത്. അങ്കിൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ ഒന്നും പേടിക്കില്ല, വെള്ളം പോരിയത് കുടിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ഈ ചായക്കടയില് പച്ചവെള്ളം നമ്മളാരും കുടിക്കാറ്, നമ്മൾ പോരിയത് വെള്ളം കുടിക്കരുത്. അല്ലെങ്കിൽ ചായക്കടയിൽ ഇങ്ങനെ ചായ ഇരിക്കത്തില്ല ഇങ്ങനെ, അതുപോലെ നമ്മളിങ്ങനെ പച്ചവെള്ളം എടുത്തിട്ട് ഇങ്ങനെ പ്രാവശ്യം വീശി അടിച്ചാൽ ഓൾ ദി ഗ്യാസസ് ഇൻസൈഡ് വിൽ ബി റിലീസിംഗ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അപ്പൊ അങ്ങനെ സിമ്പിൾ ബേസ് പറഞ്ഞു. പക്ഷെ അവിടെ പറഞ്ഞ് നമ്മൾ വീടുകളിലേക്ക് ഗ്രാനൈറ്റ് കരുതുക ചെയ്യുമ്പോൾ ഇതൊരു സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി ആയിട്ട് കുഴപ്പമില്ല. ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവിടെ നമ്മൾ എന്നെ തന്നില്ല. കാരണം ഗ്രാനൈറ്റിൽ എന്തൊരു സംഭവമുണ്ട്.
particularly the granite that is coming from Karnataka, Bangalore. Bangalore basically granite uranium content കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ബെഡ്റൂമിൽ ഇങ്ങനെയുള്ള ഗ്രാനൈറ്റ് ലേ ചെയ്യുകയാണെങ്കിൽ what will happen? This granite will release radon into the air. Radon has a high density compared to the air, 9 times, so it will be constantly very near to the ground. അപ്പോൾ നമ്മുടെ ബെഡ്റൂം എല്ലാം ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ ഗ്രാനൈറ്റ് ഒക്കെ ലേ ചെയ്യാൻ എന്ത് സംഭവിക്കും? എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം. ഓക്കെ, അങ്ങനെ പ്രശ്നമുണ്ടോ? അപ്പൊ നമ്മൾ അപ്പൊ എന്താ ചെയ്യുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെഡ്റൂം ഒഴിച്ച് ബാക്കിയുള്ള റൂമിലൊക്കെ വേണ്ടി വന്നാൽ സിറ്റ് ഔട്ടിൽ ഇടാം, ഡ്രോയിങ് റൂം ഇടാം. അതുപോലെ ഏകദേശം നല്ലവണ്ണം കൊടുത്താൽ മതി. വാട്ട് അവർ പക്ഷേ ഇറ്റ്സ് എ ബിഗ് ഇഷ്യൂ ഇൻ യൂസ്. ഇന്ത്യയിൽ അത്ര പ്രശ്നമില്ല. യൂസ് ബിഗ് ഇഷ്യൂ ആണ്. എവറി ഇയർ 2,000 to 3,000 people die as a result of this radon related cancer. Okay, we will see the slides later. Anyway, it is present almost all types of rocks, almost all types of soils, and water. Groundwater contains more compared to surface water. 3 to 4 times higher in groundwater. This is an unimportant property that we used to take this radon as a tool, as a tertiary hydrogeology and geology application. Its concentration high in groundwater compared to surface water. Okay, and it's also there in the air. You might have heard about indoor air pollution. Indoor air pollution, and we have essentially particular water pollution, air pollution, land pollution. Indoor air pollution, one important source is radon gas. നമ്മൾ യുഎസിലൊക്കെ ബിൽഡിംഗ്സ് ഒക്കെ ഇങ്ങനെ ക്ലോസ്ഡ് റൂംസ് ആണ്. അല്ലെങ്കിൽ അവിടെ ഹോട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ടു കോൾഡ് ആയിരിക്കും. അപ്പൊ റൂം ബിൽഡിംഗ് വെച്ച് ഇങ്ങനെ ഒരുമാതിരി പിരമിഡൽ ഷേപ്പിലൊക്കെയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ ക്ലോസ്ഡ് റൂംസ് ആകുമ്പോൾ അതിനകത്ത് റെഡോൺ കണ്ടന്റ് ഹൈ ആണ്. യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ, കോളേജുകളുടെ സ്കൂളിലൊക്കെ അവരിങ്ങനെ ഇത്ര മാസം കൂടുമ്പോൾ ഓരോ ബിൽഡിങ്ങിനകത്തുള്ള റെഡോൺ കോൺസെൻട്രേഷൻ അവർ സ്റ്റഡി ചെയ്യാറുണ്ട്. ഒരു ബോർഡൊക്കെ വെക്കും, എന്നിട്ട് റെഡോൺ അസസ്മെന്റ് നടത്തും. അതിന്റെ കോൺസെൻട്രേഷൻ ഓഫ് റെഡോൺ ഓക്കെ. So this is actually the disintegration series of radon. As I mentioned earlier, the starting material is uranium-238, and you get radon here, radon-222. This radon has a half-life of 3.8 days. After 3.8 days, it actually converts to polonium-218, lead-214. Ultimately, you get the stable compound, lead-206. Lead-206 is the stable compound. How are we going to stop it? So if you look at the various products of radon, you can see that polonium-210, lead-210, lead-206. So these are 3 dangerous products after the decay of radon. The specialty is that if you inhale radon, it will go to your lungs or source level. So it undergoes decay. So it will be converted to polonium-210 and lead-210. So this polonium-210 and lead-210 are not dangerous products, salt materials. So on your lungs, you get a thin layer of these proteins. Ultimately, this leads to some other issues. Okay. Anyway, these 3 compounds are very much important products of radon. How the radon is generated? As I mentioned earlier, the basic parent material is radium-226. Okay. And if you look into this particular diagram, this is a radium nucleus. See a radium nucleus here. So this radium nucleus when release one alpha particle releases very dangerous. When it releases one alpha particle, you can see the alpha particle here. At the same time, one nucleus of radon is also released in the opposite direction. So it is known as alpha recoil. Recoil of a gun, same thing. So whenever an alpha particle is released, the opposite direction and nucleus of radon is released. This actually takes place inside a solid material. Rock, it can be a rock or it can be mineral. So inside the matrix or the crystal structure, you get the formation of this radon. It will be stored there. It can move only hardly 1 meter. So in the structure. So as long as the solid material is there, most of the radon will be trapped in there. How the radon is produced in various rocks. I have taken 3 case studies from Kerala. One is granitic source, another one lateritic rocks, and third one sandy soils. So various studies have shown that the concentration is high in granitic rocks. Production potential is high in granite. Why? Because granite contains more uranium compared to the laterite.
But when we come to the lateritic source, okay, due to the weathering product, it's a weathering product of various igneous metamorphic rocks, you get nearly relatively lower, but 87, 70, not much difference. When the sandy soil contains very low, 10 becquerel per millimeter. So how once a radon is formed inside the solid material, as I mentioned earlier, it will be stored there, but somehow this radon will try to move out of the crystal and into the surrounding pore space. So the blue color actually showing the pore space of the particular rock system, or it can be loose material or hard material, and depending upon the openings in this particular rock, it slowly moves through this opening and finally go into the outer space. Outer space means the integral pore space of the rock. So suppose 100 units of or 100 numbers of atoms are generated, 10 to 50%. All the atoms cannot, all the nucleus cannot go out of the system and into the pore space. Only 10 to 50% of the total radon actually moving out. And the movement is controlled by coefficient known as emanation coefficient. So there is a formula to calculate this emanation coefficient, and you can see the formula over here. I'm not going to the details. The KEM is known as the emanation coefficient. So this emanation coefficient controls how the actually radon content goes from the crystal into the pore spaces. So you can see the emanation coefficient, and the emanation coefficient is high for the weathered lateritic for 0.13, but the fracture granitic rocks is only 0.03, then followed by sandy 0.07. Actually, the formation more for the granitic rocks, but the emanation from the rock into the surrounding medium, the pore space, is more for the weathered lateritic aquifer. This is due to the weathered condition of the aquifer and some other activities going on in the soil. I'm not going to the details of this one. And okay, now I already mentioned that radon is more in groundwater. There are so many factors controlling the radon formation in groundwater. Why it is more in groundwater compared to the surface water like streams, ponds, lakes, etc. You can see that because groundwater means water occurring below the soil. It's always in contact with some kind of soils or rocks. If the water gets a continuous contact with the rock containing uranium or radium, uranium is the ultimate source and the radium is the immediate source of this soil. Okay, anyway, the rock containing uranium or radium, if the water gets a continuous contact with the rock, then the concentration will be more. So what is the most important thing is the geology of the area, geology of the particular region. Geology controls geologic source. Geology plays a very important role in controlling the concentration of this one, radon in the groundwater. Now coming to the health aspect of radon, I already mentioned that it actually creating cancer, carcinogen. All the studies started in 1960. Health aspect, biokinetics of radon in human beings, started in 1960. And in 1988, it was shown that radon actually is a carcinogen, human carcinogen by radon, by an agency, by the researchers, the agency of WHO. It is known as International Agency for Research on Cancer, IARC. 1988 has shown that radon can cause cancer in human beings. So it should be calculated very, very cautiously. So this is a signboard in USA, one of the mine sites in USA. So wherever we have this uranium mining sites, they put this board. It's an alert condition. They will not allow people to go into this mine site, particularly underground area where concentration of this uranium more high and also the radon will be there. It is actually concentrating very near to the ground. If you, in the case of US, Canada, all these places, you have buildings, it's a multi-story building, you have cellar, we call it as basement. So in the basement you get high concentration of radon. So usually when people from India, when they go to Canada or US, Americans build the cellar basement and stage. So this basement actually, there is no much aeration, ventilation. So the content of radon will be high. So they will be monitoring this one, and periodically they actually do some kind of depressurization. That means they are pumping out. They will pump out the air from the bottom ocean into the outside. So there are some mechanisms available, some of the high sources where the radon concentration is. So this is a warning signal. So there is a permissible limit for the radon in water.
11,000 becquerel per meter cube. Becquerel per meter cube is the unit that we use for measuring radon. There is also another unit, picocurie per liter, picocurie, but commonly used, internationally used is becquerel per meter cube. 11,000 per meter cube. If the water contains more than this particular value, so that area will be very dangerous. Okay, so it is considered the second position to causing cancer, lung cancer, after the tobacco. Tobacco in the US every year 2,000 to 3,000 people die as a result of cancer from radon gas. So how it is radon dosimetry? That means we can calculate the radiation doses from radon. So two ways it is getting into human beings. One is the injection. When we take water for drinking purpose, it will be getting. Then the inhalation. ശ്വസിക്കുന്നത് രണ്ടു വിധത്തിൽ അത് കയറുന്നുണ്ട്. പക്ഷെ the second one is more dangerous compared to the previous one. നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ പ്രശ്നം വരത്തില്ല, അതിങ്ങനെ ഡൈജസ്റ്റ് പോകത്തേ ഉള്ളൂ. Because it will not, water will not be there in a human body for more than 3 days. No problem. But when we come to the inhalation part, this is very dangerous. Here it is showing how it is moving. From the ground it is getting there in the water body. From the water it is going to the bathroom. നമ്മൾ സ്പ്രേ ചെയ്തിരിക്കാൻ shower വയ്ക്കുമ്പോഴത്തേനും it is actually water is moving down. Shower high pressure ആയിരിക്കും വരുന്നത്, water spread ചെയ്യുന്നത്. So all the gas, the dissolved in water, most of the gas will be releasing into the air. So it will be concentrating in the bathroom, closed bathroom. So if you take a long shower, knowingly or unknowingly, it will be getting into your lung system. And as I shown earlier, there are polonium-210, lead-210, and ultimately lead-206. These three compounds will be sitting as a layer. So that is actually causing this bronchitis, lung cancer. Okay, this is actually showing the mechanism of radon formation. I'm going very fast. So alpha particle emanation is the most dangerous. Beta pressure, alpha particle emanation. When alpha particle emanates, it actually strikes on the human tissues. But lungs in the tissues like attack, so that will be damaged, and also this alpha particle damage the DNA system. So DNA also. So two types of attack occur as a result. Ultimately, you get this cancer, lung cancer, as a result of this one. So this radon can be measured by various types of measurements are available. All conventional ones are there, but the most common one is the semiconductor detector. So semiconductor detector can be measured in becquerel per meter cube. So this is the instrument commonly used universally. It is known as R7 instrument. We purchased this one in our lab, 7.5 lakhs. GeoART is the only company in the world manufacturing this one. So we directly purchased this one. Using this machine, you can measure the concentration of radon in water. All types of water, whether it's a surface water, groundwater, or so these are the various measurement techniques that we follow. I'm not going into the details of this one. So it can be used as a tracer. Because of the short half-life period, 3.8 days, inert conditions, 3 to 4 times higher in groundwater compared to surface water, preferential partitioning, sensitivity to sudden changes in subsurface conditions. In the subsurface condition, when there is a sudden change, like the seismic activity occur, it also accumulates. That conditions are there. Then it's a universally present, so all these properties ultimately make this one. These are some of the applications in geology. I'm not going into the details of this one. Surface water groundwater interactions, hydrographic separation of streams. I will show the important things. Submarine groundwater discharge, which is a very important research topic as far as India is concerned. Now, CES has taken a big project, project, submarine groundwater discharge, hydrodynamics and water balance studies. Radon in locating geological structures. Geological structures means lineaments, so fault, joints, all these things you can identify. Radon in geochemical seismicity. Seismicity can be predicted, but not possible. But there are chances. If you take some research, serious research, continuous monitoring is needed. Continuous monitoring is needed. Now we started a program in tell you later. Sikkim University, Northeast area is actually zone number 5 as far as seismicity zonation map is concerned. So there the MRDC, the BRNS Mumbai, Baba Research Center,
they started a new research station 2021 in Sikkim University, under small dream, because that area is highly vulnerable as far as seismicity is concerned. So they started up there. Radon in geochemical studies locating uranium mineral deposit, because the parent material is uranium. Then uranium prospecting, radon in non-aqueous phase liquids. This is a new topic, contamination. Petroleum products in the contamination method, because it has some affinity. So using that one. So I will show you one or two case study. Radon in groundwater, high risk material. Radon in groundwater, we have taken Karamana river basin in Deepwater. So my student took PhD under this project. So Karamana river basin, as you know, it's one of the small river basin in Deepwater, Kerala, but it's one of the most polluted river as far as Kerala is concerned. Okay, when we come to Deepwater, southern region, the downward portion of the Karamana river is polluted from various sources. So in order to study the distribution of radon in groundwater, how it is migrating all this thing, what are the factors controlling radon, we have taken 21 sample sites. This is the Karamana river, these are the sampling sites. We've taken samples at a grid interval of 3 to 3 kilometers, and for the non-monsoon and monsoon seasons, analyzed for the radon concentration using the Radson instrument. So this is the field of measurement. We brought this instrument to the field. It will take 45 minutes to complete one sampling analysis, 45 minutes. And we have to do it within 24 or 48 hours, because it has a half-life of only 3.5 days. If you keep the water for 1 week, you won't get anything. It's a waste of time, waste of money, waste of energy. So we have to do for 24 hours. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫീൽഡ് വർക്ക് എടുക്കുക, രാത്രി കൊണ്ടുവന്ന് കുറച്ചെടുത്ത് വേറെ ടീമിൽ നിന്ന് അനലൈസ് ചെയ്യാം. ഒരു സാമ്പിൾ അനലൈസ് ചെയ്യാൻ 45 മിനിറ്റ്സ് ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ നേരം വിളിക്കുന്നവരെ ചെയ്തുകൊണ്ടിരിക്കും. 2 ദിവസം ഫീൽഡ് വർക്ക് നടത്തും, 3-ാമത്തെ ദിവസം എല്ലാവർക്കും വിശ്രമമാണ്. 3 ദിവസം again we will conduct the field work. It's a really tough job. ഞാൻ ഇവിടെ അടുത്ത ഫീൽഡിൽ ഇതാണ് സ്റ്റുഡൻറ്റ്, അതുപോലെ PhD. ഇപ്പം 5 പേര് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, PhD അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ഫോറിൻ സ്റ്റുഡന്റ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ആഫ്റ്റർ അനാലിസിസ് ഓഫ് ദി എൻറ്റയർ 71 സാമ്പിൾ ലൊക്കേഷൻസ്, we got 8 location with the high radon values during the 3 months dry season. ഇത് മൺസൂൺ സമയത്താണ്. സോ വാല്യൂ 68,352, ഹയസ്റ്റ് വാല്യൂ കിട്ടിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ 11,000 ഡിസ്റ്റർ പെർമസ്മെന്റ് അത് മേളിൽ പോയിക്കാണ്. പൊന്മുടിക്ക് അടുത്ത ഒരു സ്ഥലമുണ്ട് ബോണക്കാട്, ബോണക്കാടിന്റെ മലയുടെ മുകളിൽ ഒറ്റ ഗ്രൗണ്ട് വാട്ടർ വെള്ളം ഉള്ളവിടെ. ആ വെല്ലിന് ഭയങ്കര ഹൈ കോൺസെൻട്രേഷൻ ഉണ്ട്. എല്ലാ സീസണിലും അവിടുത്തെ റിവർ ചെറിയ സ്ട്രീമൊക്കെ ഓറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. ആ സ്ട്രീമിലും ഉണ്ട് ഏതാണ്ട് 8,000, ഒരിക്കലും കിട്ടുന്നതല്ല 8,000. സ്ട്രീം സാറിന് 1,000-1,500 രൂപ കിട്ടുന്നില്ല. 6,000-8,000 വാല്യൂ അവിടെ കിട്ടുന്നുണ്ട്. ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഗ്രാനൈറ്റിക് റോക്ക് ആണ്. ഹൈ കോൺസെൻട്രേഷൻ ഓഫ് 68,352. So the value varies from 167 to 68. 167 below 200 ആണ്. അത് കോസ്റ്റൽ റീജിയൻ, കരമന റിവറിന്റെ കോസ്റ്റൽ റീജിയൻ, സാൻഡി സോയിൽ ആണ്, വളരെ കുറവാണ്. ഗ്രാനൈറ്റിക് റോക്സിന്റെ ഹൈ കിട്ടും. 2 സീസണിൽ കിട്ടുന്നുണ്ട്, 5 കിട്ടുന്നത്. അപ്പോൾ ഞാൻ അതിന്റെ ഡിസീസ് ആക്ച്വലി കോണ്ടോർ മാപ്പ് ഷോയിങ് ദ റെഡൺ കോൺസെൻട്രേഷൻ. ഇതാണ് ബോണക്കാട് ഏരിയ, കരമന റിവർ ബേസിൻ, ബോണക്കാട് ഹൈ കോൺസെൻട്രേഷൻ, സെൻട്രൽ പോർഷൻ ഹൈ കോൺസെൻട്രേഷൻ. പിന്നെ 8 സ്ഥലത്ത് കിട്ടുന്നു. ഇത് രണ്ടാമത്തെ സീസൺ high concentration. All the red terms showing the highest high concentration above permissible limit, 11,000 becquerel per meter. So this is actually a correlation between water quality parameters and one parameter and the correlation. Radon is not correlated with any of the water quality parameters. സാധാരണ ടെമ്പറേച്ചർ ആയിട്ട് കോറിലേഷൻ വരുന്നതാണ്. പക്ഷെ ടെമ്പറേച്ചർ വേരിയേഷൻ ഒക്കെ 2 to 3 ഡിഗ്രി ഒക്കെ വരുന്നുണ്ട്. സോ ഒരു 20 ഡിഗ്രി ഒക്കെ വേരിയേഷൻ വന്നു, 30 ഡിഗ്രി. അതായത് ഹോട്ട് സ്പോട്ട്സ് ഒക്കെ ഉണ്ട്. ഹോട്ട് സ്പ്രിങ്സ്, കോൾഡ് വാട്ടർ, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിൽ മാത്രമേ അത് കോറിലേഷൻ കിട്ടുന്നില്ല. ഞങ്ങൾ റോക്ക് ടൈപ്സോടെ നോക്കി. അപ്പോൾ കോറിലേഷൻ നോക്കിയപ്പോഴത്തേക്കും ഗ്രാനൈറ്റിക് റോക്സിലാണ് കൂടുതൽ ഹൈ വാല്യൂസ് ആണ് ആക്ച്വലി ഫോളോയിങ് ഈ കൊട്ടലേറ്റിക് റോക്സ്. കൊട്ടലേറ്റ് ആണ് അവിടുത്തെ ഡോമിനന്റ് റോക്ക് കിട്ടുന്നത്. Correlated, pigmented, charcoal. That dominant rock is correlated. So most of the high concentration is getting in correlating rocks. And the lineaments map of care, particular region is preferred. We superimpose on this particular concentration, high concentration. Now, fortunately, out of the 8 locations, 4 locations falling very near to lineaments. So lineaments, we identified lineament as another important factor. You can see 5 lineament here. So 8 location we got lineaments. So lineaments are actually conduit for the movement of gas. Lineaments which is factor answer factor 1, 2, 3, 4. But lineaments in the versus distance from the lineaments which is
concentration നോക്കി. അപ്പോൾ we got 4 classification, 4 groups. അപ്പോൾ ഈ ലീനിമെന്റ്സ് നമുക്ക് പല ഗ്രൂപ്പായിട്ട് പറയാൻ പറ്റും. ആക്റ്റീവ് ലീനിമെന്റ്, ഇനാക്റ്റീവ് ലീനിമെന്റ്, അങ്ങനെയൊക്കെ ഞാൻ കിട്ടി. There are some lineaments where we get the water samples very near to the lineaments, they show high value. ചില lineaments അടുത്ത് water sample കിട്ടുന്നത് പക്ഷേ high value അല്ല. That means that lineament may be inactive. എന്റെ സ്റ്റുഡന്റ് എൻവയോൺമെന്റ് സയൻസ് ആൻഡ് ജിയോളജി അത്ര വർഷമില്ല, ഒരു വലിയ ചെയ്യാൻ പറ്റത്തില്ല. എനിവേ വി ഐഡന്റിഫൈഡ് സം സോർട്ട് ഓഫ് ടൈപ്പ് ഓഫ് ഡയഗ്രാം. This is actually geology of the region, geological map, lineament map, high concentration. ഇതൊക്കെ വെച്ച് ഞങ്ങൾ ചെയ്തു. ഫൈനലി വി ഐഡന്റിഫൈ ദ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദാറ്റ്. അങ്ങനെ ഫൈനലായിട്ട് ഞങ്ങൾ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തു, കോൺസെപ്ഷൻ മോഡൽ ഫോർ ദ ഹൗ ദ റെഡോൺ മൂവ്സ് ഇൻ ദ കരമന റിവർ ബേസിൻ. ഇതിനകത്ത് ദിസ് ഈസ് ആക്ച്വലി ദ അപ്രേറ്റിക് സോയിൽ below which you get the slate cross. ഇവിടെ താഴെ ഫ്രാക്ചർ ആണ്, ജോയിന്റ്സ് ഒക്കെയാണ്. അപ്പോൾ ഒരു വെല്ലെടുക്കുകയാണെങ്കിൽ ഇത് ഫ്രാക്ചർ ഗ്രാനൈറ്റിക് റോക്കിലാണ്, ഫ്രാക്ചർ ആണെങ്കിൽ യു ഗെറ്റ് ഹൈ റെഡോൺ. അടുത്ത ആ വെല്ല് ഇവിടെ ഫ്രാക്ചർ ആണ്, ഹൈ റെഡോൺ. വെല്ലിൽ ഫ്രാക്ചർ ഇല്ല, ജോയിന്റ് അല്ല, ലീനിമെന്റ്സ് ഇല്ല, ക്രിസ്റ്റലൈൻ റോക്ക് ആണെങ്കിൽ മീഡിയം റെഡോൺ. ഇതൊരു യുറേനിയം മിനറലൈസേഷന്റെ ഒക്കെ കാര്യമാണെങ്കിൽ അവിടെ ഹൈ റെഡോൺ. ഒരു അലൂമിനിയം സോയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ how the radon concentration varies from one region to another. ഇങ്ങനെ ഒരു വർക്കാണ് ചെയ്തത്. അപ്പോൾ radon, how the radon, what are the factors controlling radon in this particular region, major findings. അപ്പോൾ നമുക്ക് ഇത് വെച്ച് രണ്ട് കാര്യം പറയാൻ പറ്റും. ഒന്ന്, how the radon, what are the factors controlling radon. Second one, based on radon, it is acting as a proxy for locating weak zones. Lineaments are identified using radon. Wherever we have lineaments, active lineaments, where that region we get high radon. So radon is acting as a proxy for delineating or locating weak zones and these weak zones like fracture joints, and these weak zones are actually again regions of groundwater potentials. Groundwater potential, groundwater locate ചെയ്യാൻ indirectly radon can be used as a tool. അങ്ങനെ ഒരു അസംഷനാണ് ഞാൻ നിർത്തിയിരിക്കുന്നത്. അതാണ് ഞങ്ങളുടെ മെയിൻ ഫൈൻഡിങ്സ്. പിന്നെ നമുക്ക് ഗ്രൗണ്ട് വാട്ടർ ഫസ്റ്റ് വാട്ടർ ഇന്റർനാഷണൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. റെഡോൺ how the groundwater contributing to surface water, how the surface water contributing to groundwater. അങ്ങനെയുള്ള രണ്ട് സ്റ്റഡീസ് പോസിബിൾ ആണ്. ഞങ്ങൾ അങ്ങനെ അറ്റംപ്റ്റ് ചെയ്ത് നോക്കി. അതിന്റെ ഇൻഡിക്കേഷൻ എങ്ങനെയാണ്, സപ്പോസ് ഇൻ എ റിവർ വാട്ടറിന്റെ ഇറ്റ്സ് ആക്ച്വലി കണ്ടെയ്ൻ ദ സർഫസ്, usually contain low concentration of radon. But in a river water, if you get relatively higher values of radon, greater than 1,000 becquerel per meter cube, it indicates that there is some contribution from groundwater, high concentration. So in a river basin or a river channel from upstream to downstream, if we can measure the concentration of radon at a river interval of say 1 kilometer, 2 kilometer, 5 kilometer, and if you analyze the concentration of radon, in some regions you get high concentration. So that indicates that groundwater is coming to the river. So that regions are very much important. We tried in Pilliar river in Kerala and also Karamana river, and we got some abnormal high values in certain locations. So this is actually a very tough field work that we conducted from upstream to downstream in the case of Karamana river basin. We took so many profiles. So we were into a profile at the groundwater study ചെയ്തു. അപ്പോൾ അതിനകത്ത് ഇവിടെ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ രണ്ട് ലൊക്കേഷൻ ആണ്. ഇവിടെ നിങ്ങൾ കുറഞ്ഞോളി പോകാം, നമുക്ക് അപ്സ്ട്രീം ടു ഡൗൺ സ്ട്രീം. സോ ദർ ആർ 2 ലൊക്കേഷൻസ് വേർ വി ഗെറ്റ് ഹൈ രണ്ട് കിട്ടുന്നുണ്ട്, രണ്ട് സീസൺ കിട്ടുന്നുണ്ട്. സോ ദിസ് ലൊക്കേഷൻ ഈസ് about 45 kilometers from the upstream area. So this is a very potential source of groundwater. നമ്മുടെ എൻവയോൺമെന്റ് ഫ്ലോ റിവറിന്റെ ഡ്രൈ സീസണിൽ റിവറിന്റെ വേസ്റ്റ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യും. അതർവൈസ് ഇറ്റ് വിൽ ബി അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ദ aquatic bodies. ഇപ്പൊ എൻവയോൺമെന്റ് ഫ്ലോ ഫേവർ ചെയ്യാൻ വേണ്ടി what we can do is if you do this type of study, it will be very useful. Okay, ഇത് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ ക്ലിയർ കാണിക്കാം. This is actually we are studying the concentration of radon. So
എന്താ പറയുന്നത് ആഫ്രിക്ക അല്ലേ? അത് പണ്ട് ഞാനും പറയുമായിരുന്നു. പക്ഷേ ഇപ്പൊ എവറിത്തിങ് ചേഞ്ച്. ഇപ്പൊ എന്നോട് ചോദിക്കുകയാണ്, ഞാൻ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ആഫ്രിക്ക, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഏഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, സ്പെസിഫിക്കലി സ്പീക്കിംഗ് ഇന്ത്യ ആൻഡ് ചൈന റീജിയൻ. ഒരു ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ സമയമില്ലാത്തൊരു തൽക്കാലം സ്റ്റോപ്പ് ചെയ്യണം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. സെഷനിലേക്ക് കടക്കുകയാണ്. അഡ്രസ്സാണ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് മുമ്പായി നമ്മുടെ ഒരു ചെറിയ സ്നേഹോപഹാരം സാബു സാറിന് നൽകുന്നതിനായി പ്രിയപ്പെട്ട GK സാറേയും അത് സ്വീകരിക്കുന്നതിനായി സാബു സാറേയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ദിവസമായി നടന്നു വരുന്ന നമ്മുടെ GeoART 2022 ലാസ്റ്റ് സെഷനാണ്, നമ്മുടെ വാലിഡിറ്റി സെഷനാണ്. നമുക്കറിയാം, നമ്മുടെ ഇവിടെ വന്ന് ഇന്നലെ രാവിലെ മുതൽ ഈ നിമിഷം വരെ നമ്മളോട് സംബന്ധിച്ചത് മുഴുവൻ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിന്റെ ഇമോഷണൽ സൈഡ്. അപ്പോ ആ അർത്ഥത്തിൽ നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. അപ്പോ ഇനി അതിലേക്ക് ഇനി എല്ലാവരും കുറിച്ച് കണ്ടിരുന്നില്ല, ഇവിടെ ഇനി വന്ന് സംസാരിക്കേണ്ട ആളുകൾ ഇവിടെ ഉണ്ട്, അങ്ങനെ വിളിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മൾ ആ സെഷനിലേക്ക് കടക്കുകയാണ്.
സെഷന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് വിജയ് സാർ സംസാരിക്കും. അതുപോലെ ടീച്ചറുടെയും സാബു സാറൊക്കെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ശശിയേട്ടൻ ഇവിടെ ഉണ്ട്. ശശിയേട്ടൻ സംസാരിക്കും. പിന്നെ ഈ യോഗത്തിന് നന്ദി പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അരുൺ സാറാണ്. അതുപോലെ തന്നെ അധികം സമയം എടുക്കാതെ തന്നെ ഇവർക്കൊക്കെ നാളെ അവസരമുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മുടെ ജിയോളജിസ്റ്റുകളായ നമ്മുടെ വിദ്യാർത്ഥികളായ നമ്മുടെ സൈനബാൻഡ് റഹീല സച്ചിന്റെ നൗഫൽ പെട്ടു നൗഫലുണ്ട്, രഞ്ജിത്തുണ്ട്, പിന്നെ ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്. ഞാനിത് വീണ്ടും ഇവിടെ വിഷമിക്കുന്ന നിൽക്കുന്നത് വെച്ചാൽ ഈ വിളിച്ചിട്ട് എന്റെ കൊളീഗ്സ് ആരും തയ്യാറാവാത്തതുകൊണ്ടാണ് ഞാൻ ഒരു സെഷന് മുമ്പിൽ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത്. വേറെ ഒന്നും വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളിതിന് നന്ദി പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മുടെ അരുൺ സാറുണ്ട്. പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളെയും ഈ വാല്യൂഡിഗ്രി സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷത ഏറ്റെടുക്കണമെന്ന് പ്രിയപ്പെട്ട GK സാറോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. I'm not extending much because it is high time. It's 4:50. So Dr. Aisha and the dignitaries on the dais, my former colleagues and my dear students, for the last 2 days you have been exposed to various type of presentations by the very eminent scholars from different organizations, and I should say that all the talk is a very, very, very unique talk. So I never heard some of the presentations so far. It's a very nice presentation. So I feel very happy for getting this type of presentation in the event of the retirement of Dr. Aisha. The aim of this 2-day seminar is to give some scientific information to the students, which you will remember. Along with that you will remember the Aisha's retirement day also. So, with these few words, I wish Dr. Aisha all the very best and a happy retired life. Thank you. Man of the day or women of the day, Dr. Vaidyaveetil Abdullah Aisha, also known as Dr. V.A. Aisha. Other distinguished members on the dais, off the dais, my dear students, very good afternoon to all of you. So, our 2 days national seminar highlighting the arts of research and teaching of geology. GeoART 2022, organized by Alumni Association in honor of Dr. V.A. Aisha is coming to an end. So this is the last part of this particular program. So when you see this particular photograph on your background, teacher, you can also see. We can see a very eminent and charming personality. Who as the associate professor and head for a longer period
and now completing 33 years of service, academic service, meritorious service, and retiring on the 31st of this month. So, a great personality, a big salute to my classmate and my friend, Dr. Aisha. He served as junior lecturer for 5 years, then as a senior grade for 3 years, then selection grade for 5 years, then associate professor for 16 years, altogether 33 years of service. Very rarely an academician achieved this merit and achieve this great longevity. So this is a time to celebrate her years of service. That's why you organized this particular 2 days conference here. She has a very unique personality in geology. We can call her as a gemstone in geology because that is the personality. A humble character, simple, and also if you take the ego, you can see very little ego. Sometimes see zero, and at the same time she has a very broad wavelength, like the wavelength of ocean. So she can that's why she interacts with them very patiently with all types of people. Okay, she served not only as the head of the department, but also as a mentor and also a friend to most of the students in this department. She is actually a role model for each one of us here. So she actually has set a role model for others to follow in the coming years in this department as well as in this college. So very sincere and punctual in her academic activities. I got an example from the University of Kerala. I am the Board of Studies Chairman in Department Environmental Science in Kerala. I think for the past more than 1 decade, she is in our panel of question paper setters in environmental science. She has been doing this work in a very excellent way. So 1 month back, when I modified the Board of Examiners, I dropped her name. I thought she is retiring by the end of March. So retiring teachers will not be there in the Board of Examiners, particularly question paper setting. So I dropped her name along with a few other persons, and I submitted the list to the university. After 1 week, I got a call from the control of examination university. Why you awarded Dr. Aisha? I said she is retiring. Now, she is very sincere, very punctual. She has done her job very well. So, I said, okay, I will do it. I forgotten that thing. After 3 days, again I got the call from the control of examination. Then I resubmitted the panel and she will get the question paper soon. That is one example. With one example, I can say that she is very punctual. You won't know only in Calicut University and other universities as well. Okay, I told that she is my classmate. We studied together, and Shashimar is also here. So we did our MSc program in Kerala University during 1986-88 period. So my first encounter with Aisha is not encounter. I first met her during the MSc admission program. She came with her parents. So we were 10 students, 2 girls, Aisha and Radhika. Then we were 8 boys. So these 2 girls from northern Kerala, so they have no idea about Deepwater. So myself, Shashikumar and one more friend, Seabed, we actually guiding these girls for various things to be done from Deepwater and also from other parts. It was a very good experience. We enjoyed a lot. The campus, as I mentioned earlier, she was very cooperative, very actually helpful, very simple, humble, all these things. So we had a good friendly relationship there. I will show you a few photographs of our you can see your teacher some 30 years back.
Department of Geology, Varanda. See how simple your teacher is. Teacher was 30 years. This is our botany department. It's a friendly our botany department. This is a friendly our biochemistry department. Retirement is a time to look back your career with some satisfaction. It's also a time to look ahead in some anticipation. So teacher has taken nearly 33 years. This year she had done a lot of hard work with dedication, almost 100% every day. Now it's time to relax. She was actually climbing a mountain for the last 30 years. Today she has reached the topmost level. Summit of the mountain. So need not climb again, relax. She can now look down. You can see the various activities. We wanted to see what we say, bird's eye view, panoramic view, global view, all these things. Now she can look down. She can look the activities she has done, and you can enjoy the activities. And the colleagues are here. They can also look into the activities. They can follow what they want. I earlier mentioned that she is a role model for each and everyone here. So we thank you for all the hard work, for all the time dedicated by your teacher to this department, to this college, and to the society in a big way. According to your Nightingale, as in all successful ventures, the foundation of a good retirement is planning. I think she already made up her mind what she's going to do in future. So I requested Dr. Aisha to look for new adventures. In future, she can write books, she can travel, so lot of things she can do. So I could just study from the UK. So after the retirement, actually our brain works very well. That means the most vibrant part of the brain is going to be from 60 to 70. So normally people think that after retirement we have nothing to do, simply wasting time. So whatever you have learned, your knowledge, all these things, you can write in the home book, you can make travels, anything one. So brain will be active. So I request Aisha teacher to write book, 1 or 2 books related to the experience. Okay, she is just completing one phase of life, and now the second phase is more exciting as far as Aisha teacher is concerned. So I request her to plan it, implement it. I wish all success on her life after retirement. All the best for the future endeavors programs. All the best, good health, sort of fun in her life, long life, blissful future. Thank you once again, Aisha teacher, for all the achievements. Thank you very much. I also thank the organizers of this program for giving me an opportunity to come to this particular area. It's actually a coincidence. I never thought I can come here. Anyway, God bless you. Thank you. I request എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ഗോപാൽ സാറ്, ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥി ഐഷ ടീച്ചർ, പിന്നെ എൻ്റെ ക്ലാസ്മേറ്റ് സാബു ജോസഫ്, ഈ ജിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, ബാക്കിയുള്ള അതർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഞാന് പെട്ടെന്നുള്ള ഒരു പ്രോഗ്രാമിലാണ് ഇവിടെ എത്തിപ്പെട്ടത്. ആയിഷ ടീച്ചർ വിളിച്ചു, ഇങ്ങനെ ഒരാളിവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താ വരുന്നത് പറഞ്ഞ് ഞാൻ ഇവിടെ എത്തിയതാണ്. ഞാൻ എത്തിയ ഉടനെ തന്നെ ഇവിടെ കണ്ടുപോയി. പിന്നെ ഞാൻ കേട്ട 1-2 വാക്കുകൾ എന്താ വെച്ചാല്, ഗീവ് ആൻഡ് ടേക്ക് പോളിസി എന്നുള്ളൊരു വാക്ക് സാബു ജോസഫിന്റെ മുഖത്തുനിന്ന് കിട്ടി. അതുപോലെ തന്നെ ബാലൻസ് ഓഫ് നേച്ചറും കിട്ടി. ഈ രണ്ടും കൂടി എന്തെങ്കിലും 1-2 വാക്കുകൾ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം.
ഞാനൊരു ഞാൻ വിളിക്കാം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും കേട്ടപ്പോ എനിക്ക് ഒരു കാര്യം പറയാൻ തോന്നി. എന്താ വെച്ചാല് ഈ ബാലൻസ് ഓഫ് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഏത് സ്ഫിയറിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഓരോ കോശങ്ങളിലും ബാലൻസ് വേണം. അപ്പോഴാണ് നമുക്ക് ശരിക്കും ഈവൻ ടൈപ്പ് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നൊരു വസ്തുത എനിക്ക് ഇവിടെ ഉള്ളിൽ വന്നു. നമ്മൾ ഓരോരുത്തരും പല സ്ഫിയറിലേക്ക് പിരിയും. ഡിഗ്രി കഴിഞ്ഞാലും പി ജി കഴിഞ്ഞാലും ഞാൻ അങ്ങനെ വേറൊരു സ്ഫിയറിലേക്ക് തിരിഞ്ഞ ഒരാളാണ്. അപ്പൊ നമ്മൾ എവിടെ പോവുകയാണെങ്കിലും നമ്മൾ ആ ബാലൻസ് കീപ്പപ്പ് ചെയ്ത് പോകണമെങ്കിൽ നമ്മുടെ മൈൻഡ് എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കും. മൈൻഡ് ഹൃദയത്തിനോട് ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഏത് സ്ഫിയറിലും നമുക്ക് ഈവൻ ടൈപ്പ് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യണം. പിന്നെ ആയിഷ ടീച്ചറുടെ റിട്ടയർമെന്റിന്റെ കാര്യത്തെ പറ്റി ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങളിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കാറുണ്ട്. അപ്പൊ ആയിഷ ടീച്ചർ എന്താ ചെയ്യാൻ പോണെന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാനത് വായിക്കാം. കുഴപ്പമുള്ളതൊന്നുമില്ല. ഞാൻ എഴുതിയ ആയിഷ ടീച്ചർക്ക് ഹാപ്പി ഡേയ്സ് അഹെഡ്, live like a bird, do what you like at the moment, live naturally. Nature has more and more ideas to unearth before us, but only one condition: you have to have patience to observe and increase the sensitivity to understand heartfully the very nature of Mother Nature and Mother Earth. Happy days ahead, happy retirement. ആയിഷ ടീച്ചർ മറുപടി തന്നതെന്ന് വെച്ചാല്, താങ്ക് യു ശശി ഫോർ യുവർ വിഷ്. ഐ ആം ഓൾസോ പ്ലാനിംഗ് ടു live freely, read, explore nature, go some trips. That's all. That is all. This all will happen if you have good health condition. Don't know what Almighty has kept in store for us. Wish all of us to have a healthy and peaceful life ahead. So, ഒരു സംശയം എന്താ വെച്ചാല് ഹെൽത്ത് അനുവദിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഹെൽത്ത് അനുവദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ആൻഡ് ലെറ്റ് ഹെർ ടു ലിവ് ലൈക്ക് വാട്ട് വേർ ഷീ ലൈക്ക്. പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്മകൾ വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. നമ്മുടെ സാബു സാർ ആയിഷ ടീച്ചർക്കൊരു മെമന്റോ സമ്മാനിക്കുകയാണ്. അപ്പൊ അത് നൽകുന്നതിന് സാബു സാർ അദ്ദേഹം രണ്ടുപേർക്ക് സംസാരിക്കുന്നതിനായി ഡോക്ടർ വിജയരാഘവൻ ആക്ച്വലി ഞാനൊരു പബ്ലിക് സ്പീക്കിംഗ് എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശരിക്കും ഞാൻ തന്നെ ഇവിടെ വന്നപ്പോൾ ഈ വേദിയിൽ ഞാൻ മനസ്സിലാലോചിക്കുന്നത് ഞാൻ ശരിക്കും ഇവിടെ ഇരിക്കാൻ അർഹനാണോ എന്നുള്ളത്. കാര്യം എന്നേക്കാൾ കൂടുതൽ ടീച്ചറുമായിട്ട് വളരെയധികം ഇന്ററാക്ഷൻ ഉള്ള ആൾക്കാർ ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അവര് വന്ന ടീച്ചേഴ്സിനെ പറ്റി കൂടുതൽ പറയണം. പിന്നെ അതുപോലെ തന്നെ സാബു സാർ ഈ ഫോട്ടോസ് കാണിച്ചപ്പോഴത്തേക്കും തീർച്ചയായും ഞാനും അതേ കലാലയത്തിൽ നിന്ന് വന്ന ഇതാണ്. എസ്പെഷ്യലി ആ ഫോട്ടോസ് ഒക്കെ കണ്ടപ്പോഴത്തേക്കും തീർച്ചയായും ആ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു മെമ്മറി ഇതുണ്ടായിരുന്നു. പിന്നെ ഐഷ ടീച്ചറിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ
ടീച്ചറിനെ പറ്റി ആദ്യം അറിയുന്നത് എന്റെ ക്ലാസ്മേറ്റ് റോഷിന എന്ന് പറയുന്നത്, പുള്ളിക്കാരി ഇപ്പൊ ഗൾഫിലാണ്. അപ്പൊ അങ്ങനെ ടീച്ചറിനെ പറ്റി അറിയുന്നത്. പിന്നെ ടീച്ചറിന്റെ സ്റ്റുഡൻസ് ആണ്. അപ്പൊ ആ വേരിയസ് ലെവൽസിലുള്ള സ്റ്റുഡൻസുമായിട്ട് എനിക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് പ്രൊഫസർ സജീവ് കൃഷ്ണൻ, IIC ബാംഗ്ലൂരിലെ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിലെ പ്രൊഫസറാണ്. അപ്പൊ സർ മാഡത്തിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ അതുവഴിയാണ് ടീച്ചറിനെ പറ്റി കൂടുതലൊരു ഇന്ററാക്ഷൻ വന്നത്. പിന്നെ എന്റെ കൂടെ ടീച്ചേഴ്സിന്റെ വളരെയധികം സ്റ്റുഡൻസാ, എസ്പെഷ്യലി നല്ല സ്റ്റുഡൻസാ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രോജക്ട് വർക്കും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ എല്ലാ ടൈമിലും ടീച്ചർ വളരെയധികം സപ്പോർട്ടീവ് ഇതായിരുന്നു. എസ്പെഷ്യലി എനിക്ക് എടുത്ത് പറയാനുള്ളത് ഫൈസൽ, ഷപ്ന, സായി, അഞ്ചുള, കുറച്ചാരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം ത്രൂ സ്റ്റുഡൻസ് ആണ് ടീച്ചേഴ്സുമായിട്ട് എനിക്ക് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ സാബു സാർ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റിംഗിന്റെ ഇത് പറഞ്ഞായിരുന്നു. ലാസ്റ്റ് നമ്മൾ ഇന്ററാക്ട് ചെയ്തത് ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റിംഗ് ആയിരുന്നു. അപ്പൊ അത് ഞാൻ എനിക്കൊന്ന് ടീച്ചറിനെ ട്രബിൾ ചെയ്തു തോന്നുന്നു. ടീച്ചർ പറഞ്ഞ ടൈമിൽ എനിക്ക് കൊണ്ടു തീർക്കാൻ പറ്റിയില്ലായിരുന്നു, ബിക്കോസ് അതിന്റെ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം അപ്പൊ എന്നിരുന്നാലും ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ടീച്ചറിന് എല്ലാവിധ ലൈഫ് മാക്സിമം എൻജോയ് ചെയ്ത് ഹാപ്പി, ഹെൽത്തി, പീസ്ഫുൾ ആൻഡ് ജോയ്സ് റിട്ടയർഡ് ലൈഫ് മാഡം. താങ്ക് യു വെരി മച്ച്. സാബു സാർ ഇവിടെ ഈ ഫോട്ടോ കാണിച്ചപ്പോഴേ സാർ ഒരു കാര്യം ചോദിക്കാൻ ഏൽപ്പിച്ചിട്ട് കൂടി രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരു ഫോട്ടോ എടുക്കാം. അപ്പൊ ടീച്ചറും ക്ലാസ് കയറിയത് എന്തായാലും നമ്മൾ ശരിയാണ് സർട്ടിഫൈ ചെയ്തു. അടുത്തതായി എന്തൊക്കെ സംസാരിക്കുന്നതിനായി നമ്മുടെ സൈനബാബു വിദ്യാർത്ഥികളെ, റെഗില, എജിത്തേട്ടൻ, നൗഫൽ, എല്ലാവർക്കും നമസ്കാരം. നമ്മള് വലിയ ഒരു നല്ലൊരു സമയത്താണ് ഇരിക്കുന്നത്. ടീച്ചറെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ടീച്ചറുടെ ഫ്രണ്ട്സ് എല്ലാം നമ്മളത് ഷെയർ ചെയ്തു. ഈ അവസരത്തില് എനിക്ക് പറയാനുള്ളത്, ടീച്ചർ നാളെ ഞങ്ങൾക്ക് പറയാനുണ്ട്. നാളെ ജെൻസിന്റെ നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. അതിലും നാളെ പറയാമെങ്കിൽ കൂടെ ഇപ്പൊ വലിയൊരു മുഹൂർത്തമാണ് ടീച്ചറെ സംബന്ധിച്ചും ടീച്ചറുടെ സ്റ്റുഡന്റ് എന്നുള്ള നിലയിലും വലിയ അഭിമാനം തോന്നുന്നുണ്ട്. ഒരുപാട് എമിനന്റ് സ്കോളേഴ്സ് നമുക്ക് ജിയോളജിയുടെ വിവിധ തലങ്ങളില് ജിയോളജിനെ കുറിച്ചും അതിന്റെ അപ്ലിക്കേഷനെ കുറിച്ചും എന്താണ് എർത്ത് സയൻസ് എന്നും എല്ലാം ഞാൻ രാവിലെ തന്നെ വന്നു. രാവിലെ മുതൽ ഞാൻ ശ്രീകുമാർ സാറിന്റെ ക്ലാസ് കേൾക്കുമായിരുന്നു. വളരെ എല്ലാം കൊണ്ടും നന്നായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തു. ഒരു ദിവസം രാവിലെ കൊച്ചിയിൽ അവിടെ എത്തി ഇത്ര നേരം ഇപ്പോഴും നല്ല സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ ടീച്ചർ പോവാന്നുള്ളത് മനസ്സുകൊണ്ട് അംഗീകരിക്കണം തോന്നുന്നില്ല. നമ്മുടെ ജിയോളജി ഫാമിലി നിലയ്ക്ക് ടീച്ചർ ഇനിയും ഉണ്ടാവും, നമ്മളും ഇവിടെ വരും. അപ്പോ അങ്ങനെ ഒരു യാത്ര കുറച്ചിലോ ഒന്നും തോന്നിയിരുന്നാൽ എല്ലാവിധ പ്രാർത്ഥനകളും എപ്പോഴും ഉണ്ടാവും ടീച്ചർ. ഓക്കെ, താങ്ക് യു. കുറച്ച് പറഞ്ഞുള്ളൂ, ബാക്കി നാളെ പറയാം. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി ഇവിടെ റെഹിലയുടെ BSc MSc ഇവിടെ നിന്ന് പഠിച്ചതാണ്. ഇവിടെ ദീർഘകാലം ഗസ്റ്റ് ലെക്ചറായി വർക്ക് ചെയ്തിരുന്നു. കഴിഞ്ഞ് GSI ഇപ്പോൾ ചെന്നൈ GSI പോവാണ്. ഇവിടെ സ്പെഷ്യലൈസേഷൻ സീനിയർ ജിയോളജിസ്റ്റാണ് റെഹില. മുന്നേ നമ്മൾ GK സാറിന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ ഒരു ഓർമ്മയാണ് വരുന്നത്. എല്ലാം കൊണ്ടും വളരെ നല്ല ഒരു ഇതാണ് സെമിനാർ. സെമിനാറിന്റെ ഒരു
ഭയങ്കര പാഷനേറ്റ് ആയിട്ട് നമുക്ക് ഡെലിവർ ചെയ്ത് തന്നു 3 പേര്. ഞങ്ങൾ ത്രിമൂർത്തികളാണ് വിളിച്ചിട്ടുണ്ട്. GK സാറ്, പ്രഭാത് സാർ, ഐഷൻസ്. അതിലാണ് ഇപ്പോൾ റിട്ടയർ ആവാൻ പോകുന്നത്. ഇനി വരുന്നൊക്കെ നിങ്ങളുടെ കുറെ ടീച്ചേഴ്സും ഞങ്ങളെ പഠിപ്പിച്ചുള്ള കുറച്ച് പേര് മാത്രമേ ബാക്കിയുള്ളൂ. വിജയ് സാറ്, ശ്രീകാട്ട് ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, ബാക്കിയാണ് ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. ഈ വിജയ് സാറിനെ മാത്രമേ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വരാനുള്ളൂ. നമുക്കെല്ലാം കൊണ്ടും എന്താ പറയാ, ടീച്ചിങ് എന്ന് പറയുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കി തന്നതും ഞങ്ങളെ ഈ ലെവലിൽ എത്തിച്ചതും ഇവരുടെ ടീച്ചിങ് മാത്രമല്ല, മോട്ടിവേഷൻ. ഇപ്പൊ GSI ഇവിടെ ജസ്റ്റ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവരിങ്ങനെ പിന്നാലെ നമ്മളൊന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എക്സാം എഴുതണം, എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് നമുക്കൊരു ചിന്തയില്ല. അതുപോലെ തന്നെ നിങ്ങളും അത് പരമാവധി യൂസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായി പഠിക്കുക, അവർക്ക് പറയുന്നതൊക്കെ അനുസരിച്ച് നല്ല കുട്ടികളായി ജീവിച്ചാൽ നിങ്ങളും നാളെ എന്തെങ്കിലുമൊക്കെ നല്ല ജോലി വാങ്ങിച്ച് നല്ല നിലയിൽ എത്താവുന്നതാണ്. അപ്പം മിസ് പറഞ്ഞ പോലെ ഇപ്പൊ റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു വയസ്സായി ഒരു സ്ഥലത്ത് ഇരിക്കാൻ ഒഴുകിക്കൂടാനുള്ള സമയമല്ല. ഇനിയാണ് നമുക്ക് കുറെ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച് കുറെ കാലം മിസ് കളഞ്ഞല്ലോ. ഇനി കുറെ കാര്യങ്ങൾ മിസ്സിന് തലയായി ചെയ്യാറുണ്ട്. നമ്മളെ അപ്പം മിസ്സിന് ഇനി ചെയ്യാനുള്ളത് കുറെ യാത്രകൾ പോവുക, ടൂർ പോവുക, അടിച്ചു പൊളിക്കുക, സൂപ്പർ ആയിരിക്കുക. അതാണ് ഇനി ചെയ്യാറുള്ളത്. എല്ലാവിധ ആശംസകളും മിസ്സിന് നേരിടും. താങ്ക് യു. ഞാൻ രാവിലെ സൂചിപ്പിച്ചിരുന്നു നമ്മുടെ ജിയോബോർഡിന്റെ MD ശ്രീ രഞ്ജിത്ത് പി. പരസ്യം പറയാനാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട ടീച്ചേഴ്സ്, വിഷമമാണ് ചെറുതായിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പം റഹീല പറഞ്ഞ പോലെ തന്നെ ഞാൻ ശ്രീധന്റെ അടുത്ത് നേരത്തെ ഒന്ന് സംസാരിച്ചു. ശ്രീധ നിങ്ങളുടെ ടീച്ചറായിട്ടുള്ള ശ്രീധ ഞാനൊക്കെ ഒരു ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചത്. ശ്രീധനോട് ചോദിക്കാൻ നീ എന്ന് റിട്ടയർ ആവണേ ചോദിച്ചു. ശ്രീധ ഞാൻ 2037 വരെയാണ്. അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നോക്കുമ്പോൾ ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങൾക്ക് വളരെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന അധ്യാപകരിലെ അവസാനത്തെ ആളാണ് റിട്ടയർ ആവുന്നത്. ഇനി ജിയോളജി എന്താ പറയുക ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ നമുക്ക് സുഖമുണ്ടാവും. കാരണം ഞങ്ങൾ കണ്ടിരുന്നത്, അല്ലെ നമ്മളെല്ലാവരും കണ്ടിരുന്നത് ഒരു 3 പേരും, അത് GK സാറ്, പ്രഭാത് സാറ്, ആഷ് ടീച്ചറുള്ള സമയത്ത് അതിൽ ഒരു അമ്മയുടെ സ്ഥാനത്താണ് ആഷ് ടീച്ചർ നിൽക്കുന്നത്. കാരണം GK സാറ് നമുക്ക് ഒരു ഫാമിലിയിൽ ഹെഡ് ചെയ്യുന്നത് അദ്ദേഹമായിരുന്നു. പിന്നെ മറ്റുള്ളവരൊക്കെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. അതിൽ ലേഡി എന്നുള്ള ഒരു സ്പേസ് ആയിരുന്നു, അതിൽ അമ്മയുടെ ഒരു സ്പേസ് ആയിരുന്നു, മദറിന്റെ ഒരു സ്പേസ് ആയിരുന്നു ടീച്ചർ എടുക്കുന്നത്. അവിടെ നിന്ന് റിട്ടയർ ആവാണെന്ന് പറയുമ്പോൾ ഒരു വിഷമം. പക്ഷെ ഇവിടെ ഉണ്ടാവും. റിട്ടയർ ആവുമ്പോൾ നമുക്ക് അങ്ങനെ തിരിച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ കൂടെ ഉണ്ടാവും തന്നെയാണ് എന്റെ പ്രതീക്ഷ. നമ്മളെല്ലാവരുടെയും ആക്ടിവിറ്റീസിന്റെ കൂടെ ഉണ്ടാവുന്ന എന്റെ പ്രതീക്ഷ. പിന്നെ ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു ആളായിരിക്കും ഞാനൊക്കെ. എന്റെ കോളേജ് ലൈഫ് എടുക്കണമെങ്കിൽ ഞാൻ ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡന്റ് ആയിരുന്നു. ക്ലാസ്സിലെ എനിക്കൊന്ന് അത്രയധികം കലഹിച്ചിട്ടുണ്ട്. ഇവരൊക്കെ സാറേട്ടൊക്കെ അത്രയധികം തല്ലുകൂടിയിട്ടൊക്കെ ഉണ്ട്. എത്രയോ തവണ തല്ലുകൂടിയിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ലൈഫില് അതിനേക്കാളൊക്കെ മേലെയാണ്. പക്ഷെ പഠനം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് അഗെയിൻ വാട്ട് യു ഗെറ്റ് ഫ്രോം യുവർ ക്ലാസ് റൂംസ്. അപ്പോ എന്തായാലും ടീച്ചറെ റിട്ടയർ ആവാണ്. ടീച്ചർക്ക് എല്ലാവിധ ഭാവങ്ങളും കുറേയധികം ഓർമ്മകളുണ്ടെന്ന് ഞാൻ അടുത്ത വേദിയിൽ പറയാം. വളരെയധികം ഭാവങ്ങൾ നേരിട്ട് ഇനിയിപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ മുരളീഷ് സാർ പഠിപ്പിച്ചിട്ടുണ്ട്, പിന്നെ ശ്രീകത്തുണ്ട്. അപ്പൊ അത്ര വരെ ഉണ്ടാവും. അപ്പൊ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ കോളേജ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്യണം. എന്നാലും കുട്ടികൾക്ക് കുറെ കുട്ടികൾ അറ്റാച്ച്മെന്റും കൂടെ വരുള്ളൂ. അപ്പൊ പരമാവധി നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആൾക്കാർ ഇങ്ങോട്ട് തിരിച്ച് വരട്ടെ. അല്ലെങ്കിൽ വെച്ചാൽ പറയേണ്ടി നോക്കുമ്പോൾ നമുക്ക് ഒപ്പം ഫീൽ ചെയ്യുന്ന ആരെയും കാണുന്നില്ല എന്നൊരു വിഷമമുണ്ടാവും. കൂടുതലും പറയുന്നില്ല. അപ്പൊ ടീച്ചറെ എല്ലാവിധ ഭാവങ്ങളും പരസ്യം പറയുമ്പോൾ ഇനി കുടിച്ച വെള്ളത്തെ വിശ്വസിക്കുക. പറഞ്ഞല്ലോ സ്റ്റാൻഡിംഗ് നോട്ടായപ്പോൾ വലിയ സന്തോഷമായി. അത് മാത്രമല്ല
എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തായി ബാംഗ്ലൂർ ജെസിന്റെ ജിയോളജി ആയിട്ടുള്ള നമ്മുടെ ആഫ്രിക്ക ഏകദേശം 10 വർഷം മുമ്പ് സാറിന്റെ ഫംഗ്ഷനിൽ നമ്മുടെ ക്ലാസിന്റെ കൂടെ നിന്ന് വരാൻ സാധിച്ചിരുന്നു. ഇനിയിപ്പോ ഡിപ്പാർട്ട്മെന്റ് വരുമ്പോ നമ്മള് സ്ഥിരമായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചില മുഖങ്ങളുണ്ട്. അപ്പൊ അത് കാണില്ല എന്നുള്ള വിഷമമുണ്ട്. കാരണം വർഷത്തിനിടയ്ക്ക് പലപ്പോഴും നമുക്ക് സാറെ കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. പ്രാവശ്യം പുറത്തുനിന്നാണ് നിൽക്കുന്നത്. വിഷമമുണ്ട്. എന്തായാലും സർവീസിന്റെ ഭാഗമായിട്ടുള്ള ഒരു റിട്ടയർമെന്റാണ്. ഒരിക്കലും നമ്മുടെ ബന്ധങ്ങളിൽ ഒന്നും ഒരിക്കലും ബാധിക്കില്ല. കൂടുതലായിട്ടും പറയുന്നില്ല. മിസ്സിന്റെ ഇനിയുള്ള തുടർന്നുള്ള ഉദ്ദേശിക്കുന്ന പോലെ തന്നെയാണ് കൂടുതൽ കളർഫുള്ളാകട്ടെ. എല്ലാവരും അവർക്ക് ഈ ഫോട്ടോസ് എടുക്കണമെങ്കിൽ കൂടെ നമുക്ക് മനസ്സിലായിരുന്നു. ടീച്ചർ നാളേക്ക് പേടിച്ചിരിക്കുകയാണ്. അവിടെ നമ്മള് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരാളെങ്കിലും വിളിക്കുന്നുണ്ട്. സബില കെ പി ടീച്ചറുടെ വളരെ അടുത്ത ആളാണ്. സെക്കൻഡറി വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. നാളെ ഓക്കെ നാളെ ഓക്കെ. ഇനി നമ്മള് ടീച്ചറെ വിളിക്കുന്നതിന് മുമ്പ് നമ്മള് നമ്മുടെ MSc BSc ഉണ്ട്. അതൊക്കെ ഇന്നലെ ഞങ്ങളൊരു അവസരം തന്നിരുന്നു. ഞങ്ങൾ ആരും ഇരുന്നോട്ടിന് അനങ്ങിയിട്ടില്ല. അപ്പൊ വേണമെങ്കിൽ എന്നുവെച്ചാൽ നാളെ ഞങ്ങൾക്കുള്ള പ്രവേശനമില്ല. നാളെ നമ്മുടെ അരുണിയുടെ മാത്രം ദിവസമാണ്. അപ്പൊ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആരും പ്രത്യേകിച്ച് വിളിക്കുന്നില്ല. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും. ആരെങ്കിലും സ്വമേധയ വരുന്നുണ്ടെങ്കിൽ വരാം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അരുണിയായിട്ട് പിന്നെ വരാം. മിസ് പിരിഞ്ഞു പോവാണെന്ന് പറയുന്നത് ഇവിടെ ഇപ്പോ നേരത്തെ ഏട്ടൻ പറഞ്ഞ പോലെ ഞാൻ ഇടയ്ക്കൊക്കെ വരുള്ളൂ ക്ലാസ്സിൽ. അപ്പോ മിസ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു മിസ്സാണ്. അല്ല കുറച്ച് വിഷമൊക്കെ ഉണ്ട്. ഇനിയിപ്പോ എന്തായാലും PG ചെയ്യാണെന്നുണ്ടെങ്കിൽ മിസ്സിനെ മിസ് ചെയ്യും. ഇവിടെ എന്തായാലും ബെസ്റ്റ് വിഷസ് ടീച്ചർ. താങ്ക് യു. ഞാൻ BSc ഇവിടെ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ MSc ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ 3 വർഷം മിസ്സായിട്ട് മിസ് പഠിപ്പിച്ച ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ മിസ് അടിപൊളി ടീച്ചറാണ്. അതിന് മിസ് പഠിപ്പിച്ചത് ഓർക്കുമ്പോൾ ഫസ്റ്റിന് വരിക ഇഗ്നീസ് പെട്രോളജിയാണ്. കൊറോണയുടെ ടൈമിൽ ഓൺലൈൻ ക്ലാസ് ആയിട്ടും കൂടി അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴും അതാണ് ഇങ്ങനെ മൈൻഡിക്ക് പിരിഞ്ഞു വരിക. ഇന്നലെ പറഞ്ഞ പോലെ മിസ് ഒരു ക്ലാസ് എടുക്കുമ്പോൾ തന്നെ എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് പറഞ്ഞത് മുതൽ
പറയും. അതെങ്ങനെ സാധിക്കണമെന്ന് എനിക്കും അറിയില്ല. റിപ്പീറ്റ് ഇങ്ങനെ പറഞ്ഞു വരും. അതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് ജനുവരിയിൽ കോളേജ് വന്നപ്പോഴും മിസ് ഞങ്ങൾക്ക് ഫസ്റ്റ് മുതൽ എടുത്തു വന്നിട്ടുണ്ടായിരുന്നു. അത്രയും ടീച്ചിങ്ങിന്റെ കാര്യത്തിൽ അത്രയും പെർഫെക്റ്റ് ആണ് മിസ്. പിന്നെ ഞാനിങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ പറയുമ്പോൾ ഇവിടുന്ന് യൂസ് ചെയ്യാത്തവർക്കൊന്നും മിസ്സിന്റെ ക്ലാസ് കിട്ടിയിട്ടില്ല. ഞങ്ങൾ കുറച്ച് പേർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അവരിങ്ങനെ ചോദിക്കും, ഈ പറയുന്നതൊക്കെ ഉള്ളത് തന്നെയാണോ? അപ്പൊ ഇപ്പൊ ഇന്നലെ മുതൽ ഒരു ചോദിക്കുമ്പോൾ ഒരു പറയുന്നുണ്ട്, ഒരു വർഷമെങ്കിലും മിസ്സിന്റെ ക്ലാസ് കിട്ടണമായിരുന്നു എന്ന്. ഇനി അവർക്കൊന്നും കിട്ടൂലല്ലോ അത്. അപ്പൊ അത് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. മിസ് ഇവിടുന്ന് റിട്ടയർ ആവുകയാണെങ്കിൽ കൂടി ഡിപ്പാർട്ട്മെന്റായിട്ട് എപ്പോഴും കോണ്ടാക്ട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ല. അതങ്ങനെ തന്നെ ആവട്ടെ. മിസ്സിന് കൂടുതൽ ഇനിയും കുറെ പഠിക്കാനും ലൈഫ് മിസ് ആഗ്രഹിക്കുന്ന രീതിയിൽ എൻജോയ് ചെയ്യാനും കളർഫുൾ ആക്കാനും സാധിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ എല്ലാവരും പ്രിയകരിയായ ഐശ്വര്യ 33 വർഷത്തെ അധ്യാപക ജീവിതത്തിൽ നിന്ന് റിട്ടയർ ആയി പോവുകയാണ്. ഐശ്വര്യ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഞാൻ BSc പഠിച്ചത് പട്ടാമ്പി കോളേജിലാണ്. അപ്പൊ അവിടെ ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ തന്നെ ഓരോരുത്തരും പറയും, പൊന്നാനി കോളേജിൽ ഒരു മിസ് ഉണ്ട്, പേര് ഐശ്വര്യ. ആള് കുറച്ച് ആള് കുറച്ച് സ്ട്രിക്റ്റ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോ BSc പഠിക്കുമ്പോൾ ഐശ്വര്യസിനെ കുറിച്ചൊരു ഇമേജ് ഉണ്ട് നമുക്ക്. അതായത് നമ്മളിപ്പോ ഇവിടെ എന്തൊരു പ്രോഗ്രാമിന് പോലും നമ്മളവിടെ ഐശ്വര്യത്തിന്റെ പേര് കേൾക്കും. അപ്പൊ ഇവിടെ PGക്ക് വന്നപ്പോഴും ഈ ഐശ്വര്യസ് എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടിട്ടില്ല, പക്ഷെ എന്നാലും രൂപം മനസ്സിലായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഐശ്വര്യസിനെ കാണുന്നതും ഐശ്വര്യസിന്റെ ക്ലാസ് എടുക്കുന്നതും. പക്ഷെ ആ ഒരു പേടി കാരണമാണെന്ന് തോന്നുന്നു ഐശ്വര്യസിന്റെ ക്ലാസ് എടുക്കുമ്പോഴും ഞാൻ ഉറങ്ങിയിട്ടില്ല. ബാക്കിയുള്ള ക്ലാസ് എന്താണെന്ന് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാണ്ട് ഉറങ്ങിപ്പോകും. പക്ഷെ ഐശ്വര്യസിനോടുള്ള ഒരു പേടി കാരണം ഉറക്കം വന്നില്ല. അതിനെ എപ്പോഴും ശ്രമിച്ചിരിക്കും. ഇവിടെ വന്നിട്ട് ഞാനും ഐശ്വര്യസും ഞങ്ങൾ നേരിട്ട് സംസാരിച്ച 2 വിഷയം. ഒന്ന് ചെറിയൊരു സ്കോളർഷിപ്പിന്റെ അതെനിക്ക് കിട്ടിയില്ല. അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോ എന്നും ഓർമ്മിച്ചിരിക്കാൻ പറ്റുന്ന കുറെ നിമിഷങ്ങളായിട്ട് മാത്രമാണ് ഇപ്പൊ മനസ്സിൽ കിടക്കുന്നത്. മിസ്സിന്റെ ഭാവി റിട്ടയർമെന്റ് ലൈഫിന് എന്റെ എല്ലാവിധ ആശംസകളും. ഇത് ഒരു അവസാനമല്ല, ഇത് അടുത്തൊരു തുടക്കമാണെന്ന് മനസ്സിൽ ഇരിക്കട്ടെ ഞാൻ ആശംസിക്കുന്നു. എല്ലാവരും എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ഇമാൻ, ഇവിടെ തേർഡ് ഇയർ ജിയോളജി. അപ്പോ അവസാന വർഷമാണ്, ഫസ്റ്റ് ഇയറിൽ വന്നു. 3 വർഷക്കാലം ഏറ്റവും കൂടുതൽ ടീച്ചറിന്റെ ക്ലാസ് കിട്ടി ഞങ്ങൾക്കാണെന്ന് പറയാം. പക്ഷെ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ 1 വർഷക്കാലം ഒന്നും ഉണ്ടാവാത്തൊരവസ്ഥയായിരുന്നു. എങ്കിലും പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊരു ക്ലാസ് തരാൻ കിട്ടാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നുണ്ട്. എന്നെ പോലെ തന്നെ എല്ലാവരും.
അപ്പോൾ മാക്സിമം അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട്. കൂടുതൽ പേർക്ക് നല്ല നല്ല രീതിയിലുള്ള മാർക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഭാവിയിൽ എല്ലാവിധ ആശംസകളും മിസ് നേർന്നിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. എപ്പോഴും ഇവിടെ ഉണ്ടാവുന്നതാണ് എല്ലാവരുടെയും ആഗ്രഹം. ഈ റിട്ടയർമെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ GK സാറിനെ കുറിച്ചിട്ട് പറയാറുണ്ട് എപ്പോഴും. ഏറ്റവും കൂടുതൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കേട്ടിട്ടൊരു പേരാണ് GK സാറിന്റെ. റിട്ടയർമെന്റ് ആയി പോയതിനു ശേഷവും ഇവിടെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ബന്ധം പുലർത്തുന്ന ഒരു സാറാണ് GK സാർ. അത് ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച സാറും പേര് കേട്ടിട്ട് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച സാറ് GK സാറാണ്. കണ്ടതിൽ ഏറ്റവും വലിയ സന്തോഷം. അതേപോലെ ഇവിടെ അടുത്ത് തന്നെയുള്ള ആശംസും ഇതേപോലെ ഏറ്റവും കൂടുതൽ നമ്മളോട് ഇടപെടുത്തി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കൺവിൻസ് ആയിട്ടുള്ള നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും വേണ്ട രീതിയിലുള്ള എല്ലാവരും സപ്പോർട്ട് തന്നിട്ട് കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനിയുള്ള എല്ലാ സമയങ്ങളും മിസ്സിന്റേതായ രീതിയിൽ ഞങ്ങളുടെ ഒന്നും ശല്യങ്ങളില്ലാണ്ട് സ്വസ്ഥമായിട്ട് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ മിസ്സിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്റെയും എന്റെ ഡിപ്പാർട്ട്മെന്റിന്റെയും എല്ലാവരുടെയും നന്ദി അറിയിച്ചു തോന്നുന്നു. താങ്ക് യു. ഞാനും ബാക്ക്ഗ്രൗണ്ട് ധരിക്കുന്നു. ഇപ്പൊ ഇവിടെ വന്നിട്ട് ടീച്ചറൊക്കെ സപ്പോർട്ടീവ് ആകുന്ന ശ്രീരാമിനെ കാണാനായിട്ട് ടീച്ചർ 2 പ്രാവശ്യം പേപ്പറിൽ കൊടുക്കും. അങ്ങനെ തിരിച്ചു വരും. എന്ന് പറയുന്ന ടീച്ചർ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അതുപോലെ ഈ ഹസീബ് ഒരു സ്കോളർഷിപ്പിന്റെ കാര്യം പറഞ്ഞു. ടീച്ചർക്കാവും തപോധൻ സ്കോളർഷിപ്പ് ഇവിടുത്തെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു പേര് പറയാൻ വെളിപ്പെടുത്തേണ്ടെന്ന് പറഞ്ഞൊരു അലുമിനസ് കൊടുത്തൊരു സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്നുണ്ട്. ടീച്ചർ എന്തൊക്കെ കൊടുത്ത് എല്ലാവരും ഇന്റർവ്യൂ ഒക്കെ നടത്തി വൈകുന്നേരം ടീച്ചർ വീട്ടിൽ പോയിട്ട് ഒരാൾ തിരഞ്ഞത് ഇവിടെ കല്യാണം കഴിക്കാൻ ഒരു സ്കോളർഷിപ്പ്. അപ്പൊ പിന്നെ ക്ലാസ്സിൽ തീരെ ഉറങ്ങിയിട്ടുണ്ടായില്ല ചോദിക്കാറ്. എന്തായാലും അതൊക്കെ എന്തായാലും ഞാൻ എന്റെ കൂടെ ടീച്ചറെ വിളിക്കുന്നതിന് മുമ്പായി നേരത്തെ നമ്മുടെ രഞ്ജിത്ത് ഇവിടെ വന്ന് പോയല്ലോ. അപ്പോൾ അവരുടെ ജിയോപു എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അവരുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. നമ്മുടെ രഞ്ജിത്തിന്റെയും ശ്രീസാറിന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു സുമേഷ്. നമ്മുടെ ഇവിടെ പഠിച്ചു പോയ കുട്ടിയായിരുന്നു. 2-3 വർഷം മുമ്പ് ആകസ്മികമായി വളരെ പെട്ടെന്ന് മരിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ സുമേഷിന്റെ പേരിൽ ഒരു സ്കോളർഷിപ്പ് ഏർപ്പെടുത്തുന്നതായിട്ട് അവരിവിടെ അറിയിച്ചിട്ടുണ്ട്. ഇവിടെ പറയാൻ വേണ്ടി ചുമതലപ്പെടുത്തിയതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഒരു ഇയർലി ആനുവലി 25,000 സ്കോളർഷിപ്പായിട്ട് ഡിപ്പാർട്ട്മെന്റിൽ പേപ്പറിന് നമ്മളിപ്പോൾ തപോധന്റെ എല്ലാ സ്കോളർഷിപ്പുകളൊക്കെ തീരുമാനിക്കുന്നത് പോലെ തീരുമാനിച്ച കുട്ടികളുടെ സോഷ്യൽ ജസ്റ്റിസ് മെറിറ്റും സാമൂഹ്യ നീതിയും ഉറപ്പാക്കിക്കൊണ്ട് അത് വിതരണം ചെയ്യണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ വിവരം കൂടെ വേദി സദസ്സിനെ അറിയിക്കും. അപ്പൊ നമ്മൾ ഇനി ആർക്കൊന്നും പറയേണ്ടാവില്ല വിചാരിക്കും. അടുത്തതായി ടീച്ചറുകളൊക്കെ സംസാരിക്കും. ടീച്ചറെ ഇങ്ങനെ പ്രസംഗത്തിന് വിളിച്ച് എനിക്ക് ചീത്ത കേട്ട് മതിയായിട്ടുണ്ട്. എന്തായാലും അത് ടീച്ചർ സംസാരിക്കും. അത് കഴിഞ്ഞ പറ്റിയൊക്കെ കൊടുന്ന് അല്ലെങ്കിൽ പുറത്തുനിന്ന് മുമ്പിൽ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് ചെയ്യും. പ്രിയപ്പെട്ട GK സർ, ക്ലാസ്മേറ്റ്സായ സാബു, ജോസഫ്, ശശികുമാർ, രാജേഷ്, പ്രിയമുള്ളവര്, വിദ്യാർത്ഥികൾ, ഏകദേശം ഒരു വിധമൊക്കെ പാലൊക്കെ എല്ലാവരും വെച്ച് കഴിഞ്ഞു അല്ലേ? ഞാൻ കുറെ ആദ്യം മുതലേ ഇക്കൊല്ലം റിട്ടയർ ചെയ്യുന്ന ആദ്യം മുതലേ അറിയാലോ. അപ്പം ആദ്യം പറഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ പ്രോഗ്രാംസ് ഒന്നും വേണ്ട, ഞാനങ്ങനെ പോയിക്കോളാം എന്നുള്ളത്. അപ്പോൾ
അതിന് ഏറ്റവും അധികം ഭാരമായിട്ട് നിന്നിട്ടുള്ളത് എന്റെ സഹപ്രവർത്തകരാണ്. അപ്പൊ അവര് ഞാൻ അറിയാതെ തന്നെ പല മീറ്റിങ്ങുകളും വിളിക്കുകയും അതിന്റെ ഉള്ളിലൂടെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് ഇങ്ങനെ ഒരു 3 ദിവസത്തെ പ്രോഗ്രാം ഒക്കെ സംഘടിപ്പിച്ചത്. അപ്പോഴും ഞാൻ പറഞ്ഞു 3 ദിവസമൊന്നും വേണ്ട, ആൾക്കാർക്ക് ബോറടിക്കുള്ളൂ, എന്തിനാന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് അത് നിർബന്ധമായിരുന്നു. പിന്നെ നമ്മള് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അതൊരു വർക്കിംഗ് പ്ലേസ് ആയിട്ടല്ല എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ 83-86 ഇവിടെ ഡിഗ്രി കഴിഞ്ഞത് മുതൽ എന്തോ ഒരു ആത്മബന്ധം ഇവിടെ വന്നിട്ടുണ്ട് ഈ കോളേജിനോടും അതേസമയം ഡിപ്പാർട്ട്മെന്റിനോടും പ്രത്യേകിച്ചും. അതിന് കാരണഭൂതരായത് എന്റെ ഗുരുനാഥന്മാര് തന്നെയാണ്. അന്നത്തെ GK സാറ്, പ്രഭാകരൻ സാറ്, പിന്നെ റഫീഖ് സാർ ഉണ്ടായിരുന്നു. അപ്പം റഫീഖ് സാറ് പോയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ വീണ്ടും ഞാൻ വന്ന് ജോയിൻ ചെയ്യുമ്പോഴുണ്ടായിരുന്നത് പ്രഭാകരൻ സാറും GK സാറുമാണ്. അന്ന് മുതലൊരു കുടുംബമായിട്ട് കഴിഞ്ഞു പോകുന്ന ഡിപ്പാർട്ട്മെന്റാണ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ്. അതുകൊണ്ട് തന്നെ ചിലര് സമച്ചീവ് ഗ്രേറ്റ്നെസ് മുഴുവനും എന്റെ ഗ്രേറ്റ്നെസ് മുഴുവനും എന്റെ കൂടെയുള്ള ആളുകളെ കൊണ്ടുണ്ടായിട്ടുള്ളതാണ്. അതിന് ഞാൻ അതീവ ഭാഗ്യവതിയാണ്. എന്നുവെച്ചാൽ നമുക്ക് ഒരിടത്തും ഇപ്പം നിങ്ങൾ കണ്ടു കാണും, എന്റെ 2 ക്ലാസ്മേറ്റ്സ് എനിക്ക് ഒപ്പിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ ഡിഗ്രി കഴിഞ്ഞ ഡിഗ്രിക്ക് തന്നെ 10-16 പേരാണ് ഉണ്ടായിരുന്നത്. അതില് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഞങ്ങൾക്ക് ഡിഗ്രിയിൽ ഉണ്ടായിരുന്നത്. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിലൊരാളാണ് ശശികുമാർ. അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ 3 പേരാണ് കാര്യവട്ടത്തേക്ക് പോയത്. കാര്യവട്ടത്ത് കേരള യൂണിവേഴ്സിറ്റിയിൽ സെലക്ട് ചെയ്ത് പോയത്. ഞാൻ ഫസ്റ്റ് റാങ്ക് ഇന്നലെ ഞങ്ങൾ കുറെ കഥകളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാജേന്ദ്രൻ സാറും ഞാൻ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകുന്നതിന് വേണ്ടി. അപ്പം അങ്ങനെ പോയതിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയ രാധികയും പിന്നെ ഞാനും ശശികുമാർ പുന്നക്കൽ എന്ന അദ്ദേഹമാണ് അവിടെ എത്തിപ്പെട്ടത്. അപ്പൊ ഞങ്ങൾ 3 പേരും പിന്നെ സാബു, ഇന്ന് ശ്രീകുമാർ സാറ് കാണിച്ചു തന്നിരുന്നില്ലേ അമ്പൂരിയിലുണ്ടായിരുന്ന ലാൻഡ് സ്ലൈഡ്, അന്നത്തെ ആ അമ്പൂരി പ്രദേശത്ത് നിന്ന് വന്നതാണ് സാബു ജോസഫ്. അപ്പൊ ഞങ്ങൾ 4 പേരും പിന്നെ കോട്ടയത്ത് നിന്നുണ്ടായിരുന്ന ഒരു CBLX ആണ് ഹോസ്റ്റേഴ്സ്. അതാണ് ആ ഹോസ്റ്റലിൽ ഉള്ള പരാണ്ട് ക്ലാസ്സിൽ കയറാത്തപ്പോഴുള്ള ഫോട്ടോസ്. ഹോസ്റ്റേഴ്സ് ആയ ഞങ്ങള് അന്നത്തെ ഫോട്ടോസാണ് സാബു കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോ തന്നെ ഫസ്റ്റ് ഇയറിൽ മാർക്ക് വന്നപ്പോ ടോപ്പർ ശശികുമാറായിരുന്നു. പക്ഷേ അദ്ദേഹം അവിടെ നിന്നില്ല. അദ്ദേഹത്തിന് അപ്പോഴേക്കും UAE അഷുറൻസിലെ ജോലി കിട്ടിയിട്ട് സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്യാതെ പോയതുകൊണ്ടാണ് MSc ജിയോളജി കംപ്ലീറ്റ് ആവാതെ വന്നത്. പിന്നെ സെക്കൻഡ് ഇയറിലെ ടോപ്പറാണ് നമ്മുടെ ഡോക്ടർ സാബു ജോസഫ്. സാബുവിനെ പറ്റി പറയുകയാണെങ്കിൽ സാബു വാസ് വെരി സ്റ്റുഡിയസ്. നമുക്ക് അവിടെ ഇത്രയും പഠിക്കുന്ന എനിക്ക് തോന്നിയിട്ട് കണ്ടിട്ടേ ഇല്ല ഞാൻ. സ്റ്റുഡിയസ് ആൻഡ് ഹാർഡ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ വായിക്കുക, പഠിക്കുക എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇവിടെ ഞാൻ ശശികുമാറിന്റെ അടുത്ത് ശശിയുടെ അടുത്ത് കണ്ടിട്ടില്ല. ഇവിടെ ശശിയുടെ കൂടെ ഒരു അതിനേക്കാളും ഒക്കെ കൊണ്ട ഒരാളുണ്ടായിരുന്നു, ദേവി. ഇവർ 2 പേരും ഇങ്ങനെ നടക്കുന്നുണ്ടാവും. ഞങ്ങളിതിന് വല്ല ക്ലാസ് ഫ്രീ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവരെ വിളിച്ച് ഒന്നും ഉണ്ടായിട്ട് പെണ്ണുങ്ങളെ അങ്ങനെ നടന്നിരുന്ന ആൾക്കാരാണ്. പക്ഷെ അവിടെ ചെന്നപ്പോ ശശി മാറിപ്പോയി. അവിടെ ശശി ഭയങ്കര അടുത്തായിപ്പോയി. അങ്ങനെ ഇന്നിപ്പം പറഞ്ഞാല് ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും തിയോളജി ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സിൽ നിന്നല്ല, നമ്മുടെ ഈ ഗ്യാങ്ങിൽ നിൽക്കുന്ന, ഈ പ്രായത്തിൽ നിൽക്കുന്നവരില് ഏറ്റവും ഉന്നത നിലയിൽ തന്നെ റിസർച്ച് പ്രോജക്ട്സും 1 മിനിറ്റ് ഇടയില്ലാതെ റിസർച്ച് വർക്ക് കൊണ്ട് നടക്കുന്ന ഒരു പ്രൊഫസറാണ്. 12 PhD ഒക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി വിസിറ്റ് ചെയ്യാത്ത കൺട്രീസ് ഇല്ല, പ്രോജക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത്ര ബിസി ആയിട്ടുള്ള സാബു ജോസഫ് ഇവിടെ വരുന്നു എന്ന് പറഞ്ഞപ്പോ ഈ പരിപാടികളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ എന്റെ കൊളീഗ്സ് എന്തുമാത്രം അവർ എനിക്ക് വേണ്ടി എഫേർട്ട് എടുത്തിരിക്കുന്നു എന്നുള്ളത് ഈ ദിവസങ്ങളിലാണ് എനിക്ക് മനസ്സിലാവുന്നത്. എനിക്ക് എത്രത്തോളം അടുപ്പമുള്ളവരെ എല്ലാവരെയും അവരിവിടെ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കുറച്ചുപേരൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇത്തരത്തിലൊരു
എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് ഇത്രയധികം എഫേർട്ട് എടുത്ത് ഇവര് എന്നെ അറിയാതെ ഇത്രയധികം സർപ്രൈസ് തന്ന്. അപ്പൊ ഇതേവരെ ജീവിച്ചു പോയി 32 കാലം ഞാൻ അറിഞ്ഞതേ ഇല്ല. 32 കൊല്ലത്തെ സർവീസ് എന്ന് പറഞ്ഞാൽ GK സാറിന്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ എൻജോയ് ചെയ്യാറില്ല. എന്റെ കുടുംബത്തില് എന്റെ വീട്ടിലിരിക്കുന്നേക്കാളും എനിക്ക് എപ്പോഴും സന്തോഷമുള്ളത് ഇവിടെ വരുമ്പോഴാണ്. അതെന്നും അങ്ങനെ തന്നെ. വീട്ടിൽ നിന്ന് ചിലപ്പോൾ വരുമ്പോൾ ഭയങ്കര പ്രഷറൊക്കെ കൂടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലതിനൊക്കെ ആയിട്ട് ഹസ്ബൻഡ് പറയുന്നത് എങ്ങനെയാ പോകണമെന്ന് നോക്കും. പിന്നെ കുറെ കഴിഞ്ഞിട്ട് മൊബൈൽ വിളിച്ചു ചോദിക്കുമ്പോൾ ഞാനത് മറന്നിട്ടുണ്ടാവും. ഞാനിവിടെ വന്ന് ക്ലാസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ മറന്നുപോയി. അങ്ങനെ ഒരു ടെൻഷൻ ഫ്രീ. എനിക്കറിയാം ഏത് സമയത്ത് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിൽ വരുമ്പോഴും അവിടെ പൊട്ടിച്ചിരികളാണ് ഏറ്റവും കേൾക്കുന്നത്. അത് എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇപ്പൊ വീട് വിട്ടു പോവാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സങ്കടമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഇതൊരു അനിവാര്യതയാണ്. അപ്പൊ അതില് തന്നെ ഈ അവസാനം ആയിട്ട് ഇത്രയും ഈ 3 ദിവസത്തെ പ്രോഗ്രാമിൽ നാളെ എന്തൊക്കെയാണോ ഒപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും കുറച്ചൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞാലും നാളത്തെ പ്രോഗ്രാം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ 32 കൊല്ലത്തെ കുട്ടികള് എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ ഓരോ പ്രാവശ്യവും ചിലപ്പോൾ ചിലര് 5 ദിവസത്തെ ലീവിനാകും വരുന്നത്, ചിലര് 10 ദിവസത്തെ ലീവിനാകും വരുന്നത്, എങ്കിലും ഓടി വരാറുണ്ട് ഞങ്ങളെ കാണാനായിട്ട്. അപ്പൊ എന്റെ അഭിപ്രായത്തില് ഒരു അധ്യാപിക എന്ന നിലയിൽ ഏറ്റവും ഭാഗ്യം ലഭിച്ച ആള് ഞാനാണ്. അത് എന്റെ ഒരു കഴിവിന്റെ എന്നെക്കാളും എത്രയോ നല്ല ടീച്ചേഴ്സ് ഈ കോളേജിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ വേറെ കോളേജസിൽ നിന്നും ഒക്കെ റിട്ടയർ ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഭാഗ്യത്തോടെ ഇത്രയും സന്തോഷത്തോടെ ഇങ്ങനെ ഒരു യാത്രയയപ്പ് സംഘടിപ്പിച്ചു തന്നതില് ഇങ്ങനെ നന്ദി പറയണമെന്ന് അടിത്തട്ടിൽ നിന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. എനിക്കത് പറയാൻ സാധ്യതയില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇന്നലെയും ഇന്നുമായിട്ട് നിങ്ങൾക്ക് കുറേ എക്സ്പോഷേഴ്സ് കിട്ടിയിരുന്നു, കുറേ ടോപ്പിക്സ് വേർ യു ക്യാൻ ഡു റിസർച്ച്, വേർ യു ക്യാൻ ലേൺ ഫർദർ. സാബു സാർ അവസാനം പറഞ്ഞ റെഡോൺ ഗ്യാസ്, അതുപോലെ ലൂണാർ ടെക്നോളജി, ഇന്ന് സിജി സാർ പറഞ്ഞ മൈക്രോ പാലന്റോളജി, മറൈൻ സയൻസ്, അതൊക്കെ വളരെ ആപ്റ്റായിട്ടാണ് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് അധികം സെമിനാറുകൾ നടന്നിട്ടുണ്ട്. നമ്മൾ സെമിനാർ പർപ്പസിന് വേണ്ടി നടത്തിയിട്ടുള്ള സെമിനാറുകൾ, അതിൽ കൂടുതലായിട്ട് നമ്മുടെ കുട്ടികൾ മാത്രം ഇരുന്ന് കേൾക്കുകയും ആ ഇരുന്ന ക്ലാസ്സുകൾ എനിക്ക് തോന്നുന്നു മിക്കവാറും പേർക്കൊക്കെ എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ മൈൻഡിൽ അത് എത്തിയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരു സ്പാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇതിൽ നിങ്ങൾ കൂടുതൽ റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒക്കെ സപ്പോർട്ടോടുകൂടി നിങ്ങൾക്ക് വീണ്ടും ഗവേഷണത്തിലേക്കും ഒക്കെ പോകാൻ പറ്റും. അപ്പൊ അതിനുള്ള സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഫാക്കൽറ്റീസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോ ഇതുവരെ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പ്രാരംഭ ദശയിലുണ്ടായിരുന്ന ശൈശവദശയിലുണ്ടായിരുന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇപ്പോൾ ഒരു ഫുൾ ഫ്ലെഡ്ജ് ഡിപ്പാർട്ട്മെന്റ്, റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അതിനെ ഇനിയും വലുതാക്കാൻ കഴിയുന്ന പൊട്ടൻഷ്യലുള്ള 6 അധ്യാപകർ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലും എനിക്ക് അങ്ങനെ ഒരു ആശങ്കയില്ല. നിങ്ങൾക്ക് ഇനിയും ഇവിടെ വരാനും റിസർച്ച് ചെയ്യാനും കൂടുതൽ തലമുറകൾ വീണ്ടും വന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അത്യുന്നതങ്ങളിലേക്ക് കടക്കുമെന്നും പറയാൻ എനിക്ക് യാതൊരു ശങ്കയുമില്ല. അപ്പൊ അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കും. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ അവരോട് എനിക്ക് നന്ദി പറയാതിരിക്കാൻ വയ്യ. എന്റെ MSc ക്ലാസ്മേറ്റായ സാബു ജോസഫിനെയും പകുതി കിട്ടിയ അവസരമാണ് ശശികുമാറിനെയും ഒക്കെ ഇവിടെ എത്തിച്ചതില് ഒരുപാട് നന്ദി. ബാക്കി നിങ്ങൾ പറയും. ബാക്കി വെച്ചുകൊണ്ട് എന്നാണ്. അപ്പോൾ നാളെ ഒരുപാട് കുട്ടികൾ ഇവിടെ വരും, ഒരുപാട് ആളുകൾ വരും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനി കേൾക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തേക്ക്
രാത്രിയാണ് ഇതിന്റെ കവർ പൊട്ടിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതിൽ സ്വാഭാവികമായിട്ട് നമ്മൾ മാറ്റം വരുമായിരിക്കും, മാറ്റം വന്നേ തീരും. പക്ഷെ ടീച്ചറുടെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ കുട്ടികളോട് സൂചിപ്പിച്ച പോലെ അതെന്തായാലും നമ്മള് സ്വാഭാവികമായിട്ട് ടീച്ചർക്ക് കൂടെ വരാതെ കഴിയില്ലല്ലോ എന്തായാലും. അപ്പോൾ നമ്മളത് മിസ് ചെയ്യും എന്തായാലും. പക്ഷേ സ്റ്റിൽ ടീച്ചറെ PhD ഒക്കെ ബന്ധപ്പെട്ട് മാത്രമല്ല ഇപ്പം ഒന്ന് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്തിൽ എന്ന് പറഞ്ഞ പോലെ ടീച്ചറുണ്ട്. ഇപ്പൊ സാറ് റിട്ടയർ ചെയ്തപ്പോഴും സാർ റിട്ടയർ ചെയ്തപ്പോൾ നമ്മുടെ സമാധാനം അത് തന്നെയായിരുന്നു. നടന്നാൽ എത്തുന്ന ദൂരത്ത് സാർ ഉണ്ടായിരുന്നു, ഇതുവരെയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ തുടർന്നും ടീച്ചർ അവിടെ ഉണ്ടാവുമെന്നൊരു ഒറ്റ വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ടീച്ചർ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ സാബു സാറിന്റെ 12 പ്രോഡക്റ്റുകൾ PhD പ്രോഡക്റ്റുകളിൽ ഒന്നായിട്ടുള്ള സാറിന്റെ ശിഷ്യന്മാരിൽ ഒരാളായിട്ടുള്ള ഡോക്ടർ K. ശരൺകുമാർ സാറിനെ ഈ ഡിഗ്രി സെഷൻ നന്ദി പറയുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് നടന്ന നാഷണൽ സെമിനാറിന്റെ ആൽഫി ഫംഗ്ഷനാണ് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് അതിന്റെ പേര് അർത്ഥമാക്കുന്ന രീതിയിൽ, അതായത് ആർട്ട് ഓഫ് റിസർച്ച് ആൻഡ് ടീച്ചിങ് ഇൻ ജിയോളജി എന്ന പേര് അർത്ഥമാക്കുന്ന പേര് പ്രപ്പോസ് ചെയ്തതാണ്. ആ പേര് തികച്ചും അർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയുള്ള പ്രസന്റേഷൻസ് ആണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് നടന്നത്. കഴിഞ്ഞ ദിവസം ഉച്ച മുതൽ പ്രീ ക്യാമ്പയിൻ ജിയോളജിയിൽ തുടങ്ങി നമ്മുടെ കോട്ടണറി ജിയോളജിയിലേക്ക് എത്തി. അന്ന് ഇന്ന് രാവിലെ ലാൻഡ് സ്ലൈഡ്സിനെ കുറിച്ചും ഫൊറാമിഫറിനെ കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചും അവസാനം സാബുസാറിന്റെ റാഡോൺ ഗ്യാസിലാണ് ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ടോക്കുകളാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഡിപ്പാർട്ട്മെന്റ് ആദ്യമായിട്ടാണ് ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ടോപ്പിക്സിലെ ഒരു സെമിനാർ സംഘടിപ്പിക്കുകയും അത് ഇത്രയും കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ്. ഇതിനു മുന്നേ 2012 ഗ്രീൻ 2012 GK സാറിന്റെ റിട്ടയർമെന്റുമായിട്ട് ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് സെമിനാർ നടത്തി. ഇതുപോലെ 2012 ഗ്രീൻ, അതിനുശേഷം നമ്മൾ 2013 വെറ്റ് ക്ലൈമറ്റ് നടത്തി. അപ്പോൾ അതിനുശേഷം ഇത്രയും വർഷത്തിന് ശേഷം ഇത്രയും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സബ്ജക്ട്സ് എടുത്ത് ഒരു സെമിനാർ നടത്തി. നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെടുകയും ചെയ്യും. കാരണം അത്രമാത്രം ഗ്രൗണ്ട് വർക്കായിട്ടാണ് ഓരോ റിസോഴ്സ് പേഴ്സൺസും ഇവിടെ നമ്മളോട് സംബന്ധിച്ചത്. ഇന്നലെ നമ്മുടെ പ്രീ ക്യാമ്പയിൻ ജിയോളജിന്റെ ഗാലട്രൈൻസിനെ കുറിച്ചൊക്കെ വളരെ അന്വേഷണം ഇത്രമാത്രം കട്ടിയുള്ള ഒരു വിഷയത്തെ വളരെ ലളിതമായിട്ടാണ് നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ലിൻഡോ സാറിന്റെ നമ്മുടെ കോട്ടണറി ജിയോളജി, അതിനുശേഷം ഇന്ന് നമ്മുടെ ലാൻഡ്സ്കേപ്സിനെ കുറിച്ചൊക്കെ ആ ജിയോളജിസ്റ്റുടെ റോൾ എത്രമാത്രമാണ് കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ സോഷ്യൽ റെലവൻസിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ടാണ് ശ്രീകുമാർ സാർ സംബന്ധിച്ചത്. എന്ത് തന്നെയായാലും ഈ ഒരു നാഷണൽ സെമിനാർ ഒരു വൻ വിജയമാണെന്നാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ 2 ദിവസത്തെ വിലയിരുത്തലിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എന്നെ ആകർഷിക്കുന്ന കർത്തവ്യം നന്ദി രേഖപ്പെടുത്താവുന്നതാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഒരു പൊതുവായിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസംഗം ഒരു കലയല്ലാത്തത് കൊണ്ടാണ്. അതിന്റെ പേരന്റ് സന്തോഷ് സാറിനുള്ളതാണ്. പ്രസംഗം ഒരു കലയല്ല. അതുകൊണ്ടാണ് എപ്പോഴും നമ്മുടെ വിജയ സാറിനെ ആശ്രയിച്ചുകൊണ്ട് സാർ തന്നെയാണ് ഇവിടെ നമ്മുടെ സ്വാഗതവും സാർ തന്നെയാണ് നന്ദിയായിട്ട് സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് പ്രസംഗം എന്ന് പറയുന്നത് വഴങ്ങുന്നത് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും നേരിട്ട് വൈദ്യുതിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഒരു ദിവസം അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ സമയം ഇല്ല. ആദ്യമായിട്ട് ഈ യോഗത്തിന് അധ്യക്ഷത വഹിച്ചത് GK സാറിന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും ഈ ഇതിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തി. GK സാറിനെ കുറിച്ച് 2 വാക്ക് പറയാൻ കഴിയില്ല. കാരണം ഞാൻ 2013 ഒന്ന് ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും അധികം പൊന്നാനി MBS കോളേജിലെ കുറിച്ച് കേട്ടിട്ടുള്ള 2 പേരുകളാണ് GK സാറും HDG. ശരിക്കും നമ്മളെ ഡിപ്പാർട്ട്മെന്റിന് ഒരു ബേസ്മെന്റ് കിട്ടുന്നതിൽ പ്രധാന പങ്കുവഹിച്ചതാണ് GK സാർ. കാരണം ഞങ്ങളെപ്പോലുള്ളവർക്ക് ആ ബേസ്മെന്റ് മോഡൽ നമുക്ക് കയറി നിന്നാൽ മാത്രം മതിയാണ്. അത്രമാത്രം
എക്സ്പോഷർ ഉണ്ടാക്കി കൊടുത്ത എക്സ്പോഷർ GK സാറും ഐഷ ടീച്ചറും നമ്മുടെ പ്രഭാകർ സാറും ഈ ഡിപ്പാർട്ട്മെന്റ് അത്രമാത്രം പേരാണ് GS മുന്നാനി കോളേജ്. ഞാൻ പഠിച്ച വർക്കലേസൺ കോളേജിലാണ്. അപ്പോൾ വർക്കലേസൺ കോളേജ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച വിദ്യാലയത്തെ താഴ്ത്തി പറയുകയല്ല, പഠിച്ച വിദ്യാലയത്തിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതൊക്കെ എത്രയോ മടങ്ങ് സഹായങ്ങളാണ് ഒരു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും അത് കരിയറിലായിക്കോട്ടെ അല്ലാതായിക്കോട്ടെ ഒരുപാട് സഹായങ്ങൾ ചെയ്യുകയും. അപ്പൊ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്കൊരു അപ്പോയിന്റ്മെന്റ് കിട്ടുകയും ഇവിടെ വരികയും അപ്പൊ അതിനെ ഒട്ടും താഴ്ത്താതെ തന്നെ ഞങ്ങൾ ഇതുവരെയും കൊണ്ടുപോയി എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് നിങ്ങളുടെ മുന്നിലേക്ക് നിൽക്കുക. പക്ഷെ അതിന് ഒരുപാട് ഏറ്റവും ഐഷ ടീച്ചർ എന്നൊക്കെ അറിയാം. ഐഷ ടീച്ചർ നേരത്തെ നമ്മുടെ അസീം പറഞ്ഞ പോലെ മറ്റുള്ള അധ്യാപകർ ഐഷ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ക്ലാസ്സിനകത്ത് ഉറക്കം വരികയോ വിദ്യാഭ്യാസത്തിലുള്ള അധ്യാപകർ അപ്പൊ അതൊക്കെ നമ്മുടെ കാര്യങ്ങൾ ഇനിയും കറക്റ്റ് ചെയ്യേണ്ടതെന്ന് ഐഷ ടീച്ചറും GK സാറും തൊട്ടടുത്ത് തന്നെ ഉണ്ട്. നമുക്ക് കൃത്യമായിട്ടുള്ള എന്താ പറയാ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലാക്കി തരണം. GK സാറിന് ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുക. അടുത്തായിട്ട് എന്റെ ഗൈഡും എന്റെ മെട്രുമാണ് സാബു ജോസഫ് സാറ്. ഞാൻ സാറുമായിട്ട് കഴിഞ്ഞ 20 വർഷമായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് സാധാരണ PhD കഴിഞ്ഞ് പോകുമ്പോൾ ഗൈഡിനെ ഇവരുള്ള ബന്ധം ഇടയ്ക്കെപ്പോഴും വിച്ഛേദിക്കുക. അങ്ങനെയല്ല, കഴിഞ്ഞ 20 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സാറുമായിട്ട് നിരന്തരം സാറ് എപ്പോഴും കാര്യങ്ങൾ അന്വേഷിക്കുകയും എന്നെ ഒരു അധ്യാപകൻ ആക്കുന്നതിൽ ഒരു നിർണായ പങ്കുവഹിച്ച വ്യക്തിയാണ് സാബു സാർ. അപ്പൊ ഈ അവസരത്തിൽ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ടീച്ചറിന്റെ ഈ ഒരു ലാബറട്ടറി ഫംഗ്ഷൻ ഇത്രമാത്രം ലൈവ് ആക്റ്റീവ് ആക്കുകയും ചെയ്തതിന് സാബു സാറിന് വളരെയധികം നന്ദി പറയുന്നു. രാജേഷ് സാറ് ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് നമ്മൾക്ക് വേണ്ടിയിട്ട് ലൂണാർ ജിയോളജിയിൽ ഇത് മുന്നും സാർ പറഞ്ഞിട്ട് മനോഹരമായിട്ട് ഒരുപാട് ആൾക്കാരെ അതിലേക്ക് അസ്പയർ ചെയ്യാൻ പാകത്തിലുള്ള മനോഹരമായിട്ടുള്ള ഒരു ലെക്ചറാണ് സാറ് ഇവിടെ നടത്തിയത്. ഇപ്പൊ സാറിനും ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലും ഈ ഓർഗനൈസിംഗുകളുടെ കീഴിലും ഓരോരുത്തരുടെ കീഴിലും ശശിയേട്ടനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ഒരു പ്രോഗ്രാമില് പങ്കെടുക്കുകയും ഇതിനെ നല്ല രീതിയിൽ ലൈവാക്കുകയും ചെയ്തതിന് ഇനി നന്ദി രേഖപ്പെടുത്താനുള്ള ഐഷ ടീച്ചറിനോടാണ്. അത് ഫോമലായിട്ട് നന്ദി പ്രകാശിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ഐഷ ടീച്ചർ നമ്മുടെ കൂടെയുള്ള ടീച്ചറാണ്. ഞാൻ എപ്പോഴും അറിയിക്കാറുള്ളത് എല്ലാ ദിവസവും രാവിലെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ പുഞ്ചിരിയായിട്ടാണ് ടീച്ചർ നമ്മളെ രാവിലെ ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്വീകരിക്കുക. അപ്പോൾ എപ്പോഴും ടീച്ചറെ ഒരു അങ്ങനെ നമ്മളെ കാണുമ്പോൾ ഒരു ഇങ്ങനെ അമ്മയാണില്ല. കാരണം എല്ലാ ദിവസവും ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ജോലി നമ്മൾ എന്നും രാവിലെ ടീച്ചറെ നമ്മളൊരു ചെറു പുഞ്ചിരിയായിട്ടാണ് നമ്മളെ സ്വീകരിക്കുക. അപ്പോൾ ടീച്ചറിന് നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റ് ഈ GK സാർ പോയതിനു ശേഷം ഈ ഡിപ്പാർട്ട്മെന്റിനെ നമുക്കറിയാം ഞങ്ങള് 6 അധ്യാപകരാണ് ഡിപ്പാർട്ട്മെന്റുള്ളത്. ടീച്ചർ ഞങ്ങൾ 6 പേരെ എങ്ങനെയാണ് മുന്നോട്ട് നയിച്ചതെന്ന് ഞാൻ എപ്പോഴും അത്ഭുതത്തോടെയാണ് കാണുന്നത്. കാരണം അത്രയേറെ പ്രകൃതിയുള്ള 6 അധ്യാപകരെയാണ് ടീച്ചർ കഴിഞ്ഞ ഇത്രയും വർഷം കഴിഞ്ഞ 10-12 വർഷക്കാലം ടീച്ചർ മാനേജ് ചെയ്തത്. തികച്ചും ശരിക്കും നമ്മുടെ ഡിപ്പാർട്ട്മെന്റില് ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് വരുമ്പോഴാണ്. കാരണം ഞങ്ങളെ വ്യത്യസ്ത അഭിപ്രായവും വ്യത്യസ്ത നിലപാടുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഒരു എപ്പോഴും ഏത് കാര്യത്തിലും ഒരു ടീച്ചറോടൊപ്പം ഡിപ്പാർട്ട്മെന്റിന്റെ വിജയത്തിന് വേണ്ടി എന്നും ഇപ്പോഴും ടീച്ചറിന്റെ കൂടെ അത് ടീച്ചർ എപ്പോഴും പറയുകയും ചെയ്യും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഉദ്ഘാടനത്തിൽ നമ്മുടെ എം നാരായണ സാറിന്റെ കാര്യം പറഞ്ഞു. നമ്മുടെ ഒരാള് നിങ്ങളെ എങ്ങനെയാണോ നിങ്ങളയാളുടെ കീഴിലാണ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും അയാൾക്ക് തോന്നാൻ പാടില്ല അയാൾ നിങ്ങളെ ഭരിക്കുകയാണ്. അതേപോലെയാണ് ടീച്ചർ. നമുക്കൊരിക്കൽ പോലും തോന്നിയിട്ടില്ല ടീച്ചറായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ യാതൊരു തരത്തിലുള്ള കമ്പൽഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടത്താതെ കൃത്യമായിട്ട് ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങളെല്ലാം ടീച്ചറിന്റെ നിർബന്ധമാണ്. കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യണം, കൃത്യമായിട്ട് എത്തിക്കണം എന്നാണ്. അതിപ്പോ ടീച്ചർ ഒരു പ്രാവശ്യം പറഞ്ഞ് 2ാമത്തെ പ്രാവശ്യം എത്തിയില്ലെങ്കിൽ ടീച്ചറിന്റെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് അറിയാൻ കഴിയും. ഇത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എത്തിച്ചിട്ടാണ്. അപ്പോ ഇത് തന്നെയായാലും നമ്മുടെ കോളേജിലെ ജിയോളജി ഡിപ്പാർട്ട്മെന്റ് അസറ്റാണ് ടീച്ചർ. ടീച്ചർ എന്തായാലും എപ്പോഴാണ് താമസം ഇപ്പോഴും ടീച്ചർ ജിയോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും
അപ്പോൾ ടീച്ചറിന് എല്ലാ ആയുരാരോഗ്യ ഭാഗ്യങ്ങളും നേർന്നുകൊണ്ട് ടീച്ചറിനും ഈ ടീച്ചറിന് നമ്മുടെ വിജയ് സാറാണ് ഈ പ്രോഗ്രാമിന്റെ പേരിടുന്നതിലും ഈ പ്രോഗ്രാമിനെ നടത്തിക്കൊണ്ടു പോകുന്നതിലും ഈ റിസോഴ്സ് പേഴ്സണിനെ കോൺടാക്ട് ചെയ്യുന്നതിലും നമ്മുടെ ഈ ഏത് പ്രോഗ്രാമിനും നമ്മുടെ പേരിടൽ എന്നുള്ള കർമ്മം നിർവഹിക്കുന്നു സാറാണ്. അപ്പോൾ ഒട്ടുമിക്ക പ്രോഗ്രാമിനും മികച്ച പേരുകളാണ് എല്ലാ പ്രോഗ്രാമിലും. അപ്പോൾ ഈ നേരത്തെ ഈ പറയുന്ന GeoART ആയാലും നമ്മുടെ ഖയാലൊക്കെ ആയാലും കേൾക്കുമ്പോൾ അത് അടിച്ചു നീക്കി കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള അർത്ഥമാണ് ഓരോ പേരിനോട്. അപ്പോൾ ഈ പ്രോഗ്രാമിന് വിലയിരുത്തുന്നു. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പ്രോഗ്രാമാണ് എന്നിരുന്നാലും ഫാക്കൽറ്റി മെമ്പേഴ്സായ ഡോക്ടർ ശ്രീജിത്ത്, ഡോക്ടർ സന്തോഷ്, നമ്മുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി, നമ്മുടെ ജെംസിന്റെ സെക്രട്ടറിയും ആയിട്ടുള്ള ഓഫീസർ. അപ്പോൾ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി അറിഞ്ഞ പ്രശ്നമാണ് നന്ദി രേഖപ്പെടുന്നു. അതുപോലെ ഈ പ്രോഗ്രാമെ മികച്ച പ്രോഗ്രാമാക്കി മാറ്റി പങ്കുവച്ച് ജിയോളജി ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികളാണ്, നമ്മുടെ ഡിഗ്രി വിദ്യാർത്ഥികൾ, PG വിദ്യാർത്ഥികളാണ്. തേർഡ് ഇയർ പ്രോഗ്രാം, തേർഡ് ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെയും യൂണിവേഴ്സിറ്റിയും കുട്ടികൾ. അപ്പോൾ അവരെ വേണ്ടി അങ്ങനെ ആറാം പരീക്ഷയാണ്. എന്നിരുന്നാൽ തന്നെയും കഴിഞ്ഞ 2 ദിവസമായിട്ട് അവരിവിടെ തന്നെ ഈ പ്രോഗ്രാമിന്റെ അതാണ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എപ്പോഴും ഇന്നും അധ്യാപകരുടെ കൂട്ടായാണ് ഏത് പ്രോഗ്രാമിന് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അവസാനിച്ചു. താങ്ക് യു. ഒന്ന് പെട്ടെന്ന് എന്നിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ തോന്നും. ഫോട്ടോ എടുക്കുന്ന ഫോട്ടോ അല്ല സ്റ്റോപ്പ് ചെയ്ത് അല്ല സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ഇതാക്കാൻ പറ്റില്ല. സ്ട്രീം ഓഫ് ചെയ്താ സ്റ്റോപ്പ് ആക്ക്. എന്ത്